ഒക്കെ എടുക്കും കേട്ടോ. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എടുക്കുക എല്ലാ ചാപ്റ്റേഴ്സ്. 50 days ചാലഞ്ചിൽ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? പെട്ടെന്ന് ബയോളജി പഠിച്ചു പോയിക്കാൻ നിങ്ങൾക്ക് അത്രയും ബാക്കി പാർട്സ് ഒക്കെ ബാക്കി സബ്ജക്റ്റും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാമല്ലോ. അതുകൊണ്ടാണ്. ഗുഡ് ഈവനിങ് ഫാത്തിമ നിത. അവന്തികയുടെ പേര് വായിച്ചിട്ടില്ലല്ലോ അതേവരെ. ഫ്യൂച്ചർ ഡോക്ടർ ശ്രീലക്ഷ്മി. യെസ്. ദീക്ഷയുടെ നെയിം പുതിയതാണല്ലോ. ഗുഡ് ഈവനിങ്. സ്വപ്നയുടെ പേരും വായിച്ചിട്ടില്ല. വിഷ്ണു, രാഹുൽ, ഷിഫാന, ആദിത്. ഇന്ന് എന്തായാലും ബോട്ടണി പഠിക്കുക കേട്ടോ. ഇന്ന് ബോട്ടണി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും. നമുക്കറിയാലോ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിളും. അതേപോലെ തന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ 2 ചാപ്റ്റർ പഠിക്കും. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത റൊട്ടേഷനിൽ ബോട്ടണി പഠിക്കും കേട്ടോ. റെഡിയല്ലേ? യെസ്. ഗുഡ് ഈവനിങ്. അരുന്ധതി, ലൂന, നല്ല നെയിമാണല്ലോ. കറണ്ട് പോയോ? ഇപ്പൊ എങ്ങനെ പഠിക്കും? ദീക്ഷ, നീൽ പുതിയ നെയിമാണല്ലോ. ആദിത്, സച്ചിന്റെ പേരൊന്നും ഞാൻ വായിച്ചിട്ടില്ല അല്ലേ. ബ്രൂസിന്റെ വായിച്ചിട്ടുണ്ട്. അർച്ചന. Let's start with a new chapter that is about biological classification. 2 മണിക്കൂർ നമുക്ക് ബയോളജി ക്ലാസിഫിക്കേഷനും പഠിക്കണം, 2 മണിക്കൂർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും പഠിക്കണം. പെട്ടെന്ന് തീരുവാണെങ്കിൽ പെട്ടെന്ന് തീർക്കാം. നിങ്ങൾ എത്രമാത്രം ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്നോ പെട്ടെന്ന് കോൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇഷ്ടം പോലെ ക്വസ്റ്റൻ ഉണ്ട്. 90 ക്വസ്റ്റൻ ഉണ്ട് ഇന്ന് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നല്ലോണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ വരുന്ന 2 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? ത്രൂ ഔട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ പടപടാന്ന് പറയും. നല്ലോണം കേട്ടിരിക്കണം കേട്ടോ. We'll start with ഹായ് പറയാലോ. അഭിനന്ദ്. ശ്രീനിറ്റീനെ കണ്ടില്ലല്ലോ, ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ. നജ, ആതിര, കറണ്ട് വന്നതിന് ശേഷം ടെക്സ്റ്റ് നോക്കി പഠിക്കുക. വെരി ഗുഡ്. അങ്ങനെ പഠിക്കണം കേട്ടോ. നീൽ പ്രസന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നോടാ പേര് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും. മനുഷ്യ എന്നാണോ നെയിം? ലക്ഷ്മി. ഓക്കെ. ആസിഫ് വിൽ സ്റ്റാർട്ട് വിത്ത് ഓഫ്ലൈൻ. ഞാനാണ് എടുത്ത ചാപ്റ്റർ. വെരി ഗുഡ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോവാലോ അല്ലേ ആസിഫ്? ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പാർട്ട് പ്ലാൻ കിൻഡം എടുത്തരാം കേട്ടോ. പ്ലാൻ കിൻഡം എടുക്കും, റെസ്പിറേഷൻ എടുക്കും, ഫോട്ടോസിൻസ് ഒക്കെ ഞാൻ എടുത്തരാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിൽ പ്ലാൻ കിൻഡം എടുക്കാം. ചോദിച്ചിട്ടുണ്ട് പ്ലാൻ കിൻഡം എടുക്കുമോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഫോട്ടോസിൻസ് ആൻഡ് റെസ്പിറേഷൻ എടുക്കുമോ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാൻ കിൻഡമും അതേപോലെ റെസ്പിറേഷനോ നമുക്ക് എടുക്കാം, ഫോട്ടോസിൻസ് ഒക്കെ അടുത്ത ക്ലാസ് എടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്തടുത്ത് പോവാം കേട്ടോ. ശരിയല്ലേ? എനിക്ക് മനസ്സിലായില്ല അതിൽ എന്താ ചോദിക്കുന്നതെന്ന്. ദീക്ഷ, വെരി ഗുഡ്, താങ്ക് യു. So let's start with biological classification. Okay, so first one you have to study with the first concept. നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നിങ്ങളടുത്ത് പഴയ NCERT ഉണ്ടാവും, പുതിയ NCERT ഉണ്ടാവും. പുതിയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 10 ആണ്, പഴയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 16 ആണ്. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് 4ാമത്തെ ലൈനാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ ചോദിക്കാം മിസ് ഫസ്റ്റ് 3 ലൈൻ പഠിക്കണ്ടേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് 3 ലൈനിൽ ഇത്രേ പറഞ്ഞല്ലോ. ഫ്രം ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ തുടങ്ങിയ കാലം മുതലേ ലിവിങ് ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും അതൊന്നും സയന്റിഫിക് ബേസിസിലല്ല, അതൊക്കെ ഹ്യൂമന്റെ നീഡിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫുഡും ക്ലോത്തിങ്ങും ഷെൽട്ടറും ഇതൊക്കെ നോക്കിയിട്ടാണ്. അതൊക്കെയാണ് ഫസ്റ്റ് 3 ലൈനിലുള്ളത്. നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് വേണ്ടേ. സോ വിൽ ഗോ ഫോർ ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വിച്ച് സേസ് അബൌട്ട് page number 16 of the old text and page number 10 of the new text. First paragraph, 4th line. Aristotle was the first person to do the most scientific basis of classification.
അപ്പം ആദ്യമായിട്ട് കുറച്ചൊക്കെ സയന്റിഫിക് അറ്റംപ്റ്റ് ആദ്യമായിട്ട് ആരാ നടത്തിയ ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ് നടത്തിയതെന്ന് നമ്മൾ പറയേണ്ടത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഔട്ട്. നോക്കിയ മക്കളെ, ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് മോർ സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. So he used simple morphological character. So what do you mean by simple morphological character? കണ്ണുകൊണ്ട് കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ എന്ന് പറയാ. അത് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഹെർബ്സും ഷ്രബ്സും ട്രീസും. വളരെ ചെറിയ ചെടികൾ, ഹൈറ്റ് കുറഞ്ഞ ചെടികൾ നമ്മൾ എന്താ പറയാ, ഹെർബ്സ് എന്നാ പറയാ. അപ്പൊ ഗ്രാസസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ചെറുതാണ് അല്ലെ. അതേപോലെ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് നമ്മൾ ഷ്രബ് എന്നാ പറയാ. ഏറ്റവും ഹൈറ്റ് കൂടിയ ചെടികളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രീസ് എന്ന് പറയാ. സോ ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ക്ലിയർ? ഇതേപോലെ ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വിത്ത് RBC ആൻഡ് വിത്തൗട്ട് RBC. ശരിക്കും അനിമ എന്നൊക്കെയാണ് പറയാ. ആ ടേംസ് ഒന്നും ഇപ്പൊ വരാറില്ല, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ ബ്ലഡിന്റെ കളർ റെഡ് ആണ്, യു നോ ദാറ്റ്. സോ അത് RBC ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇൻസെക്ട്സ് ഒക്കെ നോക്കിയിടാം, അപ്പൊ ഗ്രാസ് ഓപ്പറോ ഇൻസെക്ട്സ് അല്ലേ, അതൊക്കെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ വൈറ്റ് മാറ്റർ ആയിട്ടാണ് കിട്ടുക. സോ ദേ ആർ നോട്ട് ഹാവിങ് RBC. അതാണ് വിത്തൗട്ട് RBC എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കോൺസെപ്റ്റ് പഠിച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ക്വസ്റ്റൻ കഴിഞ്ഞു. ശരിയല്ലേ? സോ ആനിമൽസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്ത 2 ഗ്രൂപ്പ്, ദോസ് ഓർഗാൻസ് വിത്ത് RBC ആൻഡ് വിത്തൗട്ട് RBC. റെഡ് ബ്ലഡ് ഉള്ള ആൾക്കാരും റെഡ് ബ്ലഡ് ഇല്ലാത്ത ആൾക്കാരും. ക്ലിയർ ആണോ? നോട്ട്സ് ഒക്കെ ഇപ്പൊ പറഞ്ഞു പോകുമ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മുഴുവൻ ഇതിലുണ്ട്. ആദ്യം പറയുന്ന മുഴുവൻ ശ്രദ്ധിക്കുക. NCERT നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. NCERTയിലെ എല്ലാ പോയിന്റ്സ് ഉണ്ട് മക്കള്. നമ്മൾ പറയുന്ന മുഴുവൻ കേട്ടാൽ തന്നെ NCERTയുടെ എല്ലാ പോയിന്റ്സും റീകോൾ ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ടും എക്സാമിന് ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, NCERT വായിച്ചു പോകണം കേട്ടോ. യെസ്. സോ ലെറ്റ്സ് ഇത് പഠിച്ചില്ലേ, ഇപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചല്ലോ. പ്ലാന്റ്സ് ഇൻടു 3 ടൈപ്സ് കോൾഡ് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. അതേപോലെ തന്നെ ആനിമൽസ് ഇൻടു 2 ഗ്രൂപ്പ് വിത്ത് RBC ആൻഡ് without RBC. So let's go for the next paragraph, which says about Linnaeus was a person who did 2 kingdom classification. ഏതൊക്കെ 2 kingdom മക്കളെ? Plant kingdom and animal kingdom. നോക്കിടാ, 2 kingdom classification 2 kingdom ആണ്, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. എത്ര ക്ലാസിഫിക്കേഷൻ വന്നിട്ടും എല്ലാ ക്ലാസിഫിക്കേഷനിലും കോമൺ ആയിട്ട് കണ്ട 2 കിങ്ഡം ഏതാ ചോദിച്ചാൽ നമ്മൾ പറയും ഏതാ, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. ബിക്കോസ് 2 കിങ്ഡം കഴിഞ്ഞ് 3 കിങ്ഡം വന്നു, 4 കിങ്ഡം വന്നു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പൊ എല്ലാ കിങ്ഡത്തിലും കോമൺ ആയിട്ടുള്ളത് ആരാ ചോദിച്ചാൽ പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. ബിക്കോസ് ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായത് കൊണ്ട് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള 2 കിങ്ഡം ഇതാണ് കേട്ടോ. പ്ലാന്റ് കിങ്ഡത്തിൽ വി നോ ദാറ്റ് എല്ലാ പ്ലാന്റ്സ് ഉണ്ടാവും, ആനിമൽ കിങ്ഡത്തിൽ എല്ലാ ആനിമൽസ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് അവിടെ അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് കിങ്ഡം ഇൻക്ലൂഡ്സ് ഓൾ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ കിങ്ഡം ഇൻക്ലൂഡ് ഓൾ ദ ആനിമൽസ്. പക്ഷെ നമ്മളെ പ്രശ്നം ഇതല്ല കേട്ടോ. പ്രശ്നം എന്താ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് എന്നൊരു പോയിന്റ് ഉണ്ട്. ഡീമെറിറ്റ്സ് ആണ്. ആ ഡീമെറിറ്റ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. സോ ഇഫ് യു ഗോ ഫോർ പേജ് നമ്പർ 16 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ് ആൻഡ് പേജ് നമ്പർ 10 ഓഫ് ദ ന്യൂ ടെക്സ്റ്റ്, 2ാമത്തെ പാരഗ്രാഫിന്റെ 3ാമത്തെ ലൈൻ നോക്കുക. ആ 3ാമത്തെ ലൈനിൽ എന്താ മക്കൾ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ലൈൻ നോക്കിയിടാ, യൂകാരിയോട്ടും പ്രോകാരിയോട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. 5ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് കേട്ടോട്ടെ മക്കള്. ഞാൻ ഒരു കാര്യം എഴുതി പറഞ്ഞു തരട്ടാ. ഈ പാരഗ്രാഫ്, ഇപ്പൊ ഞാൻ പറയുന്ന പാരഗ്രാഫ് ആക്ച്വലി പേജ് നമ്പർ 16 ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് പേജ് നമ്പർ 16 ഉള്ളത്. 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ലൈൻ ആയിട്ട് അവിടെ ഉണ്ട്. ഏതാ? ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ eukaryotes and prokaryotes, unicellular and multicellular, as well as photosynthetic and non-photosynthetic. പക്ഷെ അതിന്റെ പ്രൂഫ് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് പേജിലാണ്. പേജ് നമ്പർ 17 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ് ആൻഡ് പേജ് നമ്പർ 11 ഓഫ് ദ ന്യൂ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ പാരഗ്രാഫിന്റെ 3ാമത്തെ ലൈൻ വായിക്കണം കേട്ടോ. That means page number 17 of the old text and page number 11 of the new text 3ാമത്തെ പാരഗ്രാഫിന്റെ 3ാമത്തെ ലൈനിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എഴുതാം, നോക്കണേ മക്കള്. ബാക്ടീരിയ, ഈ റെഡ് കളറിൽ എഴുതുമ്പോൾ കാണുന്നുണ്ടോ? കുറച്ചുകൂടി തിക്കായിട്ട് എഴുതുന്നത് ദിസ് ഇസ് എനഫ്. ഒന്ന് പറഞ്ഞേ മക്കളെ. ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നല്ലോ ആപ്പില്. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞ മക്കളെ. യെസ്, കാണുന്നുണ്ട്. സോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗി, ദാറ്റ് ഈസ് കോൾഡ് സൈനോബാക്ടീരിയ അല്ലേ. അതേപോലെ ഫംജൈ ഉണ്ട്, ഫംഗൈ എന്ന് പറയാം, ഫംജൈ എന്ന് പറയാം, മോസസ്. ഇത്രയും 4 പേരുകളാണ് 3ാമത്തെ ലൈനുള്ളത്. ഈ 4ാമത്തെ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഫേൺസ്, ജിംനോസ്പേംസ് അല്ലേ,
ടെറിഡോഫൈറ്റ് ആണ് ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ഏഞ്ചിയോസ്പേംസ്. അപ്പൊ ചോദിക്കുക എന്തുകൊണ്ടാണ് മോസസ് എന്ന് പറഞ്ഞാൽ? മോസസ് ബ്രയോഫൈറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ മക്കളെ, ബ്രയോഫൈറ്റ് ആണ്. ഫേൺസ് ആരാ? ടെറിഡോഫൈറ്റ് ആണ്. അപ്പൊ ആ ഒരു ടേം ഉപയോഗിക്കുന്നതിന് പകരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോസസും ഫേൺസും. സീ ദാറ്റ് ഇത്രയും ആൾക്കാരാണ് പ്ലാന്റ് കിൻഡത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. എവിടെയാ വെച്ചിരിക്കുന്നത്? പ്ലാന്റ് കിൻഡത്തിൽ. ബിക്കോസ് അവിടെ പറഞ്ഞിട്ട് ഏർലിയർ ക്ലാസിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഏതാ? 2 കിൻഡം ക്ലാസിഫിക്കേഷൻ അല്ലേ? അപ്പൊ 2 കിൻഡത്തിൽ ആരൊക്കെയാ വന്നേ? ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ഇസ് ഓൾസോ കോൾഡ് സൈനോബാക്ടീരിയ, ദെൻ ഫംഗൈ ഉണ്ട്, പിന്നെ മോസസ് ഉണ്ട്. നെക്സ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫേൺസ് ആർ ദർ, ജിംനോസ്പേംസ് ആർ ദർ ആൻഡ് ഏഞ്ചിയോസ്പേംസ്. അപ്പൊ ചോദിക്കാം ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവയ്ക്കാനുള്ള ഒറ്റ കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെൽ വാൾ ആണ്. ദാറ്റ് മീൻസ് സെൽ വാൾ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ലിനിയേഴ്സ് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? 2 കിൻഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റ് കിൻഡത്തിലാണ് വെച്ചത്. സെൽ വാൾ ഇല്ലാത്ത മുഴുവൻ ആൾക്കാരും ആനിമൽ കിൻഡത്തിലാണ് വെച്ചത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ പ്രസൻസ് ഓഫ് സെൽ വാൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആൾക്കാരെ പ്ലാന്റ് കിൻഡത്തിൽ വെച്ചിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 17 മൂന്നാമത്തെ പാരഗ്രാഫിന്റെ 6ാമത്തെ ലൈനിന്റെ ഫസ്റ്റ് വേർഡ് നോക്കിയിടാ ഇൻ ദ ഓൾഡ് ടെക്സ്റ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ന്യൂ ടെക്സ്റ്റ് പേജ് നമ്പർ 11 മൂന്നാമത്തെ പാരഗ്രാഫിന്റെ 6ാമത്തെ ലൈനിന്റെ ഫസ്റ്റ് വേർഡ് സെൽ വാൾ എന്നൊരു വാക്കുണ്ടാവും. അപ്പൊ സെൽ വാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാരെ ഇവിടെ വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞേ? ഇങ്ങനെ ഒരു കിൻഡത്തിന് ഡീമെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ വാട്ട് ഇസ് ദ ഡീമെറിറ്റ് ദാറ്റ് ആർ പ്രസന്റ്? ഇമാജിൻ അബൌട്ട് ബാക്ടീരിയ. ബാക്ടീരിയ യൂണിസെല്ലാർ ആണോ മൾട്ടി സെല്ലാർ ആണോ മക്കളെ? ബാക്ടീരിയം ബ്ലൂ ഗ്രീൻ ആൽഗയും യൂണിസെല്ലാർ ആണ്. ശരിയല്ലടാ? യൂണിസെല്ലുലാർ ആണ്. പോരാത്തതിന് ഇത് പ്രോ കാരിയോട്ടും കൂടിയാണ്. എന്താ പ്രോ കാരിയോട്ട്? ഇവർക്ക് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയാൻ കാരണം മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല എന്നാണ്. ജെനറ്റിക് മെറ്റീരിയൽ അവരുടെ പ്രസന്റ് ആണ്. ആ ജെനറ്റിക് മെറ്റീരിയൽ ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ടല്ലേ പ്രോ കാരിയോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കിയേ, ബാക്കി മുഴുവൻ ആൾക്കാരും ഏതാ? മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ആണ്. അപ്പൊ നോക്കിയാ മക്കളെ, പ്ലാന്റ് കിൻഡത്തില് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ബാക്ടീരിയയും സൈനോബാക്ടീരിയയും വന്നിട്ടുണ്ട്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസും എല്ലാ പ്ലാന്റ് ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ കിൻഡം യൂണിസെല്ലാറിനെയും മൾട്ടി സെല്ലാറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും രണ്ടാക്കിയിട്ടില്ലാണ്. അപ്പൊ അത് ശരിയല്ലേ? ഇതേപോലെ ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ പ്രൊകാരിയോട്സ് ആണ്. ബാക്കി എല്ലാ മെമ്പേഴ്സും ആരാ? ബാക്കി ഈ മുഴുവൻ മെമ്പേഴ്സ് ആരാ മക്കളെ? യൂകാരിയോട്സ് ആണ്. അപ്പൊ പ്രൊകാരിയോട്സും യൂകാരിയോട്സും ഒരേ കിൻഡത്തിലാണ് വെച്ചിരിക്കുന്നത്. ഏത് കിൻഡം? പ്ലാന്റ് കിൻഡത്തിലാണ്. അപ്പൊ പ്രൊകാരിയോട്ട് ആരാ യൂകാരിയോട്ട് ആരാന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ രണ്ടെണ്ണം മനസ്സിലായോ? ഒന്ന് യൂണിസെല്ലാരും മൾട്ടി സെല്ലാരും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, പ്രൊകാരിയോട്ടിനും യൂകാരിയോട്ടിനും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തത്, ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് അല്ലടാ. ഇവര് മുഴുവൻ ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗയും ഫോട്ടോസിന്തറ്റിക് ആണ്. പക്ഷെ മറ്റുള്ള ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, അവർക്ക് സ്വയം ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല അല്ലേ? ദാറ്റ് മീൻസ് മോസസും ഫേൺസും ജിംനോസ്പേംസും ഏഞ്ചിയോസ്പേമും ഫോട്ടോസിന്തറ്റിക് ആണ്. സ്വയം ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ ഫംഗസ് ആയിക്കോട്ടെ, മറ്റുള്ള ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ ഒഴികെ കേട്ടോ, മറ്റുള്ള ബാക്ടീരിയ ആയിക്കോട്ടെ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്. അതെല്ലാവരും ഒരേ ഗ്രൂപ്പിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 2 കിൻഡം ക്ലാസിഫിക്കേഷൻ ആപ്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് കുറെ കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നോ ലോnger യൂസ് ചെയ്യാൻ പറ്റൂല. ഇത്രയും ഡീമെറിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാ ഡീമെറിറ്റ്? ഒരേ കിൻഡത്തില് പ്ലാന്റ് കിൻഡത്തില് ആരൊക്കെ വന്നു? യൂണിസെല്ലാറും മൾട്ടിസെല്ലാറും വന്നു, പ്രോകാരിയോട്സും യൂകാരിയോട്സും വന്നു, ഫോട്ടോസിന്തറ്റിക് കഴിവുള്ള ആൾക്കാരും നോൺ ഫോട്ടോസിന്തറ്റിക് ആൾക്കാരും വന്നു. അതുകൊണ്ട് ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. നോ ലോnger വി ക്യാൻ യൂസ് ദിസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ല മക്കളെ? എന്നാ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആകെ 2 കിൻഡമേ ഉള്ളൂ, പ്ലാന്റ് കിൻഡമും ആനിമൽ കിൻഡമും. ശരിയല്ലടാ? A large number of organism did not fall on either category. നമ്മൾ എന്താ പറഞ്ഞേ? സെൽ വാൾ ഇല്ലാത്ത മുഴുവൻ ആൾക്കാർ ആനിമൽ കിൻഡത്തിലാണ് വന്നിട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ലൈൻ പറഞ്ഞിട്ട് a large number of organism did not fall on either category. അപ്പൊ ലിനേഴ്സ് നോക്കിയപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങോട്ടും വെക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറ്റുള്ളവർ എന്താ പറഞ്ഞത്? അപ്പൊ ഇതിനൊക്കെ നമ്മൾ എവിടെയാ വെക്കാൻ ചോദിച്ചപ്പോൾ അതിന് ആൻസർ ഇല്ല. ശരിയല്ലേ? a large number of organism did not fall on either category. എന്റെ ഓർമ്മയിൽ ആ ലൈൻ എവിടെയാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ ഹോപ്പ് സോ. പഴയ ടെക്സ്റ്റില് പേജ് നമ്പർ 16 രണ്ടാമത്തെ പാരഗ്രാഫിന്റെ 7ാമത്തെ ലൈനാണ് എൻ്റെ ഓർമ്മ കേട്ടോ. നോക്കണേ മക്കള്. പേജ് നമ്പർ 16 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ്, സെക്കൻഡ് പാരഗ്രാഫ് 7ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എ ലാർജ് നമ്പർ ഓഫ് 8ാമത്തെ ലൈനും വായിക്കണം. ഓർഗാനിസം ഡിഡ് നോട്ട് ഫോളോ ഓൺ ഐദർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് പുതിയ ടെക്സ്റ്റ് ആണെങ്കിൽ പേജ് നമ്പർ 10 രണ്ടാമത്തെ പാരഗ്രാഫിന്റെ 7ാമത്തെ 8ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോളോ ഓൺ ഐദർ കാറ്റഗറി. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? കിട്ടിയോ? ഡിഫറെന്റ് സെൽ വാൾ കോമ്പോസിഷൻ നമുക്ക് പഠിക്കാതെ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ക്ലിയർ ആണോ? യെസ് യെസ്.
വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് തീരുമാനമായി. ഇനി നമ്മൾ പറയേണ്ടത് എന്താ പറയുക, ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഇത് രണ്ടിലും കാറ്റഗറൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി എന്തായാലും ഈ ക്ലാസിഫിക്കേഷൻ ഫർദർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ പറയുന്നത് എന്താ, മോർഫോളജി യൂസ് ചെയ്താൽ മാത്രം പോരാ. ശ്രദ്ധിക്കണേ മക്കളെ. ദാറ്റ് മീൻസ് ബിസൈഡ്സ് മോർഫോളജിക്കൽ ക്യാരക്ടർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബിസൈഡ്സ് മോർഫോളജിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മോർഫോളജി ഉപയോഗിക്കേണ്ടെന്നാണോ? അല്ല. മോർഫോളജി കൂടാതെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതിന്റെ അർത്ഥം മോർഫോളജി ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? സെൽ സ്ട്രക്ചർ. നല്ലോണം ശ്രദ്ധിക്കണേടാ, ഓരോരോ വേർഡും ശ്രദ്ധിക്കണം. അത്രയും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മിസ് ചെയ്യരുതേട്ടാ, പറയുന്ന മുഴുവൻ ശ്രദ്ധിക്കണേ മക്കളെ. നമ്പർ 1 സെൽ സ്ട്രക്ചർ. If you take page number 16, രണ്ടാമത്തെ പാരഗ്രാഫിന്റെ 10ാമത്തെ ലൈനിന്റെ ലാസ്റ്റ് വേർഡ്. ന്യൂ ടെക്സ്റ്റ് പേജ് നമ്പർ 10, സെക്കൻഡ് പാരഗ്രാഫ് 10th ലൈനിന്റെ ലാസ്റ്റ് വേർഡ് നോക്കിയിടാ. സെൽ സ്ട്രക്ചർ എന്നൊരു വേർഡ് ഉണ്ടാവും. ഇനി 11th ലൈൻ നോക്കിയേ, നേച്ചർ ഓഫ് വാൾ. നേച്ചർ ഓഫ് വാൾ കേട്ടോ. മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ. ഹാബിറ്റഡ്. ഹാബിറ്റഡ്. മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ. Method of reproduction. Evolutionary relationship. Method of reproduction. Reproduction. Then evolutionary relationship. എന്ന് പറഞ്ഞാൽ എന്താ? ഫൈലോജനറ്റിക് ആണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി പുതിയ ക്ലാസിഫിക്കേഷൻ നടത്താൻ. അപ്പോഴാണ് ഈ മുഴുവൻ ഡീമെറിറ്റും മാറ്റാൻ പറ്റുക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനി കാലക്രമേണ കുറെ ആൾക്കാർ പുതിയ പുതിയ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തിയപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഏതൊക്കെ ക്യാരക്ടർ? ബിസൈഡ് മോർഫോളജിക്കൽ ക്യാരക്ടർ. മോർഫോളജിക്കൽ ക്യാരക്ടർ മാത്രം പോരെ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? സെൽ സ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്യണം, നേച്ചർ ഓഫ് വാൾ ഇൻക്ലൂഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. എന്താ സെൽ സ്ട്രക്ചർ? പ്രൊകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ? നേച്ചർ ഓഫ് വാൾ എന്താ? സെൽ വാളിൽ സെല്ലുലോസ് ആണോ കൈറ്റിൻ ആണോ എന്നൊക്കെ നോക്കണ്ടേ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫ് ആണോ ഹെറ്ററോട്രോഫ് ആണോ? ഹാബിറ്റഡ് ഫ്രഷ് വാട്ടർ ആണോ മെറൈൻ വാട്ടർ ആണോ ടെറസ്ട്രിയൽ ആണോ നോക്കണ്ടേ. മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ എസെക്ഷുവൽ ആണോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ നോക്കണ്ടേ. യെസ് ഓർ നോ? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ഇവര് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്തത്, ഇവരുടെ ആൻസിസ്ട്രി ആരാന്നൊക്കെ നോക്കണം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താലേ കുറച്ചുകൂടി ബെറ്റർ ക്ലാസിഫിക്കേഷൻ വരുള്ളൂ. അങ്ങനെ ഈ മുഴുവൻ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കേണ്ട ഏതാ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത്രയും ക്ലിയർ ആയോ മക്കള്? ഇതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് വാൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റഡ്, റീപ്രൊഡക്ഷൻ അല്ലേ, റീപ്രൊഡക്റ്റീവ് മെത്തേഡ്, അതേപോലെ തന്നെ എന്താണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ അല്ലേടാ? നന്നായിട്ട് പഠിക്കണം കേട്ടാ, നല്ല എനർജി ആയിട്ട് ഇന്ന് പഠിക്കണം നമുക്ക്. ഓക്കെ. ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, പെണ്ണൊക്കെ ചാർജ് ചെയ്ത് കറക്റ്റ് വന്നിട്ടുണ്ട്, ഫുൾ ചാർജാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇതിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ പറ്റായിട്ട് ഭയങ്കര വിഷമമായിരുന്നു, പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ, ചാർജ് ഡൗൺ ആയതുകൊണ്ട്. യെസ് ഓർ നോ? യെസ്. So let's go for the next concept, 5 kingdom classification. So who proposed 5 kingdom classification? That is RH Whittaker in the year 1969. ആ ഒരു പാരഗ്രാഫിന് എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് അറിയാം മക്കളെ? ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആകുള്ള ചെറിയ പാരഗ്രാഫ് ആണെന്ന് വെച്ചാൽ 3-4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുണ്ട്. ഹൂ പ്രപ്പോസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ദ ആൻസർ ഷുഡ് ബി RH വിറ്റാക്കർ. ഏത് ഇയർ ആണ് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? 1969 പ്രപ്പോസ് ചെയ്തത്. ആൻഡ് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഹി യൂസ്ഡ്? 5 ക്രൈറ്റീരിയ. നമ്മൾ നേരത്തെ കുറെ ക്രൈറ്റീരിയ എഴുതില്ലേ, അതിൽ 5 ക്രൈറ്റീരിയ ആണ് RH വിറ്റാക്കർ യൂസ് ചെയ്തത്. ക്യാൻ ടെൽ മീ വാട്ട് ആർ ദ 5 ക്രൈറ്റീരിയ? സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ അല്ലേ, അതേപോലെ താലസ് ഓർ ബോഡി ഓർഗനൈസേഷൻ, ആൻഡ് ഫൈനലി ഫൈലോജനറ്റിക് ഓർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഈ 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് 5 കിങ്ഡം ആരുണ്ടാക്കിയത്? RH വിറ്റാക്കർ ഉണ്ടാക്കിയത്. സോ ക്യാൻ യു ടെൽ മീ ദ ക്രൈറ്റീരിയ? എഴുതണോ അണ്ടർലൈൻ ചെയ്താൽ മതിയോ മക്കളെ? നോക്കിടാ. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷന് ബോഡി ഓർഗനൈസേഷനുള്ള ഓപ്ഷൻ വരാറുണ്ട് കേട്ടോ മക്കളെ. ബിക്കോസ് പഴയ NCERT ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്, പുതിയ NCERT താലസ് ഓർഗനൈസേഷൻ ഉണ്ട്. ചില രണ്ടാമതും വന്നിട്ട് NCERT വീണ്ടും അത് ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഐദർ ബോഡി ഓർഗനൈസേഷൻ ഓർ താലസ് ഓർഗനൈസേഷൻ ആണ് വരിക കേട്ടോ. സെൽ സ്ട്രക്ചർ, then thallus or body organization, and മൂന്നാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫ് ആണ് ഹെറ്ററോട്രോഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ എന്താ താലസ് ഓർഗനൈസേഷൻ? യൂണിസെല്ലാർ ആണോ മൾട്ടി സെല്ലാർ ആണോ, ടിഷ്യൂ ഉണ്ടോ, ഓർഗൻ ഉണ്ടോ, ഓർഗൻ സിസ്റ്റം ഉണ്ടോ എന്നൊക്കെ പറയില്ലേ. സെൽ സ്ട്രക്ചർ എന്താ? പ്രൊകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണെന്ന് പറയുന്നത്.
അതേപോലെ റീപ്രൊഡക്ഷൻ എന്താ സെക്ഷുവൽ ആണോ സെക്ഷുവൽ ആണോ, ന്യൂട്രീഷൻ എന്താ ഓട്ടോട്രോഫ് ആണോ ഹെട്രോട്രോഫ് ആണോ, അതേപോലെ ഫൈലോജനറ്റിക് എന്താ എവല്യൂഷണറി ആണ്, ഏത് ആൻസസ്ട്രീനാണ് റിവോൾവ് ചെയ്തത്. ഇത്രയും നോക്കിയിട്ടാണ് RH വിറ്റാക്കർ 5 കിങ്ഡം ഉണ്ടാക്കിയത്. Can tell me what are the 5 kingdom that are present? Monerans, Protistans, Fungi, Plantae, Animalia. ഇതില് Plantae and Animalia നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 3 ആൾക്കാരാണ് Monerans, Protistans and Fungi. ക്ലിയർ? പുതിയ NCERT ബോഡി ഓർഗനൈസേഷൻ ഉണ്ട് കേട്ടോ. ആദ്യം വന്നതിൽ ബോഡി ആയിരുന്നു, പിന്നെ അടുത്ത NCERT താലസ് ഓർഗനൈസേഷൻ ആണ്, വീണ്ടും ബോഡി ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. അതിരാ രണ്ടും പഠിക്കണം കേട്ടോ. യെസ്, RH വിറ്റാക്കറിന്റെ പേര് മറക്കരുത്, 1969 മറക്കരുത്. കിട്ടിയില്ലേ ഇത്രയും ക്വസ്റ്റ്യൻസ്? ഫൈലോജനറ്റിക് ഇതെല്ലാം പഠിച്ചോ? സോ ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഈ കിങ്ഡം മൊണീരന് മുന്നേ ഒരു പാരഗ്രാഫും കൂടി ഉണ്ട് NCERT, അതും കൂടി ഒന്ന് പറയട്ടെ മക്കളെ. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരും, വന്നിട്ടുണ്ട് ഇതിന് മുന്നേ കേട്ടോ. There is one more concept that are given below that paragraph. 3 domain എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 domain നമുക്ക് അതുകൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. Let's go for 3 domains. 3 domains. Can tell me 5 kingdom ഏതൊക്കെയാടാ? Kingdom Monerans, then Kingdom Protista, Kingdom Fungi. ഇതെന്തിനാ അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. Plantae and Animalia. അല്ലേ? Animalia. So these are about the 5 kingdoms that are present. ഇതിൽ 3 ഡൊമൈനിൽ പറയുന്നത് എന്താണെന്നറിയാം മക്കളെ? കിങ്ഡം മൊണീറൻസിനെ 2 ഡൊമൈൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡൊമൈനും സെക്കൻഡ് ഡൊമൈനും. ദാറ്റ് മീൻസ് കിങ്ഡം മൊണീറൻസിനെ എത്ര ഡൊമൈൻ ആക്കി ചോദിച്ചാൽ 2 ഡൊമൈൻ ആണ്. സീ ദാറ്റ് പേജ് നമ്പർ 17 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ്, രണ്ടാമത്തെ പാരഗ്രാഫിന്റെ രണ്ടാമത്തെ ലൈൻ നോക്കിയിട്ടാ മൊണീറ ഡിവൈഡ് ഇൻറ്റു 2 ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ NCERT പേജ് നമ്പർ 11 സെക്കൻഡ് പാരഗ്രാഫ് സെക്കൻഡ് ലൈൻ യു ക്യാൻ സീ ദാറ്റ് കിങ്ഡം മൊണീറൻസ് ആർ ഡിവൈഡ് ഇൻറ്റു 2 ഡൊമൈൻസ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ 2 ഡൊമൈൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഡൊമൈൻ ആരായിരിക്കും? ആർക്കിയ. ആർക്കിയ എന്നും പറയാം, ആർക്കിബാക്ടീരിയ എന്നും പറയാം, ശരിയല്ലേ? സോ ഐദർ യു ക്യാൻ സേ ദാറ്റ് ആർക്കിയ ഓർ ആർക്കിബാക്ടീരിയ എന്നും പറയാം. ആർക്കിയ ഓർ ആർക്കിബാക്ടീരിയ. സെക്കൻഡ് വൺ യൂബാക്ടീരിയ. ഓക്കെ, അപ്പൊ ബാക്കി എത്ര കിങ്ഡം ഇവിടെ ബാക്കി ഉണ്ട് നോക്കിയാൽ മക്കളെ. ഒരു സാധനം വരച്ചില്ല കേട്ടോ. ബാക്കി 4 കിങ്ഡം ബാക്കി ഉണ്ടല്ലോ. ഈ 4 കിങ്ഡത്തിനും തേർഡ് ഡൊമൈനിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് യൂകാരിയ. ഇത് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടും. അതുകൊണ്ടാണ് ദ റിമൈനിങ് കിങ്ഡംസ് ആർ പ്ലേസ്ഡ് അണ്ടർ തേർഡ് ഡൊമൈനെ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ. ആ തേർഡ് ഡൊമൈൻ്റെ പേരാണ് യൂകാരിയ. സോ റിമൈനിങ് 4 കിങ്ഡം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് റിമൈനിങ് 4 കിങ്ഡം? പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ. ഇത് മുഴുവനും ഏതിലാണ് വെച്ചിരിക്കുന്നത്? 3ാമത്തെ ഡൊമൈനിലാണ്. അപ്പൊ അങ്ങനെ 3 ഡൊമൈൻസ് ഉണ്ടായി. അപ്പൊ 3 ഡൊമൈൻസ് ആകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഹൗ മെനി കിങ്ഡംസ് ആർ ദേർ കേട്ടോ. 6 കിങ്ഡം ഫോം ചെയ്യുക. ആ 6 കിങ്ഡം ഏതാ ചോദിച്ചാൽ ആർക്കിയ, ദാറ്റ് ഈസ് ആർക്കിബാക്ടീരിയ 1, യൂബാക്ടീരിയ 2, പ്രൊട്ടിസ്റ്റ 3, ഫഞ്ചൈ 4, പ്ലാന്റേ 5, ആനിമേലിയ 6. Thereby it forms 6 kingdom. Thereby it forms 6 kingdom. കിട്ടിയോ? ബ്ലാക്ക് ആക്കണോ? ബ്ലാക്ക് ആക്കാലോ. അതിനെന്താ? അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആക്കിയാൽ മതിയോ? അവിടെ വൈറ്റ് സ്ലൈഡേ ഉള്ളൂടാ. വൈറ്റേ ഉള്ളൂ മക്കളെ. എനിക്കത് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ സെറ്റ് ചെയ്തോണ്ടായിരിക്കും. കാണാൻ പറ്റുന്നില്ലടാ. ബുദ്ധിമുട്ടുണ്ടാ? ഫാത്തിമാനിതാ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് ബ്ലാക്കിൽ എഴുതണോ? ഓക്കെ, യെസ്. സോ ക്യാൻ ടെൽ മീ ഏത് കിങ്ഡത്തിനെയാണ് 2 ഡൊമൈൻ ആക്കിയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? കിങ്ഡം മൊണീറൻസിനെ 2 ഡൊമൈൻ ആക്കി. വാട്ട് ആർ 2 ഡൊമൈൻസ്? ഫസ്റ്റ് ഡൊമൈൻ ഇസ് ആർക്കിയ or Archaebacteria. Second domain is Eubacteria. ബാക്കി 4 kingdoms it is kept under the third domain that is called Eukarya. Okay. കണ്ണ് വേദനിക്കുന്നുണ്ടോ? അതെയോ? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഞാൻ ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. അല്ല സോറി, ബ്ലാക്ക് ആക്കണോ? ഒരു മിനിറ്റ് ഇടാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഇത്രയും ക്ലിയർ ആയോ? സ്ലൈഡ് മുഴുവൻ അപ്പോൾ വൈറ്റിലാണല്ലോ, അത് വായിക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലേ? സൗണ്ട് കൂട്ടണ. സൗണ്ട് കേൾക്കുന്നില്ല? ഇറ്റ്സ് ഓക്കെ.
ലക്ഷ്മിക്കും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയാം, എന്നാൽ നിങ്ങൾ സ്ലൈഡ് ഇതൊന്നും നോക്കണ്ട, ഞാൻ പറയാം. ജസ്റ്റ് എഴുതുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ലിസൺ ടു മീ. ക്ലിയർ? So let's go for the next concept. 3 domain കിട്ടിയല്ലോ. 3 domain അത് കാരണം എത്ര കിങ്ഡം ഉണ്ടായെന്ന് ചോദിച്ചാൽ 6 kingdom ആണ്. What are 6 kingdom? We say that Archaebacteria, Eubacteria, Protista, Fungi, Plantae and Animalia. Okay? When black എടുക്കാലോ, അതിനെന്താ? That I'll take. നല്ല black വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ലല്ലോ. Okay. So let's go for the next concept. 3 domain കഴിഞ്ഞു. ഇനി പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. Page number 17 of page number 17 of the old NCERT and page number 11 of the new NCERT ലെ ലാസ്റ്റ് പാരഗ്രാഫ് താഴെ മുകളിലേക്ക് 4ാമത്തെ ലൈനിൽ ക്ലാമിഡോമോണാസ് ആൻഡ് സ്പൈറോഗൈറ എന്ന് അവിടെ ഒരു വേർഡ് ഉണ്ട് കേട്ടോ. ക്ലാമിഡോമോണാസ് ആൻഡ് സ്പൈറോഗൈറ ശ്രദ്ധിക്കണേടാ. ക്ലാമിഡോമോണാസ് യൂണിസെല്ലുലാർ ആണ്, സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാർ ആണ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പ്ലാന്റ് കിണ്ടത്തില് സെൽ വാൾ ഉള്ളത് കൊണ്ടാണ് എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചത് അല്ലേ. പക്ഷെ ഇവിടെ ക്ലാമിഡോമോണാസ് യൂണിസെല്ലുലാർ ആണ്, സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാർ ആണ്. അപ്പൊ രണ്ടുപേരും പ്ലാന്റ് കിണ്ടത്തിൽ വരാൻ കാരണം സെൽ വാളിന്റെ പ്രസൻസ് ആണ്. ശരിയല്ലേ? അപ്പൊ അത് തെറ്റല്ലേ? അത് ചെയ്ത് തെറ്റാണ്. ബിക്കോസ് ക്ലാമിഡോമോണാസ് യൂണിസെല്ലുലാർ ആയതുകൊണ്ട് ഇവിടെ വെക്കുന്നത് ശരിയല്ല. ഇതേപോലെ തന്നെ സെൽ വാൾ ഉള്ളത് കൊണ്ടല്ലേ ബാക്കി എല്ലാ മെമ്പേഴ്സും വന്ന്. പക്ഷെ സെൽ വാളിന് പ്രത്യേകത ഉണ്ട്. നേരത്തെ ആദിത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാ സെൽ വാളിന്റെ പ്രത്യേകത എന്താ, സെൽ വാൾ നേച്ചറും കൂടി നോക്കണമെന്ന്. ദാറ്റ് മീൻസ് ഫംഗസിന് സെൽ വാളില് കൈറ്റിൻ ആണ് ഉള്ളത്. എന്നാ പ്ലാന്റ് സെൽ വാളിന്റെ കണ്ടന്റ് ഏതാ മക്കളെ? സെല്ലുലോസ് ആണ്. അപ്പൊ നോക്കിടാ, സെൽ വാളിന്റെ പ്രസൻസ് കാരണം എല്ലാരെയും കൊണ്ടുപോയി പ്ലാന്റ് കിണ്ടത്തിൽ വെച്ചിട്ട് കാര്യമില്ല. വൈ? ബിക്കോസ് സെൽ വാൾ പ്രസന്റ് ആണെങ്കിൽ പോലും സെൽ വാൾ നേച്ചറിൽ വ്യത്യാസമുണ്ട്. ദ ഫംഗസ് കൺസിസ്റ്റ് ഓഫ് ദ സെൽ വാൾ കണ്ടന്റ് ദാറ്റ് ഇസ് കോൾഡ് കൈറ്റിൻ, വെറസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ്. അപ്പൊ മൊത്തത്തിൽ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് RH വിറ്റാക്കർ ഇനി എന്താ ചെയ്തതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് RH വിറ്റാക്കർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗസിനെ കംപ്ലീറ്റും പ്ലാന്റ് കിണ്ടത്തിനെ മാറ്റിയിട്ട് കിങ്ഡം ഫഞ്ചയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പറഞ്ഞത് മനസ്സിലായോ? അതായത് എന്തായാലും ഇപ്പൊ 2 കിണ്ടത്തിൽ ഫംഗസ് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഫംഗസിനെയും കിങ്ഡം ഫഞ്ചയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതേപോലെ യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആരൊക്കെ യൂണിസെല്ലുലാർ യൂകാരിയോട്സ്? ക്ലാമിഡോമോണാസ് യൂണിസെല്ലുലാർ ആണ്. ശരിയല്ലേ? അപ്പൊ ക്ലാമിഡോമോണാസ് മാത്രമല്ല, ക്ലോറല്ല എന്നൊരു പേരുണ്ട്. നെക്സ്റ്റ് പേജിലെ പേജ് നമ്പർ 18 ഫസ്റ്റ് പാരഗ്രാഫ് 6ാമത്തെ ലൈൻ നോക്കിയാൽ മക്കളെ. ഇൻ ദ ഓൾഡ് ടെക്സ്റ്റ് കേട്ടോ. പേജ് നമ്പർ 18 ഫസ്റ്റ് പാരഗ്രാഫ് 6ാമത്തെ ലൈനിൽ ഓൾഡ് ടെക്സ്റ്റ് ആണ്. ന്യൂ ടെക്സ്റ്റ് ആണെങ്കിൽ വിൽ ബി പേജ് നമ്പർ 12 ഫസ്റ്റ് പാരഗ്രാഫ് 6ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ക്ലാമിഡോമോണാസ് ആൻഡ് ക്ലോറല്ല എന്നൊരു പേരുണ്ട്. ഈ ക്ലാമിഡോമോണാസും ക്ലോറല്ലും യൂണിസെല്ലുലാർ ആണ്. ക്ലാമിഡോമോണാസും ഇവിടെ എഴുതട്ടാ, നെക്സ്റ്റ് പേജിൽ എഴുതട്ടാ. സോ ക്ലാമിഡോമോണാസ്. അപ്പൊ ചോദിക്കാം, മിസ്റ്റർ സ്പൈറോഗൈറിന് എന്തുകൊണ്ടാ മാറ്റാത്ത? അത് മൾട്ടി സെല്ലുലാർ ആണ്, പ്ലാന്റ് കിണ്ടത്തിൽ തന്നെ നിന്നോട്ടെ. സോ ക്ലാമിഡോമോണാസ് ആൻഡ് ക്ലോറല്ല. ഇത് പണ്ട് ആൽഗെ ഓഫ് പ്ലാന്റ് കിണ്ടത്തിലായിരുന്നു. പ്ലാന്റ് കിണ്ടത്തില് ആൽഗയിലായിരുന്നു കേട്ടോ. അപ്പൊ അതിന് സെൽ വാൾ ഉള്ളത് കൊണ്ടാണ് അവിടെ വെച്ചിരുന്നത്. പക്ഷെ RH വിറ്റാക്കർ എന്താ ചെയ്ത്? ഇതിനെ പ്ലാന്റ് കിണ്ടത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ക്ലാമിഡോമോണാസും ക്ലോറല്ലും എവിടെ വരിക ചോദിച്ചാല് പ്രൊട്ടിസ്റ്റ മാത്രമേ എഴുതാവുള്ളൂ. ബിക്കോസ് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. സ്പൈറോഗൈറ ഏതാ? മൾട്ടി സെല്ലുലാർ ആണ് കേട്ടോ, ഫിലമെന്റസ് ആണ്. ട്രിനിറ്റി ക്ലാമിഡോമോണാസ് യൂണിസെല്ലുലാർ ആണ്, സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാർ ആണ്. ആയില്ലേ? ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കോൺസെപ്റ്റ് ദാറ്റ് ഇസ് അബൌട്ട് അതേപോലെ ആനിമൽ കിണ്ടത്തില് അമീബ ആൻഡ് പാരമീസിയം. 7ാമത്തെ ലൈൻ നോക്കിയിട്ട് അതേ പാരഗ്രാഫ് പേജ് നമ്പർ ഇപ്പൊ പറഞ്ഞില്ലേ, പേജ് നമ്പർ 18 ഫസ്റ്റ് പാരഗ്രാഫ് 7ാമത്തെ ലൈൻ ഓൾഡ് ടെക്സ്റ്റും പേജ് നമ്പർ 12 ഫസ്റ്റ് പാരഗ്രാഫ് 7ാമത്തെ ലൈൻ ന്യൂ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അമീബ ആൻഡ് പാരമീസിയം തന്നിട്ടുണ്ട്. അമീബ ആൻഡ് പാരമീസിയം ഈ രണ്ട് പേരും ഏതാ? യൂണിസെല്ലുലാർ ആണ്, ബട്ട് ദേ ലാക്ക് സെൽ വാൾ. അതുകൊണ്ട് പണ്ട് ആനിമൽ കിണ്ടത്തിലായിരുന്നു. ഏതാ? ഇവരെവിടെയാ വെച്ചിരുന്നത്?
ആനിമൽ കിങ്ഡത്തിലാണ് വെച്ചിരുന്നത്. ബിക്കോസ് ദി ലാക്ക് സെൽ വാൾ. സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ സെൽ വാൾ പ്രസന്റ് ആയതുകൊണ്ട് ഇത് സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് ഇത് RH വിറ്റാക്കർ എന്ത് ചെയ്തു? പ്രൊട്ടിസ്റ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ എന്താ, എല്ലാ യൂണിസെല്ലുലാർ യൂകാരിയോട്സിനും എന്ത് ചെയ്തു? പ്രൊട്ടിസ്റ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ ഫംഗസിനെയും കിങ്ഡം ഫഞ്ചയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓൾറെഡി ബാക്ടീരിയ ഒക്കെ മൊണീറൻസിലുണ്ട്, ഓൾറെഡി ബാക്കി എല്ലാവരും പ്ലാന്റ്സിലുണ്ട്, പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് കിങ്ഡത്തിലുണ്ട്, സെൽ വാൾ ഇല്ലാത്ത ബാക്കി എല്ലാ ആനിമൽസ് ആനിമൽ കിങ്ഡത്തിലുണ്ട്. അങ്ങനെയാണ് 5 കിങ്ഡം ഫോം ചെയ്തത്. ഇനിയും കേട്ടോ, ഇനിയും എന്ത് ചെയ്യും? ഇനിയും ഇതേപോലെ കാലക്രമേണ ക്ലാസിഫിക്കേഷൻ മാറി മാറി വരുമ്പോൾ മോർഫോളജി മാത്രമല്ല ഫിസിയോളജിയും റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റിയും എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി സേ ദാറ്റ് ഇനിയും കാലക്രമേണ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യും നമ്മൾ പറഞ്ഞത്? ദാറ്റ് മീൻസ് മോർഫോളജി, ഫിസിയോളജി, റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റി ആസ് വെൽ ആസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇത് മുഴുവൻ നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഇനിയും മാറി മാറി വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് കിങ്ഡം, അബൌട്ട് കിങ്ഡം മോണീറൻസ്. അപ്പൊ ഫസ്റ്റ് കിങ്ഡം നമ്മൾ ആകെ 3 പഠിക്കാനുള്ളൂ അല്ലെ. ഫസ്റ്റ് ഒന്ന് എത്തി കിങ്ഡം മോണീറൻസ്. പെട്ടെന്ന് തീരും കിങ്ഡം മോണീറൻസ്. കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ മക്കള്. ദാറ്റ് മീൻസ് ദ സോൾ മെമ്പർ ഓഫ് കിങ്ഡം മോണീറൻസ് ആർ ബാക്ടീരിയ. ഏറ്റവും കൂടുതലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ആരാ? ബാക്ടീരിയ ആണ്. ദാറ്റ് വൈ ഇറ്റ് ബി സോൾ മെമ്പർ ഓഫ് കിങ്ഡം മോണീറ. It is the most abundant microorganism. ഏറ്റവും കൂടുതൽ കാണുന്ന മൈക്രോ ഓർഗാനിസം ഇതാണ്. Why? Because there is a line given there, hundreds of bacteria seen in handful of soil. ഒരു പിടി മണ്ണെടുത്താൽ 100 കണക്കിന് ബാക്ടീരിയ കാണാന്ന്. നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് മണ്ണിന്ന് ഒരു പിടി മണ്ണെടുത്ത് 100 കണക്ക് ബാക്ടീരിയ ആണെങ്കിൽ എത്ര ഗ്രൗണ്ട് ഉണ്ട്, എത്ര മണ്ണുണ്ട്? കേരളത്തിലും ഇന്ത്യയിലും ലോകത്തൊക്കെ ഇമാജിൻ ചെയ്യാം. അത്രമാത്രം മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. മണ്ണിൽ മാത്രമാണോ? എയറിലും വാട്ടറിലും ആനിമലിലും പ്ലാന്റ് ബോഡിയിലൊക്കെ ഇതില്ലടാ. സോ ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഇറ്റ് ഇസ് സീൻ എവ്രിവെയർ ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം that are present. Hundreds of bacteria are seen in handful of soil. Kingdom Monera is the first paragraph. രണ്ടാമത്തെ ലൈൻ്റെ ലാസ്റ്റ് വേർഡ് നോക്കിയാൽ മക്കളെ ഹൺഡ്രഡ്സ് തന്നിട്ടുണ്ട്. സോ ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ സീൻ ഇൻ handful of soil. ക്ലിയർ ആയോ? ഇത് കൂടാതെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ ഓൾസോ ലീവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻ. അതേ പാരഗ്രാഫിന്റെ 4ാമത്തെ ലൈൻ നോക്കിയിടാ. ഹോട്ട് സ്പ്രിംഗ്, ഡെസേർട്ട്, സ്നോ ആസ് വെൽ ആസ് ഡീപ്പ് ഓഷൻ. ഈ 4 വേർഡ് പഠിക്കാതെ പോരുത് കേട്ടോ. ഹോട്ട് സ്പ്രിംഗ്, ഡെസേർട്ട്, സ്നോ ആൻഡ് ഡീപ്പ് ഓഷൻ. അതായത് ചൂടുള്ള നീരുറവകളുള്ള സ്ഥലമാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഡെസേർട്ട് മരുഭൂമിയാണ്. സ്നോ മഞ്ഞുമൂടിയ സ്ഥലങ്ങളാണ്. അതേപോലെ എന്താ? ഡെപ്ത് ഓഫ് ഓഷൻ ആഴക്കടലിലും. ഇവിടേക്ക് ആര് സർവൈവ് ചെയ്യും? ബാക്ടീരിയ സർവൈവ് ചെയ്യും. അപ്പൊ സാധാരണ സ്ഥലത്ത് മാത്രമല്ല എക്സ്ട്രീം കണ്ടീഷനിൽ ഇവർ സർവൈവ് ചെയ്യും. മറ്റുള്ള ഓർഗാനിസം ജീവിക്കാത്ത സ്ഥലത്തും ഇവർ ജീവിക്കുമെന്ന് അല്ലെ. മറ്റുള്ള ഓർഗാനിസം റെയർ ആയിട്ട് കാണുന്ന സ്ഥലത്ത് പോലെ ഇവർ ജീവിക്കും എന്നാ പറയുന്നത്. ഇത് മാത്രമല്ല ഇറ്റ് ഇസ് ഓൾസോ സീൻ അല്ലെ ഇൻ ആൻഡ് ഓൺ ദ ബോഡി ഓഫ് ദ ഓർഗാനിസം. അപ്പൊ നമ്മളെ ബോഡിന്റെ സർഫേസ് ഇപ്പൊ കൈ വേണമെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചാൽ ചിലപ്പോൾ മൈക്രോബ്സ് കാണും അല്ലേ. അതേപോലെ നമ്മളെ ബോഡിന്റെ അകത്തുണ്ട്. സോ സർഫേസിലും ഉണ്ടാവും, ബോഡിയുടെ അകത്തും ഉണ്ടാവും പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. ശരിയല്ല മക്കളെ? യെസ്. തെർമൽ സ്പ്രിംഗ്, ഹോട്ട് സ്പ്രിംഗ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് തെർമോ അസിഡോഫിൽ അല്ലേ ആദിത്? അല്ലേ? യാ, മോസ്റ്റ് അബണ്ടന്റ്, ഫൗണ്ട് എവ്രിവെയർ. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഷേപ്പ് ആണ്. So based on the shape, the bacteria is classified into 4 categories. That is, if it is a spherical shape, that is called coccus. Rod shape ആണെങ്കിൽ bacillus എന്ന് പറയും. Comma shape ആണെങ്കിൽ vibrio എന്ന് പറയും. Spiral or twisted shape ആണെങ്കിൽ spiralum എന്ന് പറയും. അപ്പൊ ഏതൊക്കെ ഷേപ്പ് മക്കളെ? If it is spherical shape, coccus ആണ്. If it is comma shape, it is called vibrium or vibrio. Then rod shape ആണ് കേട്ടോ മക്കളെ. ഇത് rod. If it is rod shape, it is called bacillus, and if it is spiral shape, it is called spiralum. So these are the shape of bacteria. Based on that, the entrance to question വന്നതാണ് കേട്ടോ. Match the following ആയിട്ട് വരാറുണ്ട്. പിക്ചർ തന്നിട്ട് ഷഫിൾ ചെയ്ത് പേരുകൾ തരും ഓപ്ഷൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? And let's go for Archaebacteria. Now you know that bacteria is classified into 2 categories called as Archaebacteria and Eubacteria. Archaebacteria പറയുന്നതിന് മുന്നേ ഒരു പോയിന്റ് പറയട്ടെ കേട്ടോ. Even though the bacteria body is simple, they show complex behavior എന്ന് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 19 ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ആൻഡ് ലൈൻ വായിച്ച് നോക്കുക. ഓൾഡ് NCERT പേജ് നമ്പർ 13 ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ആൻഡ് ലൈൻ ന്യൂ NCERT വായിച്ച് നോക്കുക. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ ദ ബോഡി is simple, they show complex behavior. ആള് ചെറുതാണെങ്കിലും കയ്യിലിരിപ്പ് വലുതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ബാക്ടീരിയ ചെറുതല്ലേ മക്കളെ, വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. പക്ഷെ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഡിസീസ് ഉണ്ടാക്കുന്നത്? ടൈഫോയിഡ്, ടെറ്റനസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? കോളറ ഡിസീസ്, പല സാധനങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഈവൻ ദോ ദേ സിമ്പിൾ ദേ ഷോ കോംപ്ലെക്സ് ബിഹേവിയർ. അത് മാത്രമല്ല ഇറ്റ് ഈസ് ദ ഓർഗാനിസം. മറ്റുള്ള ഓർഗാനിസം കമ്പയർ ചെയ്യുമ്പോൾ ഇവരാണ് മോസ്റ്റ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. അതേ പാരഗ്രാഫിന് 3ാമത്തെ ലൈൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ.
previous entrance വന്ന question ആണ് among the organism when you compare with the other organism most എന്താണ് metabolic diversity കാണിക്കുന്ന organism ഏതാ ചോദിച്ചാൽ നമ്മൾ ബാക്ടീരിയ തന്നെ എഴുതണം. that means autotrophic mode of nutrition heterotrophic mode of nutrition ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. so that's why we say that the most metabolic diversity കാണിക്കുന്നതാണ് മറ്റുള്ള ഓർഗാനിസം കമ്പയർ ചെയ്യുമ്പോൾ ബാക്ടീരിയ. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയോ? ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് കാറ്റഗറി. ദാറ്റ് ഇസ് അബൌട്ട് ഏറ്റവും ബാക്ടീരിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാ? ഹെട്രോട്രോഫ് ആണ്. വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ബാക്ടീരിയ ആർ ഹെട്രോട്രോഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ച് ആൾക്കാർ മാത്രമേ ഓട്ടോട്രോഫ് ഉള്ളൂ, മെജോറിറ്റി ആൾക്കാരും ഹെട്രോട്രോഫ് ആണ്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഇങ്ങനെ ചോദിച്ചാലോ ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ ചോദിച്ചിട്ട് ഓട്ടോട്രോഫ് ഹെട്രോട്രോഫ് വന്നാൽ നമ്മൾ ബോത്ത് ഓപ്ഷൻ അല്ലേ എഴുതുക? വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ബാക്ടീരിയ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബോത്ത് ഓപ്ഷൻ എഴുതരുത്. വാസ്റ്റ് മെജോറിറ്റി ആരാ? ഹെട്രോട്രോഫ് ആണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതുള്ളൂ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉള്ളൂ. ഇത്രയും ക്ലിയർ ആയ മക്കളെ? സോ ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് കാറ്റഗറി അബൌട്ട് ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയ ഹാർഷ് കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. എന്താ ഹാർഷ് കണ്ടീഷൻ? എക്സ്ട്രീം കണ്ടീഷനിലാണ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് ഹാർഷ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അപ്പൊ ഈ ആർക്കിബാക്ടീരിയയുടെ പ്രത്യേകത നമ്മൾ ഹാർഷിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട് അവിടെ. ഏതാ? ഏറ്റവും കൂടുതൽ സലൈൻ കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏറ്റവും വൈഡ് റേഞ്ച് ഓഫ് സലിനിറ്റിയിലെ സലൈൻ കണ്ടീഷനിൽ ജീവിക്കുന്ന ഹാലോഫിൽസ് എന്നാ പറയാ. അതേപോലെ ഹോട്ട് സ്പ്രിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ആണ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സൾഫർ സ്പ്രിംഗ് ആണ്, അസിഡിക് കണ്ടന്റ് ആണ്. അപ്പൊ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തെർമോ അസിഡോഫിൽ. തെർമോ സ്റ്റാൻഡ്സ് ഫോർ ടെമ്പറേച്ചർ, അസിഡോ സ്റ്റാൻഡ്സ് ഫോർ അസിഡിക് കണ്ടീഷൻ. അപ്പൊ തെർമോ അസിഡോഫിൽ എവിടെയാ സർവൈവ് ചെയ്യുക? ഹോട്ട് സ്പ്രിംഗിലാണ്. അതേപോലെ മെത്തനോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർഷി കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് ചതുപ്പ് നിലം. മാർഷി കണ്ടീഷൻ അങ്ങനത്തെ ബാക്ടീരിയ നമ്മൾ മെത്തനോജൻസ് പറഞ്ഞ്. മെത്തനോജൻ ബാക്ടീരിയ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽ എന്നൊരു വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അയവറക്കുന്ന ആനിമൽസ് ആണ്. കൗ, ബെഫലോ എന്നൊക്കെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അവരെ ഗട്ട് റീജൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്രാക്കിലും ആരുണ്ട്? മെത്തനോജൻസ് ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാണകം അവർ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യില്ലേ, എക്സ്ക്രീറ്റ് ചെയ്യില്ലേ, ചാണകത്തിൽ മെത്തനോജൻ ബാക്ടീരിയ ഉണ്ടാവും. അത് എനറോബിക് കണ്ടീഷനിൽ ഇപ്പൊ ചാണകമൊക്കെ എടുത്ത് ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ടിട്ട് അത് അടച്ചു വെക്കല് ചെയ്യുന്നത്. അടച്ചു വെക്കുമ്പോൾ എനറോബിക് കണ്ടീഷനിൽ ദേ ക്യാൻ ഫോം മീത്തേൻ ഗ്യാസ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് എസ് ബയോഗ്യാസ്. ശരിയല്ലേ? നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാധനം കേട്ടോ. മീത്തേൻ ഗ്യാസ് എനറോബ്സ് ആണത്. എനറോബിക് കണ്ടീഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? that is methane gas or biogas. Then archaebacteria differ from other bacteria because of different cell wall structure. അതേ പാരഗ്രാഫിന്റെ 4th ലൈൻ ഉണ്ട്. So if you go for page number 19 of the old text, page number 13 of the new text, archaebacteria first paragraph 4th ലൈൻ നോക്കിയിടാ. because of the different cell wall structure എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോട്ടാ. അതിനകത്ത് സാധാരണ ബാക്ടീരിയനെ പോലെ ഇവർക്ക് പെപ്ഡോഗ്ലൈക്കൻ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണ ബാക്ടീരിയനേക്കാൾ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ അവർ സർവൈവ് ചെയ്യുന്നത്. ഇത്രയും കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഇവിടെ ഫാസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇത് കംഫർട്ടബിൾ ആണോ? അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് കേട്ടാ. അതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ഇത് കംഫർട്ടബിൾ ആണെങ്കിൽ വിൽ ഗോ വിത്ത് ദ സ്പീഡ്, ഓർ ഇഫ് യു വാണ്ട് ടു സ്ലോ ഡൗൺ ഐ വിൽ സ്ലോ ഡൗൺ. പറഞ്ഞോ മക്കളെ? മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. വെരി ഗുഡ്. റോഷ്നി ഏത് ഓർഗാനിസം ആണ്? ബാക്ടീരിയ ആണ്. മോണീറൻസിൽ അല്ലേ? മെത്തനോജൻസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ബയോഗ്യാസ്. വെരി ഗുഡ്. അജ്ന കിട്ടിയോ? വെരി ഗുഡ്. ഫാത്തിമ നിദ ഇപ്പൊ ക്ലിയർ ആണോ? സെറ്റ് ആണോ? വെരി ഗുഡ്. കംഫർട്ടബിൾ? ഡൺ. കിട്ടി. അങ്ങനെ വരട്ടെ. ദീക്ഷ, യെസ്. രാഹുൽ, ഗോപികനെ കണ്ടില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. വേർ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ഇന്നോവേഷൻ. യെസ് മാം. ജെറീനും കണ്ടില്ല ലാസ്റ്റ് ക്ലാസ്. ഇറ്റ്സ് ഫൈൻ. ഓക്കെ. ശ്രീനിധി, ദൃശ്യ, അനഘ, ഫാത്തിമ നിദ സെറ്റ്. അജ്ന, അക്ഷയ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം മക്കളെ. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ലെറ്റ്സ് ഗോ ഫോർ യൂബാക്ടീരിയ. എന്ന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ചെയ്തോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? ക്യാൻ യു ടെൽ മീ ആരാണ് എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ ജീവിക്കുക? ഹാലോഫിൽസ് ആണ്. ഹാലോഫിൽസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? യു ക്യാൻ ടെൽ മീ ദ ആൻസർ. ആൻസർ ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കട്ടെടാ. എപ്പോഴും ഫാത്തിമ നിധിയാണ് ഫസ്റ്റ് പറയാറ്. ഇന്ന് ആരാ നോക്കട്ടെ. ആര്യലക്ഷ്മി, വെരി ഗുഡ്. അനശ്വർ, അജ്ന, യെസ്. ദിശ, സാര, വെരി ഗുഡ്. ഫാത്തിമ നിധ, ശ്രീലക്ഷ്മി, പൂജ, വെരി ഗുഡ്. ആർക്കിബാക്ടീരിയ. അപ്പൊ ആർക്കിബാക്ടീരിയ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് ഏത് ഓപ്ഷൻ വരും മക്കളെ? ദാറ്റ് മീൻസ് വി വിൽ ഹാവ് ഹാലോഫിൽസ്. ശരിയല്ലേ? സലൈൻ കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹാലോഫിൽസ് ആയിരിക്കും. ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്തടാ. മെത്തനോജൻസ് ബിലോങ്സ് ടു ആരാ ഫസ്റ്റ് ചെയ്യുന്നത് നോക്കട്ടെ. മെത്തനോജൻസ് ബിലോങ്സ് ടു
Ajna was the first person to give the answer. Arun second. Arilakshmi third. Aneshwar fourth. Sri Lakshmi. ഇന്ന് നല്ല മത്സരമാണല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. ആൻസർ ഇസ് ആർക്കിബാക്ടീരിയ. നോക്കട്ടെ കേട്ടോ പെട്ടെന്ന് ആരാ വരുന്നതെന്ന്. വെരി ഗുഡ് വെരി ഗുഡ്. So moving to next one, Archaebacteria, അല്ലേ മെത്തനോജൻസ് വരുന്നത്. Moving next one, the primitive prokaryotic responsible for the production of biogas from dung of ruminant animals include. വേഗം നോക്കട്ടെ ആരാ ഫസ്റ്റ് പറയണം. നിങ്ങളെ ആൻസർ പറയണം. തിയറി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ആൻസർ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആദിത് മോഹൻ, വെരി ഗുഡ് വെരി ഗുഡ്. ആദിത് മോഹൻ, ശ്രീലക്ഷ്മി, അജ്ന, അനശ്വർ, ആര്യലക്ഷ്മി, പോരട്ടെ, അഹല്യ, നിരഞ്ജന, ഫാത്തിമാനിത, അതിഥി, ഡോക്ടർ ന്യൂറോ, സ്റ്റീവ്, എവിടെ ശ്രീനിറ്റിയൊക്കെ എവിടെ പോയി? ഗോപിക, വെരി ഗുഡ് വെരി ഗുഡ്. ദീക്ഷ, വാവ, കുറേ ആൾക്കാരുണ്ട്. സന്ധ്യ, അർച്ചന, നജ. എടാ കിട്ടുന്ന പേരാണ് വായിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ. ഫ്യൂച്ചർ, മെഡിക്കോ, വെരി ഗുഡ്. അരുൺ, അദീന, Parvati. So what should be the answer? Methanogens. Methanogens are responsible for the production of biogas or methane gas. അല്ലേ 2016 വന്ന ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഗോ ഫോർ യൂബാക്ടീരിയ. ഇനി യൂബാക്ടീരിയ തിയറി വായിക്കാം. പൂജ, നസ്ട്രിൻ, പാർവതി, അക്ഷയ കൃഷ്ണ. യെസ്, നീറ്റ് ആൻഡ് മിയോ. ആഹാ ഞാൻ കൊള്ളാലോ. So let's go for Eubacteria. വേഗം ഞാൻ പറയാം Eubacteria കുറിച്ച് എല്ലാ പോയിന്റ്സും ശ്രദ്ധിക്കണേ മക്കളെ. Eubacteria is also called as true bacteria. So what is the other name of Eubacteria? We say that it is true bacteria. There are 1000 different type of Eubacteria ഉണ്ട്. 1000 different types ഉണ്ട് കേട്ടോ. And what is the characteristic feature of Eubacteria ചോദിച്ചാൽ അവിടെ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഡോക്ടർ ന്യൂറോ കത്തിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ട്രൂ ആദിത്, ട്രൂ ബാക്ടീരിയ. യെസ്, ട്രൂ ബാക്ടീരിയ 1000 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ മക്കളെ. 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട്. പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ. സോ വാട്ട് യു മീൻ ബൈ റിജിഡ് സെൽ വാൾ? നല്ല കട്ടിയുള്ള സെൽ വാൾ അവർക്ക് ഉണ്ട്. ആൻഡ് ഇഫ് മൊട്ടൈൽ ദേ ഹാവ് ഫ്ലാജല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് 2ാമത്തെ 3ാമത്തെ ലൈനിൽ. ശരിയല്ലടാ? എന്താ ഇഫ് മൊട്ടൈൽ ദേ ഹാവ് ഫ്ലാജല്ല? മൂവ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് ഫ്ലാജല്ല മാത്രമേ ഉള്ളൂ എന്ന്. അതിന്റെ അർത്ഥം ഈ ഗ്രൂപ്പില് സീലിയ ഇല്ല എന്ന് പറഞ്ഞൊരു മീനിങ്ങും ഇല്ലേ? മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാജല ഉപയോഗിച്ചിട്ട് മാത്രം. ദർ ഇസ് നോ സീലിയ. വേറൊരു മീനിങ് കൂടിയുണ്ട്. ഇഫ് മൊട്ടൈൽ ദേ ഹാവ് ഫ്ലാജല്ല, ദാറ്റ് മീൻസ് മൊട്ടൈൽ അല്ലാത്ത ആൾക്കാർ ഉള്ളത് കൊണ്ടല്ലേ സൈനോ ബാക്ടീരിയ ആണ് അവരെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് സൈനോ ബാക്ടീരിയ നോൺ മൊട്ടൈൽ ആണ്, അവർക്ക് ഫ്ലാജല്ല ഇല്ല. അപ്പൊ 3 കോൺസെപ്റ്റ് കിട്ടിയില്ല മക്കളെ. റിജിഡ് സെൽ വാൾ ആണ്, മൊട്ടൈൽ ആണെങ്കിൽ ഫ്ലാജല ഉണ്ടാവുള്ളൂ, അതിന്റെ അർത്ഥം സീലിയ ഇല്ല. അതിന്റെ അർത്ഥം നോൺ മൊട്ടൈൽ മെമ്പേഴ്സ് ഉണ്ട്, അതാണ് സൈനോ ബാക്ടീരിയ. ക്ലിയർ? ക്ലിയർ? യെസ്, ട്രൂ. ഇനി അടുത്തത്, ഇനി കേട്ടോ, ഇനി ഞാൻ വരയ്ക്കട്ടെ. ഓക്കെ, സോ നൗ വി സേ ദാറ്റ് ദിസ് യൂബാക്ടീരിയ സിമ്പിൾ ആയിട്ടും ആ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കുന്നത് നോക്കിക്കോട്ടെ. സോ യൂബാക്ടീരിയ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം മക്കളെ. ഓട്ടോട്രോഫും ഉണ്ട്, ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ആ പാരഗ്രാഫിലുള്ള എല്ലാ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. സോ യൂബാക്ടീരിയ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഓട്ടോട്രോഫ് ഉണ്ട്, ഹെട്രോട്രോഫ് ഉണ്ട്. സോ വാട്ട് യു മീൻ ബൈ ഓട്ടോട്രോഫ് സ്റ്റാൻഡ്സ് ഫോർ? പൊതുവെ നമ്മൾ എന്താ പറയാ, സ്വയം ഫുഡ് ഉണ്ടാക്കുന്ന കഴിവുള്ള എല്ലാ ആൾക്കാരും ഓട്ടോട്രോഫ് ആണ്. ആക്ച്വലി വാട്ട് യു മീൻ ബൈ ഓട്ടോട്രോഫ് സ്റ്റാൻഡ്സ് ഫോർ? ഇനോർഗാനിക് മെറ്റീരിയലിനെ യൂസ് ചെയ്ത് ഓർഗാനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ദേ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ഇനോർഗാനിക്. ഒരിക്കലും ഓർഗാനിക്കിനെ നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. ഓട്ടോട്രോഫ്സ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓർഗാനിക് ആക്കിയിട്ടാണ് അവർ ഉപയോഗിക്കുക. എന്നാൽ ഹെട്രോട്രോഫ് എന്താടാ? ഹെട്രോട്രോഫ് ദേ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ഓർഗാനിക് മാറ്റർ അല്ലേ? ഹെട്രോട്രോഫ് ഓർഗാനിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഓട്ടോട്രോഫ് ഇനോർഗാനിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക. ബിക്കോസ് ഇനോർഗാനിക് ഉണ്ടായാലേ അവർക്ക് ഓർഗാനിക് ആക്കാൻ പറ്റുള്ളൂ. മറ്റേ ആൾക്കാർ ഓർഗാനിക്കിനെ നേരിട്ട് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കും. ക്ലിയർ ആയോ? ഇനി these autotrophs are classified into 2 categories. That means photosynthetic autotroph. Photosynthetic autotrophs ഉണ്ട്, chemosynthetic autotrophs ഉണ്ട്. Chemosynthetic autotrophs ഉണ്ട്. ഓക്കെ, എന്താ മക്കളെ ഫോട്ടോസിന്തറ്റിക്? ലൈറ്റിന്റെ പ്രസൻസിൽ നല്ലോണം ശ്രദ്ധിക്കുക. ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് ലൈറ്റിന്റെ പ്രസൻസിൽ ഇനോർഗാനിക്കിനെ ഓർഗാനിക് ആക്കി ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സയനോബാക്ടീരിയ. Cyanobacteria, which is called as blue-green algae. Which is called as blue-green algae. കിട്ടിയോ? Page number 19.
Eubacteria first paragraph 4th line, the old text, page number 13. Eubacteria first paragraph 4th line, 4th line നോക്കിയടാ. That is cyanobacteria is called as blue-green algae എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം കറക്റ്റ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ഈ ഗ്രീൻ കളറിന് കാരണം ക്ലോറോഫിൽ എ അല്ലേ മക്കളെ, അല്ലേ? അതാണ് 5th ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. They have chlorophyll A which are similar to green plants എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഫുഡ് ഉണ്ടാക്കില്ലടാ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്നല്ല വിളിക്കുക, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്നാണ് വിളിക്കുക. സോ അപ്പോൾ ബാക്ടീരിയയിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? സൈനോബാക്ടീരിയ ആണ്. എല്ലാ സൈനോബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയാൻ കാരണം അവർ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നാണ് പറയുന്നത്. ഗ്രീൻ കളർ ഇസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ എ. ഇത്രയും കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ബാക്കിയും പറയട്ടെ. സം ഓഫ് ദ സൈനോബാക്ടീരിയ, സം എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകൂട്ടാ മക്കളെ. സം എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യണം. വൈ? ബിക്കോസ് സം ഓഫ് ദ സൈനോബാക്ടീരിയ, എല്ലാ സൈനോബാക്ടീരിയ കേട്ടോ, സം ഓഫ് ദ സൈനോബാക്ടീരിയ ഹാസ് എ സ്പെഷ്യൽ സെൽ കോൾഡ് ആസ് ഹെറ്റിറോസിസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാ സൈനോബാക്ടീരിയ ഹെറ്ററോസിസ്റ്റ് ഇല്ല. ചില സൈനോബാക്ടീരിയ ഹെറ്ററോസിസ്റ്റ് ഉണ്ട്. ഈ ഹെറ്ററോസിസ്റ്റ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കാണുന്ന ഓർഗാനിസം ആണ് നോസ്റ്റോക്ക്, അനബീന ആൻഡ് ഓസിലറ്റോറിയ. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാ പേരും എഴുതാമെന്ന് ചോദിച്ചാൽ ഇതാണ് ഇൻട്രസ്റ്റ് വന്നത്. നോസ്റ്റോക്ക്, അനബീന NCERT-യിലുണ്ട്, പക്ഷെ ഓസിലറ്റോറിയ എന്നുള്ള പേരില്ല. പക്ഷെ അത് എൻട്രൻസിന് വന്നിട്ടുണ്ട്, ഇപ്പൊ പഠിക്കണം കേട്ടാ. സോ എല്ലാ സൈനോബാക്ടീരിയക്കും ഹെറ്ററോസിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? പറഞ്ഞേ, ആരാ ഫസ്റ്റ് ആൻസർ പറയുന്നത് നോക്കട്ടെ. എല്ലാ സൈനോബാക്ടീരിയക്കും ഹെറ്ററോസിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? ആ ആൻസർ ആണ് എനിക്ക് വേണ്ടത്. Either you can type true or false. False. Ari Lakshmi, very good. Why we say that, Anjana? Very good. Sri Lakshmi, അല്ലേ? Bilu, പുതിയ പേരാണല്ലോ. Okay, Vismaya. So what we said is about എല്ലാവർക്കും ഇല്ല. Some of the cyanobacteria has a special cell called heterosis which can fix atmospheric nitrogen. ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടോ? അതാ മക്കളെ, സൂം ചെയ്യുമ്പോൾ വേണ്ട, സൂം ഔട്ട് ചെയ്യട്ടെ. ഇത് കാണുന്നുണ്ടോ? ഇതിൽ കണ്ടോ? ഇതാണ് ഹെറ്ററോസിസ് എന്ന സാധനം. ഇവിടെ കാണുന്നുണ്ടോ? വെയിറ്റ്, ഇതാണ് ഹെറ്ററോസിസ് എന്ന സാധനം. ഇപ്പൊ കണ്ടില്ലേ? ഇതാണ് ഹെറ്ററോസിസ്റ്റ്. ഇത് എക്സാമ്പിൾ ഫോർ എന്താണ്? നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സെല്ലാണ്. നോസ്റ്റോക്കിന്റെ ഫിലമെന്റ് ആണ് ഇപ്പൊ നമ്മൾ പിക്ചറിൽ കാണുന്നത്. അപ്പൊ ഫിലമെന്റ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ മക്കളെ? അതിൻ്റെ അകത്ത് എന്താ? സൈനോബാക്ടീരിയ മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ് ഫോം. ഇത് ഫിലമെന്റസ് ഫോം ആണ്. അപ്പൊ നോക്കിയേ, സൈനോബാക്ടീരിയ അപ്പൊ ഏതൊക്കെ ഫോം ഉണ്ട്? യൂണിസെല്ലാർ ആവാം, കൊളോണിയൽ ഫോം ആവാം, ഫിലമെന്റസ് ഫോം ആവാം. എവിടെയൊക്കെ കാണും? ഫ്രഷ് വാട്ടറിൽ കാണാം, മെറൈൻ വാട്ടറിൽ കാണാം, ടെറസ്ട്രിയലും കാണാം. ഓക്കെ, സോ വാട്ട് ആർ 3 ഫോംസ് ദാറ്റ് ആർ പ്രസന്റ്? യൂണിസെല്ലാർ, കൊളോണിയൽ ഫോം ഓർ ഫിലമെന്റസ്. ഒറ്റയ്ക്ക് കാണാം, ഒരു ഗ്രൂപ്പായിട്ട് കാണാം, ഒരു ഫിലമെന്റ് പോലെ കാണാം, അല്ലെ? എവിടെയാ കാണാം? ഫ്രഷ് വാട്ടറിൽ കാണാം, മെറൈൻ വാട്ടറിൽ കാണാം, ടെറസ്ട്രിയൽ കണ്ടീഷനിൽ കാണാം. എന്നാ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ സൈനോബാക്ടീരിയ പൊല്യൂട്ടഡ് വാട്ടറിലല്ലേ വളരുക? എന്തുകൊണ്ട്? അവർക്ക് വളരാൻ ന്യൂട്രിയൻസ് വേണ്ടേ? സോ ദേ വിൽ ബി ഗ്രോയിങ് ബിക്കോസ് പ്യുവർ വാട്ടറിൽ ന്യൂട്രിയൻസ് ഇല്ലല്ലോ, ആകെ ഉള്ളത് ഡിസോൾവ്ഡ് ഓക്സിജനോ ഹൈഡ്രജൻ മാത്രമാണ്. സോ ഇഫ് ഇറ്റ് ഇസ് പൊല്യൂട്ടഡ് വാട്ടർ, അവിടെ എന്തുണ്ടാവും? ന്യൂട്രിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പൊല്യൂട്ടഡ് വാട്ടറിൽ സൈനോബാക്ടീരിയ വളരുമ്പോൾ ഇറ്റ് ഫ്ലോംസ് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫിന്റെ 10th ലൈൻ എന്നാണ് മക്കളെ എൻ്റെ ഓർമ്മ. ഇഫ് യു ഗോ ഫോർ പേജ് നമ്പർ 19, Eubacteria first paragraph 10th line, and if the new text page number 13, Eubacteria first paragraph, Eubacteria first paragraph 10th line. കേട്ടോ? ആ പേജിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. യൂബാക്ടീരിയ എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ 10th ലൈൻ. യു ക്യാൻ സീ ദാറ്റ് സൈനോബാക്ടീരിയ കണ്ടിന്യൂസ് ആയിട്ട് പൊല്യൂട്ടഡ് വാട്ടറിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്ലൂം ഫോം ചെയ്യും. ബ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ? ഈ അമ്പലങ്ങളിലൊക്കെ പോണ്ട്, നിങ്ങൾ അല്ല മറ്റേ പോണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ, കുളങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ വാട്ടർ ബോഡി ഗ്രീൻ കളർ ആയിട്ട് ഉണ്ടാവുക. വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗി, ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ അവർ എക്സസൈസ് ആയിട്ട് വളരുമ്പോൾ വെള്ളത്തിന്റെ കളർ മാറുമെന്ന്. ദാറ്റ് ഇസ് കോൾഡ് ബ്ലൂംസ് ഇൻ വാട്ടർ ബോഡീസ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഹെറ്ററോസിസ്റ്റ് പഠിച്ചു. ഹെറ്ററോസിസ് എന്ന് പറഞ്ഞ ലൈൻ നോക്കിയിട്ടാ അതേ പാരഗ്രാഫിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. യൂബാക്ടീരിയയുടെ ഫസ്റ്റ് പാരഗ്രാഫ് 12th ലൈനിൽ ബോൾഡ് ആയിട്ട് തന്നിട്ടുണ്ട് ഹെറ്ററോസിസ്റ്റ്. അതേ ലൈനിൽ തന്നെ അനബീന, അതേപോലെ അടുത്തുള്ള നോസ്റ്റോക്ക്, അനബീന എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. നോസ്റ്റോക്ക് അവിടെയും തൊട്ട് താഴെ അനബീനയും എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി കീമോസിന്തറ്റിക്കും പഠിച്ച് ഹെറ്ററോട്രോഫും പഠിച്ച കിങ്ഡം മോണീറസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ശരിയല്ലേ? ആൽഗൽ ബ്ലൂം കിട്ടിയോ മക്കളെ? എക്സസ് ഗ്രോത്ത് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഫോംസ് ബ്ലൂംസ് ഇൻ വാട്ടർ ബോഡി. ദേ വിൽ ചേഞ്ച് ദ കളർ ഓഫ് വാട്ടർ ബോഡി. യെസ് ഓർ നോ?
അതന്നെ അജ്ന യെസ് അതന്നെ കേട്ടോ പെട്ടെന്ന് വായിക്കാൻ കിട്ടിയില്ലടാ പേര് അജ്ന യെസ് ആദിത്യ ദീക്ഷ റെഡി അല്ലേ ലക്ഷ്മി ദൃശ്യ so let's go for the next concept that's about chemosynthetic autotroph അപ്പോൾ ഇത് കംപ്ലീറ്റ് പഠിച്ചല്ലോ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിന് എക്സാമ്പിൾ സൈനോബാക്ടീരിയ എന്നോ ദ ബ്ലൂ ഗ്രീൻ ആൽഗ എന്നോ അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ടെന്നും ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആണെന്നും ഫോട്ടോസിന്തറ്റിക് ആണെന്നും യൂണിസെല്ലാർ ഉണ്ട് കൊളോണിയൽ ഉണ്ട് ഫിലമെന്റസ് ഉണ്ട് പഠിച്ചു ഫ്രഷ് വാട്ടർ ഉണ്ട് മെറൈൻ വാട്ടർ ഉണ്ട് അല്ലേ അതേപോലെ ടെറസ്ട്രിയൽ ഉണ്ടെന്ന് പഠിച്ചു ബ്ലൂം ഫോം ചെയ്യുന്നു പഠിച്ചു ഹെട്രോസിസ്റ്റ് ചില ആൾക്കാർക്ക് ഉണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു പഠിച്ചു എക്സാമ്പിൾ അനബീന നോസ്റ്റോക്ക് ഓസ്ലേറ്റോറിയം പഠിച്ചു ശരിയല്ലടാ റെഡി വാ വെരി ഗുഡ് നിങ്ങൾ പോരട്ടെ നിങ്ങളെ എനർജിയാണ് എൻ്റെ എനർജി എന്ന് പറഞ്ഞത് നിങ്ങൾ എത്രമാത്രം ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യുന്നു അത്രമാത്രം ഞാൻ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ സോ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് സോ വാട്ട് യു മീൻ ബൈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് മീൻസ് ദേ ഓക്സിഡൈസസ് ഞാൻ പറഞ്ഞില്ല മക്കളെ ഓട്ടോട്രോഫ് എന്ന് ഒരു വാക്ക് വന്ന അവിടെ ഇനോർഗാനിക്കിനെ അവർ ഉപയോഗിക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പറയുന്നത് they oxidizes the inorganic the പറഞ്ഞിട്ടുണ്ട് see the 13th line of that same paragraph page number 19 Eubacteria first paragraph the 13th line in the old text page number 13 Eubacteria first paragraph 13th line new text നോക്കി കഴിഞ്ഞാൽ you can see a word there എന്താ chemosynthetic autotroph 14th line നോക്കിയടാ 14th line നോക്കിയേ അവിടെ പറഞ്ഞിട്ടുണ്ട് oxidizes inorganic compound like nitrate nitrite ammonia ശരിയല്ലേ നൈട്രേറ്റ് അമോണിയ നോക്കിയേ സോ അറ്റ്മോസ്ഫിയറില് റെഡ് വേണ്ട നിങ്ങൾക്ക് അല്ലേ ഓക്കെ സോ അറ്റ്മോസ്ഫിയറിൽ യു നോ ദാറ്റ് അമോണിയ ഇസ് ദർ സോ അമോണിയനെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ശരിയല്ലേ മക്കളെ അല്ലേ സോ വെൻ അമോണിയ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ ടു നൈട്രേറ്റ് ദ റിലീസ് സം സോർട്ട് ഓഫ് എനർജി നല്ലോണം ശ്രദ്ധിക്കണടാ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോട്ടാ കേട്ടോ അമോണിയൻ നൈട്രൈറ്റ് ആക്കുമ്പോൾ കേട്ടോ അമോണിയനെ നൈട്രൈറ്റ് ആക്കുന്ന സമയത്ത് ഏതാ ബാക്ടീരിയ എന്നറിയോ നൈട്രോകോക്കസ് നൈട്രോസോമോണാസ് നൈട്രോകോക്കസ് ആൻഡ് നൈട്രോസോമോണാസ് എന്നൊക്കെ ബാക്ടീരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവർ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് എനർജി വരും എനർജി റിലീസ് ചെയ്യും ബിക്കോസ് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ എനർജീനെ ഇവർ ട്രാപ്പ് ചെയ്ത് ആ ട്രാപ്പ് ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് അവർ ATP സിന്തസൈസ് ചെയ്തിട്ടാണ് ജീവിക്കുക ആര് നൈട്രോസോമോണാസും നൈട്രോകോക്കസ് കിട്ടിയോ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ എപ്പോഴൊക്കെയാണോ അമോണിയനെ കണ്ടിരുന്നത് അപ്പൊ അമോണിയനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഓക്സൈഡ് ചെയ്ത് നൈട്രൈറ്റ് ആക്കും ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും എനർജി വരും ആ എനർജിനെ ഇവർ ട്രാപ്പ് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള ATP സിന്തസൈസ് ചെയ്ത് ജീവിക്കും ഇനി നൈട്രൈറ്റിനെ കണ്ടാലോ ദർ ഇസ് എ ബാക്ടീരിയ കോൾഡ് as നൈട്രോബാക്ടർ ഈ നൈട്രോബാക്ടർ എന്താ ചെയ്യുക എപ്പം നൈട്രൈറ്റിനെ കണ്ടാലും നൈട്രേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും ആ സമയത്ത് ഇവർക്കും എനർജി കിട്ടൂലടാ ഈ കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് റിലീസ് ചെയ്യും എനർജി റിലീസ് ചെയ്യും അപ്പൊ ഈ എനർജീനെ ഇവർ ട്രാപ്പ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ATP സിന്തസൈസ് ചെയ്ത് അവർ ജീവിക്കും അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദേ ഓക്സിഡൈസസ് ദ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് നൈട്രേറ്റ് നൈട്രൈറ്റ് ammonia the released energy will be utilized for the synthesis of ATP ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ എന്താണെന്നറിയോ ഇവരെ ന്യൂട്രിയൻ സൈക്ലിംഗിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ന്യൂട്രിയൻ സൈക്ലിംഗ് ലൈക്ക് നോക്കിടാ നൈട്രജൻ ഫോസ്ഫറസ് അയൺ ആൻഡ് സൾഫർ 4 തന്നിട്ടുണ്ട് നൈട്രജൻ ഫോസ്ഫറസ് അയൺ ആൻഡ് സൾഫർ ഇതിനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ന്യൂട്രിയൻ സൈക്കിള് ഇതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഫോമിൽ കൺവേർട്ട് ചെയ്യുന്ന റോളും ഇവർ ചെയ്യുന്നുണ്ട് ആ 4 പഠിച്ചു വെക്കണം കേട്ടോ ഏതൊക്കെയാ മിനറൽ നൈട്രജൻ ഫോസ്ഫറസ് അയൺ ആൻഡ് സൾഫർ ഇവരുടെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ന്യൂട്രിയൻ സൈക്ലിംഗിലും ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് നോ വിഷ്ണു നോ ഔട്ട് ഓഫ് NCERT കേട്ടോ ആകെ പറഞ്ഞൊരു വേർഡാണ് ഓസിലറ്റോറിയ അത് എക്സാമിന് വന്നിട്ടുണ്ട് നീറ്റിന് കേട്ടോ അല്ലാതെ ഒരു സാധനം ഔട്ട് ഓഫ് NCERT പറയൂല ഞാൻ വൈ ബിക്കോസ് അത് തന്നെയാണ് എക്സാമിന് വരുന്നത് നമ്മളെ മെറ്റീരിയലിലും നമ്മളെ NCERTയിലുള്ള കോൺസെപ്റ്റ് ഒക്കെ സെയിം ആണ് വന്ന കോൺസെപ്റ്റ് മാത്രമാണ് ക്ലിയർ യെസ് നൈട്രജൻ ഫോസ്ഫറസ് അയൺ ആൻഡ് സൾഫർ ട്രസ്റ്റ് മീ വിഷ്ണു കേട്ടാ ഞാൻ അങ്ങനെ ഔട്ടൊന്നും പറയാറില്ലല്ലോ ഇല്ലേ ഏതാണ് ഒരെണ്ണം പറഞ്ഞ ഔട്ട് ഓഫ് NCERT വിഷ്ണു ആകെ ഒരു ഓസിലറ്റോറിയ വീടാ അതങ്ങാണ്ട് എക്സാമിന് വന്ന അപ്പൊ വിഷ്ണു എന്നെ ഓർക്കും
അയ്യോ മിസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിയല്ലേ? ഒരു എക്സാമിന് വന്നിട്ട് പോകണു, നീറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതും പഠിച്ചു. ഞാൻ പറഞ്ഞ എല്ലാ ലൈനും NCERT ഉണ്ട് കേട്ടോ മക്കളെ. ലെറ്റ്സ് ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. കോവിഡിൻ്റെ സമയത്ത് 2020 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. +2 ചാപ്റ്ററിൽ ഓസിലേറ്റോറിയ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് പഠിച്ച മൈക്രോബ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ലടാ ഇല്ലേ? ഷഫ്ന, ഐ ഹോപ്പ് സോ. ATM സ്റ്റാൻഡ്സ് ഫോർ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള അമോണിയ, അതാണ് ATM എന്ന് എഴുതിയ കേട്ടോ. ഷോർട്ട് ഫോമിൽ അറ്റ്മോസ്ഫിയറിന് എഴുതാൻ മടിച്ചിട്ട് ഞാൻ ATM പറയുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. ശ്രദ്ധിച്ചില്ല? അറ്റ്മോസ്ഫിയറിന് എഴുതി വെക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ATM എന്ന് പഠിക്കുമോ അവസാനം? നന്നായി നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അറ്റ്മോസ്ഫിയർ എന്ന് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് എഴുതിയത്. ആൻസർ തന്നോ? അയ്യോ ഫസ്റ്റ് ആരും ആൻസർ പറയാൻ നോക്കിയില്ലല്ലോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് സൈനോബാക്ടീരിയ? They often forms blooms in polluted water body. ശരിയല്ലേ? They have chlorophyll similar to green plant. ശരിയല്ലേ? They are photoautotrophs. ശരിയല്ല മക്കളെ? അപ്പോൾ ഏതാണ് തെറ്റ്? ഇതല്ലേ തെറ്റ് വരിക? എന്തുകൂടെ തെറ്റെന്ന് പറയണേ? They lack heterocyst. We say that some of the cyanobacteria has heterocyst. അപ്പോൾ ഈ ഗ്രൂപ്പിൽ heterocyst ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് ഉണ്ട്. ദീക്ഷ, യെസ് മൈ നെയിം ഇസ് സംഗീത. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നവരല്ലേ? പേര് വിളിച്ചില്ല. ആദിത്യനെ വിളിച്ചല്ലോ നേരത്തെ, 2 പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു, ശ്രദ്ധിക്കായിട്ടാ. ആദിത്യ. ആര്യലക്ഷ്മി വാസ് ദ ഫസ്റ്റ്. ഫാത്തിമ നിധി ആയിരുന്നല്ലോ എപ്പോഴും ഫസ്റ്റ് വന്നോണ്ടിരുന്നേ. ആര്യലക്ഷ്മി അടിച്ചോണ്ട് പോയോ? എല്ലാവരും ഈക്വൽ ആയിട്ട് മാറി മാറി കയറിക്കോട്ടോ. മാനുവൽ, യെസ്. So let's go for the next one. Heterotrophic bacteria. So what do you mean by heterotrophic bacteria? As we studied that is the most or vast majority of the bacterium heterotroph ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീകമ്പോസേഴ്സ് ആണ് കേട്ടോ മക്കളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഹെട്രോട്രോഫ് ആണ്. ആ ഹെട്രോട്രോഫിൽ തന്നെ മേജർ ഗ്രൂപ്പും ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹെട്രോട്രോഫിൽ യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉണ്ട്, ഹാംഫുൾ ബാക്ടീരിയാസ് ഉണ്ട്. യെസ് ഓർ നോ? ആദ്യത്തേക്ക് സമാധാനായി. ശ്രീലക്ഷ്മി, റാണി മിസ് എന്ന് വിളിക്കാറുണ്ട്. മൈ നെയിം ഇസ് റാണി സംഗീത ഏട്ടാ. ഫുൾ നെയിം ഇസ് റാണി സംഗീത. അപ്പോൾ സംഗീത മിസ് എന്ന് വിളിക്കാറുണ്ട്, റാണി മിസ് എന്ന് വിളിക്കാറുണ്ട്. മെജോറിറ്റി ആൾക്കാരും സംഗീത മിസ് എന്ന് വിളിക്കുന്നത്. എനിക്ക് റാണി എന്നുള്ള പേരേ ഓർമ്മയുണ്ടാവാറില്ല. ശരിയല്ലേ? അങ്ങനെ കുറേ ഉണ്ട്. യാ, കരിഷ്മ സൈമൺ, യെസ്, ഹായ്. ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് മക്കളെ. ഏതാ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ? ഇമാജിൻ അബൌട്ട് when milk is converted into curd, lactobacillus, they increases vitamin B12. ശരിയല്ലേ? അപ്പോൾ പാലിന് തൈരാക്കുമ്പോൾ എന്താണ്, പാർഷ്യൽ ഡൈജഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻ ആണ് കെസൻ, ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് കേർഡ് വിച്ച് ആർ റിച്ച് ഇൻ വൈറ്റമിൻ B12. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കേർഡ് നമ്മളെ കഴിക്കുന്നത് നമുക്ക് വൈറ്റമിൻ B12 കിട്ടും. ശരിയല്ല? അത് മാത്രമല്ല ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മറ്റുള്ള ഓർഗാനിസം ചെക്ക് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാക്ടോബാസിലസ് തൈര് കഴിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് പ്രോബയോട്ടിക് ആണ്. യെസ് ഓർ നോ? അതേപോലെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള വേറെ ബാക്ടീരിയ ഉണ്ട്, റൈസോബിയം, which are present in the root nodule of leguminous plants. പയർജെടിയുടെ വേരിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? പയർജെടിയുടെ വേരിൽ റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അപ്പോൾ ചോദിക്കാം, മിസ് പയർജെടിയുടെ വേരിലല്ലേ റൈസോബിയം ഉള്ളത്, നമുക്ക് എന്താ യൂസ്ഫുൾ? അവർ ഫിക്സ് ചെയ്ത് എന്താണ് നൈട്രജൻ ഫിക്സ് ചെയ്ത് അമോണിയ ഉണ്ടാക്കും, അമോണിയ വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും, ആ പ്രോട്ടീനെ പയറിലേക്ക് സ്റ്റോർ ചെയ്യും, ആ പയർ കഴിക്കുന്നതും നമ്മളാണ്. So it is useful for us. Yes or no? Harmful bacteria are there. Are harmful bacteria? Can you tell me that harmful bacteria humans നും crops നും farm animals നും pet animals നും ഒക്കെ affect ചെയ്യും. നമ്മളെ affect ചെയ്യും. crop plants, as you know, the കൃഷി ചെയ്യുന്ന plants ആണ്. farm animals, ഇഷ്ടംപോലെ farm animals ഉണ്ട്. chicken ഉണ്ട്, cow ഉണ്ട്, sheep ഉണ്ട്, goat ഉണ്ട്. ഇതൊക്കെ farm animals വരും അല്ലേ? pet animals are there, dog, cat, ഈവൻ ബേർഡ്സ് ഒക്കെ പെറ്റ് ആനിമൽസ് ആയിട്ട് വരാറില്ലേ? അതേപോലെ എല്ലാവരെയും എഫക്ട് ചെയ്യും ബാക്ടീരിയ. ബാക്ടീരിയൽ ഡിസീസ് അവിടെ തന്നിട്ടുണ്ട്, കോളറ, ടെറ്റനസ് അല്ലെ, ടൈഫോയിഡ് തന്നിട്ടുണ്ട്, സിട്രസ് കാൻകർ ഇൻ പ്ലാന്റ്സ്. ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം മക്കളെ? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാൻകർ എന്ന് പറയും.
പ്ലാന്റ്സിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാ ചോദിച്ചാൽ സിട്രസ് കാൻകർ ആണ്. സാന്തോമോണാസ് സിട്രൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. സിട്രസ് കാൻകർ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയില്ലേ, സോറി ചെറുനാരങ്ങയില്ലേ, ലെമന്റെ മുകളിൽ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ കുത്തു പോലെ ഇങ്ങനെ ചൊറി പിടിച്ച പോലെ വളരും. സിട്രസ് കാൻകർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ആന്റിബയോട്ടിക്, വെരി ഗുഡ്. ക്യാൻ ടെൽ മീ, വാവാ പറഞ്ഞേ, ഏത് ആന്റിബയോട്ടിക്കാ ബാക്ടീരിയ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഏത് ആന്റിബയോട്ടിക്കാ? ആൻസർ ചെയ്തടാ. എക്സാക്ട്ലി സേ ദാറ്റ് ആന്റിബയോട്ടിക്കും ബാക്ടീരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ദ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ വൺ ബാക്ടീരിയ വിച്ച് ക്യാൻ സപ്രസ് ഓർ കിൽ അതർ ദ ഗ്രോത്ത് ഓഫ് അതർ ബാക്ടീരിയ കോൾഡ് ആസ് ആന്റിബയോട്ടിക്. ക്യാൻ ഗിവ് മീ ഏത് ആന്റിബയോട്ടിക്കാണ് നിങ്ങൾ പഠിച്ചത് ബാക്ടീരിയ കിട്ടുന്നത്? ഓ, സ്ലൈഡ് ബ്ലാക്ക് ആക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ പെനിസിലിന. ആദിത് മോഹൻ, ഫാത്തിമ നിദ, റോഷ്നി. പെനിസിലിന ബാക്ടീരിയനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫംഗസിന്റെ ആൻസറാ തരുന്നത്. പെൻസിലിൻ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഫംഗസ് കോൾഡ് പെനിസീലിയം നൊട്ടേറ്റം. എനിക്കറിയാം നിങ്ങൾ പെൻസിലിൻ ആൻസർ ചെയ്യുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ നിങ്ങൾ ബയോടെക്നോളജി ഞാൻ എടുത്തില്ല ലാസ്റ്റ് ക്ലാസ്സിൽ. ആംഫസിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറം ഫെനിക്കോൾ, കാനമൈസ് എന്നൊക്കെ പഠിപ്പിച്ചായിരുന്നോ? ചിരി ഇങ്ങനെ നല്ല ചിരി കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആദ്യത്തെ. പെൻസിലിൻ എവിടുന്നാ? ഫംഗസ്ന്നല്ലേ, ഫ്രം പെൻസീലിയം നൊട്ടേറ്റം, ആസ്കോമൈസസ്. പോരട്ടെ, ഏത് ആന്റിബയോട്ടിക്? ആംഫസിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറം ഫെനിക്കോൾ, കാനമൈസിൻ. ബീറ്റി ടോക്സിന, അത് പ്രോട്ടീൻ അല്ലടാ ലക്ഷ്മി. ബീറ്റി ടോക്സിൻ, ദാറ്റ് ഇസ് എ പ്രോട്ടീൻ that can kill insect. Insecticidal protein ആണ്. എന്ത് പറ്റിയാരും എല്ലാരും ചിരി തന്നെ, എല്ലാരും എന്ത് മത്സരിച്ചാരോ പെൻസിലിൻ ടൈപ്പ് ചെയ്ത് അല്ലേ, രസാ. പക്ഷെ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല മക്കളെ. ബാക്ടീരിയയുടെ ചോദിക്കുമ്പോൾ പെൻസിലിൻ എഴുതരുതെന്നും അത് ഫംഗസ് ആണെന്നും മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ, തെറ്റിയാലും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. യെസാണോ? സാരില്ല, തെറ്റാ താരാവുള്ളേ എല്ലാരും അല്ലേ? വാവ ചോദിച്ചോ ഇർഫാൻ? പെൻസിലിൻ നൊട്ടേറ്റം ആൻഡ് പെൻസിലിയം ക്രൈസോജിനം രണ്ടും ഉണ്ട് കേട്ടോ. 2 സ്പീഷീസും ഉണ്ട്. ഡിസ്കവർ ചെയ്തതും ഐസൊലേറ്റ് ചെയ്തതും രണ്ടിലും ഉണ്ട്. ചില ടെക്സ്റ്റുകൾ പെൻസിലിയം നൊട്ടേറ്റം മാത്രം കാണുന്നുണ്ടെങ്കിലും പെൻസിലിയം ക്രൈസോജിനം ഉണ്ട് കേട്ടോ. സ്പീഷീസിലാണ് ഇത്, രണ്ടിലും പെൻസിലിയം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. 5 മാർക്സ് പോയില്ല. ഇപ്പൊ കറക്റ്റ് ചെയ്തില്ല. ഫൈനൽ എക്സാമിനാണ് നമ്മൾ 5 മാർക്ക് പോവാതിരിക്കേണ്ടത്. ഇപ്പൊ തെറ്റിയാ കുഴപ്പമില്ലടാ, ഇപ്പൊ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ഇത് ആൻസർ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാരാണ് ടൈപ്പ് ചെയ്തത്, ഇനി ഈ ആൾക്കാർ ഒരിക്കലും ഇനി തെറ്റിക്കൂല എൻട്രൻസ് ആൻസർ. ബിക്കോസ് എഴുതുമ്പോൾ കറക്റ്റ് ഓർമ്മ വരും. അന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ തെറ്റിയില്ലേ, തെറ്റിയാൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഫൈനലിലേക്ക് റെഡിയാക്കിയാൽ മതി കേട്ടോ. യെസ്, സ്ട്രെപ്റ്റോമൈസിൻ. യെസ് ആയില്ലേ? അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി ബാക്ടീരിയൽ റീപ്രൊഡക്ഷനാണ് പഠിക്കാനുള്ളത്. മെയിൻലി ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് ബൈനറി ഫിഷൻ. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സ്പോർ ഫോർമേഷൻ ഉണ്ട്. ഒരു മിനിറ്റ്. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സ്പോർ ഫോർമേഷൻ ഉണ്ട്. അതേപോലെ പ്രിമിറ്റീവ് DNA ട്രാൻസ്ഫർ, സോർട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറയാ. 2 ബാക്ടീരിയ അടുത്ത് വരുമ്പോൾ ഒരു ബാക്ടീരിയ, നിങ്ങൾ പൈലി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇനി പഠിക്കും കേട്ടോ. നോക്കിടാ, ഇതൊരു ബാക്ടീരിയ, ഇത് രണ്ടാമത്തെ ബാക്ടീരിയ. ഓക്കെ, 2 ബാക്ടീരിയ അടുത്ത് വരുമ്പോൾ ഒരു ബാക്ടീരിയ ഒരു പ്രോട്ടീനേഷ്യസ് ട്യൂബുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്ത് രണ്ടാമത്തെ ബാക്ടീരിയ ആയിട്ട് കണക്ട് ചെയ്യും. അതിനെ പൈലി എന്നാണ് വിളിക്കുക കേട്ടോ. പ്രോട്ടീനേഷ്യസ് ട്യൂബുലാർ സ്ട്രക്ചർ ദാറ്റ് വിൽ ബി കണക്ടിങ് ദ നെക്സ്റ്റ് ബാക്ടീരിയ. കണക്ട് ചെയ്തതിനു ശേഷം ഒരു ബാക്ടീരിയയുടെ DNA മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പ്രിമിറ്റീവ് DNA ട്രാൻസ്ഫർ. ആക്ച്വലി ഇതിനെ കോൺജുഗേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ മക്കള്. ആക്ച്വലി ഇറ്റ് ഇസ് കോൾഡ് എസ് കോൺജുഗേഷൻ, ബട്ട് എ സോർട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ഫിഷൻ എന്നുള്ള വാക്ക് ലെഫ്റ്റ് സൈഡ് പേജ് നോക്കിയാൽ പേജ് നമ്പർ 20 അല്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? പേജ് നമ്പർ 20 നോക്കിയാൽ പേജ് നമ്പർ 16 ഓഫ് ദ ന്യൂ ടെക്സ്റ്റ് ആൻഡ് പേജ് നമ്പർ 20 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് പേജിൽ യു ക്യാൻ സീ ദറ്റ് ഒരു ബാക്ടീരിയ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത പിക്ചർ ഉണ്ടാവും. ലേബിൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സെൽ വാൾ, സെൽ മെംബ്രെയിൻ, DNA. ഒരു ബാക്ടീരിയ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫിഷൻ ഓർ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. കോമൺ മെത്തഡ് ഇങ്ങനെ ചോദിച്ചാലോ, ബാക്ടീരിയ എങ്ങനെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ നമ്മൾ ഫിഷൻ എഴുതും, അതേപോലെ സ്പോർ ഫോർമേഷൻ എഴുതും, സോർട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എഴുതും.
ഇനി മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൾ ദി അബോവ് എഴുതി വെക്കരുത്. മെയിൻലി ചോദിച്ചാൽ ഫിഷൻ മാത്രമേ ആൻസർ ചെയ്താവുള്ളൂ. ഇത്രയും കിട്ടിയോടാ. അങ്ങനെ ബാക്ടീരിയയും കഴിഞ്ഞു. ഈ പിക്ചറാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നോക്കി, സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, DNA ഉണ്ട്. ഫീവർ അല്ല, ഐ എം ഹാവിങ് വീസിങ് പ്രോബ്ലം. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അലർജിക്കാണ്. നിയർ ബൈ 1 വീക്ക് ആയിട്ട് കേട്ടോ. പിന്നെ ക്ലാസ് കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇൻഹലേഷൻ എടുത്തിട്ടുണ്ട്, ഇൻഹേലർ എടുത്തിട്ടുണ്ട്. നോ ഇഷ്യൂസ്. എന്നാലും ഇടയ്ക്ക് ഒരു വരുന്നുണ്ട് ഇങ്ങനെ ചുമ. ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ചുമച്ച് ക്ലാസ് എടുക്കുന്നത്? യു ഫീൽ ലൈക്ക് ഡിസ്കംഫർട്ടബിൾ? കോൺജുഗേഷനുള്ള ടേം ഇല്ല അരുൺ, ബട്ട് അത് ഞാൻ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ്. അങ്ങനെ മൈക്കോപ്ലാസ്മ കഴിഞ്ഞാൽ കിങ്ഡം മോണിറൻസ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കിങ്ഡത്തിലേക്ക് കയറി പോകണം കേട്ടോ. സോ മൈക്കോപ്ലാസ്മ, ദിസ് ഇസ് ദ ഓൺലി മെമ്പർ ഓഫ് കിങ്ഡം മോണിറൻസ് വിച്ച് ലാക്ക് സെൽ വാൾ. അപ്പൊ നോക്കിയിട്ട് ബാക്കി എല്ലാവർക്കും സെൽ വാൾ ഉണ്ട്. ഇത് ബാക്ടീരിയ വിത്തൗട്ട് സെൽ വാൾ എന്നും പറഞ്ഞൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ ബാക്ടീരിയ വിത്തൗട്ട് സെൽ വാൾ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സെൽ വാൾ ഉണ്ട്, ഇവർക്ക് മാത്രമേ സെൽ വാൾ ഇല്ലാത്തുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ സോ ഫാർ ഡിസ്കസ്. സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആണ്. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ഏതാ ചോദിച്ചാൽ നമ്മൾ മൈക്കോപ്ലാസ്മ എഴുതാവുള്ളൂ കേട്ടോ. ആൻഡ് ദ സൈസ് ഇസ് അബൌട്ട് 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കും. എവിടെയാ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഇനി പഠിക്കാണ്ടല്ലോ അടുത്ത ചാപ്റ്റർ. എനിക്കൊന്ന് പേജ് നമ്പർ ചെയ്താ 126. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കൂലേ? If you want, you can refer old NCERT page number 126, left side page, last paragraph, last line le mycoplasma 0.3 micrometer length തന്നിട്ടുണ്ട്. ഇനി പുതിയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 88 ആണെന്ന് തോന്നുന്നു മക്കളെ. പേജ് നമ്പർ 88, ലെഫ്റ്റ് സൈഡ് പേജ്, ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് ലൈനിൽ യു ക്യാൻ സീ ദാറ്റ് 0.3 മൈക്രോമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ. ക്ലിയർ? ആൻഡ് ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. സാധാരണ ഓക്സിജൻ ഉള്ള സ്ഥലത്താണ് അവർ വളരുന്നത്. സോ ഓക്സിജൻ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യും. സോ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ കേട്ടോ. അതന്നെ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത. ഓക്സിജൻ ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യും. ആൻഡ് ദേ ആർ പാത്തോജനിക്, ദേ ആർ ഡിസീസ് കോസിങ് ഓർഗാനിസം ആയതുകൊണ്ടാണ് പാത്തോജനിക് എന്ന് പറയുന്നത്. യെസ്, താങ്ക് യു ശ്രീലക്ഷ്മി. ഇത്രയും കിട്ടിയാടാ? യെസ്, ഫാക്കൽറ്റേറ്റീവ് അനറോബ് എന്ന് പറയാ. സൈദ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ വൈ ഇറ്റ് ഇസ് കോൾഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്? ആക്ച്വലി അവർ എയറോബാണ്, ഓക്സിജൻ പ്രസൻസിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും എന്ന് പറഞ്ഞാണ് താൽക്കാലികമായിട്ട് അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് എസ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്. വെരി ഗുഡ്, വെരി ഗുഡ്. മിസ് ബാക്ടീരിയൽ ആന്റിബയോട്ടിക്ക നമ്മൾ നേരത്തെ പറഞ്ഞ ആംഫിസിലിൻ, ഇതൊക്കെ എന്താ? ദർ ആർ കെമിക്കൽ പ്രൊഡ്യൂസ് ബൈ വൺ ബാക്ടീരിയ ദറ്റ് ക്യാൻ കിൽ അനദർ ബാക്ടീരിയ. ഈ ആംഫിസിലിൻ, ടെട്രാസൈക്ലിൻ ഒക്കെ ഡ്രഗ്സ് ഒക്കെ ഇല്ല മക്കളെ. എല്ലാം ഒരു ബാക്ടീരിയ എക്സ്ട്രാക്ട് ചെയ്യുന്ന കെമിക്കലാണ് മറ്റൊരു ബാക്ടീരിയ നശിപ്പിക്കുന്നത് കേട്ടാ. അങ്ങനെ കിങ്ഡം മോണിറൻസ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് അടുത്തേക്ക് പോകാം. സോ വിച്ച് അമംഗ് ദ ഫോളോയിങ് നോക്കിട്ടാ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽ നോൺ വിത്തൗട്ട് എ ഡെഫിനറ്റ് സെൽ വാൾ? വായിക്കുമ്പോൾ തന്നെ ആൻസർ പറയാം. ജോക്കേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് കേട്ടോ, മൈക്രോബയോളജി എന്നല്ല. ലക്ഷ്മി, അതായത് മൈക്രോബയോളജിക്കൽ പാർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിലും ആക്ച്വലി ജോക്കേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. വളരെ റയർ ആയിട്ടുള്ള ബുക്കിലാണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്, ബയോളജിക്കൽ പാർക്ക് എന്ന് കേട്ടോ. Yeah, answer is mycoplasma. Very good, very good, very good, very good. So moving to next one. Given below are the two statements. 2022 phase 1 vanna question aanu ട്ടോ മക്കളെ. Mycoplasma can pass through less than 1 microfilter size എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ തെറ്റാണോ? ലെസ് ദൻ 1 എന്നാൽ ശരിയല്ലടാ, അവരെ സൈസ് 0.3 അല്ലേ? 0.3 ആണെങ്കിൽ ഒന്നിൽ താഴെയുള്ള ഫിൽറ്റർ പേപ്പറിൽ അത് ഇറങ്ങിപ്പോവില്ലേ? യെസ് ഓർ നോ? 0.3 അല്ല സൈസ്, അപ്പൊ ഇറങ്ങിപ്പോവല്ലോ. മൈക്കോപ്ലാസ്മ ആർ ബാക്ടീരിയ വിത്ത് സെൽ വാൾ ആണോ? അല്ല, ദേ ആർ വിത്തൗട്ട് സെൽ വാൾസ്. ആൻസർ ഷുഡ് ബി statement 1 is correct and statement 2 is incorrect. Answer should be 1. Bacteria without cell wall അല്ലേ മൈക്കോപ്ലാസ്മ? ആൻസർ 1 അല്ലേ വരിക. സഫിയ, ഗോപിക, അരുൺ, മിക്കനെ കണ്ടില്ലാന്ന് ഞാൻ വിചാരിച്ചപ്പോ. സുറുമി ഇതുവരെ വിളിക്കാത്തൊരു പേരാണല്ലോ. മാനുവൽ, ഐ കോൾഡ് യു earlier. യെസ്. ശ്രീനിധി, ഡൺ. So let's go for the next one. Kingdom Protista.
Protista ഇതേപോലെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. So when comes to the kingdom Protista, it is എല്ലാ മെമ്പറും സിംഗിൾ സെൽഡ് ആണ്, യൂണിസെല്ലുലാർ എന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് യൂകാരിയോട്ട് ആണ്, അത് പഠിച്ചു വെക്കണം. എല്ലാ സിംഗിൾ സെൽഡും, ദാറ്റ് മീൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിച്ച് ആർ യൂകാരിയോട്ട് ആർ കെപ്റ്റ് അണ്ടർ പ്രൊട്ടിസ്റ്റ. അപ്പോൾ മൊണീരൻസിൽ ആരാ വരിക? എല്ലാ യൂണിസെല്ലുലാറും പ്രൊകാരിയോട്സും. Unicellular and prokaryote member comes under kingdom Monerans. Unicellular and eukaryote member comes under kingdom Protista. There is no well-defined boundary. Exam one statement ആണ് defined boundary ഇല്ലാത്ത kingdom ഏതാ ചോദിച്ചാൽ Protista. Why? Because ചില ആൾക്കാർ പറയുന്നത് പ്രൊട്ടിസ്റ്റൻ അല്ല, അതായത് ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റൻ ആണ്. ചില ആൾക്കാർ പറയുന്നത് ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റൻ അല്ല, ഇത് പ്ലാന്റ് ആണ്. അപ്പോൾ അവിടെ ഇപ്പോഴും ഡിഫൈൻ ആയിട്ടുള്ള ബൗണ്ടറി പറയാൻ പറ്റില്ല. ഇത് പ്ലാന്റ് ആണോ ഇതില്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റൻ ആണോ തീരുമാനമാവാത്തത് കൊണ്ടാണ് വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഇല്ല എന്ന് പറയുന്നത്. കേട്ടോ ഇതിൽ ആരൊക്കെയാ വരിക? There are Chrysophytes, Dinoflagellates, Euglenoids, slime molds and Protozoans. So what are the 5 categories that comes under Protista? ഏതൊക്കെയാ? 5 എണ്ണം. Chrysophytes, Dinoflagellates, Euglenoids, slime molds and Protozoans ആണ് ഇതിൽ വരുന്നത്. Clear? And primarily they are aquatic. Underline ചെയ്ത് പഠിച്ചോട്ടെ. എത്ര പ്രാവശ്യം വന്ന ക്വസ്റ്റൻ ആണെന്നറിയാം മക്കളെ. പ്രൊട്ടിസ്റ്റാസ് ആർ പ്രൈമർലി അക്വാറ്റിക്. ഇഫ് യു ഗോ ഫോർ ഇൻ ദ നെക്സ്റ്റ് പേജ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേജ് നമ്പർ 20 ആണ്. പേജ് നമ്പർ 20 കിങ്ഡം പ്രൊട്ടിസ്റ്റ, പേജ് നമ്പർ 20 ഓഫ് ദ ഓൾഡ് NCERT ആൻഡ് പേജ് നമ്പർ 14 ഓഫ് ദ ന്യൂ NCERT. പ്രൊട്ടിസ്റ്റയിൽ ഫസ്റ്റ് പാരഗ്രാഫ് 5ാമത്തെ ലൈൻ്റെ ലാസ്റ്റ് നോക്കിയിടാ പ്രൈമർലി അക്വാറ്റിക് അണ്ടർലൈൻ ചെയ്തോ. അപ്പോൾ എന്താ പ്രൈമർലി അക്വാറ്റിക്? ആക്ച്വലി 5 ഗ്രൂപ്പ് ഉണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതിൽ ക്രൈസോഫൈറ്റ്സ് അക്വാറ്റിക് ആണ്, ഡൈനോഫ്ലാജലേറ്റ്സ് അക്വാറ്റിക് ആണ്, യൂഗ്ലിനോയിഡ്സ് അക്വാറ്റിക്സ് ആണ്, പ്രോട്ടോസോവൻസിൽ ഫ്ലാജലേറ്റഡും സീലിയേറ്റും ഒക്കെ അക്വാറ്റിക് ആണ്. അപ്പോൾ നോക്കിയേ, മെജോറിറ്റി ആൾക്കാരും വെള്ളത്തിലാണ്. അതുകൊണ്ടാണ് പ്രൈമർലി ദേ ആർ അക്വാറ്റിക് എന്ന് പറയുന്നത്. ഇത് കിട്ടിയോ? വിളിച്ചിട്ടുണ്ടോ ഹിസാന? ആഹാ, ഹിസാന ഇപ്പോഴാണ് മെസ്സേജ് ചെയ്യുന്നത്, ഇത്രയും നേരം കഴിഞ്ഞിട്ടല്ലേ. സഫിയ, മാക്സിമം ടാക്സോണമിക് ഡൈവേഴ്സിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ല മക്കളെ. ഇനി നോക്കിയേ, പ്രൈമർലി അക്വാറ്റിക് എന്ന് പറഞ്ഞു. ഇനി ഈ ഗ്രൂപ്പ് ആരൊക്കെയാണ് കണക്ട് ചെയ്യുന്ന? പ്ലാന്റ്സും ഫംഗസും അതേപോലെ ആനിമൽസ് ആയിട്ട്. ബിക്കോസ് ഇപ്പോൾ ക്രൈസോഫൈറ്റ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്, ഡൈനോഫ്ലാജലേറ്റ് ഫോട്ടോസിന്തറ്റിക് ആണ്, യൂഗ്ലിനോയിഡ്സും ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ അവർ പ്ലാന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യും. സ്ലൈം മോൾസ് ഫംഗസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ പ്രോട്ടോസോവൻസ് ആനിമൽസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ദിസ് കിങ്ഡം വിൽ കണക്ട് പ്ലാന്റ്സ്, ഫംഗസ് ആൻഡ് ആനിമൽസ്. ക്ലിയർ? ആൻഡ് ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ലോക്കോമോട്ടീവ് സ്ട്രക്ചർ ഐദർ സീലിയ ഓർ ഫ്ലാജല്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, സ്ലൈഡിലുള്ള എല്ലാ പോയിന്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കറക്റ്റ് ശ്രദ്ധിച്ചോ. ദാറ്റ് മീൻസ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടാണ് യൂകാരിയോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ലോക്കോമോഷൻ ബൈ മീൻസ് ഓഫ് സീലിയ ഓർ ഫ്ലാജല്ല. ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്രസന്റ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്രസന്റ് ആണ്. അപ്പോൾ ചോദിക്കാം, മിസ് ഇത് യൂണിസെല്ലുലാർ അല്ലേ, ആകെ കാണുന്ന ഒരു സിംഗിൾ സെല്ലല്ലേ, അതിലെങ്ങനെയാ സെക്സ് ഓർഗൻ വരിക, എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ ചോദിച്ചാൽ അവിടെ ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ട്. സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 സെൽ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ആസ് ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ മെമ്പർ, ദ 2 സെൽ വിൽ ഫ്യൂസ് ടുഗദർ ടു ഫോം എ സൈഗോട്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഏതാ? ഇത് കണ്ടോ ഞാൻ പറഞ്ഞ ലൈൻ, സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. യെസ് ഓർ നോ? മിസ് കണക്ഷൻ ഒന്നുകൂടി പറഞ്ഞുതരണോ? പറഞ്ഞുതരാലോ, കേട്ടോ. ക്രൈസോഫൈറ്റ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്, ഡൈനോഫ്ലാജലേറ്റും ഫോട്ടോസിന്തറ്റിക് ആണ്, യൂഗ്ലിനോയിഡ്സും ഫോട്ടോസിന്തറ്റിക് ആണ്. ഇവരൊക്കെ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് പ്ലാന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു അല്ലേ. എന്നാൽ സ്ലൈമോൾസ് അങ്ങനെയല്ല, ഫംഗസിനെ പോലെയാണ്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, പ്ലാസ്മോഡി ഉണ്ടാക്കില്ല, ത്രെഡ് ഹൈഫേനെ പോലെയാണ്. അപ്പോൾ സ്ലൈമോൾസ് ആരെയാ? ഫംഗസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇനി പക്ഷേ സ്ലൈമോളുടെ സ്പോർ പ്ലാന്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ബിക്കോസ് സ്ലൈമോളുടെ സ്പോറിൽ സെൽ വോൾ സെല്ലുലോസ് ആയതുകൊണ്ട് അത് മാത്രം പ്ലാന്റ് ആയിട്ട് കണക്ട് ചെയ്യും. ബാക്കി എല്ലാ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറും ഫംഗസ് ആയിട്ട്. ഇനി ലാസ്റ്റ് വൺ പ്രോട്ടോസോവൻ, ഇറ്റ് ഇസ് നോൺ എസ് പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽ അല്ലേ. അപ്പോൾ പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽ എന്ന് പറയാൻ കാരണം ആനിമലിന്റെ നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആരായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് 3 ഗ്രൂപ്പും പ്ലാന്റ് ആയിട്ട്, സ്ലൈമോൾഡ് ഫംഗസ് ആയിട്ട്, പ്രോട്ടോസോവൻ ആനിമൽസ് ആയിട്ട്. കിട്ടിയോ വാവാ? കിട്ടിയില്ലേ? Yes. So let's go for this. Chrysophyte, euglenoids, dinoflagellates and slime molds are included in kingdom. നോക്കട്ടെ, 2016 phase 1 വന്ന ക്വസ്റ്റൻ ആണ്. ഗിവ് മി ദ ആൻസർ. നോക്കട്ടെ, ഫസ്റ്റ് 2-3 ക്വസ്റ്റൻ നേരത്തെ ചെയ്തപ്പോൾ ഫസ്റ്റ് ചെയ്ത ആരും ഞാൻ നോക്കിയില്ല. വേഗം. ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹയർ ഗ്രൂപ്പ് എന്ന് പറയും. ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഫിദ തിരിച്ചു വന്നല്ലോ. ഫിദ, വെരി ഗുഡ്. ഫിദ കയറി വന്നല്ലോ.
Manuel, Ajna, yes, Arilakshmi, Anashwar, Sara, Neuro, Surumi, yes, Srinidhi, Saidali, Aile, yes, Roshni, Fida, NEET aspirant, very good. Parvati, പാർവതിയുടെ പേരൊക്കെ വളരെ അപൂർവമായിട്ടാണ് വിളിച്ചേക്കുന്നില്ലടാ. നസ്രിൻ, ഡാർക്ക് വന്ന് തിരിച്ചു വന്നല്ലേ. യെസ്, ആര്യ. സോ ആൻസർ ഷുഡ് ബി Protista. Yeah, let's go for Chrysophytes. Chrysophytes the main points വേഗം പറയാം കേട്ടോ. So what about the Chrysophytes? You know that ഇത് യൂണിസെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, അക്വാറ്റിക് ആണ്. അക്വാറ്റിക് ആകുമ്പോൾ അത് ഫ്രഷ് വാട്ടർ ആവാം, മെറൈൻ വാട്ടർ ആവാം. ഞാൻ വേഗം ഒന്ന് എഴുതി പറഞ്ഞു പോവാം, അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വേഗം രജിസ്റ്റർ ആവും കേട്ടോ. സോ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൈസോഫൈറ്റ്സ്. ഓക്കെ, സോ വാട്ട് വി സൈഡ് ഇസ് അബൌട്ട്, ശ്രദ്ധിക്കുക, വാട്ട് വി സൈഡ് ഇസ് അബൌട്ട് ദ ടു കോൺസെപ്റ്റ്. ഏതൊക്കെ ക്രൈസോഫൈറ്റ്സ് മൈക്രോസ്കോപ്പിക് ആണെന്ന് പറഞ്ഞു അല്ലേ. മൈക്രോസ്കോപ്പിക് ആണ്, അക്വാറ്റിക് കണ്ടീഷൻ ആണ്. അക്വാറ്റിക് ആകുമ്പോൾ ഫ്രഷ് വാട്ടറും ആവാം, മെറൈൻ വാട്ടറും ആവാം. ശരിയല്ല മക്കളെ. ആൻഡ് പാസീവ്ലി ഫ്ലോട്ടിങ് അബൌട്ട് ദ വാട്ടർ കറന്റ്. എന്തുകൊണ്ടാ? ഇവർക്ക് സ്വയം മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതിനർത്ഥം എന്താ? ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇല്ലാന്ന്. ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് വെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നത് അങ്ങോട്ട് ഇവർ ഒഴുകും. ദാറ്റ്സ് വൈ വി സേ ദാറ്റ് പാസീവ്ലി ഫ്ലോട്ട് അബൌട്ട് ദ വാട്ടർ കറന്റ്, ഹെൻസ് ദേ ആർ കോൾഡ് as plankton എന്ന് മൂന്നാമത്തെ ലൈൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെമ്പർ ആണ് ഡയറ്റം. ഡയറ്റത്തിനെ പറയുകയാണെങ്കിൽ ദേ ഹാവ് ദ നോക്കേ 2 ഓവർലാപ്പിംഗ് സെൽ വാൾ ഇല്ലേ, 2 ഓവർലാപ്പിംഗ് സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ആൻഡ് അപ്പിയേഴ്സ് ലൈക്ക് എ സോപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. നിങ്ങൾ സോപ്പ് ബോക്സ് ആലോചിച്ച് നോക്കിയിടാ, താഴത്തെ ചെറിയ കമ്പാർട്ട്മെന്റ് ആയിരിക്കും, മുകളിലത്തെ ലിഡ് കുറച്ച് വലുതായിരിക്കും. അപ്പോഴാണ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നിൽക്കുക. സോ ദേ 2 overlapping two overlapping cell walls ഉണ്ട്. ആ സെൽ വാൾ ഒന്നിന്റെ മുകളിൽ ഒന്ന് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ it forms a soap box like structure എന്ന് പറഞ്ഞിട്ടുണ്ട്. and the cell wall is deposed with silica. അഞ്ചാമത്തെ ലൈൻ്റെ ലാസ്റ്റ് വേർഡ് നോക്കിയ ക്രൈസോഫൈറ്റ്സിൽ അഞ്ചാമത്തെ ലൈറ്റ് ലാസ്റ്റ് വേർഡ് പറഞ്ഞിട്ടുണ്ട് the cell wall consists deposed with silica. ആറാമത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ട് it is indestructible. what do you mean by indestructible? cell wall സിലിക്ക ഉള്ളത് കൊണ്ട് നശിപ്പിക്കാൻ പറ്റൂലെന്ന്. അങ്ങനെയാണെങ്കിൽ ഡയറ്റംസ് മരിച്ചാലും ഈ സെൽ വാൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലടാ, ബിക്കോസ് സെൽ വാൾ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അല്ല സിലിക്ക ഉള്ളതുകൊണ്ട് നശിക്കുകയില്ല. അപ്പൊ എത്ര വർഷം കൂടിയാലും സെൽ വാൾ നശിക്കാതെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടൂലേ. ഓവർ ബില്യൺ ഓഫ് ഇയേഴ്സ് ദേ ഫോം ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രിറ്റി സോയിലായിട്ട് മാറും, ബിക്കോസ് സെൽ വാൾ നശിക്കാത്തതുകൊണ്ട് കാലങ്ങളായിട്ട് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കല്ലേ. സോ ഓവർ ബില്യൺ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഫോംസ് എ ഗ്രിറ്റി സോയിൽ ദാറ്റ് ഇസ് കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പൊ ഡയറ്റമേഷ്യസ് എർത്ത് ഗ്രിറ്റി ആയതുകൊണ്ട് തന്നെ, അതായത് ആ പരപരപ്പുള്ളതായതുകൊണ്ട് തന്നെ ദേ ആർ യൂസ് ഫോർ പോളിഷിങ്, ഫിൽറ്ററിംഗ് ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഏതാ? പോളിഷിങ് അല്ലേ. അതേപോലെ ഗ്രിറ്റി സോയിൽ ആയതുകൊണ്ട് പോളിഷിംഗിന് യൂസ് ചെയ്യും, ഫിൽറ്ററിംഗ് ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡയറ്റംസ് ആർ നോൺ ആസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻ. ഡയറ്റം ഇസ് കോൾഡ് എസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻ. കിട്ടിയ മതി സാബു. കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരുന്ന മെയിൻ പോയിന്റ്സ് മുഴുവൻ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും കേട്ടാ. യെസ്, that's it about Chrysophyte. Do this question. Which of the following organisms are known as chief producers of ocean? Give me the answer. Which is known as chief producers of ocean? Cell wall indestructible ആണ്. സ്പോറോപോളിനെ പോലെ നശിക്കൂലാണ് അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ലക്ഷ്മി, Lexmi was the first person to give the answer. Lakshmi second, Mika third. Lakshmi, yes. Saidali, Fatima, Surmi, Vismaya, Sara, Srinidhi. What answer? Answer is diatom. Answer is diatom. Okay. So moving to the next one. Select the wrong statement. Diatoms are chief producers in ocean. ശരിയല്ലേ? Diatoms are microscopic and float passively in the water current. ശരിയല്ലേ മക്കളെ? The wall of diatoms are easily destructible ആണോ? അല്ല, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. സെൽ വാൾ നമുക്ക് നശിപ്പിക്കാൻ പറ്റൂല. Is or no? Mallu Prasad. How they are typing fast now? I don't. Yes. So let's go for the next one. Dinoflagellates. ഇതേപോലെ Dinoflagellate വേഗം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റൻ നമുക്ക് ചെയ്യാം. നോക്കിടാ. What do you mean by di stands for 2? They have 2 flagella. അതാണ് അവരുടെ പ്രത്യേകത. ആ 2 flagella പ്രത്യേകത എന്താ? ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻ ആണ്, ഒന്ന് ട്രാൻസ്വേഴ്സ് പൊസിഷൻ ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനലും
ട്രാൻസ്വേഴ്സ് പൊസിഷനിലാണ് ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് പൊസിഷൻ. ഇത് കിട്ടിയോ? ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് പൊസിഷനിലാണ് ഇവരുണ്ടാവുക. അപ്പൊ ആലോചിച്ച് നോക്കിയടാ, ഈ രണ്ട് ഫ്ലാജിലും ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ഫെറോ ബിറ്റ്വീൻ വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ചെറിയ ഇവിടെ ഒരു കാണുന്നുണ്ടോ? അതാ ഈ വാൾ പ്ലേറ്റിൽ അവിടെ ഒരു ചെറിയ കുഴി കാണുന്നുണ്ടോ? ഇവിടെയാണ്, ഇതാണ് ഫെറോ എന്ന് പറയുന്നത്. ഇവിടെയാണ് രണ്ട് ഫ്ലാജിൽ അറ്റാച്ച് ചെയ്യുക. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിലും ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ട്. അപ്പൊ ആ കുഴിയാണ് ഫെറോ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഡൈനോഫ്ലാജലേറ്റ് മോസ്റ്റ്ലി മെറൈൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താ പറഞ്ഞ? ക്രൈസോഫൈറ്റ്സ്, ഫ്രഷ് വാട്ടർ ഉണ്ട്, മെറൈൻ വാട്ടർ ഉണ്ട്. സോ ആസ് ദ കേസ് ഓഫ് ഡൈനോഫ്ലാജലേറ്റ് ഇസ് മോസ്റ്റ്ലി മെറൈൻ ആണ്. മോസ്റ്റ്ലി മെറൈൻ മാത്രമല്ല, ഈ ഗ്രൂപ്പിൽ 5 കളറുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ട്രാഫിക്കിന്റെ സിഗ്നൽ ഓർത്ത് നോക്കുക. റെഡ് ഇസ് ദർ, ഗ്രീൻ ഇസ് ദർ, യെല്ലോ ഇസ് ദർ. കൂടെ ബ്ലൂവും ബ്രൗൺ ആഡ് ചെയ്ത 5 കളർ ടെക്സ്റ്റിൽ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. വാട്ട് ആർ ദ കളേഴ്സ്? ട്രാഫിക് സിഗ്നലിന്റെ 3 കളർ ആലോചിച്ച് നോക്കുക. റെഡ്, ഗ്രീൻ, യെല്ലോ അലോങ് വിത്ത് ദാറ്റ് ബ്ലൂ ആൻഡ് ബ്രൗൺ. സോ വിൽ ഗെറ്റ് 5 കളേഴ്സ്. അപ്പൊ 5 കളറുള്ള ആൾക്കാരുള്ള, ഒരാൾക്ക് 5 കളർ ഉണ്ടാവില്ല, 5 ഡിഫറെന്റ് കളറുള്ള ആൾക്കാരാണ് ഗ്രൂപ്പിലുള്ളത്. ദാറ്റ് മീൻസ് എന്റെ ബോഡിയിൽ ഏത് പിഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ദാറ്റ് വിൽ ബി മൈ കളർ. ക്ലിയർ? And moving to the next point, we say that they have 2 flagella. One is longitudinal, other is transverse. Rendu attach in the furrow between the wall plate and the parnadelle. Any. The cell wall consists of stiff cellulosic plate on the outer surface. Na nalamtha line il parnande. Page number 21. Alle page number 21 nokeda. 21 le Chrysophytes the first paragraph nalamtha line noki. Kannando. Ille. Page number 17 of the new text and page number 21 of the old text. If you see that the cell wall is stiff cellulosic plate on the outer surface. The outer surface like kandamana cellulose when the deposit is stiff fight out deposit. Clear? This is about the content. And next one, 8 important red color membrane is the gonial X. Very good, very good. Karishma already type ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോണിയൽ എക്സ്, ഗോണിയൽ എക്സ്. 7th ലൈൻ ആണ്. 7th ലൈൻ്റെ ലാസ്റ്റ് ബ്രാക്കറ്റിൽ നോക്കിയിടാ. യു ക്യാൻ സീ ദാറ്റ് ഗോണിയൽ എക്സ്. ഈ ഗോണിയൽ എക്സ് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ എന്താ പറഞ്ഞ? ഡൈനോഫ്ലാജലേറ്റ്സ് മെറൈൻ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് മെറൈൻ ആണ്, കടലിലാണ് കാണുക, സീ ഓഷനിലാണ് കാണുക. ശരിയല്ലേ? അപ്പൊ കടലിന്റെ അടിയിൽ ഡൈനോഫ്ലാജലേറ്റ് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും, പെട്ടെന്ന് പെരുകും. 1 2 2 4 4 8 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ ഏരിയ വിൽ ബി റെഡ് ഇൻ കളർ. സോ ദാറ്റ് വാട്ട് ഹാപ്പൻ, ആ ഏരിയ ടൈഡ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ, തിരമാലകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് റെഡ് കളർ റിഫ്ലക്ട് ചെയ്യും. സോ ദ ടൈഡ് അപ്പിയേഴ്സ് റെഡ്, ദ സീ അപ്പിയേഴ്സ് റെഡ്. ഇവിടെ ഈ ഏരിയ ഫുൾ റെഡ് ആണെങ്കിൽ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ റെഡ് കളർ ടോർച്ച് അടിച്ച പോലെ ഉണ്ടാവില്ലേ? ദ സീ അപ്പിയേഴ്സ് റെഡ് എന്നാ പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് റെഡ് ടൈഡ് ഇൻ സീ വിച്ച് ഇസ് കോസ്ഡ് ബൈ ഗോണിയൽ എക്സ്. അത് മാത്രമല്ല മക്കളെ, ഇത് ഹ്യൂജ് നമ്പർ ആകുമ്പോൾ ടോക്സിൻ റിലീസ് ചെയ്യില്ല. ആ ടോക്സിൻ മറ്റുള്ള അക്വാറ്റിക് ആനിമൽസിന് എന്താണ് ടോക്സിക് ആണ്. സോ ദ മെറൈൻ ഫിഷസ് ഒക്കെ മരിക്കും കേട്ടോ. ഇതിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ മരിക്കും. ദ ടോക്സിൻ റിലീസ്ഡ് ബൈ സച്ച് എ ഹ്യൂജ് നമ്പർ ക്യാൻ കിൽ ദ അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ്. ബയോലൂമിനസെൻസ് ഉണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത്, ബയോലൂമിനസെൻസ്. സഫിയ അല്ലേ ഈ മെമ്പേഴ്സില്? ഡോക്ടർ ന്യൂറോ, താങ്ക് യു. ഡൺ. Okay, so that's it about dinoflagellates and euglenoids. So what do you mean by euglenoids? കേട്ടോ മക്കളെ, euglenoids is ഫ്രഷ് വാട്ടറും എസ്പെഷ്യലി സ്റ്റാഗ്നന്റ് വാട്ടറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രഷ് വാട്ടറും സ്റ്റാഗ്നന്റ്, ഫ്രഷ് വാട്ടർ ആയിരിക്കും, കെട്ടിക്കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത്. അവിടെയാണ് യൂഗ്ലിനോയിഡ്സ് കാണുക. ഇവർക്ക് സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ബോഡീനെ ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കവർ ചെയ്യും. അതിനെയാണ് പെലിക്കൽ എന്ന് പറയാം കേട്ടോ. എന്താ വിളിക്കുക? പെലിക്കൽ. നോക്കിടാ, പെലിക്കൽ എന്നുള്ള വേർഡ് ഇവിടെ കണ്ടോ? They lack cell wall. ശരിയല്ലേ? Yes. They lack cell wall. These are not good. Fatima Nida, correct. Because അതെന്താ മറ്റുള്ള അക്വാറ്റിക് ആനിമൽസിനെ കൊല്ലുവല്ലേ ചെയ്യണേ. They are not good because അത് സാക്സി ടോക്സിൻ എന്നൊരു പേരൊക്കെ ഉണ്ട്. ആ ടോക്സിൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ പറയാത്ത കേട്ടോ. അവർ റിലീസ് ചെയ്യുന്ന ടോക്സിൻ മറ്റുള്ള അക്വാറ്റിക് ആനിമൽസിനെ കൊല്ലു കേട്ടോ. നോക്ടുല, യെസ്, നോക്ടുലൂക്ക, ബയോലൂമിനസെൻസ്. ആയില്ലേ? അതൊക്കെ ഇപ്പൊ എക്സാമിന് വരുന്നില്ല, അതുകൊണ്ടാ പറയാത്ത കേട്ടോ. അശ്വതി, സോ വി സേ ദാറ്റ് സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ബോഡീനെ കവർ ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് പെലിക്കൽ. ആ പെലിക്കൽ ഉള്ളതുകൊണ്ട് ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും. സെൽ വാൾ ഇല്ലല്ലോ, അപ്പൊ ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും ഇവർക്ക് പോവാം. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ദേ ആർ ഓട്ടോട്രോഫ്. അതിന് മുന്നേ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പറയട്ടെ. ദേ ഹാവ് 2 flagella which are unequal in nature. ഒന്ന് ലോങ് ഫ്ലാജില ആയിരിക്കും, ഒന്ന് ഷോർട്ട് ഫ്ലാജില ആയിരിക്കും. സോ ദേ ഹാവ് അൺഈക്വൽ ഫ്ലാജില. ഒരു ലോങ് ഫ്ലാജില ഉണ്ട്, ഒരു ഷോർട്ട് ഫ്ലാജില ഉണ്ട്. സോ അൺഈക്വൽ ഫ്ലാജിലയാണ് ഇവർക്കുള്ളത്. ആൻഡ് ഒരു മിനിറ്റ് മക്കളെ,
In the presence of sunlight, they are photosynthetic in nature, and in the absence of sunlight, they are heterotroph and start consuming other small aquatic organisms. ആലോചിക്കടാ, presence of sunlight അവർ photosynthetic ആണ്. Deprive of sunlight എന്ന് എന്താ, സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഹെട്രോട്രോഫാക്കി ആക്ട് ചെയ്തിട്ട് they start consuming other small organism. സോ അതുകൊണ്ട് ഇതിനെ മിക്സോട്രോഫ് എന്നൊരു വാക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്ത് യൂസ് ചെയ്യാം, മിക്സോട്രോഫ്സിന് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് കോൾഡ് ആസ് മിക്സോട്രോഫ്സ്. എന്തുകൊണ്ടാണ് മിക്സോട്രോഫ്? ഓട്ടോട്രോഫിക് ക്യാരക്ടർ ലൈറ്റിൽ പ്രസന്റിൽ കാണിക്കുന്നുണ്ട്, എന്താണ് ആബ്സൻസ് ഓഫ് ലൈറ്റിൽ ഹെറ്ററോട്രോഫിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് മിക്സോട്രോഫ്. ഇത് ക്ലിയർ ആണോ? യെസ്. എക്സാമ്പിൾ യൂഗ്ലീന. വോയിസ് ബ്രേക്ക് കൊടുക്കാനാ? യൂഗ്ലീന ആയില്ലേ മക്കള്? ഇനി സ്ലൈമോട് കൂടി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ബാക്കിലുള്ളത് കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ സ്ലൈം മോൾസ്. സോ വാട്ട് യു മീൻ ബൈ സ്ലൈം മോൾസ്? സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റൻ എന്നാ പറയാ. എന്താ പറയാ? സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റൻസ്. സോ വൈ ദേ ആർ കോൾഡ് സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റൻസ്? അവരെന്താ ചെയ്യണേ? ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിലുള്ള ഓർഗാനിക് മാറ്ററിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവരെ ഫേവറബിൾ കണ്ടീഷൻ എന്താ? ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റർ ആണ്. ചത്ത് ചീഞ്ഞ സാധനങ്ങളില്ലേ, അല്ല ഓർഗാനിക് മാറ്റർ ഉണ്ടാവുമല്ലോ, അതിനെ കഴിച്ച് ജീവിക്കാനാണ് ആ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ വളരുന്നത്. അപ്പോൾ അവരുടെ ഫേവറബിൾ കണ്ടീഷൻ എന്താ? ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണടാ. സോ ഇഫ് ദിസ് ഇസ് ദ ഡെഡ് ഓർഗാനിക് മാറ്റർ, ഡെട്രിറ്റസ് എന്ന് വിളിക്കും അല്ലേ, ഇതിൽ കുറേ ഡെഡ് ഓർഗാനിക് മാറ്റർ ഉണ്ട്. ഇതാണ് ഫേവറബിൾ കണ്ടീഷൻ. ഇതിന്റെ സ്പോർ വന്ന് വീണ് കഴിഞ്ഞാൽ, സ്ലൈമോളുടെ സ്പോർ വന്ന് വീണ് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. വൈ? ബിക്കോസ് ദേ ആർ ഹാവിങ് എനഫ് ഓർഗാനിക് മാറ്റർ ടു എൻഗൾഫ്. ശരിയല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഓർഗാനിക് കണ്ടന്റിനെ കഴിച്ച് ഇത് വളരാൻ തുടങ്ങുമ്പോൾ ദേ ഫോം എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, ആൻഡ് ദിസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ് പ്ലാസ്മോഡിയം. ദ അഗ്രിഗേഷൻ ഓഫ് ത്രെഡ് എന്ന് പറയാം. ഒരു ത്രെഡ് അല്ല, കുറേ ത്രെഡ് ഉണ്ടാവും. ദിസ് ഇസ് കോൾഡ് പ്ലാസ്മോഡിയം. ഇപ്പോൾ പ്ലാസ്മോഡിയം എപ്പോഴാണ് വളരുക? ഫേവറബിൾ കണ്ടീഷനിലാണ് വളരുക. ശരിയല്ലേ? ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഡ്യൂറിംഗ് ഫേവറബിൾ കണ്ടീഷൻ ദേ ഫോം എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. അഗ്രിഗേഷൻ ഓഫ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്നാൽ ഒരു ത്രെഡ് അല്ല, കുറേ ത്രെഡ് വളരും. ദാറ്റ് ഇസ് കോൾഡ് പ്ലാസ്മോഡിയം. സെവറൽ ഫീറ്റ് വരെ വളരുന്നതാണ്, ഒത്തിരി അടി ദൂരം വളരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, അവിടെ ഓർഗാനിക് മാറ്റർ ഉണ്ട്, ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓർഗാനിക് മാറ്റർ കഴിച്ചുകൊണ്ടിരിക്കില്ലടാ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർഗാനിക് ഇങ്ങനെ തീർന്ന് വരൂലേ? ഒരു ദിവസം ആകുമ്പോൾ ഈ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇല്ലാതാവുമല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇല്ലാതാവുമ്പോൾ പ്ലാസ്മോഡിയത്തിന് ഒരു കാര്യം മനസ്സിലായി, കണ്ടീഷൻ അൺഫേവറബിൾ ആണ്, ഇനി നമുക്ക് കഴിക്കാൻ ഫുഡ് ഇല്ല. ശരിയല്ലേ? ഒരു പ്ലേറ്റിൽ ഫുഡ് എടുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലേറ്റിലെ ഫുഡ് കഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് അത് കാലിയോ? ഇതേപോലെ സ്ലൈമോഡ് എന്ത് ചെയ്യും? സ്ലൈമോൾഡ് ഫേവറബിൾ കണ്ടീഷനിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത പ്ലാസ്മോഡിയമാണ്. ഒത്തിരി ത്രെഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ന്യൂട്രിയൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കഴിച്ച് അവിടെ കണ്ടീഷൻ ന്യൂട്രിയൻസ് ഇല്ലാതാകുമ്പോൾ കണ്ടീഷൻ അൺഫേവറബിൾ ആയി. സോ വെൻ ദ കണ്ടീഷൻ ബിക്കംസ് അൺഫേവറബിൾ, പ്ലാസ്മോഡിയം എന്ത് ചെയ്യും? എന്തായാലും മരിക്കാൻ പോകല്ലേ, അടുത്ത ജനറേഷൻ ഉണ്ടാക്കി വെക്കണ്ടേ. സോ പ്ലാസ്മോഡിയം വിൽ ഡിഫറൻഷിയേറ്റ് ടു ഫോം എ ഫ്രൂട്ടിംഗ് ബോഡി. കേട്ടോ, അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഇവരെന്ത് ചെയ്തു? ഫ്രൂട്ടിംഗ് ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതിന്റെ ടിപ്പ് റീജനിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ടിപ്പ് റീജനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറിന് ട്രൂ സെൽ വാൾ ഉണ്ട്. ട്രൂ സെൽ വാൾ ഉള്ള സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ സെൽ വാളിൽ സെല്ലുലോസ് ഉള്ളത് കൊണ്ടാണ് നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞ സ്ലൈമോളുടെ സ്പോറ് പ്ലാന്റിന്റെ പോലെയാണ്. ബിക്കോസ് അവർ സെൽ വാൾ എന്താണ്? അപ്പൊ ചോദിക്കാം, മിസ് ഇത് മാത്രം എന്താ ട്രൂ സെൽ വാളിന് എടുത്ത് എഴുതിയെന്ന്? അതിന്റെ അർത്ഥം പ്ലാസ്മോഡിയത്തിന് സെൽ വാൾ ഇല്ല. പ്ലാസ്മോഡിയത്തിന് സെൽ വാൾ ഇല്ല, പക്ഷെ സ്പോറിന് സെൽ വാൾ ഉള്ളത് കൊണ്ടാണ് NCERT അത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദ സ്പോർ ഹാസ് എ ട്രൂ സെൽ വാൾ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പൊ നോക്കിടാ, വിൻഡാണ്, കാറ്റ് വന്നിട്ടാണ് ഈ സ്പോറിനെ കൊണ്ടുപോവാ അല്ലേ? ഇത് നോൺ മൊട്ടയിൽ അതിന്റെ കാറ്റ് വരുമ്പോൾ എന്താണ്? ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പ് റീജനിലാണ് സ്പോർ ഉള്ളത്. അപ്പൊ കാറ്റ് വരുമ്പോൾ സ്പോറിനെ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് പോയിട്ട് അടുത്ത ഡെഡ് ഓർഗാനിക് മാറ്ററിന്റെ മുകളിൽ തന്നെ വീഴുവോ? ഇല്ല, എവിടെ വേണമെങ്കിലും വീണൂടെ. അങ്ങനെ വീഴുന്ന കണ്ടീഷൻ അൺഫേവറബിൾ ആണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും സർവൈവ് ചെയ്യും. ബിക്കോസ് സ്പോറിന് സെൽ വാൾ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നശിക്കില്ല. സോ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ അൺഫേവറബിൾ കണ്ടീഷൻ ബിക്കോസ് ഓഫ് ദ ട്രൂ സെൽ വാൾ. ഇനി ഇതേപോലെ കാറ്റിൽ വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കൂലേ? എപ്പോഴാണോ ഒരു ഡെഡ് ഓർഗാനിക് മാറ്റർ കിട്ടുന്നത് അപ്പോൾ അത് ഫേവറബിൾ കണ്ടീഷനാണ്. വീണ്ടും അത് പ്ലാസ്മോഡിയമായിട്ട് വളരും. അപ്പോൾ എൻട്രൻസിന് എന്താ പഠിക്കണ്ടേ? സൂട്ടബിൾ കണ്ടീഷനിൽ, സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ഉണ്ടാക്കും, അൺഫേവറബിൾ കണ്ടീഷനിൽ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കും. ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പ് റീജനിലാണ് സ്പോർ ഉണ്ടാവുക.
സ്പോർ ക്യാരി ചെയ്യുന്ന വിൻഡാണ്. സ്പോർ അൺഫേവറബിൾ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കാരണം പ്രസൻസ് ഓഫ് സെൽ വോളാണ്. Physarum is an example for slime mold. Very good, very good. ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ ടൈം വളരെ വാല്യുബിൾ അല്ലേ മക്കളെ. 9 മണിയായില്ലേ ഇല്ലേ? ഇനി നമുക്കിത് പഠിച്ച ഒരു ചാപ്റ്ററും കൂടി പഠിക്കാനില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഐ സ്ലോ ഡൗൺ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ റെഡി ആയിക്കോളും കേട്ടാ. എനിവേ താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. ലക്ഷ്മി പാവ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ മതി. താങ്ക് യു ഫോർ ഇറ്റ്. ഓക്കെ, ഇനി പ്രോട്ടോസോവൻസ് പഠിച്ചാൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയും കഴിഞ്ഞ് നമുക്ക് ഇനി ഫംഗസ് മാത്രമേ പഠിക്കാനുള്ളൂ. ശരിയല്ലടാ? പിന്നെ ചെറിയ ചെറിയ വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്. ബിക്കോസ് പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം നമുക്ക് ഇതിൽ പഠിക്കാനില്ല, ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാനുള്ളത്. ദീക്ഷ യെസ്. ഫാത്തിമ നിദ യെസ്. ലെറ്റ്സ് ഗോ ഫോർ പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് എല്ലാവരും ഹെട്രോട്രോഫ് ആണ് കേട്ടോ മക്കളെ. ഐദർ പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. എന്താ പ്രിഡേറ്റേഴ്സ്? മറ്റുള്ള ആൾക്കാരെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പ്രിഡേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാരസൈറ്റ് ആണെങ്കിൽ എക്ടോ പാരസൈറ്റ് ആവാം, എൻഡോ പാരസൈറ്റ് ആവാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മറ്റുള്ള ജീവികളിൽ നിന്നും ഓർഗാനിക് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പ്രോട്ടോസോവൻസും ഹെട്രോട്രോഫ് ആണ്. ഒന്നെങ്കിൽ പ്രിഡേറ്റർ അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആണ്. ഇത് ക്ലിയർ ആണോ? Predators or parasites. ഇനി നമ്മൾ പറഞ്ഞാൽ they are believed to be primitive relative of animal എന്നുള്ള പോയിന്റ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് primitive relative of animal റിലേറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് 4 ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻ, ciliated protozoan, flagellated protozoan, sporozoans. So what do you mean by amoeboid protozoan? Amoeboid protozoans ഫ്രഷ് വാട്ടറിലോ സീ വാട്ടറിലോ മോയ്സ്ചർ സോയിലോ നനവുള്ള മണ്ണിലോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ സീ വാട്ടറിൽ മെറൈൻ വാട്ടറിലോ കാണും കേട്ടോ. ഈ അമീബയ്ക്ക് ലോക്കോമോട്ടറി സ്ട്രക്ചർ നമുക്ക് സാധാരണ സീലിയ, ഫ്ലാജല്ല എന്ന സ്ട്രക്ചർ ഒന്നുമില്ല. പകരം ഇവരെ ബോഡി എന്നെ വളച്ച് ഇവര് ഫാൾസ് ഫീറ്റ് ഉണ്ടാക്കും. ബോഡി എന്നെ വളച്ച് ഒരു ഫാൾസ് കാല് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കും. പിന്നെ സൂഡപോഡിയ എന്നാ പറയാ, ഓർ ഫാൾസ് ഫീറ്റ്. സൂഡപോഡിയ ഓർ ഫാൾസ് ഫീറ്റ്. കപടപാത എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫാൾസ് ഫീറ്റ് എന്ന് പറയും, ശരിയല്ലേ? ഫാൾസ് ഫീറ്റ്. അപ്പൊ സാധാരണ സീലിയ ആൻഡ് ഫ്ലാജല്ല പോലത്തെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഒന്നും ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് ബോഡി തന്നെ വളച്ച് കാല് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ നടക്കുന്നതും ഫുഡിനെ പിടിക്കുന്നതും ഏത് ഉപയോഗിച്ചിട്ടാ? സൂഡപോഡിയ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് അറിയാടാ? മെറൈൻ ഫോമിൽ കാണുന്ന അമീബയ്ക്ക് ചുറ്റും അല്ലേ സിലിക്ക കവറിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സർഫേസ് ഇസ് കവേർഡ് ബൈ സിലിക്ക കവറിങ്. ബിക്കോസ് മെറൈൻ കണ്ടീഷൻ ആകുമ്പോൾ ഉപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ? ഉപ്പിന്റെ അംശം ഇവരുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഓസ്മോസിസ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ആ ഓസ്മോട്ടിക് പ്രോബ്ലം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറൈൻ കണ്ടീഷനിൽ കാണുന്ന അമീബേനെ ചുറ്റും മാത്രം സിലിക്ക കവറിങ് ഉണ്ടാവും. ഓക്കെ, ഓൺ ദ സർഫേസ്. ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്? പാരസൈറ്റിക് ഫോം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ്. Endomembrane histolytica which causes amoebiasis. അത് പാരസൈറ്റിക് ഫോം ആണ്. അങ്ങനെ എന്തും കഴിഞ്ഞു, അമീബോയിഡ് പ്രോട്ടോസോവനും കഴിഞ്ഞു. ക്ലിയർ ആണോ? യെസ്, പ്രിഡേറ്റിംഗ് ആണ്. രാത്രിയിലും കൂടി ഉണ്ടാവും. യെസ്, നിങ്ങൾ കൂടെ തന്നെ ഇരിക്കട്ടോ. നിങ്ങൾ കൂടെ തന്നെ ഇരുന്നാലാണ് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? ന്യൂറോ ഡോക്ടർ ന്യൂറോ. യെസ്, നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ട് പറയാം. അപ്പോൾ കുറച്ച് നേരം പറയുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് വീണ്ടും സ്പീഡായിട്ട് പറയാം കേട്ടോ. ആയില്ലേ? താങ്ക് യു ഫാത്തിമ നിദ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പവർഫുൾ ആണല്ലോ അല്ലേ? ഇത്ര ലേറ്റ് ആയും കൂടെ ഇരിക്കും എന്ന് പറയുന്നത് തന്നെ വെരി, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷം എന്നറിയോ? നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇറ്റ്സ് ഓക്കെ നൗ. ഇറ്റ്സ് നോ ഓക്കെ നൗ. സൈദലി, ദീക്ഷ, ഡാർക്ക് സെറ്റ് മാം. വേർ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് എന്നൊക്കെ ഫുൾ വായിക്കാൻ പറ്റില്ല കേട്ടോ. എന്നെ ക്രിയേറ്റിവിറ്റി എന്ന് വിളിച്ചാൽ മതിയോ? നീ ഫുൾ വായിക്കുമ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം അങ്ങ് പോകുന്നു. യെസ്, സോ ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ദാറ്റ്സ് അബൌട്ട് ഫ്ലാജിലേറ്റഡ് പ്രോട്ടോസോവൻസ്. നിങ്ങൾ ആലോചിച്ചൊക്കെ പറ്റേ മക്കള്, ഫ്ലാജിലേറ്റഡ് പ്രോട്ടോസോവൻസ് അവർക്ക് ഫ്ലാജിൽ ഉണ്ടെന്നല്ലടാ. അപ്പൊ ഫ്ലാജിൽ ഉണ്ടെങ്കിൽ അക്വാറ്റിക് കണ്ടീഷനിൽ അവർ നീന്തണ്ടേ? ശരിയല്ലേ? ദാറ്റ് മീൻസ് ദേ വിൽ ബി സീൻ ഇൻ
ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് എന്താണ് ലോക്കോമോട്ടീവ് സ്ട്രക്ചർ ഫ്ലാജിലയാണ്. ഫ്രഷ് വാട്ടർ ആണ്, ലോക്കോമോട്ടീവ് സ്ട്രക്ചർ ഫ്ലാജിലയാണ്. ആൻഡ് ഇത് ഫ്രീ ലിവിങ് ഉണ്ട്, പാരസൈറ്റിക് ഫോമും ഉണ്ട്. ഫ്രീ ലിവിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഫ്രീ ലിവിങ് എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിൽ കയറിയ പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതാണ് ഫ്രീ ലിവിങ്ങും പാരസൈറ്റിക് എന്ന് പറയുന്നത്. ആ പാരസൈറ്റിക് ഫോമാണ് ട്രൈപ്പനോസോമ വിച്ച് കോസസ് സ്ലീപ്പിംഗ് സിക്നസ്. പഠിച്ചു വെക്കണോട്ടോ മക്കളെ, ട്രൈപ്പനോസോമ വിച്ച് കോസസ് സ്ലീപ്പിംഗ് സിക്നസ്. അതായത് നമ്മൾ CNS-നെയാണ് എഫക്ട് ചെയ്യുക, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുക. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയാൻ കാരണം ഇത് നമ്മളെ ബോഡിയിലേക്ക് ഇൻഫെക്ട് ചെയ്താൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമെന്നല്ല. ഫസ്റ്റ് സിംറ്റം ഐലിഡ് ഹാഫ് ക്ലോസ്ഡ് ആയിട്ട് അറസ്റ്റ് ആവും. അതായത് ഇത് CNS-നെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറൽ സിസ്റ്റം എഫക്ട് ചെയ്യുമല്ലോ, ഓട്ടോമാറ്റിക്കലി ഐലിഡ് എന്താവും, ഐലിഡിന്റെ മൂവ്മെന്റ് അറസ്റ്റ് ആവും. അപ്പോൾ ഹാഫ് ക്ലോസ്ഡ് ആകുമ്പോൾ കണ്ണ് കാണുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലെ ഉണ്ടാവും. ആക്ച്വലി അവർ ഉറങ്ങുന്നതല്ല, ഐലിഡ് അങ്ങനെ അറസ്റ്റ് ആയതാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നെയിംഡ് ആസ് സ്ലീപ്പിംഗ് സിക്നസ്. കിട്ടിയാ? ഇറ്റ്സ് ഫൈൻ, മൈ നെയിം ഇസ് മീതു മറിയ. മറിയ എന്ന് വിളിക്കാം കേട്ടോ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഇല്ലെങ്കിൽ ഞാൻ അത് ഫുൾ വായിക്കണ്ടടാ. അങ്ങനെ മറിയയുടെ പേര് കിട്ടിയില്ലേ? മീതു മറിയ, നല്ല പേരാണല്ലോ. ഞങ്ങൾ എനർജി തന്നോണ്ടിരിക്കും, പോരട്ടെ. ന്യൂറോ അല്ലേ, നിങ്ങൾ എനർജി എത്രമാത്രം തരുന്നോ അത്രമാത്രം എനിക്ക് എൻ്റെ മൈൻഡ് നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോളി. റെഡി അല്ലേ? ട്രൈപ്പനോസോമ വിച്ച് കോസസ് സ്ലീപ്പിംഗ് സിക്നസ്. TN തമിഴ്നാടു. வல்லவன். ஆமாம், எனக்கும் தமிழ் தெரியுமே, நான் தமிழ் பேசுவேன் நல்லாவே. தெரியுமா? மலையாளம் அண்ட் தமிழ் ரெண்டுமே பேசுவேன். TN, is it you mean that it's from Tamil Nadu? நல்லா இல்லை, கொஞ்சம் கொஞ்சம் பேசுவேனா. That's it. எடுக்கும் ஜோசப் சந்தோஷ் will take. ഡാർക്ക് മാം, എൻ്റെ പേര് നന്ദന. താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ നന്ദന. എനിക്ക് ഡാർക്ക് എന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ഡാർക്ക് എന്ന് വിളിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും കമൻറ്റിൽ ഇങ്ങനെ വിചാരിക്കുമെന്നൊക്കെ. നന്ദന, ഐ കോൾ യു നന്ദന ആൻഡ് മീതു മറിയ. എസ് ഹിസാന, ഈ പ്രാവശ്യം നമ്മൾ അടിക്കും 360 ഉറപ്പാണ്. എന്നിട്ട് വേണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഇല്ലേ? 360 കിട്ടിയിട്ട് 50 days പ്രോഗ്രാമിൽ എല്ലാം പഠിച്ച് വി ഹാവ് ടു ഇല്ലേ? യെസ്, കണ്ടോ? So let's go for next one. And ciliated protozoan. അപ്പോൾ flagellated protozoans ആരാണ്? Trypanosoma which causes sleeping sickness. മറക്കരുത്, locomotive structure flagellയാണ്. So what do you mean by ciliated protozoan? They have cilia on their body. അപ്പോൾ cilia, thousands of cilias ആണ് ഉണ്ടാവുക മക്കളെ. Paramecium കണ്ടിട്ടില്ലടാ? When you take up a paramecium, it will be having thousands of cilias in their body. അല്ലേ? അപ്പോൾ ഈ തൗസൻഡ്സ് ഓഫ് സീലിയാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഒരേ സമയത്തല്ലേ സീലിയ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് അവർ നീങ്ങുക. അങ്ങനെ നീങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദാറ്റ് മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ദ മോസ്റ്റ് ആക്റ്റീവ്ലി മൂവിങ് മെമ്പറാണ്. ആയിരക്കണക്കിനുള്ള കൈ ഇങ്ങനെ ഇട്ട് നീന്തിക്കൊണ്ട് പോകല്ലേ. സോ തൗസൻഡ്സ് ഓഫ് സീലിയ വിൽ ബി ദർ. സോ ദ ലോക്കോമോട്ടീവ് സ്ട്രക്ചർ നമ്മൾ എന്താ പറഞ്ഞ, ഇതെന്താടാ സ്ക്രീൻ ഇങ്ങനെ ബ്രേക്ക് ആയി കാണുന്ന മക്കളെ? ഒരു മിനിറ്റ്. നോട്ട് ഓക്കെ? Yes, it's okay. Okay. So what we said is that thousands of cilia ഉള്ളതുകൊണ്ട് they will be fast moving ആയിരിക്കും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഓർഗാൻസം മാത്രമല്ല, ഇവരുടെ പ്രത്യേകത they have a opening to the outer surface that is called gullet. എന്താ വിളിക്കുക തന്നെ? ഗള്ളറ്റ് എന്നാ വിളിക്കുക. അത് സർഫേസിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ വെള്ളം പുറകോട്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ കൈ ഫ്രണ്ടിലേക്കാണ് നീന്തുമ്പോൾ ഇടുക, വെള്ളം ബാക്കിലേക്കാണ് തള്ളുക, ശരിയല്ലേ? സോ വെൻ വി പുഷ് വാട്ടർ ബാക്ക്വേർഡ്, അപ്പോൾ ഇവിടെയാണ് ഗള്ളറ്റിൽ ഉള്ള ചിന്തിക്കുക. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ ഓർഗാൻസ് മുന്നിലേക്കല്ലേ നീന്തുമ്പോൾ, നമ്മൾ വെള്ളം പുറകിലേക്കും നമ്മൾ ഫ്രണ്ടിലോട്ടല്ലേ പോണേ. ഇതേപോലെ വെൻ ദേ പുഷ് ദ വാട്ടർ ബാക്ക്വേർഡ്, ഓർഗാൻസം വിൽ മൂവ് ഫ്രണ്ട്വേർഡ്. അപ്പോൾ ആ വെള്ളത്തോടുകൂടി ഫുഡ് കറങ്ങി ആ പോക്കറ്റ് പോലെയുള്ള ഗള്ളറ്റ് വഴി അകത്തേക്ക് കയറുന്ന പറഞ്ഞാൽ ദേ സ്റ്റീർ ഇൻ ടു ദ ഗള്ളറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ പാരമീസിയം, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. അതിലിടാ കഴിഞ്ഞ് പ്രൊട്ടിസ്റ്റ, സ്പോറോസോവൻസ് പഠിക്കണ്ടേ? സോ വാട്ട് യു മീൻ ബൈ സ്പോറോസോവൻസ്? സ്പോറോസോവൻസ് കൂടി പഠിച്ചാൽ കഴിഞ്ഞു. ദ സ്പോറോസോവൻസ്, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാൻസും സ്പോറോസോവൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ അങ്ങനെ? ആൽഗെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ഫംഗസ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ ആരാ സ്പോറോസോവൻസ്? ഡൈവേഴ്സ് ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഓർഗാൻസം ആണോ മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സ്പോർ ഉണ്ടാക്കുന്നത്, അവർ മുഴുവൻ സ്പോറോസോവൻസ് ആണ്. ദാറ്റ് മീൻസ്
those organisms which produces infectious spore in the life cycle. അല്ലെ, അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരിക്കലെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സ്പോർ ഉണ്ടാക്കുവാണെങ്കിൽ they are called as sporozoans. കിട്ടിയോ? അങ്ങനെ വരുന്ന എക്സാമ്പിൾ ആണ് മലേറിയൽ പ്ലാസ്മോഡിയം. അല്ല, അവരെ സ്പോറല്ല നമുക്ക് ഇൻഫെക്ട് ചെയ്യുന്ന വെക്ടർ ആര മോസ്കിറ്റോ വന്ന് കടിക്കുമ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നില്ല സ്പോറോസോവൻ. ഇറ്റ് കോസസ് എ സ്റ്റാഗറിംഗ് എഫക്ട് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ. ദ മോസ്റ്റ് നൊട്ടോറിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, ഒരാൾക്ക് മലേറിയൽ ഫീവർ വന്നാൽ എന്നെ മോസ്കിറ്റോ കടിച്ചാൽ ആരൊക്കെയാണോ കടിക്കുന്നത് അവർക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്യൂലേ. സോ ഇറ്റ് കോസസ് സ്റ്റാഗറിംഗ് എഫക്ട് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ. പെട്ടെന്ന് ഹ്യൂമൻ പോപ്പുലേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യും. ക്ലിയർ? Deadliest combo. Vallavan, you can follow that Malayalam. Solli therumba puriyuda Tamil, or you know the Malayalam also. Malayalam theriyuma? That's my question to you. Okay, finished about, and last group, that's about fungus. ഫംഗസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിക്കാണ്ട്. വൈറസ് ഒക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ ഫംഗസ്. ഇറ്റ് ഇസ് എ യൂണിക് കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫ് എന്നുള്ളൊരു പോയിന്റ് പഠിക്കണം. ഇസ് ദർ ഇൻ പേജ് നമ്പർ 22 കേട്ടോ. പേജ് നമ്പർ 22 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റ് ആണ് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? കിട്ടിയോ? സോ യു ഹാവ് ഫംഗസ് കിങ്ഡം ഫംഗൈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫംഗസിൽ ഇറ്റ് ഇസ് എ യൂണിക് കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫ് എന്ന് പറയാൻ കാരണം എല്ലാ മെമ്പേഴ്സും ഹെറ്ററോട്രോഫ് ആണ്. ഓക്കെ, ആൻഡ് ദേ ഷോ ഡൈവേഴ്സിറ്റി ഇൻ ബോത്ത് മോർഫോളജി ആൻഡ് ഹാബിറ്ററ്റ്. അത് കാണുമ്പോൾ ഫംഗസ് എല്ലാം വേറെ വേറെ പോലെയാണ്. കാണുമ്പോൾ വേറെ വേറെ പോലെ മാത്രമല്ല, വി സേ ദാറ്റ് മോർഫോളജിയിൽ മാത്രമല്ല ഹാബിറ്ററ്റിലും വ്യത്യാസമുണ്ട്, വളരുന്ന സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ബ്രെഡിൻ്റെ മുകളിൽ വളരും, ചില ആൾക്കാർ പഴുത്ത് ചീഞ്ഞ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ വളരും, പഴുത്ത് ചീഞ്ഞ വെജിറ്റബിൾസിൻ്റെ മുകളിൽ വളരും, ചില ആൾക്കാർ നനവുള്ള മണ്ണിൻ്റെ മുകളിൽ വളരും, ചില ആൾക്കാർ നനവുള്ള വുഡിൻ്റെ മുകളിൽ വളരും. സോ ഹാബിറ്ററ്റിലും വ്യത്യാസമുണ്ട്. ദി ഷോസ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്ററ്റ്. ഇത്രയും ക്ലിയർ ആയോ? കറണ്ട് പോയോ ഹിസാന? എന്ത് ചെയ്യും? ഓക്കെ, ആൻഡ് വി സേ ദാറ്റ് ഫംഗസിലെ മെയിൻ പോയിന്റ്സ് ഞാൻ പറയാം, വേഗം ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അപ്പോൾ പല സ്ഥലങ്ങളിൽ വളരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഫുൾ ഫോം ഓഫ് ഫംഗസ് ഉണ്ട്, ഹാംഫുൾ ഫോം ഓഫ് ഫംഗസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ? ദാറ്റ് ഇസ് കോൾഡ് ആന്റിബയോട്ടിക് പെനിസിലിൻ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പെൻസിലിയം നൊട്ടേറ്റം ആൻഡ് പെൻസിലിയം ക്രൈസോജീനം. പെൻസിലിയം നൊട്ടേറ്റം ആൻഡ് പെൻസിലിയം ക്രൈസോജീനം എന്ന് പറഞ്ഞ സ്പീഷീസിനാണ്. രണ്ട് സ്പീഷീസ് ആണ് കേട്ടോ. ഇതിനാണ് ഏതാ പെൻസിലിൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആന്റിബയോട്ടിക് വിച്ച് ഇസ് വെരി യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ. വേൾഡ് വാർ 2 ഉപയോഗിച്ച വണ്ടർ ഡ്രഗ് ആണ് ഏതാ? പെൻസിലിൻ എന്ന് പറഞ്ഞ. ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഈസ്റ്റ് വിച്ച് ഇസ് കോൾഡ് എസ് ബേക്കേഴ്സ് ഈസ്റ്റ് ആസ് വെൽ എസ് ബ്രീവേഴ്സ് ഈസ്റ്റ് നമ്മൾ മൈക്രോബിൽ പഠിച്ചിട്ടുണ്ട്. അതായത് മാവിനെ പുളിപ്പിക്കാൻ, ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവിനെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വൈൻ ഉണ്ടാക്കാനും ബീർ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിനെ ഫെർമെന്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ സക്കാരോമൈസിസ് ഈസ്റ്റ് വിച്ച് ഇസ് ദ ഓൺലി യൂണിസെല്ലാർ ഫോം ഓഫ് ഫംഗസ് ദാറ്റ് കംസ് ഇൻ ദ കിങ്ഡം ഫംഗൈ. ദാറ്റ് മീൻസ് ഫംഗസിൽ യൂണിസെല്ലാർ ആയിട്ടുള്ള ഒറ്റൊരാൾ ഈസ്റ്റ് ആണ്, ബാക്കി എല്ലാ ആൾക്കാരും മൾട്ടിസെല്ലാർ ആണ്, ഫിലമെന്റസ് ഫോം ആണ് അല്ലേ. ഓൺലി വൺ യൂണിസെല്ലാർ ഏത് ചോദിച്ചാൽ ഈസ്റ്റ് ആണ്, വിച്ച് ഇസ് കോൾഡ് സക്കാരോമൈസിസ് ദാറ്റ് കംസ് അണ്ടർ ആസ്കോമൈസിസ് എന്ന ക്ലാസ്സിലാണ് ഇവർ വരുന്നത്. ഇത്ര ക്ലിയർ ആണോ മക്കള്? ഇനി നമ്മൾ പറയാം ഹാംഫുൾ ആയിട്ടുള്ള ഫംഗസ് നമുക്ക് പറയാണ്ട്. ഹാംഫുൾ ഏതാ? അസ്റ്റിലാഗോ വിച്ച് ഇസ് കോൾഡ് ആസ് സ്മട്ട് ഫംഗൈ ആൻഡ് പക്സീനിയ വിച്ച് ഇസ് കോൾഡ് ആസ് റസ്റ്റ് ഫംഗൈ. ഇതൊക്കെ ഏതാ? ഇതൊക്കെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഫംഗസ് ആണ്. അപ്പോൾ അസ്റ്റിലാഗോ വിച്ച് കോൾഡ് സ്പട്ട് ഡിസീസ്, സ്മട്ട് ഡിസീസ് ആൻഡ് പക്സീനിയ വിച്ച് കോൾഡ് ആസ് റസ്റ്റ് ഡിസീസ്, ഇതൊക്കെ ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ്. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ഫോം ഉണ്ട്, ഹാംഫുൾ ഫോം ഉണ്ട്. യൂസ്ഫുൾ ഫോം ഉണ്ട്, ഹാംഫുൾ ഫോം ഉണ്ട്. സോ ദീസ് ആർ ദ ഫംഗസ് വിച്ച് ആർ പ്രസന്റ്. ഓക്കെ, ഇനി ഫംഗസിന്റെ സെൽ വാൾ കണ്ടന്റ് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ കൈറ്റിൻ ആണ്, നോൺ സെല്ലുലോസിക് ആണ്. എൻട്രൻസിന് വരുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഫംഗസ് സെൽ വാൾ നോൺ സെല്ലുലോസിക് ആണ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഇനി അടുത്ത ചോദ്യം, ഫംഗസ് എന്താ ഏറ്റവും കൂടുതൽ എവിടെയാണ് വളരാൻ ഇഷ്ടപ്പെടുന്നത്? വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ. പഠിക്കാതെ പോണ്ട കേട്ടോ. വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ. നിങ്ങൾ ഫംഗസിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്ക് മൂന്നാമത്തെ ലൈൻ നോക്കിയിടാ. യു ക്യാൻ സീ ദാറ്റ് ഫംഗസിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്ക് മൂന്നാമത്തെ ലൈൻ. യു ക്യാൻ സീ ദാറ്റ് വാം ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ?
പുതിയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 18 ആയിരിക്കട്ടെ. പഴയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 22. ന്യൂ NCERT പേജ് നമ്പർ 18, ഫംഗസിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് താഴ്ന്ന മുകളിലേക്ക് മൂന്നാമത്തെ ലൈൻ. പഴയ NCERT പേജ് നമ്പർ 22, ഫംഗസിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് താഴ്ന്ന മൂന്നാമത്തെ ലൈൻ. യു ക്യാൻ സീ ദാറ്റ് വാം ആൻഡ് മോയ്സ്റ്റ് കണ്ടീഷൻ ആണ് ഫംഗസിന് ഏറ്റവും കൂടുതൽ വളരാൻ ഇഷ്ടം. അതുകൊണ്ടാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ വളരുമോ? വളരൂല. ഫ്രിഡ്ജിൽ നമ്മൾ ഫുഡ് കൊണ്ടുവച്ചാൽ എന്തുകൊണ്ട് ഫംഗസ് ഇൻഫെക്ഷൻ വരാത്ത? അവിടെ കോൾഡ് ആണ്. അപ്പോൾ തണുപ്പുണ്ടാകുമ്പോൾ ഇത് വളരൂല. വാം കണ്ടീഷൻ ആണ് അവർക്ക് ഫേവറബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഗ്ലൂക്കോസമിൻ, യെസ്, chitin is a cell wall content. Okay, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഫംഗസിൽ എല്ലാ ആൾക്കാരും ഫിലമെന്റസ് ആണ്, മൾട്ടി സെല്ലാർ ആണ്, എക്സെപ്റ്റ് ഒരാൾ യൂണിസെല്ലാർ ആണ്, ഈസ്റ്റ് ആണ്. ആൻഡ് ദ ബോഡി ഓഫ് ഫംഗസ് ഇസ് കോൾഡ് ഹൈഫേ അല്ലേ? ആ ഹൈഫേ നെറ്റ്വർക്ക് ആയിട്ട് വളരുമ്പോൾ അതിനെ മൈസീലിയം എന്ന് പറയാം. ഇത് ഇങ്ങനെ ഹൈഫേ വളരൂലേ? ദ ബോഡി ഈസ് കോൾഡ് എസ് ഹൈഫേ. അത് നെറ്റ്വർക്ക് പോലെ വളരുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? മൈസീലിയം എന്നാ പറയാ. ഹൈഫേ 2 ടൈപ്പ് ഉണ്ട്. ഏതാ? ക്രോസ് വാൾ ഉള്ളതാണെങ്കിൽ അത് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയും. ക്രോസ് വാൾ ഇല്ലാത്തതാണെങ്കിൽ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയും. എന്താ സെപ്റ്റേറ്റ്? ക്രോസ് വാൾ ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ബോഡിയും ചിന്തിക്കുക കേട്ടോ മക്കളെ. ഇമാജിൻ ദാറ്റ് ഇഫ് ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ ഫംഗസ്, അത് സൈറ്റോപ്ലാസം ഉണ്ടാവും, കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇങ്ങനെ കുറേ ന്യൂക്ലിയസ് ഉണ്ട്. സോ ദിസ് ഇസ് കോൾഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഓർ സീനോസൈറ്റിക് കണ്ടീഷൻ. സീനോസൈറ്റിക് കണ്ടീഷൻ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഓർ സീനോസൈറ്റിക് കണ്ടീഷൻ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് or xenocytic എന്ന് പറയുന്നത്? That means the cytoplasm throughout nucleus ഉണ്ട്. That's why it is called multinucleate and xenocytic. ഇത് ക്ലിയർ ആണോ മക്കളെ? So xenocytic. So what do you mean by xenocytic stands for? What do you mean xenocytic stands for? That is multinucleated condition. Clear ആണോ? ഇനി ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുന്ന മക്കളെ, ഇതിന് സെപ്റ്റേറ്റ് എന്നാ പറയാ. ബിക്കോസ് ക്രോസ് വാൾ ഇല്ല, കംപ്ലീറ്റ് ന്യൂക്ലിയസും ഒറ്റ സൈറ്റോപ്ലാസം ട്യൂബ് പോലെ നിൽക്കുവാണ്. ഇത് കാണുന്നത് ഫൈക്കോമൈസിറ്റ്സ് എന്ന ക്ലാസ്സിലാണ്. ഫൈക്കോമൈസിറ്റ്സ് ചോദിക്കൂട്ടാ. സെപ്റ്റേറ്റും സീനോസൈറ്റിക് ആയിട്ടുള്ള ഹൈഫേ ചെയ്താൽ ചോദിച്ചാൽ നമ്മൾ ഫൈക്കോമൈസിറ്റ്സ് പറയാം. ബാക്കി എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ക്രോസ് വാൾ വരും. ഇങ്ങനെ ക്രോസ് വാൾ വരുമ്പോൾ ഓരോ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? ഇങ്ങനെ ക്രോസ് വാൾ വരുമ്പോൾ സെപ്റ്റ എന്ന് പറയാം. ഓരോ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ സെപ്റ്റേറ്റ് ഹൈഫേ എന്നാ വിളിക്കുക. സെപ്റ്റേറ്റ് ഹൈഫേ എന്നാ വിളിക്കുക. അതാണ് ബാക്കി എല്ലാ ക്ലാസ്സിലും കാണുക. ഏതൊക്കെ? ആസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ്, ഡ്യൂട്രോമൈസിസ്. അപ്പോൾ സെപ്റ്റേറ്റ് ഹൈഫേസ് ആർ സീൻ ഇൻ ആസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ് ആൻഡ് ഡ്യൂട്രോമൈസിസ്. അപ്പം അങ്ങനെ അതിൻ്റെ അർത്ഥം ഇനി ഇത് ഈ ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം തന്നെ പഠിച്ചല്ലോ. സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഫൈക്കോമൈസിസിനാണ്. ബാക്കി 3 ക്ലാസ്സിലും സെപ്റ്റേറ്റും ആണ്, ബ്രാഞ്ച്ഡും ആയിരിക്കും കേട്ടോ മക്കളെ. സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ഹൈഫേ ആണ്, ബ്രാഞ്ചസും ഉണ്ടാവും. ഇതാണ് മറ്റുള്ള ക്ലാസ്സസിൽ കാണുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് ഫോർ ഫംഗസ്? They are heterotrophic അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫംഗസ് ആർ ഹെട്രോട്രോഫിക് ഇൻ നേച്ചർ. യൂണിസെല്ലാർ ഫോം ഉണ്ട്, മൾട്ടി സെല്ലാർ ഫോം ഉണ്ട്. യൂണിസെല്ലാർ ഈസ്റ്റ് മാത്രമാണ്, ബാക്കി എല്ലാവരും മൾട്ടി സെല്ലാർ ഫോം ആണ്. ആൻഡ് ദേ ആർ യൂകാരിയോട്ട്. നമ്മൾ പ്രൊട്ടിസ്റ്റ മുതൽ അങ്ങോട്ടേക്ക് എല്ലാവരും യൂകാരിയോട്ട് ആണ്. പ്രൊട്ടിസ്റ്റ യൂകാരിയോട്ട് ആണ്, ഫംഗസ് യൂകാരിയോട്ട് ആണ്, പ്ലാന്റ്സ് യൂകാരിയോട്ട് ആണ്, ആനിമൽസ് യൂകാരിയോട്ട് ആണ് അല്ലേ? ഓൾ ഫംഗസ് പോസസ് എ പ്യൂർലി സെല്ലുലോസിക് സെൽ വാൾ അല്ല, തെറ്റാണ്. നോൺ സെല്ലുലോസിക് സെൽ വാൾ ആണ്. ദാറ്റ് ഇസ് കോൾഡ് കൈറ്റിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. Arya Lakshmi was the first person to give the answer. Lakshmi, Fatima Nida, Sara, Ahalya, very good. Saidali, Roshni, very good, very good. So let's go for the next one. One of the major component of the cell wall of the most fungus is. And that answer? Arun, very good. Chitinous, alle? But one of the major component cell of most fungus is chitin. Alle? Fida, very good.
Non-cellulosic ആണ് chitin. വല്ലവൻ? Non-cellulosic. Clear? Chitin. So about the next one. നമ്മൾ ഡിസീസ് പഠിച്ചു, ഓൾറെഡി ബ്രെഡ് ഉണ്ടാക്കുന്ന ബീർ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. കണ്ടിന്യൂസ് സീനോസൈറ്റിക് ഹൈഫിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പെൻസിലിയത്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗസ്. ഫംഗസ് റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് 3 മെത്തേഡ്. ഏതൊക്കെയാ? So ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ, ഇഫ് യു ടേക്ക് അബൌട്ട് റീപ്രൊഡക്ഷൻ, ഏതൊക്കെയുണ്ട് മക്കളെ? We say that vegetative reproductions are there, then asexual reproduction are there, and sexual reproduction are there. Right? So vegetative method, 3 method ഉണ്ട്. That is called fragmentation. Fragmentation is there, fission is there, budding is there. Fission ഉണ്ട്, budding. പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ചു പോകണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. That means fragmentation, fission ഉം budding ഉണ്ട്. So what do you mean by fragmentation? ഒരു ബോഡി എത്ര പീസസ് ആയിട്ടാണോ മുറിയുന്നത് അത്രയും യങ്ങവനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. സോ എക്സാമ്പിൾ, ഇത് ഫംഗസിന്റെ ഹൈഫി ആണെങ്കിൽ മക്കള്, ഇത് എത്ര പീസസ് ആയിട്ടാണോ മുറിയുന്നത് അത്രയും പീസസ് അത്രയും യങ്ങവനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. വാട്ട് യു മീൻ ബൈ ഫിഷൻ? ഒരു ബോഡി 2 ആയിട്ട് ബ്രേക്ക് ചെയ്ത് 2 ഡോട്ടർ സെൽ ആവുന്നതാണ് ഫിഷൻ. അത് ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ആരിലേ ഉള്ളൂ? ഈസ്റ്റിൽ മാത്രമേ ഫിഷൻ ഉള്ളൂ. ബഡിങ്ങും ആർക്ക് മാത്രമാണ്? ഈസ്റ്റിലാണ്. ദാറ്റ് മീൻസ് ദേ വിൽ പ്രൊഡ്യൂസ് എ ലാറ്ററൽ ബഡ്. ആ ലാറ്ററൽ ബഡാണ് യങ്ങവനായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഫ്രാഗ്മെന്റേഷൻ എല്ലാ ക്ലാസ്സിലും ഉണ്ട്. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാട്ടോ, ഇനി ഓരോരോ ക്ലാസ് ആയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരൂല. ഓരോരോ പോയിന്റ് പറയുമ്പോൾ അവിടെ ഓരോരോ ക്ലാസ് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഒക്കെ അതിലേക്ക് വരും. ഇനി ഫ്രാഗ്മെന്റേഷൻ എന്താ? ദാറ്റ് മീൻസ് ബോഡി ബ്രേക്സ് ടു ഫോം സ്മോളർ ഫ്രാഗ്മെന്റ്സ്. ഈച്ച് ഫ്രാഗ്മെന്റ് ഓരോരോ യങ്ങവനായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് അസ്കോമൈസിസിലും ഉണ്ട്, ബെസ്ഡിയോമൈസിസിലും ഉണ്ട്, ഫൈക്കോമൈസിസിലും ഉണ്ട്, ഡ്യൂട്രോമൈസിസിലും ഉണ്ട്. അതിനകത്ത് എന്താ? എല്ലാ ക്ലാസ് ഓഫ് ഫംഗസിലും വെജിറ്റേറ്റീവ് മെത്തേഡ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. ഫൈക്കോമൈസറ്റ്സ്, അസ്കോമൈസറ്റ്സ്, ബെസ്ഡിയോമൈസിസ്, ഡ്യൂട്രോമൈസിസ്. അപ്പൊ ചോദിക്കാം, ഫിഷിനും ബഡിങ് ഏതിനെ വരുള്ളൂ? അസ്കോമൈസിസിലേ വരുള്ളൂ. വൈ? ബിക്കോസ് ഈസ്റ്റ് ഇസ് പ്രസന്റ് ഇൻ അസ്കോമൈസിസ്. അപ്പൊ അസ്കോമൈസിസിൽ 3 മെത്തേഡ് ഏതാ? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. ശരിയല്ലേ? അപ്പൊ അസ്കോമൈസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വെജിറ്റേറ്റീവില് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. ബാക്കി എല്ലാ ക്ലാസ്സിലും എന്താ എഴുതുക? ഫ്രാഗ്മെന്റേഷൻ മാത്രം. ബെസ്ഡിയോമൈസിസിൽ ഫ്രാഗ്മെന്റേഷൻ, അതേപോലെ ഡ്യൂട്രോമൈസിസിൽ ഫ്രാഗ്മെന്റേഷൻ, ഫൈക്കോമൈസിസിലും ഫ്രാഗ്മെന്റേഷൻ മാത്രം. ഇത് ക്ലിയർ ആണോ മക്കള്? ക്ലിയർ വിത്ത് ഫസ്റ്റ് വൺ? റെഡി അല്ലേ? ഓക്കെ. ബൈനറി ഫിഷൻ ആസ് ഇൻ മൈറ്റോകോൺഡ്രിയ. You studied. You will study today also mitochondria in page number 135. I hope so. 135. The last two line. You can see that. It's in the old NCERT page number 135. If it's a new NCERT, I hope so. It should be page number 97. Okay, 97. Yeah. Asexual reproduction by means of spore formation. There are 3 types of spores that are present. You know that conidia is there. Then zoospores are there. Then about sporangiospores are there. Sporangiospores. Okay, it's there in your text, page number 23, first paragraph, first line. Page number 23, first paragraph, first line. You can see that conidia, zoospores and sporangiospores are there. So what do you mean by conidia? What do you mean by conidia? You know that if this is the fungus, they produce a structure. They produce a special branch, and that special branch is called conidiophore. Conidiophore. So above the conidiophore, അതായത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച്, മൈസീലിയൽ ബ്രാഞ്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിനെ കൊണീഡിയോഫോർ എന്നാ പറയാം. അതിന്റെ മുകളിലാണ് എന്തുണ്ടാവുക? കൊണീഡിയ അറേഞ്ച് ചെയ്യുക. സോ ദീസ് ആർ കോൾഡ് കൊണീഡിയ. അതിൽ ഒരു സ്പോറിനെ വിളിക്കുന്ന പേരാണ് കൊണീഡിയോസ്പോർ. ഒരു ചെയിന് പോലെ ഉണ്ടാവുന്നത്. നോക്കിയാൽ മക്കളെ, ഒരു ചെയിന് പോലെ ഉണ്ടാവുക. സോ ദിസ് ഇസ് കോൾഡ് കൊണീഡിയ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. സോ കൊണീഡിയോഫോർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മുകളിലാണ് കൊണീഡിയ ഉള്ളത്. അപ്പൊ ബോഡിന്റെ പുറത്തായതുകൊണ്ട് എക്സോജീനസ് എന്നല്ല വിളിക്കുക. The spores are produced outside, so that's why it is called exogenous. ഇത് മൊട്ടൈലാണോ നോൺ മൊട്ടൈലാണോ? നോൺ മൊട്ടൈലാണ്. എന്തുകൊണ്ടാണ് നോൺ മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ സ്വയം മൂവ് ചെയ്യാൻ പറ്റൂല. The wind will carry it, അല്ലേ? കാറ്റ് വരുമ്പോ ആ കാറ്റ് വന്ന് ഈ ചെയിനെ ബ്രേക്ക് ആകുമ്പോ അപ്പോഴാണ് എന്താണ് ഇങ്ങനെ താഴേക്ക് വീഴുക, അല്ലേ? സോ ഇറ്റ് ഇസ് ക്യാരിഡ് ബൈ ദ വിൻഡ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ എന്താ പറയാ? asexual spore ആണ്
ഒരു പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏസെക്ഷൽ സ്പോർ എന്ന് പറയും. നോൺ മൊട്ടൈൽ ആണ് ആൻഡ് എക്സോജിനസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊണീഡിയ. ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ 2 ഗ്രൂപ്പ് കോൾഡ് ആസ് ആസ്കോമൈസിഡ്സ് ആൻഡ് യൂട്രോമൈസിഡ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോരോ ക്ലാസ്സും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ക്ലാസ് പ്രത്യേകിച്ച് എടുക്കൂല കേട്ടോ, ഓരോ ക്ലാസ് സെപ്പറേറ്റ് പറയില്ല, ബിക്കോസ് ഇതിൽ തന്നെ പഠിച്ചു പോവാണ്. സോ വാട്ട് അബൌട്ട് ദ ഏസെക്ഷൽ സ്പോർ ഓഫ് ആസ്കോമൈസിസ് ആൻഡ് യൂട്രോമൈസിസ് ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? കൊണീഡിയ ആണ് എഴുതണ്ടേ. കൊണീഡിയ എക്സോജിനസ് ആണോ എൻഡോജിനസ് ആണോ? പുറത്ത് കാണുന്നോണ്ട് എക്സോജിനസ് ആണ്, നോൺ മൊട്ടൈൽ ആണ്, സ്വയം മൂവ് ചെയ്യാൻ പറ്റില്ല, carried by wind. Clear? There is no mnemonic for that, you have to recall. Okay, aile. So let's go for the next one that about conidia പഠിച്ചു. ഇനി സ്പൊറാൻജിയോസ്പോർ പറയട്ടെ. സോ സ്പൊറാൻജിയോസ്പോർ നിങ്ങൾ എപ്ലാനോസ്പോർ എന്ന് കേട്ടിട്ടുണ്ടാവും. എപ്ലാനോസ്പോറിനാണ് നമ്മൾ ഫൈക്കോമൈസിൽ തന്നിരിക്കുന്നത്. ഇൻട്രഡക്ഷൻ സ്പൊറാൻജിയോസ്പോറിന് പാരഗ്രാഫിലും ഫൈക്കോമൈസിൽ വന്നപ്പോൾ എപ്ലാനോസ്പോറിന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇഫ് ദിസ് ഈസ് ദ ഹൈഫേ, ഓക്കെ, they produce a structure called as sporangia. They produce a structure called sporangia. ഈ സ്പൊറാൻജിയൻ്റെ അകത്ത് കുറേ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും, and that is called sporangiospores or we say that aplanospores. Okay, ഇതും നോൺ മൊട്ടൈൽ ആണ്. ബട്ട് ആസ് ദേ ആർ സീൻ ഇൻസൈഡ് ദ സ്പൊറാൻജിയൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ എൻഡോജീനസ് സ്പോർ എന്നാ പറയാ. ഓക്കെ, ഇതും സ്വയം മൂവ് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് നോൺ മൊട്ടൈൽ സ്പോർ എന്നാ പറയാ. ഓക്കെ, സോ asexual spore which are non-motile and endogenous. നേരത്തെ എന്താ പറഞ്ഞേ? asexual spore ആണ്, നോൺ മൊട്ടൈൽ ആണ്, ബട്ട് എക്സോജീനസ് ആണ്, അതാണ് കൊണീഡിയ. ഇവിടെ എന്താ പറയണേ? asexual spore ആണ്, നോൺ മൊട്ടൈൽ ആണ്, എൻഡോജീനസ് ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് സ്പൊറാൻജിയോസ്പോർ. ഇത് കാണുന്ന ഒറ്റ ക്ലാസ് ആണ് ഫൈക്കോമൈസിഡ്സ് മാത്രം. ഇതിലേക്കാണ് ഫൈക്കോമൈസിഡ്സ്. ടാബ് ഇപ്പൊ ഓഫ് ആവോ? ചാർജിൽ കുത്തി വെക്കടാ, ചാർജിൽ കുത്തി വെച്ചോ വേഗം, ക്ലാസ് കാണണ്ടേ. ഇസാന endogenous, clear? Yes, phycomesis. And last one, zoospore. So when it comes to the zoospores, അപ്പോൾ സൂസ്പോറിന്റെ കേസ് പറയാൻ നമ്മൾ എന്താ പറയണ്ടേ? സൂസ്പോർ നോക്കി, ഇത് ഹൈഫി ആണെങ്കിൽ they produce a structure called as zoosporangia, അല്ലെങ്കിൽ സ്പൊറാൻജിയ തന്നെ പറയാം, zoosporangia or sporangia. ഓക്കെ, ഇതിന്റെ അകത്ത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഈ സ്പോർ മൊട്ടൈലാണ്. they have flagella, they can move. ഓക്കെ, as they are produced inside the sporangia, സ്പൊറാൻജിന്റെ അകത്തായതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുക? എൻഡോജീനസ് എന്നല്ലേ മക്കളെ പറയാ? എൻഡോജീനസ്. they are seen inside the sporangia and they are motile in nature. എന്തുകൊണ്ടാ മൊട്ടൈൽ? ഈ സ്പൊറാൻജിയ ബ്രേക്ക് ആകുമ്പോൾ ഈ സൂസ്പോർ പുറത്തേക്ക് വരൂലേ, പുറത്തേക്ക് വന്ന് വെള്ളത്തിലേക്ക് വീണ് നീന്തി ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്തി പോകും. ദാറ്റ് മീൻസ് മോയ്സ്ചർ ഉള്ള സ്ഥലങ്ങളിൽ, നനവുള്ള സ്ഥലങ്ങളിലാണ് ഈ ഫംഗസ് വളരുക. സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, മൊട്ടൈലാണ്. And they are seen inside the sporangia. That's why they are called as endogenous. So endogenous and motile asexual spore ഏതാ ചോദിച്ചാൽ zoospore. It is also seen in phycomycetes. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കൊണീഡിയ കണ്ടത് എവിടെയൊക്കെയാ? അസ്കോമൈസെറ്റ്സും യൂട്രോമൈസെറ്റ്സും. സ്പൊറാൻജിയോസ്പോർ അല്ലെങ്കിൽ വിളിക്കാം എപ്ലാനോസ്പോറും അതേപോലെ സൂസ്പോറും കാണുന്ന എവിടെയാ? ഫൈക്കോമൈസെറ്റ്സിൽ. നമ്മൾ പഠിക്കാത്തൊരു ക്ലാസ് ഉണ്ടല്ലോ സ്പോർ പഠിച്ചപ്പോൾ, ഏതാ? ബെസിഡിയോമൈസെറ്റ്സ് in which asexual spores are usually absent. So if you take page number 24, basidiomyces, first paragraph, നാലാമത്തെ ലൈൻ നോക്കിടാ, അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതാ? ബെസിഡിയോമൈസസിലെ asexual spores are generally absent. അപ്പൊ asexual spore absent ആയിട്ടുള്ള ക്ലാസ് ഏതാ ചോദിച്ചാൽ ബെസിഡിയോമൈസസ്. കിട്ടിയോ? asexual spore are absent in basidiomycetes. ബെസിഡിയോമൈസസിലെ asexual spore generally absent ആണ്. കിട്ടിയോ? അപ്പോൾ 4 ക്ലാസിന്റെ ഹൈഫയും പഠിച്ചു, ഫൈക്കോമൈസസിലെ asexual ആൻഡ് സീനോസൈറ്റിക്, ബാക്കിയെല്ലാം സെപ്റ്റേറ്റും എന്താണ് ബ്രാഞ്ചിലും പഠിച്ച്. രണ്ടാമത് പറഞ്ഞ എന്താ? എല്ലാവർക്കും ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. ഷാസ്കോമൈസസിൽ എന്ത് വന്നു? ഫ്രാഗ്മെന്റേഷനും ഫിഷനും ബഡിങ്ങും വന്നു. ഇനിയിപ്പോൾ asexual സ്പോർ പഠിച്ചപ്പോൾ ഫൈക്കോമൈസസിൽ മൊട്ടൈൽ ആണെങ്കിൽ സൂസ്പോർ ആണ്, നോൺ മൊട്ടൈൽ ആണെങ്കിൽ എപ്ലാനോസ്പോർ ആണ് പഠിച്ചത്. ഇനി അതേപോലെ തന്നെ അസ്കോമൈസസിൽ കൊണീഡിയ, ബെസിഡിയോമൈസസിൽ സ്പോറേ ഇല്ല,
ഡ്യൂട്രോമൈസിൽ എന്താ പഠിച്ചത്? കൊണീഡിയാണുള്ളത്. അതും പഠിച്ചു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളും പഠിച്ചാൽ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. When it comes to the sexual reproduction, sexual spores are there. Sexual spores are there. അല്ലേ? സെക്ഷൽ സ്പോർസ് പറയുകയാണെങ്കിൽ അസ്കോസ്പോർ ഉണ്ട്, ബെസിഡിയോസ്പോർ ഉണ്ട്, ഊസ്പോർ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നേരെ തിരിച്ച് ഊസ്പോർ എന്താ? ഫൈക്കോമൈസിസിൽ ഊമൈസിസും സൈഗോമൈസിസും ഉണ്ട്. ഊമൈസിസിലാണെങ്കിൽ ഊസ്പോർ ആണ്, സൈഗോമൈസിസിലാണെങ്കിൽ സൈഗോസ്പോർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും സെക്ഷൽ സ്പോർ 3 ടൈപ്പ് ഉണ്ട്. ഊസ്പോർ, അസ്കോസ്പോർ ആൻഡ് ബെസിഡിയോസ്പോർ. ബെസിഡിയോസ്പോർ കേട്ടോ. ഇതാണ് പഠിക്കേണ്ടത്. ഇത് ഫൈക്കോമൈസിസില്, ഇത് ആസ്കോമൈസിസില്, ഇത് ബെസിഡിയോമൈസിസില്. ഇത് ക്ലിയർ ആണ് മക്കളെ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഫൈക്കോമൈസിസിലാണെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവില്ല കേട്ടോ. ഫൈക്കോമൈസിസിലാണെങ്കിൽ നോ ഫ്രൂട്ടിംഗ് ബോഡി. ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞ സ്ട്രക്ചർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നോ ഫ്രൂട്ടിംഗ് ബോഡി. പക്ഷെ അസ്കോമൈസിസ് നോക്കിയേ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ദർ ആർ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡി. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിചാരിക്കാം. ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡി. ആൻഡ് ദ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് അസ്കോമൈസിസ് ക്ലാസ്സിൽ പറയുന്ന സാധനം ഇപ്പൊ പറയാ കേട്ടോ. അസ്കോമൈസിസില് ദിസ് ഇസ് ദ ഫ്രൂട്ടിംഗ് ബോഡി ആൻഡ് ദിസ് ഫ്രൂട്ടിംഗ് ബോഡി ഇസ് കോൾഡ് അസ്കോകാർപ്പ്. ഈ ഫ്രൂട്ടിംഗ് ബോഡിനെ എന്താ വിളിക്കുക മക്കളെ? അസ്കോകാർപ്പിനാ വിളിക്കുക. ഈ അസ്കോകാർപ്പില് കേട്ടോ, ഈ അസ്കോകാർപ്പില് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് അസ്കസ് ഓർ അസ്കൈ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. അസ്കോമൈസിസിൽ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫ്രൂട്ടിംഗ് ബോഡിനെ വിളിച്ച പേര് അസ്കോകാർപ്പാണ്. അതിന്റെ അകത്ത് കാണുന്ന സ്ട്രക്ചറാണ് അസ്കസ്. ഈ അസ്കസിന്റെ അകത്താണ് അസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. അസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 നമ്പർ ആണ്. 8 നമ്പർ ഓഫ് അസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക മിയോസിസ് വഴി. അതിന്റെ അർത്ഥം മിയോസിസ് ഏതിന്റെ അകത്താ നടക്കുക? അസ്കസിന്റെ അകത്താ നടക്കുക. അപ്പൊ എക്സാമിന് ചോദിക്കും ഏതാ അസ്കോസ്പോർ എൻഡോജീനസ് ആണ് എക്സോജീനസ് ആണെന്ന് ചോദിച്ചാൽ അസ്കസിന്റെ അകത്ത് കാണുന്നോണ്ട് അസ്കോസ്പോർ ഏതാ? അസ്കോസ്പോർ എൻഡോജീനസ് ആണ്. എൻഡോജീനസ്. അപ്പോൾ സെക്ഷൽ സ്പോർ വിച്ച് ആർ എൻഡോജീനസ് ഇൻ നേച്ചർ ചോദിച്ചാ ഏത് സെക്ഷൽ സ്പോർ ആണ് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അസ്കോസ്പോർ ആണ്. ഏതിന്റെ അകത്താണ്? അസ്കസിന്റെ അകത്താണ്. അസ്കസ് എവിടെയാ കാണുന്നത്? അസ്കോകാർപ്പിലാണ് കാണുന്നത്. അസ്കോകാർപ്പ് ആരാ? ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഒന്നുകൂടി പറയാം. ഫ്രൂട്ടിംഗ് ബോഡി ഈസ് കോൾഡ് അസ്കോകാർപ്പ്. അസ്കോകാർപ്പിന്റെ അകത്താണ് അസ്കസ്. അസ്കസിന്റെ അകത്താണ് അസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസ്കോസ്പോർ ഏത് ഡിവിഷൻ വഴിയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിയോസിസ് വഴി. എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും അസ്കോസ്പോർ എന്ന് പറയുന്നത്. എൻഡോജീനസ് ആണ്. അസ്കസിന്റെ അകത്ത് കാണുന്നോണ്ട് സെക്ഷൽ സ്പോർ എൻഡോജീനസ് ആയിട്ട് കാണുന്ന ഏത് ക്ലാസ്സിലാന്ന് ചോദിച്ചാൽ അസ്കോമൈസിസിലാണ്. കിട്ടിയാ? കിട്ടിയില്ലേ? കിട്ടിയില്ല മക്കളെ? കിട്ടിയാടാ? Is it fine? Okay. ആയില്ലേ? Let's go for the next concept. അടുത്ത കോൺസെപ്റ്റ് പഠിക്കാം. റെഡിയല്ലേ? ഇനി ബെസിഡിയോമൈസിസ് ആണെങ്കിൽ Basidiomyces, let us go for Basidiomyces. As the case of Basidiomyces we study about it is producing a sexual spore. ഏതില പ്രൊഡ്യൂസ് ചെയ്യുക? ബെസിഡിയത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നോക്കി ബെസിഡിയോമൈസിസ് ആണെങ്കിൽ കേട്ടോ, ബെസിഡിയോമൈസിസ് ആണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് എ സ്ട്രക്ചർ കോൾഡ് ആസ് ബെസിഡിയോകാർപ്പ്. ഇപ്പൊ ഇത് ദ ഫ്രൂട്ടിംഗ് ബോഡി ആണ്. അതിനെ ബെസിഡിയോകാർപ്പ് എന്ന് വിളിക്കുക. പല ഷേപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ബെസിഡിയോകാർപ്പ് ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഈ ബെസിഡിയോകാർപ്പില് ബെസീഡിയം ഉണ്ടാവും. ഇങ്ങനെ ബെസീഡിയം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ മഷ്റൂം കണ്ടിട്ടില്ല മക്കളെ? ആ സ്ട്രക്ചറാണ് കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് വരച്ച് പഠിപ്പിക്കാൻ പറ്റുക. പക്ഷെ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബെസീഡിയം ഉണ്ടാവും. ഈ ബെസിഡിയത്തിന്റെ മുകളിലാണ് 4 ബെസിഡിയോസ്പോർ ഉണ്ടാവുക. ഇങ്ങനെയല്ല കേട്ടോ, ഒരു മിനിറ്റ്. 4 ബെസിഡിയോസ്പോർ ഉണ്ടാവും. 1 2 3 4. അപ്പൊ ഇത് മിയോസിസ് വഴിയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെസിഡിയത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് മിയോസിസ് നടക്കുക. ദാറ്റ് മീൻസ് വി സേ ദാറ്റ് ഹൗ മെനി ബെസിഡിയോസ്പോർസ് ആർ ദർ? 4 in number. അസ്കോസ്പോർ എത്രയായിരുന്നു? 8. ബെസിഡിയോസ്പോർ എത്രയായിരുന്നു? 4. അവിടെ അസ്കസിന്റെ അകത്ത്, ഇവിടെ ബെസീഡിയത്തിന്റെ പുറത്ത്. അങ്ങനെ ആകുമ്പോൾ
ഇത് എക്സോജീനസ് അല്ലടാ, എക്സോജീനസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ, ഫംഗസില് എക്സോജീനസ് ആയിട്ടുള്ള സെക്ഷൽ സ്പോർ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഏതാ ചോദിച്ചാൽ ബെസ്ഡിയോമൈസസ് ആണ്. ബെസ്ഡിയോമൈസസില് സെക്ഷൽ സ്പോർ ഉണ്ടാകുന്നത് പുറത്താണ്, ബെസീഡിയത്തിന്റെ പുറത്താണ്. ബെസീഡിയത്തിൽ മിയോസിസ് നടന്നിട്ടാണ് ബെസ്ഡിയോസ്പോർ പുറത്തുണ്ടാവുക. എത്ര നമ്പറാണ്? 4 നമ്പറാണ്. കിട്ടിയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഫൈക്കോമൈസസിൽ സെക്ഷൽ റീപ്രഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഫ്രൂട്ടിംഗ് ബോഡി ഇല്ല. അസ്കോമൈസസിൽ ഫ്രൂട്ടിംഗ് ബോഡി അസ്കോകാർപ്പാണ്. ബെസ്ഡിയോമൈസസിൽ ഫ്രൂട്ടിംഗ് ബോഡി ബെസ്ഡിയോകാർപ്പാണ്. അവിടെ അസ്കസ്, ഇവിടെ ബെസിഡിയം. അസ്കസിന്റെ അകത്ത് 8 അസ്കോസ്പോർ, ബെസിഡിയത്തിന്റെ പുറത്ത് 4 ബെസ്ഡിയോസ്പോർ. ഇത് കിട്ടിയോ? എന്നാ സെക്ഷൽ റീപ്രഡക്ഷനേ ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഡിസ്കവർ ചെയ്യാത്ത ഗ്രൂപ്പാണ് ഡ്യൂട്രോമൈസസ്. ഡ്യൂട്രോമൈസസ് നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ഹൈഫേ സെപ്റ്റേറ്റും ബ്രാഞ്ച്ഡ് ആയിരിക്കും. അതേപോലെ ഫ്രാഗ്മെന്റേഷൻ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷൻ ഉണ്ടെന്ന് പഠിച്ചു. എസെക്ഷൽ സ്പോർ കൊണീഡിയ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ എഴുതി തന്നെ ഓർമ്മയുണ്ടോ? കൊണീഡിയാസ് പ്രസന്റ് ഇൻ അസ്കോമൈസസ് ആൻഡ് ഡ്യൂട്രോമൈസസ് അല്ലേ പഠിച്ചിട്ടുണ്ട്. സെക്ഷൽ റീപ്രഡക്ഷൻ ഇതേവരെ ഡിസ്കവർ ചെയ്യാത്ത എല്ലാ മെമ്പറും ഡ്യൂട്രോമൈസസിലാണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എപ്പോഴാണോ സെക്ഷൽ റീപ്രഡക്ഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവര് ഡ്യൂട്രോമൈസിന്ന് മാറ്റി അസ്കോകാർപ്പ് കണ്ട അസ്കോസ്പോർ കണ്ട അസ്കോമൈസസിലേക്കും ബെസ്ഡിയോസ്പോർ കണ്ട ബെസ്ഡിയോമൈസിലേക്കും ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം സെക്ഷൽ റീപ്രഡക്ഷൻ ഡിസ്കവർ ചെയ്യുന്നത് വരെ എവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും ഡ്യൂട്രോമൈസസ്. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പോഴും ഡ്യൂട്രോമൈസിൽ തന്നെ വെക്കും. അതാണ് ഡ്യൂട്രോമൈസിന്റെ പ്രത്യേകത. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് imperfect fungi. So why Deuteromycetes are called as imperfect fungi? Only asexual and vegetative method are known. Sexual അല്ലാത്ത സെക്ഷൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത എല്ലാ മെമ്പേഴ്സും ഡ്യൂട്രോമൈസസിലാണ് വെക്കുക. അതുകൊണ്ടാണ് അവിടെ ഫ്രൂട്ടിംഗ് ബോഡി ഇല്ല, സെക്ഷൽ റീപ്രഡക്ഷൻ ഇല്ല, സെക്ഷൽ സ്പോറും ഇല്ല. അതിൽ വരുന്ന മെമ്പേഴ്സ് ആയിരിക്കാം ഡ്യൂട്രോമൈസസില്? കാറ്റ് എന്ന് വിളിക്കാം കേട്ടോ മക്കളെ. ഡ്യൂട്രോമൈസിന്റെ മെമ്പറിനെ കാറ്റ് എന്ന് പറഞ്ഞാൽ മതി. കൊലിറ്റോട്രൈക്കം ഓൾട്ടർനേരിയ ട്രൈക്കോഡേമ. ഏതാ കാറ്റ്? കൊലിറ്റോട്രൈക്കം ഓൾട്ടർനേരിയ ട്രൈക്കോഡേമ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ പോയിന്റ്സും പഠിച്ചില്ലടാ അല്ലേ? ഇനി സെക്ഷൽ റീപ്രഡക്ഷന്റെ 3 സ്റ്റെപ്പ് പഠിക്കാണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഫംഗസ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ ദർ ആർ 3 സ്റ്റെപ്സ് കോൾഡ് ആസ് പ്ലാസ്മോഗാമി, കാരിയോഗാമി, മിയോസിസ്. മിയോസിസ് ശരിയല്ലേ? സോ വാട്ട് ബൈ പ്ലാസ്മോഗാമി? ഇനി ഗാമിറ്റ് മൊട്ടയിലായിക്കോട്ടെ നോൺ മൊട്ടയിലായിക്കോട്ടെ, വരുന്ന ആൾക്കാർ രണ്ടുപേരും മൊട്ടയിലാണെങ്കിൽ ഫ്ലാജില ഉണ്ടാവും, വരുന്ന ആൾക്കാർ നോൺ മൊട്ടയിലാണെങ്കിൽ ഫ്ലാജില ഉണ്ടാവും. നമുക്ക് വിഷയമല്ല. ഇനി ഗാമിറ്റ്സ് മൊട്ടയിലായിക്കോട്ടെ നോൺ മൊട്ടയിലായിക്കോട്ടെ അത് വിഷയമേ അല്ല. രണ്ടുപേരും അടുത്ത് വരുമ്പോൾ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും. ആദ്യം നോക്കിയേ, അവരെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. ആ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗാമി. പക്ഷേ ന്യൂക്ലിയസ് അങ്ങനെ തന്നെ ഫ്യൂസ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ശരിയടാ? സോ 2 ഗാമിറ്റ്സ് അടുത്തേക്ക് വരുമ്പോൾ 2 പേരുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് പ്ലാസ്മോഗാമി. അപ്പൊ എന്ത് ഫ്യൂസ് ചെയ്തിട്ടില്ല? ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. ഫൈക്കോമൈസസ് ആണെങ്കിൽ, പറയുന്ന കേൾക്കണേ മക്കളെ, ഫൈക്കോമൈസസ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസ് അപ്പം തന്നെ ഫ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് കാരിയോഗാമി. മനസ്സിലായോ? ഫൈക്കോമൈസസ് ആണെങ്കിൽ ന്യൂക്ലിയസ് അപ്പം തന്നെ ഫ്യൂസ് ചെയ്യും, കാരിയോഗാമി നടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് അപ്പം തന്നെ ഫ്യൂസ് ചെയ്തില്ലേ? അപ്പൊ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് N ആണ്, ഇത് N ആണ്. അപ്പൊ N+N എന്താവും? 2N ആവും. അപ്പൊ 2N ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫംഗസ് വളരൂല. ഫംഗസ് N ആണ്, ഹാപ്ലോയിഡ് ആണ്. അപ്പൊ എന്ത് ഡിവിഷൻ നടക്കണം? മിയോസിസ് നടക്കണം. അപ്പൊ N സ്പോർ ഉണ്ടാവും. ആ N സ്പോർ ആണ് യങ്ങവനായിട്ട് ഡെവലപ്പ് ചെയ്യുക. ശരിയല്ലേ? എന്നാ ഫൈക്കോമൈസസിലാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അസ്കോമൈസസിലും ബെസ്ഡിയോമൈസസിലും കേട്ടോളൂ കേട്ടോ. അസ്കോമൈസസിലും ബെസ്ഡിയോമൈസസിലും എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ പ്ലാസ്മോഗാമി ദർ ഇസ് എൻ ഇന്റർവീനിങ് സ്റ്റേജ്. സോ വാട്ട് യു മീൻ ബൈ ഇന്റർവീനിങ് സ്റ്റേജ്? പ്ലാസ്മോഗാമി കഴിഞ്ഞ ഒരു ഇന്റർവീനിങ് സ്റ്റേജ് ഉണ്ട്, അതിനെ ഡൈകാരിയോൺ ഫേസ് എന്നാ പറയാ. എന്താ മക്കളെ ഡൈകാരിയോൺ ഫേസ്? 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യാതെ N+N ആയിട്ട് തന്നെ നിൽക്കുന്ന കണ്ടീഷനാണ് എന്ത് വിളിക്കുക? ഡൈകാരിയോൺ ഫേസ് എന്ന് പറയാ. അത് കാണുന്നത് അസ്കോമൈസസിലും ബെസ്ഡിയോമൈസസിലും മാത്രം. അസ്കോമൈസസിലും ബെസ്ഡിയോമൈസസിലും മാത്രം കേട്ടോ. അതിന്റെ അർത്ഥം ഫൈക്കോമൈസസിൽ അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. പ്ലാസ്മോഗാമി കഴിഞ്ഞ വഴിക്ക് തന്നെ കാരിയോഗാമി കഴിഞ്ഞു, 2N ആയി, മിയോസിസ് നടന്ന് സ്പോർ ഉണ്ടായി. പക്ഷെ ആസ് ദ കേസ് ഓഫ് ഹിയർ വാട്ട് വി സേ ദാറ്റ് ആസ് ദ കേസ് ഓഫ് അസ്കോമൈസസ് ആൻഡ് ബെസ്ഡിയോമൈസസ്, പ്ലാസ്മോഗാമി കഴിഞ്ഞാൽ 2 ന്യൂക്ലിയസ് 2 ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് കാണുന്ന കണ്ടീഷനാണ് ഡൈകാരിയോൺ ഫേസ്. ആ ഡൈകാരിയോൺ ഫേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുള്ളൂ. ആ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ വിളിക്കുക? കാരിയോഗാമി എന്ന് വിളിക്കും. അപ്പൊ കാരിയോഗാമി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2N ആയില്ലേ? N+N 2N ആവും. ആ 2N കണ്ടീഷനിൽ
മിയോസിസ് നടക്കണം. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അത് എന്നാവും. അത് എന്നായി കഴിഞ്ഞാൽ ആ സ്പോർ അസ്കോമൈസിസിലാണെങ്കിൽ നമ്മൾ അസ്കോസ്പോർ എന്ന് പറയും, ബെസ്ഡിയോമൈസിലാണെങ്കിൽ ബെസ്ഡിയോസ്പോർ എന്ന് പറയും. ഇതാണ് യങ് വണ്ണായിട്ട് ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ? യെസ്, ദാറ്റ് ഇസ് കോൾഡ് സ്റ്റെപ്സ്. ഇനി ഇത് ചെയ്ത മക്കളെ എക്സാമ്പിൾസ് പറയണ്ടേ? ഒരു മിനിറ്റ്. ഫൈക്കോമൈസിന്റെ എക്സാമ്പിൾ ആണ് റൈസോപ്പസും മ്യൂക്കറും അതേപോലെ അൽബുഗോ. റൈസോപ്പസ്, മ്യൂക്കർ ആൻഡ് അൽബുഗോ ആർ എക്സാമ്പിൾ ഫോർ ഫൈക്കോമൈസസ്. അല്ല റൈസോപ്പസ് നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് വിളിക്കും കേട്ടോ. മ്യൂക്കർ അതേപോലെ ആലോചിക്കട്ടെ. മ്യൂക്കർ ഇസ് എ പാരസൈറ്റ് ഓൺ മസ്റ്റേർഡ് ലീഫ് അല്ലേ. മ്യൂക്കർ പാരസൈറ്റ് ആണ് മസ്റ്റേർഡ് ലീഫിന്റെ മുകളിൽ കേട്ടോ. അതേപോലെ ഫൈക്കോമസിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് സൈഗോസ്പോർ. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് സൈഗോസ്പോർ. ഡിപ്ലോയിഡ് ആണ്. N+N to N ഡിപ്ലോയിഡ്. ക്ലിയർ? The fusion of protoplasm between two motile or non-motile gamete is called plasmogamy. Very good, very good. Are first Fatima Nida. Very good, very good. Next one. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ല. എല്ലാ ഫേസും പഠിച്ചല്ലോ. ഡൈകാരിയോൺ ഫേസ് പഠിച്ചു അല്ലേ? സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ? ഇത് പറഞ്ഞില്ല. ഫംഗസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയസ് ഉണ്ട്. ഏതാ? മൈസീലിയം എങ്ങനെയാണ്? സെപ്റ്റേറ്റ് ആണോ? സെപ്റ്റേറ്റ് ആണോ? അതേപോലെ തന്നെ നമ്മൾ എന്ത് നോക്കണം? മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ. ഏത് ടൈപ്പ് ഓഫ് സ്പോർ ആണ് ഫോം ചെയ്യുന്നത്? ഫ്രൂട്ടിംഗ് ബോഡി ഏതാണ്? അപ്പൊ 3 കാര്യങ്ങൾ. മൈസീലിയം ഏതാണ്, സ്പോർ ഏതാണ്, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ഏതാണ്, ഫ്രൂട്ടിംഗ് ബോഡി ഏതാന്ന് നോക്കിയിട്ടാണ് ഫംഗസിനെ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഫൈക്കോമൈസസ്, അസ്കോമൈസസ്, ബെസ്ഡിയോമൈസസ് ആൻഡ് ഡ്യൂട്രോമൈസസ്. അതില് ഫൈക്കോമൈസസിനെ വിളിക്കുന്ന പേര് മക്കളെ ആൽഗൽ ഫംജൈ എന്നാണ് കേട്ടോ. ആൽഗൽ ഫംജൈ. അസ്കോമൈസസിനെ വിളിക്കുന്ന പേര് സാക് ഫംജൈ എന്നാണ്. സാക് ഫംജൈ. ബെസ്ഡിയോമൈസസിനെ വിളിക്കുന്ന പേര് ക്ലബ് ഫംജൈ എന്നാണ്. ക്ലബ് ഫംജൈ. ആൻഡ് ഡ്യൂട്രോമൈസസ് ആർ കോൾഡ് imperfect fungi or fungi imperfecti. അതർ പേര് ഇപ്പൊ പഠിച്ചു വെക്കണം കേട്ടോ. Let us go for once again. അരുൺ എന്ത് പറ്റി? Phycomyces are called algal fungi, ascomyces are called as sac fungi, and basidiomyces are called as club fungi, and deuteromyces are called as imperfect fungi. Imperfect fungi എന്ന് വിളിക്കാൻ കാരണം എന്താ? അവർക്ക് asexual reproduction വെജിറ്റേറ്റീവ് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. സെക്ഷൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇത് ക്ലിയർ ആയോ? ഇനി അസ്കോമൈസിന്റെ മെമ്പർ ആരാ? ഒരേ ഒരാളെ യൂണിസെല്ലാർ ഉള്ളത് ഈസ്റ്റ് ആണ്. ബാക്കി എല്ലാവരും മൾട്ടിസെല്ലാർ ആണ്. പെനിസീലിയം അതിൽ വരും, ശരിയല്ലേ? സെക്കാരോമൈസിസ് ഈസ്റ്റ് അതിൽ വരും. അതേപോലെ തന്നെ ആസ്പെർജില്ലസ്, ക്ലേവിസെപ് ഇതൊക്കെ വരുന്ന ആസ്പെർജില്ലസും ക്ലേവിസെപ്സും. LSD എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ അല്ലേ? LSD അല്ലേ? ലൈസർജിക് ഡൈ ഇത്തൈലാമൈഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. LSD കേട്ടിട്ടുണ്ടോ അല്ലേ? LSD ഉണ്ട്. അതേപോലെ തന്നെ അതായത് ക്ലേവിസെപ്സ് ആൻഡ് ആസ്പെർജില്ലസ് ഉണ്ട്. ദെൻ ന്യൂറോസ്പോറ. ഏറ്റവും കൂടുതൽ ജെനറ്റിക്കൽ ആൻഡ് ബയോകെമിക്കൽ വർക്കിന് യൂസ് ചെയ്താണ് ന്യൂറോസ്പോറ. ക്ലിയർ ആയോ മക്കളെ? ഏറ്റവും കൂടുതൽ ജെനറ്റിക്കൽ ആൻഡ് അതേപോലെ ബയോകെമിക്കൽ വർക്കിന്. എഡിബിൾ ഫോം ഉണ്ട് മോറൽസും ട്രഫിൾസും. മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ഫോം ഓഫ് അസ്കോമൈസസ്. ഇനി ബെസ്ഡിയോമൈസസ് ചോദിച്ചു കഴിഞ്ഞാൽ റസ്റ്റ് ഫംജൈ ഉണ്ട്, പക്സീനിയ. സ്മട്ട് ഫംജൈ ഉണ്ട്, ഏതാ? അസ്റ്റിലാഗോ ഉണ്ട്. ദെൻ എഡിബിൾ ഫോം ആണ് അഗാരിക്കസ്. പോയിസണസ് ആണ് ടോഡ് സ്റ്റൂൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ബ്രാക്കറ്റ് ഫംജൈ, പഫ് ബോൾ, ഇതൊക്കെ വരുന്ന ബെസ്ഡിയോമൈസസിലാണ്. ഒന്നുകൂടി ഞാൻ പറയാം. റസ്റ്റ് ഫംജൈ ദാറ്റ് ഇസ് കോൾഡ് പക്സീനിയ. സ്മട്ട് ഫംജൈ ദാറ്റ് ഇസ് കോൾഡ് അസ്റ്റിലാഗോ. ബ്രാക്കറ്റ് ഫംജൈ ഉണ്ട്, പഫ് ബോൾ ഉണ്ട്, ടോഡ് സ്റ്റൂൾ ഉണ്ട്. ഇതൊക്കെ ഇല്ല. അത് എഡിബിൾ ഫോം അഗാരിക്കസ് ആണ്. പോയിസണസ് ഫോം ടോഡ് സ്റ്റൂൾ ആണ്. ഇതൊക്കെ വരുന്നത് ബെസ്ഡിയോമൈസസിലാണ്. ഡ്യൂട്രോമൈസിന്റെ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. കാറ്റ്, കൊൾട്ടോട്രൈക്കം, ഓൾട്ടർനേരിയ, ട്രൈക്കോഡെർമ. കിട്ടിയോ? ഇനി ഇതിന്റെ ആൻസർ പറഞ്ഞിടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ്? ഏതാ നമ്മൾ ഉപയോഗിക്കാത്ത ക്രൈറ്റീരിയ? ഏതാ? ന്യൂട്രീഷൻ നമ്മൾ ഉപയോഗിച്ചായിരുന്നോ? ഇല്ലല്ലോ. മൈസീലിയം ഏതാണ്? അതേപോലെ തന്നെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ഏതാണ്? അതേപോലെ നമ്മൾ എന്താ കണ്ട്? ഫ്രൂട്ടിംഗ് ബോഡി അസ്കോ കാർപ്പാണോ ബെസ്ഡിയോ കാർപ്പാണോ? ഇതൊക്കെയല്ലേ നോക്കിയുള്ളൂ. തെറ്റിയാ അത് കുഴപ്പമില്ല. തെറ്റിയാ കറക്റ്റ് ചെയ്യണം. അത്രയും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എന്തൊക്കെ ആൻസർ ആണ് തെറ്റുന്നത് ഇനി ഫൈനൽ എക്സാമിന് തെറ്റത്? ഫൈക്കോമൈസസ് നമ്മൾ വിത്ത് എക്സാമ്പിൾ പഠിച്ചു. അസ്കോമൈസസും പഠിച്ചു. ദെൻ ബെസ്ഡിയോമൈസസും പഠിച്ചു. ഡ്യൂട്രോമൈസസും പഠിച്ചിട്ടുണ്ട് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ഫോം ഓഫ് അസ്കോമൈസസ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ മക്കളെ? എഡിബിൾ ഫോം ആണ്. ഇനി അസ്കോന്ന് അവിടെ പറയണമെന്ന് ആവശ്യമില്ല. മോറൽസും ട്രഫിൾസും എഡിബിൾ ആണ്. ക്ലേവിസെപ് ഇസ് എ സോഴ്സ് ഓഫ് ആൽക്കലോയിഡ് കോൾഡ് as LSD. LSD എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ് കിട്ടുന്ന എവിടെ? ക്ലേവിസെപ് എന്നാണ്. കൊണീഡിയ പ്രൊഡ്യൂസ് എക്സോജീനിയസ്ലി, അസ്കോസ്പോർ എൻഡോജീനിയസ്ലി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊണീഡിയ പുറത്താണ് ഉണ്ടാവുക,
അസ്കോസ്പോർ അകത്താണ് ഉണ്ടാവുക. അതും ശരിയല്ലേ? ഈസ്റ്റ് ഹാവ് ഫിലമെന്റസ് ബോഡി അല്ല, ഈസ്റ്റ് യൂണിസെല്ലുലാർ ആയതുകൊണ്ട് അവർക്ക് എന്തില്ല, ഫിലമെന്റസ് ബോഡി ഇല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല മക്കളെ തെറ്റ് വരിക. അത് ശരി, നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ആര്യലക്ഷ്മി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗിവ് ദ ആൻസർ, ഫാത്തിമ വാസ് ദ സെക്കൻഡ് വൺ അല്ലേ? ബെസ്റ്റിയോമൈസിസ് നമ്മൾ ബെസ്റ്റിയോമൈസിൽ ഒരു ലൈൻ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ബെസ്റ്റിയോമൈസിസ് നമ്മൾ എന്താ പറഞ്ഞേ? ബെസ്റ്റിയോമൈസിന്റെ ഹൈഫേ നിങ്ങൾക്ക് അറിയാം, ഏതാ? സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണെന്ന് അറിയാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എസെക്ഷൽ സ്പോർ ഇല്ല എന്നറിയാം. അവിടെ പഠിക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്, സെക്സ് ഓർഗൻ ആബ്സെന്റ് ആണ്. ബെസ്റ്റിയോമൈസിസില് സെക്സ് ഓർഗൻ ആബ്സെന്റ് ആണ്, എസെക്ഷൽ സ്പോറും ആബ്സെന്റ് ആണ്. അപ്പോൾ ചോദിക്കാം മിസ് സെക്സ് ഓർഗൻ ആബ്സെന്റ് അല്ലേ, പിന്നെ എങ്ങനെ സെക്ഷൽ റിപ്രഡക്ഷൻ നടന്നു ചോദിച്ചാൽ the plasmogam is brought about by the fusion of vegetative or somatic cell of two different hyphae or two different strain എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ഹൈഫയാന്ന് വിചാരിക്കട്ടെ മക്കളെ, ഇതൊരു ഹൈഫയാണ്, ഹൈഫെ ഹാപ്ലോയിഡ് അല്ലടാ. ഇനി ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഹൈഫയാണ്, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഹൈഫയാണ്. അപ്പം രണ്ടുപേരും വന്നിട്ട് നോക്കിയേ, രണ്ടുപേരും ഡിഫറെൻറ്റ് സ്ട്രെയിനോ ഡിഫറെൻറ്റ് ജീനോ ടൈപ്പോ ആണെന്ന് പറഞ്ഞാൽ ഒരാൾ പ്ലസ് ആണെങ്കിൽ ഒരാൾ മൈനസ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ടൈപ്പ് ഓഫ് ജീൻ കോമ്പിനേഷൻ ആണെങ്കിൽ മറ്റൊരാൾ വേറൊരു ടൈപ്പ് ഓഫ് ജീൻ കോമ്പിനേഷൻ. ഇത് രണ്ടും അടുത്തേക്ക് വരുമ്പോൾ ഇവരെ ബോഡി സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് സെൽ. അപ്പം നോക്കിയേ, ഇവരെ സൊമാറ്റിക് സെൽ തമ്മിൽ ഒരു മിനിറ്റ് മക്കളെ, ഇവരെ സൊമാറ്റിക് സെൽ തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഇതാ ഇവരെ സൊമാറ്റിക് സെൽ തമ്മിൽ ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഫ്യൂസ് ചെയ്തില്ലടാ നോക്കി, സൊമാറ്റിക് സെൽ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് സൊമാറ്റിക് സെൽ, വെജിറ്റേറ്റീവ് സെൽ ഓർ ബോഡി സെല്ലിനാണ് സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞത്. അത് ഫ്യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ പ്ലാസ്മോഗാമി കഴിഞ്ഞില്ലേ, ഇനി N+N കണ്ടീഷൻ കാണുന്നില്ലേ? ഈ ഡിപ്ലോയിഡ് സെല്ലാണ്, ഈ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? ഡൈകാരിയോൺ ഫേസ് എന്ന് പറയാം. ഈ ഡൈകാരിയോൺ രണ്ട് ന്യൂക്ലിയസിൽ ഈ സെല്ലാണ് ബെസിഡിയമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ആ ബെസിഡിയമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞല്ലോ, ദിസ് അൾട്ടിമേറ്റ്ലി ഡെവലപ്സ് ഇൻ ടു ബെസീഡിയം. അപ്പോൾ ബെസീഡിയത്തിനകത്ത് വെച്ചിട്ടാണ് ഈ രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുക, കാരിയോഗാമി നടക്കുക. കാരിയോഗാമി കഴിഞ്ഞാൽ N+N=2N ആയി മിയോസിസ് നടന്നിട്ട് അത് എന്തായിട്ട് മാറും? ബെസിഡിയോസ്പോറായിട്ട് മാറും. ആ ബെസിഡിയോസ്പോറിനെ പുറത്തേക്ക് തള്ളും. കേട്ടാ, ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? ക്ലിയർ ആണോ? ശ്വേത, ശ്വേതയാണോ ഫസ്റ്റ്? ആര്യലക്ഷ്മി, ഓക്കെ, വെരി ഗുഡ്. ഞാൻ കണ്ട പേരട്ടാ ആദ്യം വായിച്ചത്, കേട്ടാ ശ്വേത. ഇഫ് യു ആർ ദ ഫസ്റ്റ് വൺ ടു ആൻസർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ക്ലിയർ? നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇവിടുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ആഫ്റ്റർ കാരിയോഗാമി ഫോളോഡ് ബൈ മിയോസിസ് സ്പോർ ആർ പ്രൊഡ്യൂസ് എക്സോജീനിയസ്ലി. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞടാ. കാരിയോഗാമിയും കഴിഞ്ഞു, മിയോസിസും കഴിഞ്ഞ് സ്പോർ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? സെക്ഷൽ സ്പോർ ആയിരിക്കില്ലേ? ആരാ? ബെസിഡിയോമൈസിറ്റ്സ് ആണ്. ആ ബെസിഡിയോമൈസിറ്റ്സിന്റെ മെമ്പർ ആണ് അഗാരിക്കസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫാത്തിമ, നിത, ശ്വേത, സാര, ലക്ഷ്മി, നിരഞ്ജന, ന്യൂറോ, ഡോക്ടർ ന്യൂറോ, ദീക്ഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിഥി, അരുൺ. ബെസിഡിയോമൈസിറ്റ്സ് 2018 വന്ന ക്വസ്റ്റൻ ആണ്. ഇത് മാച്ച് ചെയ്തടാ. റൈസോപ്പസ് മാച്ച് ചെയ്ത മക്കളെ, റൈസോപ്പസ് മാച്ച് ചെയ്ത വേഗം. റൈസോപ്പസിനെ ബ്രെഡ് മോൾഡ് എന്നല്ല വിളിക്കുന്നത്. എ മാച്ചസ് വിത്ത് 3, 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ, 2 ഓപ്ഷൻ. ദെൻ അസ്റ്റിലാഗസ് കോൾഡ് എസ് മഡ് ഫംജൈ, B2, അപ്പോൾ അതും അതേ ഓപ്ഷനാണ്. ദെൻ പക്സീനിയ, ദാറ്റ് ഈസ് കോൾഡ് എസ് റസ്റ്റ് ഫംജൈ. ദെൻ C4, അപ്പോൾ C4 വരുന്ന ഫസ്റ്റ് ഓപ്ഷനേ ഉള്ളൂ. ആൻസർ അപ്പോൾ കിട്ടിയില്ലേ? ആൻസർ ഇസ് 1. ദെൻ അഗാരിക്കസ് ഇസ് കോൾഡ് എസ് മഷ്റൂം. അപ്പോൾ ആൻസർ ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ. ആദി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗിവ് ദ ആൻസർ. യെസ്, me too, Maria. Yes. Yeah. Deuteromycetes പഠിച്ചില്ലേ? ഓക്കെ. എൻകിൻഡം പ്ലാന്റ് ജസ്റ്റ് ബ്രീഫ് ഇൻട്രഡക്ഷൻ ആണ്. മൾട്ടി സെല്ലുലാർ ആണ്, ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള ബോഡിയുള്ള ആൾക്കാരാണ്. പ്ലാന്റയിൽ വരുന്ന ഇതൊന്നല്ല നമുക്കിവിടെ പഠിക്കാനുള്ള. പ്ലാന്റ് കിൻഡം സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കും. ഇവിടെ പഠിക്കാനുള്ളത് പാർഷ്യൽ ഹെട്രോട്രോഫിനെ കുറിച്ചാണ് കേട്ടോ മക്കളെ. സോ വാട്ട് യു മീൻ ബൈ പാർഷ്യൽ ഹെട്രോട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് പാർഷ്യൽ ഹെട്രോട്രോഫ് ആണ്. ആക്ച്വലി ദേ ആർ ഹാവിങ് ലീഫ് ഉള്ളതുകൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കും. അപ്പം എന്താ, ലീഫ് ഉള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചില ലീഫിന് ഇവർ എന്താണ് പിക്ചർ ലൈക്ക് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യും. സോ ആസ് ടു ട്രാപ്പ് ദ ഇൻസെക്ട്സ്. അതിൻ്റെ അകത്ത് എന്താ, ലീഫ് ഉള്ളത് കൊണ്ട് ഫുഡും ഉണ്ടാക്കും, എന്നാൽ നൈട്രജൻ കിട്ടാൻ വേണ്ടി ഇൻസെക്ട്സിനെ അവർ ഡൈജസ്റ്റ് ചെയ്യും. സോ ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് എസ് പാർഷ്യൽ ഹെട്രോട്രോഫ്. ആൻഡ് എക്സാമ്പിൾ ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ലൈക്ക് വീനസ് ഫ്ലൈ ട്രാപ്പ്,
അതേപോലെ ബ്ലാഡർ വേർട്ട്, നെപ്പന്തസ്, പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ there are parasitic plant called as Cuscuta. Cuscuta is a total stem parasite. കസ്കുട്ടയ്ക്ക് ലീഫേ ഇല്ല. കോഴ്സ് ഓഫ് എവല്യൂഷൻ കാരണം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾ പഠിക്കും. ഏതാ കോഴ്സ് ഓഫ് എവല്യൂഷൻ കാരണം ക്ലോറോഫിൽ പിഗ്മെന്റും അതേപോലെ ലീഫൊക്കെ നഷ്ടപ്പെട്ട ആളാണ് കസ്കുട്ട. അപ്പൊ അവർ ഏത് ഹോസ്റ്റിന്റെ മുകളിലാണ് വളരുന്നത്, കംപ്ലീറ്റ് ന്യൂട്രീഷൻ വലിച്ചെടുക്കും. അതുകൊണ്ട് കസ്കുട്ട പാർഷ്യൽ ഹെറ്ററോട്രോഫ് അല്ല, കസ്കുട്ട പാരസൈറ്റിക് പ്ലാന്റ് ആണ്. ക്ലിയർ? ഇതിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി പ്ലാന്റ് കിഡത്തിൽ പഠിക്കാനുള്ള ആൾക്കാർ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെഡോഫൈറ്റ്, ജിംനോസ്പം, മേഞ്ചോസ്പം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. എല്ലാ പ്ലാന്റ്സിലും 2 ഫേസ് ഉണ്ട്. ഹാപ്ലോയിഡ് ഫേസ് ഉണ്ട്, ഡിപ്ലോയിഡ് ഫേസ് ഉണ്ട്. ഹാപ്ലോയിഡ് ഫേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമിറ്റോഫൈറ്റ്. സോ എവറി പ്ലാന്റ് ഹാസ് 2 ഫേസസ് കോൾഡ് വാട്ട് ആർ 2 ഫേസസ്? ഗാമിറ്റോഫൈറ്റ് ഫേസ് ഉണ്ട്, അതേപോലെ സ്പോറോഫൈറ്റിക് ഫേസ് ഉണ്ട് കേട്ടോ. ഗാമിറ്റോഫൈറ്റിക് ഫേസ് ഉണ്ട്, സ്പോറോഫൈറ്റിക് ഫേസ് ഉണ്ട്. ഗാമിറ്റോഫൈറ്റ് ഗാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവരുടെ ബോഡി ഹാപ്ലോയിഡ് ആയിരിക്കും. സ്പോറോഫൈറ്റിക് ഫേസ് ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഗാമിറ്റോഫൈറ്റ് എന്താവും? ഗാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ 2 ഗാമിറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടാണ് സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി സ്പോറോഫൈറ്റ് എന്ത് ചെയ്യും? സ്പോറോഫൈറ്റിൽ സ്പോർ മദർ സെൽ ഉണ്ട്. അതിൽ മിയോസിസ് നടന്നതിന് ശേഷം ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാക്കും. അതാണ് ഗാമിറ്റോഫൈറ്റ് ആയിട്ട് വളരുക. അതിനകത്ത് ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന ഗാമിറ്റ് ഫ്യൂസ് ചെയ്ത് സ്പോറോഫൈറ്റും, സ്പോറോഫൈറ്റിൽ ഉണ്ടാകുന്ന സ്പോർ വീണ്ടും ഗാമിറ്റോഫൈറ്റ് ആയിട്ട് വളരും. ദിസ് ഇസ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓരോരോ പ്ലാന്റ് ഗ്രൂപ്പിലും ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ചില പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും, ഏറ്റവും കുറവ് ഫേസ് സ്പോറോഫൈറ്റ് ആയിരിക്കും. ചില പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ സമയം സ്പോറോഫൈറ്റ് ആയിരിക്കും, ഗാമിറ്റോഫൈറ്റ് സ്റ്റേജ് കുറവായിരിക്കും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ മക്കളെ. ഇത് പ്ലാൻ കിൻഡത്തിൽ പഠിക്കടാ. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പേജ് നമ്പർ 42 പേജ് നമ്പർ 42 ലെഫ്റ്റ് സൈഡ് പേജിൽ 3 സൈക്കിൾ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കും. പുതിയ ടെക്സ്റ്റിൽ ഇല്ലാട്ടോ സൈക്കിൾ, പഴയ ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പഠിക്കും. ഇത് ക്ലിയർ ആണ് മക്കള്? ക്ലിയർ ആയോ? ആനിമേലിയ അങ്ങനെ തന്നെയാണ്. മൾട്ടിസെല്ലാർ ഓർഗാനിസം ആണ്. മൾട്ടിസെല്ലാർ ഓർഗാനിസം എന്ന് മാത്രം നമ്മൾ പറയേണ്ടത് ഏതാ? ഇവർക്ക് സെൽ വാൾ ഇല്ല. പ്ലാന്റ്സിന് സെൽ വാളും സെല്ലുലോസും ഉണ്ട്, ഇവർക്ക് സെൽ വാൾ ഇല്ല. ഇവരെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ബൗണ്ടറി പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ശരിയല്ലേ? എന്നാൽ ആനിമൽസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹെട്രോട്രോഫ് ആണ്, ഇന്റേണൽ ഡൈജഷൻ ആണ്. ശരിയല്ലേ? മറ്റുള്ള ആൾക്കാരെ കഴിച്ച് ഇന്റേണൽ ആയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുക. ഇന്റേണൽ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, ഇവരുടെ പ്രത്യേകത എന്താ? സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. അതായത് ചെറുതിൽ നിന്നും അഡൽട്ട് ആകുമ്പോഴത്തേക്കും, മെച്ചൂർ ആകുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഇവർ ഫോളോ ചെയ്യും. യെസ് ഓർ നോ? അതേപോലെ സൈക്കോമോട്ടർ, വെൽ ഡെവലപ്ഡ് ആയിട്ട് സെൻസറി ഓർഗൻസ് ഒക്കെ ഹയർ ഗ്രൂപ്പ്സിലുണ്ട്. ലോക്കോമോട്ടറി സ്ട്രക്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആനിമൽസ്. ഇത് ആനിമൽസ് നിങ്ങൾ ആനിമൽ കിഡത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. ആനിമൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജൻ ആണ് ഫുഡ് റിസർവ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്, ഗ്ലൈക്കോജൻ ആണ് ഫുഡ് റിസർവ്. ഇനി വൈറസസും വൈറോസും പ്രയോൺസും ലൈക്കൻസും പഠിച്ചാൽ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അവിടെ വൈൻഡപ്പ് ആവും കേട്ടോ. സോ വാട്ട് അബൌട്ട് ദ വൈറസ്? ആസ് യു നോ ദാറ്റ് വൈറസ് എന്ന് പറഞ്ഞ ടേം ബേജറിനിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പല NCERT-യിലും പല കോൺസെപ്റ്റ് തന്നിട്ടുണ്ട് മക്കള്. ഇപ്പോഴത്തെ NCERT പ്രകാരം പഠിക്കുക. ദ ടേം വൈറസ് വാസ് ഗിവൻ ബൈ ബേജറിനിക്. ആരാ ഡിസ്കവർ ചെയ്തെന്ന് ചോദിച്ചാൽ ഇവനോസ്കി ആണ്. ടൊബാക്കോ മൊസൈക് വൈറസ് കേട്ടോ. ടൊബാക്കോനെ ഒരു വൈറസ് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡിസ്കവർ ചെയ്തത് ഇവനോസ്കി ആണ്. അപ്പൊ ആരാ ഡിസ്കവർ ചെയ്തെന്ന് ചോദിച്ചാൽ ഇവനോസ്കി ആണ് ഡിസ്കവർ ചെയ്തെന്ന് എഴുതണം. ആരാ? ഇവനോസ്കി. ഇവിടെ തന്നിട്ടല്ലോ, എന്താ ഇവനോസ്കി 1892. ഒരു മിനിറ്റ്, ഞാൻ വേറെ കളർ കേട്ടോ. ഇവനോസ്കി 1892 ആണ് ഈ ഡിസ്കവേർഡ് വൈറസ്. എവിടുന്ന? ടൊബാക്കോ മൊസൈക് വൈറസ് ആണ് ഡിസ്കവർ ചെയ്തത്. ആരാ ടേം കൊടുത്തത് ചോദിച്ചാൽ ബേജറിനിക്കാണ് ടേം കൊടുത്ത വൈറസ് എന്നാണ്. ഇത്ര പഠിച്ചാൽ മതി. ലൂയിസ് പാച്ചർ ഒന്നും പഠിച്ചു വെക്കണം കേട്ടോ, അതൊന്നും വരൂല. അതൊക്കെ 3-4 ടെക്സ്റ്റ് മാറി മാറി വന്നുകൊണ്ട് അതൊന്നും വരൂല. ഇത് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ. ആൻഡ് 1892 ഇവനോസ്കി ഡിസ്കവർ ചെയ്തത്. ഇനി കേട്ടോ, വൈറസും വൈറോയിഡ്സും അതേപോലെ എ സെല്ലുലാറിന് പ്രയോൺസ് ഒക്കെ. വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ്. പ്രയോൺസ് വെറും പ്രോട്ടീൻ ആണല്ലോ. ഈ എ സെല്ലുലാർ ഓർഗാനിസം ഒന്നും 5 കിൻഡത്തിൽ ആർഎച്ച് ബീറ്റാക്കർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ ലൈക്കൻസ് സെല്ലുലാർ ആണ് കേട്ടോ മക്കളെ. ലൈക്ക് സെല്ലുലാർ ആണ്. ബിക്കോസ് ലൈക്കൻസിൽ ആൽഗയുണ്ട്, ഫംഗസും ഉണ്ട്. അപ്പൊ ആൽഗയും ഫംഗസും അത് സെല്ലുലാർ ആണ്. പക്ഷെ അതും ആൽഗയും ഫംഗസും ഒരുമിച്ച് വരുമ്പോഴാണ് ലൈക്കൻ ഉണ്ടാവുക. അതുകൊണ്ട് ആൽഗയിലും വെക്കാൻ പറ്റില്ല, ഫംഗസിലും വെക്കാൻ പറ്റില്ല. അപ്പൊ ലൈക്കനും 5 കിൻഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ 5 കിൻഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരൊക്കെയാ ചോദിച്ചാൽ വൈറസ്, വൈറോയിഡ്സ്, അതേപോലെ പ്രയോൺസ് ആൻഡ് ലൈക്കൻസ് ആണ്. അതിൽ എ സെല്ലുലാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വൈറസും വൈറോയിഡ്സും എ സെല്ലുലാർ ആണ്. എന്താണ് പ്രയോൺസും എ സെല്ലുലാർ ആണ്, ബിക്കോസ് ഇത് വെറും പ്രോട്ടീൻ ആണ്. ആരാണ്? അതേപോലെ 4ാമത്തത് ലൈക്കൻസ് സെല്ലുലാർ ആണ്. പക്ഷെ അതിൽ ആൽഗയും ഫംഗസും വരുന്നതുകൊണ്ടാണ് 5 കിൻഡത്തിൽ വെക്കാത്തത്. രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ട്
ഏതിലാണ് വെക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. കേട്ടോ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ബേജർ നെക്ക് 1898 എവിടെ ഉണ്ടാവുമല്ലോ, ഇതാ 1898 ബേജർ നെക്ക് എന്താ, കണ്ടീജിയം വൈവം ഫ്ലൂയിഡം എന്നൊരു ടേം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഫെക്ട് ചെയ്ത ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്ത് ഹെൽത്തി പ്ലാന്റിലേക്ക് കൊടുത്തപ്പോൾ ആ ഹെൽത്തി പ്ലാന്റിന് വൈറസ് ഇൻഫെക്ട് ചെയ്തു എന്ന്. അതിന്റെ അർത്ഥം കണ്ടേജിയം വൈവം ഫ്ലൂയിഡം, ദ എക്സ്ട്രാക്ട് ദ ഫ്ലൂയിഡ് ഓഫ് എ ഇൻഫെക്ടിയസ് പ്ലാന്റ് ക്യാൻ എഫക്ട് ദ ഹെൽത്തി പ്ലാന്റ് എന്നാ പറഞ്ഞത്. അവിടെ നിന്ന് എടുത്ത ഫ്ലൂയിഡ് ഹെൽത്തി പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം, വൈറസിനെ കുറിച്ചിട്ടാ. ഈ 1935 വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റാൻലി ആണ്. നോക്കി അതുണ്ടാവല്ലോ, അതാ 1935 വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചാൽ സ്റ്റാൻലി ആണ് ക്രിസ്റ്റലൈസ് ചെയ്തത്. പുതിയ NCERT പേജ് നമ്പർ 20 പഴയ NCERT പേജ് നമ്പർ 26 ഇതുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഹൂ ക്രിസ്റ്റലൈസ് ചോദിച്ചാൽ ആരാ, സ്റ്റാൻലി ആണ് ക്രിസ്റ്റലൈസ് ചെയ്തത് 1935. അപ്പോഴാണ് സ്റ്റാൻലി പറഞ്ഞ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇത് വെറും ഒരു ക്രിസ്റ്റലിൻ പ്രോട്ടീൻ ആണ്, മേജർ പാർട്ടും ഇതിന്റെ പ്രോട്ടീൻ ആണ്, നോൺ ലിവിങ് ആണ്. ഹോസ്റ്റിന്റെ അകത്ത് കയറിയാൽ ഇത് ലിവിങ് ആവുള്ളൂ എന്ന്. അപ്പോൾ ഹോസ്റ്റിന്റെ പുറത്ത് വെറും ഒരു ക്രിസ്റ്റലിൻ പ്രോട്ടീൻ, മേജർ പാർട്ടും പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞത് സ്റ്റാൻലി ആണ്. അതുകൊണ്ടാണ് ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറിയാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മളെ മെഷീനറി ഉപയോഗിച്ച് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ല കൊറോണ വന്ന സമയത്തൊക്കെ മാസ്ക് വെക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ, ഈ വൈറസ് മാസ്കിലേക്ക് വന്ന് വീഴുമ്പോൾ മാസ്കിന്റെ മുകളിൽ നിന്നാൽ അത് നോൺ ലിവിങ് ആണ്. പക്ഷെ നമ്മളത് ഇൻഹേൽ ചെയ്ത് അകത്തെത്തിയാലോ ലിവിങ് ആണ്, ബിക്കോസ് നമ്മൾ മെറ്റബോളിസം ഉപയോഗിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യും. കിട്ടിയോ മക്കളെ? റഷ്യൻ ഡിമിട്രി ഇവനോസ്കി. കേട്ടോ അരുൺ, വെരി ഗുഡ്. പനിയല്ല, ഐ ഫീൽ സഫിക്കേറ്റഡ്. ഭയങ്കര ശ്വാസം, അത് ഇങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ടാ, അത് AC നേരിട്ട് മൂക്കിലേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂക്ക് തണുത്തിട്ട് ഇങ്ങനെ ഐ ഫീലേക്ക്, അതാണ് ഇങ്ങനെ തുടച്ചത്. കേട്ടോ, എൻ്റെ നേരെ മുന്നിൽ AC ഉണ്ട്, അതും കൂടി ഡയറക്റ്റ്ലി അടിക്കുന്നതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ലിറ്റിൽ ബിറ്റ്. അല്ല, വൈറസിന് വെനമസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാണ് ഡോക്ടർ ന്യൂറോ. ദാറ്റ് മീൻസ് വൈറസിന് വെനമസ് ഫ്ലൂയിഡ് എന്നാണ് ലൂയിസ് പാസ്റ്റർ പറഞ്ഞത്. അത് കുറേ കാലമായിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി വൈറസും വൈറോയിഡ്സും തമ്മിൽ കമ്പാരിസൺ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് ആ രണ്ടും ഒരുമിച്ച് തീരും. ലെറ്റ്സ് ഗോ ഫോർ വൈറസ് ആൻഡ് വൈറോയിഡ്സ് ടുഗെദർ. കേട്ടോ, വൈറസ് ആരാ ഡിസ്കവർ ചെയ്തത് ഇവനോസ്കിയ അല്ലേ? ഇവനോസ്കിയാണ് ഡിസ്കവർ ചെയ്തത്. ഇവിടെ ആരാ? TO ഡയനറാണ് ഡിസ്കവർ ചെയ്തത്. നിങ്ങൾക്കറിയാം, ഡയോണിയർ ഡയനർ എന്നൊക്കെ എഴുതാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, വൈറസിന് പ്രോട്ടീൻ കോട്ട് ഉണ്ട്. വൈറസ് ആസ് എ പ്രോട്ടീൻ കോട്ട് ദാറ്റ് ഇസ് കോൾഡ് ക്യാപ്സിഡ് അല്ലേ? അപ്പോൾ വൈറസിന്റെ പ്രോട്ടീൻ കോഡിനെ എന്താ വിളിക്കുക? ക്യാപ്സിഡ്. ഈ ഒരു പിക്ചർ കണ്ടില്ല മക്കളെ? എന്താ വൈറസിന്റെ പ്രോട്ടീൻ കോഡിനെ എന്താ വിളിക്കുക? ക്യാപ്സിഡ് ആണ്. അല്ല, ഓരോ യൂണിറ്റിനും വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയർ എന്നാ പറയാം കേട്ടോ. വൈറസിന്റെ പ്രോട്ടീൻ കോഡ് ഉണ്ട്, ക്യാപ്സിഡ് ആണ്. അല്ല, ഓരോ യൂണിറ്റിനും വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയർ. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു യൂണിറ്റിനാണ് ക്യാപ്സിഡ് എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റിന്റെ ലേബിളിംഗ് പാർട്ട് പോലെ തന്നെ എഴുതണം കേട്ടോ, പഠിക്കണം ആയില്ലേ? പക്ഷെ ഇവർക്ക് പ്രോട്ടീൻ കോട്ട് ഉണ്ട്, capsid, and capsids are made up of the unit called capsomer. പക്ഷെ ഇവർക്ക് പ്രോട്ടീൻ കോട്ട് ഇല്ല. പ്രോട്ടീൻ കോട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് മോളിക്കുലർ വെയിറ്റ് കുറവായിരിക്കും. മോളിക്കുലർ വെയിറ്റ് കുറവാണ്. അത് ലോ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ബിക്കോസ് പ്രോട്ടീൻ കോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. പക്ഷെ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ, വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ മക്കള്, കുറച്ച് നേരം AC ഓഫ് ആക്കട്ടെ. Okay. Genetic material എന്താവാം? Either DNA or RNA. No virus has both DNA and RNA എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അതിനർത്ഥം ഒരു വൈറസിന് DNA and RNA ഒരുമിച്ച് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരില്ല. Either DNA or RNA. പക്ഷെ ഇവിടെ എന്താ? RNA മാത്രമാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ലോ മോളിക്കുലർ വെയിറ്റ് ആവാൻ കാരണം എന്താ? പ്രോട്ടീൻ കോട്ട് ഇല്ലാത്തതുകൊണ്ട്. ഇവർക്ക് ഒന്നെങ്കിൽ DNA or RNA ജനറ്റിക് മെറ്റീരിയൽ ആവാം. പക്ഷെ വൈറസിന് RNA മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ ആവുള്ളൂ. ക്ലിയർ? ഇനി പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് ഉണ്ടാവുക.
ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിൽ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആവാം, ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആവാം, ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആവാം. ഓക്കെ, ഇനി ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വൈറസ് ഇൻഫെക്ടിങ് ബാക്ടീരിയ യൂഷ്വലി ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇത് പഠിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടൂട്ടോ മക്കളെ. വേഗം പഠിക്കോ? വേഗം പഠിക്കോ? So what we said about genetic material. So what we said about the genetic material as the case of plants. Plants ne infect ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ അവർക്ക് എന്താ ഉണ്ടാവുക? They will be having single stranded RNA. Animals ne infect ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ single stranded RNA ഉള്ള ആൾക്കാരുണ്ട്, double stranded RNA ഉള്ള ആൾക്കാരുണ്ട്, double stranded DNA ഉള്ള ആൾക്കാരും ഉണ്ട്. എന്നാൽ ബാക്ടീരിയോഫേജിനെ യൂഷ്വലി ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് ഉണ്ടാവുക ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇത്രയും ക്ലിയർ ആയോ? എന്നാൽ ഇവിടെ എന്ത് മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ ഉള്ളൂ? RNA മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ദ ഇൻഫെക്റ്റിയസ് പാർട്ടിക്കൽ വിത്തൗട്ട് പ്രോട്ടീൻ കോഡ് ചോദിച്ചാൽ വൈറോയിഡ്സ് അല്ലേ ആൻസർ എഴുതണ്ടേ? ഇൻഫെക്റ്റിയസ് പാർട്ടിക്കൽ വിത്ത് പ്രോട്ടീൻ കോഡ് ചോദിച്ചാൽ അപ്പോൾ വൈറസ് അല്ലേ മക്കൾ എഴുതണ്ടേ? യെസ്. ഇനി വൈറോയിഡ്സ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് പൊട്ടറ്റോ സ്പിൻഡൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡൽ ട്യൂബർ ഡിസീസ് ശരിയല്ലേ? പൊട്ടറ്റോ സ്പിൻഡൽ ട്യൂബർ ഡിസീസ് ആരുണ്ടാക്കും? വൈറോയിഡ്സ് ഉണ്ടാക്കും. അതായത് ഉരുളക്കിഴങ്ങ് ഉരുണ്ട നിൽക്കുക, പക്ഷെ ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പോ കേട്ടോ. ആസ് ദ കേസ് ഓഫ് വൈറസ് മക്കള്, വൈറസിന്റെ കേസ് എന്താടാ? വൈറസിന്റെ കേസ് ആണെങ്കിൽ ആനിമൽസ് നമുക്കറിയാലോ, ഇൻഫ്ലുവൻസ മാത്രമല്ലോ ഹ്യൂമൻസിൽ എയ്ഡ്സ് ഉണ്ടാക്കുന്ന പഠിച്ചിട്ടുണ്ട്. മംസ് അല്ലേ, സ്മോൾ പോക്സ്, ഹെർപ്പസ്. ഏതൊക്കെയാ? സ്മോൾ പോക്സ് ഉണ്ട്, മംസ് ഉണ്ട്, ഹെർപ്പസ് ഉണ്ട്, ഇൻഫ്ലുവൻസ ആസ് വെൽ ആസ് ഹ്യൂമനിലെ HIV വൈറസ് വിച്ച് കോസസ് എയ്ഡ്സ്. ഇതൊക്കെ ആനിമൽസിലുണ്ടാവുന്ന ഡിസീസാണ്. എന്നാൽ പ്ലാന്റ്സിലാണെങ്കിൽ ഉണ്ടാവുന്ന സിംറ്റം ഏതാ? യെല്ലോയിങ് ഓഫ് ലീഫ് അല്ലേ? അതായത് വെയിൻ യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിൻസ്, ലീഫിൽ വെയിൻസ് പോകുന്നുണ്ടല്ലോ, വെയിന് പോകുന്നത്. ഇപ്പൊ ഇതാണ് ലീഫ് എന്ന് വിചാരിക്കുക, ഇതാണ് ലീഫെങ്കിൽ ലീഫിൽ വെയിൻസ് പോകുന്നില്ല മക്കളെ. ഈ വെയിൻസിന് പോകുന്ന സ്ഥലങ്ങളിലുള്ള ക്ലോറോഫിലൊക്കെ നശിക്കുമ്പോൾ ഇവിടെയൊക്കെ യെല്ലോ കളറായിട്ട് മാറും. വൈറ്റിൽ യെല്ലോ വരച്ചാൽ കാണില്ല കേട്ടോ. അതുകൊണ്ടാണ് വെയിൻസ് നല്ലോണം ശ്രദ്ധിക്കുക. അവിടെയുള്ള ക്ലോറോഫിലൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ യെല്ലോ കളറായിട്ട് കാണും. അതാണ് യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. എന്താ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്? എന്താ? വളർച്ച മുരടിച്ചു പോവാ. ഡോർഫിസം, ഹൈറ്റ് കുറഞ്ഞു പോവാ. റോളിങ്, ലീഫ് റോളിങ് ആൻഡ് കേളിങ് അല്ലേ? ലീഫ് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു പോവാ. ഇതൊക്കെ ഇതിന്റെ മൊസൈക്ക് ഫോർമേഷൻ. മൊസൈക്ക് ഫോർമേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാലോ, വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ ലീഫിൽ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ എന്താണ് സ്പ്രെഡ് ചെയ്ത് വളരും. അതാണ് മൊസൈക്ക് പാറ്റേൺ എന്ന് പറയാ. ഇതൊക്കെ എന്താണ് പ്ലാന്റ്സിൽ വൈറസ് ഉണ്ടാക്കുന്ന സിംറ്റംസ് ആണ്. ഓക്കെ, റൈനോ വൈറസ് ആവും. യെസ്, വൈ നോട്ട്? ലീഫ് കേർലിംഗ്, ദെൻ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, മൊസൈക്ക്. എന്താ? ലീഫ് കേർലിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ട്, റാബസ്, അരോൺ. ഓക്കെ, സോ പിന്നെന്താ പറയുക, നമ്മൾ ഡോഫിസം ഉണ്ട്, മൊസൈക്ക് പാറ്റേൺ ഉണ്ട്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് ഉണ്ട്, ലീഫ് റോളിംഗ് ആൻഡ് കേർലിംഗ് ഉണ്ട്. ഇതൊക്കെ സിംറ്റംസ് ആണ്. കോൾഡ് റൈനോ വൈറസ് ആണ്. റൈനോ വൈറസ് കേട്ടോ. റിട്രോ വൈറസ് വിൽ കോസ് ക്യാൻസർ അല്ലേ? റൈനോ വൈറസ് വിൽ കോസ് കോമൺ കോൾഡ്. ആയില്ലേ? അങ്ങനെ വൈറോയിഡ്സും പഠിച്ചു. ക്വസ്റ്റ്യൻ ചെയ്തോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് വൈറോയിഡ്സ്? ഏതാ മക്കളെ? Viroid. They have free RNA without protein code. They have DNA with protein code. വേഗം ആൻസർ പറ. They have free RNA without protein code. അല്ലേ? ആണോ? ആൻസർ പറ. പ്രോട്ടീൻ കോഡ് ഇല്ലല്ലോ. DNA ആണോ? അല്ല. അപ്പൊ ആൻസർ ചെയ്താ have free RNA with protein. Aryalakshmi was the first person to give the answer. Yes, very good, very good. Dr. Neuro, Sara, Fatima Nida, Aditi, Niranjana, Lakshmi, Fida. Moving to next one. Which of the following statements is wrong for viroids? They lack protein code. കേട്ടോ, അത് മാത്രമല്ല മക്കളെ, ഈ ഒരു ഓർഡർ കേൾക്കണടാ. ബാക്ടീരിയനേക്കാൾ ചെറുതാണ് കേട്ടോ വൈറസ്. വൈറസിനേക്കാൾ ചെറുതാണ് വൈറോയിഡ്സ് കേട്ടോ. വൈറോയിഡ്സ് പക്ഷെങ്കിൽ പ്രയോൺസ് ഇല്ലേ, പ്രയോൺസ് ദേ ആർ സിമിലർ ടു ദ സൈസ് ഓഫ് വൈറസ് ആണ്. സോ ബാക്ടീരിയ, വൈറസ്, വൈറോയിഡ്സ്. പക്ഷെ പ്രയോൺസ് ആർ സിമിലർ ടു ദ സൈസ് ഓഫ് വൈറസ്. ആ ഒരു പാറ്റേൺ ഒന്ന് പഠിച്ചു വെക്കണടാ.
ബാക്ടീരിയനേക്കാൾ ചെറുതാണ് വൈറസ്, വൈറസിനേക്കാൾ ചെറുതാണ് വൈറോയിഡ്സ് അല്ലേ. പ്രയോൺസ് വൈറസിന്റെ അത്ര സിമിലർ സൈസ് ആണ്. ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ 4. യെസ്, ഏത് ഓപ്ഷൻ 4? They are smaller than virus, correct അല്ലേ? They cause infection, correct അല്ലേ? They are with high molecular weight അല്ല, low molecular weight ആണ്. യെസ്, ലോക്ക് ചെയ്തിരിക്കുന്നു കേട്ടാ ഡോക്ടർ ന്യൂറോ. യെസ്. സൈൻ നേരെ ഗ്രേറ്റർ ദാൻ ബാക്ടീരിയ സൈസ് ഗ്രേറ്റർ ദാൻ വൈറസ്. ഇങ്ങനല്ലേ ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. The size of bacteria is greater than virus, greater than viroids, and greater than similar to prions. And ഞാൻ ലെസ് ദാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെസ് ദാൻ വെച്ച് കാണിച്ചതാ കേട്ടോ. ആര്യലക്ഷ്മി കേട്ടാ? ലെസ് ദാൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നേരെ റിവേഴ്സ് സൈൻ ഇടാം. ഓക്കെ, ഇട്ട സൈൻ ഓർമ്മിടാ. ഇതിനേക്കാൾ ഇത് ലെസ്സാണ് ഇങ്ങനെ ഇട്ട് പോയത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസെൻഡിങ് ഓർഡർ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് പോകും കേട്ടോ. പ്രയോൺസ് ലാസ്റ്റ് വൺ. സോ പ്രയോൺസ് ആർ സിമിലർ ടു ദ സൈസ് ഓഫ് വൈറസ്. ഇറ്റ് ഇസ് എ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ് കേട്ടോ. പ്രയോൺസ് DNA RNA ഒന്നുമല്ല കേട്ടോ, അതിന്റെ ജെനറ്റിക് മെറ്റീരിയലേ അല്ല, അത് വെറും പ്രോട്ടീൻ ആണ്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ്. ന്യൂറൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ ന്യൂറൽ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു അല്ലേ. അത് കാറ്റൽസിലാണെങ്കിൽ ഉണ്ടാക്കുന്ന ഡിസീസാണ് മാഡ് കൗ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അതിന് അനലോഗസ് ആയിട്ട് ഹ്യൂമൻ ഉണ്ടാവുന്ന ഡിസീസാണ് ക്രൂസ്ഫെൽ ജേക്കബ് ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. സർ ജേക്കബ് ഡിസീസ് എന്ന് പറയാറുണ്ട്, ക്രൂസ്ഫെൽ ജേക്കബ് ഡിസീസ് എന്ന് പറയാറുണ്ട്. ന്യൂറൽ ഡിസോർഡർ ആണ്. പ്രയോൺസ് ആർ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ് കേട്ടോ. അതായത് കാറ്റൽസിന്റെ ഇറച്ചിയൊക്കെ പ്രോപ്പർലി കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂറൽ ഡിസോർഡർ ഉണ്ടാവുന്നത്. അതാണ് അവർക്ക് അനലോഗസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസീസാണ് ക്രൂസ്ഫെൽ ജേക്കബ് ഡിസീസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ക്വസ്റ്റ്യൻ ചെയ്തിടാ. മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റൽ ആൻഡ് ക്രൂസ്ഫെൽ ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻ ആർ ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ബൈ ഏതാ വേഗം ഏതാ വരാ? യെസ്, 1 prions. So which of the following statement is incorrect? Viroids lack protein coat, correct അല്ലേ? Viruses are obligate parasite ആണ്. എന്തുകൊണ്ടാ? പുറത്ത് വന്ന നോൺ ലിവിങ് ആണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഹോസ്റ്റ് ബോഡിയുടെ മെറ്റബോളിസം ഉപയോഗിച്ച് മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. Infectious constituent in viruses is the protein coat. ആണോ? അല്ല. ഏതാ? ജെനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്റ്റിയസ് എന്ന് പറയുന്നത്. ജെനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്റ്റിയസ്, പ്രോട്ടീൻ കോട്ട് അല്ല ഇൻഫെക്റ്റിയസ് ആണ്. ഓപ്ഷൻ എസ് 3. സാര? യെസ്. ആര്യലക്ഷ്മി? ലക്ഷ്മി എന്ത് പറ്റി? ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത്? പ്രയോൺസ് ആർ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ, അത് കറക്റ്റ് ആണ്. ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്കൻസ്, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ഇസ് ലൈക്കൻസ്. ഇത് കഴിഞ്ഞാൽ ഈ സെല്ല് പെട്ടെന്ന് തീരും കേട്ടോ. ചെറിയ കോൺസെപ്റ്റ് ആണ്, വേഗം അങ്ങ് തീരും. ഓർഗനൽസ് ഒക്കെ ഇതാന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു പോകും നമ്മൾ. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ കോൺസെപ്റ്റ് അബൌട്ട് ലൈക്കൻസ്? Lichens are known as the symbiotic association between algae and fungus. അല്ലെ, symbiotic association between algae and fungus. അപ്പൊ ഏത് ആൽഗയാന്ന് ചോദിച്ചാൽ പ്ലാന്റിൻഡത്തിന്റെ ആൽഗയോ ആവാം, ഫോട്ടോസിന്തറ്റിക് ആൽഗയോ ആവാം, സയനോ ബാക്ടീരിയ ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയോ ആവാം. അതാണ് ആൽഗെ എന്ന് പറയുന്നത്. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. ദ ആൽഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് ഫൈക്കോബയോണ്ട്. ആൽഗൽ പാർട്ട്ണറിനെ എന്താ വിളിക്കുക? ഫൈക്കോബയോണ്ട് എന്നാ പറയാ. ഇവരാണ് ഓട്ടോട്രോഫിക് നേച്ചർ എന്ന് പറയുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെ. ആൻഡ് ദ ഫംഗൽ പാർട്ട്ണർ ആർ കോൾഡ് ആസ് മൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണർ എന്താ വിളിക്കുക മക്കളെ? മൈക്കോബയോണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് വാട്ടറും മിനറൽസും ഷെൽട്ടറും കൊടുക്കും. അപ്പൊ നോക്കിയേ, ഫംഗൽ പാർട്ട്ണർ ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, വാട്ടറും കൊടുക്കുന്നുണ്ട്, മിനറൽസും കൊടുക്കുന്നുണ്ട്. ആൻഡ് അവർ ഹെട്രോട്രോഫ് ആണ്. ആൽഗൽ പാർട്ട്ണർ ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് തിരിച്ച് ഫുഡും കൊടുക്കുന്നുണ്ട്. സോ മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് സിംബയോട്ടിക് അസോസിയേഷൻ. ആൻഡ് ദ ആൽഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് ഫൈക്കോബയോൺ ആൻഡ് ദ ഫംഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് മൈക്കോബയോൺ. കേട്ടോ? ആൻഡ് ദ ഫംഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് മൈക്കോബയോൺ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ?
Okay, and the lichens are called as pollution indicator. Why they are called as pollution indicator? They will not grow in polluted area, especially it is contaminated with sulfur dioxide and air pollution. Air polluted area. That is air sulfur dioxide contamination ulla sthalathu orikkalum lichens valarilla. Adana pollution indicator ennu parayunne. Appo lichen valaratha sthalananengil nammal endha manasilakkande? That air polluted area annum especially sulfur dioxide presence annum. Clear ayo makkale? അങ്ങനെ ലൈക്കൻസും പയോണിയർ സ്പീഷീസ് ഓഫ് എന്താണ് എക്കോളജിക്കൽ സക്സഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലടാ. അങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ലൈക്കൻസിന് അല്ലേ. അങ്ങനെ ഇതും കഴിഞ്ഞു. സോ ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇത് 2-3 ക്വസ്റ്റ്യൻ മിക്സ്ഡ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടതാണ് കേട്ടോ മക്കള്. ചെയ്തിടാ. മൈക്രോപ്ലാസ്മ ഹാവ് DNA, റൈബോസോം ആൻഡ് സെൽ വാൾ. ശരിയാണോ? മൈക്രോപ്ലാസ്മിക് സെൽ വാൾ ഉണ്ടോ? ഇല്ല. സെൽ വാൾ ഉണ്ടോ? ഇല്ല. സോ സൈനോബാക്ടീരിയ are a group of autotrophic organisms classified under kingdom Monerans. ശരിയല്ലേ? ബാക്ടീരിയ ആർ എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോഫ് ആണോ? അല്ല. മെജോറിറ്റി ആൾക്കാർ ഹെറ്ററോട്രോഫ് ആണ്. വളരെ ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർ ഓട്ടോട്രോഫ് ഉണ്ട്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോഫ് നമുക്ക് പറയാൻ പറ്റൂല. ശരിയല്ലേ? സ്ലൈം മോൾസ് ആർ സാപ്രോഫൈറ്റ് ഓർഗാനിസം ക്ലാസിഫൈഡ് അണ്ടർ കിങ്ഡം മോണീറൻസ് ആണോ? അല്ല. കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സെക്കൻഡ് ഓപ്ഷൻ ആണ്. 331 like 151. എന്തുപറ്റി? അറോറ പണ്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ പേര് അറോറ. Okay. So which one of the following statement is wrong? Cyanobacteria are also called as blue-green algae. ശരിയല്ലേ മക്കളെ? Golden algae also called desmids. See that Chrysophytes രണ്ട് ആൾക്കാരുടെ ഡയറ്റംസും desmids are called as golden algae. ശരിയല്ലേ? Eubacteria are also called as false bacteria ആണോ? അല്ല. It is called true bacteria. So that statement is wrong. Yeah, Arlakshmi was the first person to give the answer. Anashwar was the second person. Fatima Nida third. Ahalya fourth. Srinidhi fifth. Fida, Niranjana, Aditi, Adi, Sara, Aurora. So select the wrong statement. Cell wall is present in the member of fungus and plantae. That's correct alle. Cell wall plants no undu, fungus no undu. Mushroom belongs to Basidiomyces. Correct alle makle. Pseudopodia locomotory and feeding structure of sporozoans ano. Ano. Sporozoans le locomotory structure undo. Eda protozoans le amoeboid. Protozoans nane pseudopodia. Mitochondria is the powerhouse of the cell in all kingdom except Monerans. Correct ആണ്. ഏതാ തെറ്റ് മക്കളെ? അപ്പോൾ third option അല്ലേ? Yes. So let's go for the new chapter that is about the cell unit of life. പഠിക്കാം. ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്തേ. എന്നിട്ട് നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് തുടങ്ങാലോ. പെട്ടെന്ന് തീരും കേട്ടോ. 11, 10, 11, 13 ആയിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ ഇന്ന് നേരത്തെ തീരും. കഴിഞ്ഞില്ലേ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ലെറ്റ്സ് ഗോ ഫോർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്തേ. പെട്ടെന്ന് പഠിക്കാമല്ലോ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ സെൽ പഠിക്കും. അടുത്ത ദിവസം നമ്മൾ സെൽ സൈക്കിളും ഫോട്ടോസിന്തസിസോ അല്ലെങ്കിൽ സെൽ സൈക്കിൾ റെസ്പിറേഷനോ അല്ലെങ്കിൽ സെൽ സൈക്കിൾ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് കിങ്ഡമോ കോംബോ എടുത്ത് നമുക്ക് പഠിക്കാം. യെസ്, വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ. സെറ്റാണോ? വെരി ഗുഡ്. ഫിദ ന്യൂറോ അല്ലേ? ആര്യലക്ഷ്മി. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. സെറ്റാണ്. ഫാത്തിമ നിദ, അതിഥി. Yes, let's move to the next chapter that is about cell, the unit of life. Me too happy analo. Lakshmi also. ആരടാ മങ്കി എന്നൊരു പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റീവ്. യെസ്. ഇതാ ഓക്കെ. മാധു. ഫോട്ടോസിൻസ് എടുക്കാമല്ലോ. അതിനെന്താ? നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വേണ്ടതോ നമ്മൾ എടുക്കും കേട്ടാ. എടുത്തിരിക്കും. ബിക്കോസ് 50 days ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ട്. ഫോട്ടോസിൻസ് എടുക്കാം. ഫോട്ടോസിൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ചാപ്റ്റർ വേറെ എന്തെങ്കിലും കമ്പൈൻ ചെയ്തെടുക്കാം. റെസ്പിറേഷൻ എടുക്കുമ്പോൾ അതേപോലെ വേറെ സിമ്പിൾ ചാപ്റ്റർ കമ്പൈൻ ചെയ്തെടുക്കാം കേട്ടാ.
Ready? Let's go for cell, the unit of life. The first one. If I say that the old NCERT page number 125, I hope so, and new NCERT page number 87 ആണ് cell, the unit of life തുടങ്ങുന്നത്. അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കി അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സറൗണ്ടിങ്ങിൽ ഇൻആനിമേറ്റ് ആൻഡ് ആനിമേറ്റ്സ് എന്താണ് ഓർഗാനിസം നമ്മൾ എങ്ങനെ തിരിച്ചറിയാം. ഇൻആനിമേറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആണ്, ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്. യു നോ ദാറ്റ് ഇൻആനിമേറ്റിന് ഇല്ലാത്തൊരു സാധനം ആനിമേറ്റിനുണ്ട്. That means non-living ഇല്ലാത്തൊരു സാധനം living organism ഉണ്ട്. That is called as cell. That is called as cell. That means we say that the organism. അപ്പോൾ organism നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Those organism in which the body is made up of single cell are called as unicellular organism. If the body is made up of single cell, it is called unicellular organism. If the body is made up of more than one cell, it is called multicellular organism. അപ്പോൾ നമ്മളെ കേസിൽ നമ്മളാരാ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഒന്നിൽ കൂടുതൽ സെൽ ഉണ്ട്. ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച സൈനോബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. ശരിയല്ലേ? അമീബ യൂണിസെല്ലുലാർ ആണ്. അങ്ങനെ യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. ഇത് ക്ലിയർ ആണോ മക്കളെ? മിസ് എല്ലാം എടുക്കും, എല്ലാ സബ്ജക്റ്റും എടുക്കും കേട്ടോ. കെമിസ്ട്രി ഫുൾ എടുക്കും, ഫിസിക്സ് ഫുൾ എടുക്കും കേട്ടോ, ബയോളജി ഫുൾ എടുക്കും. എല്ലാം എടുത്ത് 15 days ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ വിടുള്ളൂ. 1 week അല്ലടാ ആയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. അതിന് തന്നെ എത്ര ചാപ്റ്റർ കഴിഞ്ഞു, ശരിയല്ലേ? യെസ്. So multicellular organism, unicellular പഠിച്ചു. ഇനി as a case of unicellular organism, they are capable of independent existence and also performs all the essential function of their life എന്നാണ് what is the cell എന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫിൽ ഫസ്റ്റും സെക്കൻഡും ബുള്ളറ്റിൻ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ആകെ ഉള്ളത് ഒരു സെല്ലാണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്. ആ യൂണിസെല്ലുലാർ ഓർഗാനിസം അവർക്ക് ആവശ്യമുള്ള എല്ലാ ഫംഗ്ഷനും അവരുടെ ബോഡിയിൽ ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദിക്കാം, മിസ് യൂണിസെല്ലുലാർ ഓർഗാനിസം ശരിയാണ്, അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്ത് അവർ ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് നോൺ ലിവിംഗ് എന്ന് പറയുന്നത്? സോ എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ഹാസ് എ കംപ്ലീറ്റ് സെൽ. മൂന്നാമത്തെ ലൈൻ നോക്കിയിടാ. That means page number 87 of the new text and page number 125 of the old text. Cell. What is a cell എന്ന് ഹെഡിങ് ആ പാരഗ്രാഫിൽ മൂന്നാമത്തെ ലൈൻ വായിച്ചു കഴിഞ്ഞാൽ, മൂന്നും നാലാമത്തെ ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോൺസെപ്റ്റ് വന്നിട്ട് എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ഹാസ് എ കംപ്ലീറ്റ് സെൽ ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വൈറസ് എ സെല്ലുലാർ ആണ്, വൈറോയിഡ്സ് എ സെല്ലുലാർ ആണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല, കംപ്ലീറ്റ് സെല്ല് ഇല്ല അവർക്ക്. അതുകൊണ്ടല്ലേ നമ്മളെ ബോഡിയിലേക്ക് കയറി നമ്മളെ മെഷീനറി ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കുന്നത്. That means we say that complete cell ഇല്ലാത്ത ഒരാൾക്കും ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് സെല്ലുള്ള ആൾ ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ മീനിങ്. ഓക്കെ, സോ ഹൂ ഡിസ്കവർ ദ ഫസ്റ്റ് ലൈവ് സെൽ? ഫസ്റ്റ് ലൈവ് സെൽ ലിവിങ് സെല്ല് ഡിസ്കവർ ചെയ്തത് ആന്റൺ വോൺ ലീവൻ ഹൂക്ക് ആണ്. പക്ഷെ സെല്ല് ഡിസ്കവർ ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ റോബർട്ട് ഹൂക്ക് ആണ് പറയാ. കോർക്ക് ടിഷ്യൂ എന്ന് ഡെഡ് സെൽ ആണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് കേട്ടോ മക്കളെ. സോ ഹൂ ഡിസ്കവർ സെല്ലിന് ചോദിച്ചാൽ റോബർട്ട് ഹൂക്ക് ആണ്. ഹൂ ഡിസ്കവർ ദ ലൈവ് സെൽ, ലിവിംഗ് സെൽ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ചോദിച്ചാൽ ആന്റൺ വോൺ ലീവൻ ഹൂക്ക് ആണ്. അപ്പോൾ സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് ആരാ ഡിസ്കവർ ചെയ്തത്? റോബർട്ട് ബ്രൗൺ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫിൽ പഠിക്കാനുള്ളത്. കിട്ടിയോ മക്കളെ? ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മാധു, എൻ്റെ ഓർമ്മയിൽ ചെയ്യുന്നുണ്ടെന്നാണ്. ഐ എം നോട്ട് ഷുവർ വിത്ത് ദാറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. Okay, so let's go for next one, cell theory. So who proposed cell theory എന്ന് ചോദിച്ചാൽ ഷീൽഡൻ ആൻഡ് ഷ്വാൻ ആണ് കേട്ടോ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മാത്യസ് ഷീൽഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ എന്നുള്ള നെയിം പഠിച്ചിട്ടുണ്ട്. 1838 ഷീൽഡൻ ബൊട്ടാനിസ്റ്റ് ആണ് കേട്ടോ മക്കളെ, നല്ലോണം ശ്രദ്ധിക്കും. ഷീൽഡൻ ബൊട്ടാനിസ്റ്റ് ആണ്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പുള്ളി കാര്യം മനസ്സിലാക്കി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ ഉണ്ടെന്നും പ്ലാന്റ്സിന്റെ ബോഡിയിൽ ആ സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂ ആവുമെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ വാട്ട് വാസ് ഓൺലി കോൺസെപ്റ്റ് സെയ്ഡ് ബൈ ഷീൽഡൻ എന്താ ഡിസ്കവർ ചെയ്ത് പറഞ്ഞത്? പ്ലാന്റ്സിനെ സ്റ്റഡി ചെയ്തപ്പോൾ ഓൾ ദ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ടുഗദർ ദേ ഫോം ടിഷ്യൂ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തിയോഡർ ഷിവാൻ അങ്ങനെയല്ല കേട്ടോ. 1839 ആക്ച്വലി ഹി വാസ് എ സുവോളജിസ്റ്റ്. ആക്ച്വലി സുവോളജിസ്റ്റ് ആണ് പുള്ളി കേട്ടോ.
അപ്പോൾ zoologist ആകുമ്പോൾ ആനിമൽസിനെ പഠിക്കാൻ നമുക്കറിയാലോ. സോ ആനിമൽസിനെ പഠിച്ചപ്പോൾ പുള്ളി മനസ്സിലാക്കി എന്താ, സെല്ലിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ഒരു കവറിംഗ് ഉണ്ടെന്നും അതിനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഇൻ പേജ് നമ്പർ 126 ലെഫ്റ്റ് സൈഡ് പേജ് ഫസ്റ്റ് പാരഗ്രാഫ് മൂന്നാമത്തെ ലൈൻ്റെ ഫസ്റ്റ് വേർഡ് ഇൻ ദ ഓൾഡ് ടെക്സ്റ്റ് ആൻഡ് പേജ് നമ്പർ 88 ഫസ്റ്റ് പാരഗ്രാഫ് തേർഡ് ലൈനിൽ ഫസ്റ്റ് വേർഡായിട്ട് പുതിയ ടെക്സ്റ്റിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊരു സാധനം തന്നിട്ടുണ്ട്. അതായത് ആനിമൽ സെല്ല് ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ആയിട്ട് ഒരു കവറിംഗ് ഉണ്ടെന്നും അത് നമ്മളിപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. എന്തായാലും പേരൊന്നും പുള്ളി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴാണ് പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ചെയ്താ ആനിമൽ സെല്ല് ബൗണ്ടറിയിൽ ഇങ്ങനെ സാധനം കാണുന്നുണ്ടല്ലോ, അപ്പോൾ പ്ലാന്റ് സെല്ല് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പുള്ളി പ്ലാന്റ് സെല്ലിനെ പഠിച്ചപ്പോഴാണ് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഔട്ടർമോസ്റ്റ് പ്ലാന്റിന്റെ കേസിൽ പ്ലാസ്മ മെംബ്രെയിന് ചുറ്റും ഒരു കവറിംഗ് കൂടിയുണ്ട്. അത് സെൽ വാൾ എന്ന് പറഞ്ഞതും ആ സെൽ വാൾ പ്ലാന്റ്സിന്റെ യുണിക് നേച്ചറാന്ന് പറഞ്ഞതും ആരാണ്? ശ്വാൻ ആണ്, ഷീൽഡൻ അല്ല കേട്ടോ. അപ്പൊ ആലോചിച്ച് നോക്കിയിട്ട് ഷീൽഡൻ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് ശ്വാൻ സ്റ്റഡിഡ് അബൌട്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഹി ഗേവ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ബോഡി ആർ മേഡ് അപ്പ് ഓഫ് ദ സെൽ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽ. അതിന്റെ അർത്ഥം ഹൈപ്പോത്തസിസ് തന്നതാരാ? ശ്വാൻ മാത്രമാണ്. ആ ലൈൻ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. സോ പേജ് നമ്പർ 126 ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 3 ലൈൻ ഓൾഡ് ടെക്സ്റ്റിലും പേജ് നമ്പർ 88 ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 3 ലൈൻ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 3 ലൈൻ കേട്ടോ പറഞ്ഞിട്ടുണ്ട്. The Schwann proposed the hypothesis in which the body of plants and animals are made up of the cell and product of cell. ആ ഹൈപ്പോത്തസിസ് ആരാ തന്നെ? ശ്വാൻ ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഇനി അപ്പൊ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാ? ഷീൽഡൻ ആൻഡ് ശ്വാൻ ആണ്. പക്ഷെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവരും ചോദിച്ചു ഈ സെല്ലൊക്കെ എവിടുന്നാ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് റുഡോൾഫ് വിച്ചോ വരുന്നത്. 1855 എന്നൊരു ഇയർ ഉണ്ടല്ലോ. സെയിം പേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം പേജിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ രണ്ടാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നോക്കുക. റുഡോൾഫ് വിച്ചോ എന്ന് പേരുണ്ട്. മൂന്നാമത്തെ ലൈനിന്റെ ഫസ്റ്റ് നോക്കുക. 1855 എന്നൊരു ഇയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് റുഡോൾഫ് വിച്ചോ ഇൻ 1855 he gave a concept called as omnis cellula e cellula. all the new cells are formed from pre-existing cell through division. എല്ലാ പുതിയ സെല്ലും പഴയ സെല്ലിൽ നിന്നാണ് ഡിവിഷൻ വഴി ഫോം ചെയ്യുന്നുള്ള കോൺസെപ്റ്റ് ആര് തന്നു? റുഡോൾഫ് വിച്ചോ. അതിനുശേഷമാണ് സെൽ തിയറി എന്ത് ചെയ്തത്? ആക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് സെൽ തിയറിന്റെ ഒരു പോയിന്റ് ആയിട്ട് റുഡോൾഫ് വിച്ചോ തന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട് കേട്ടോ. അപ്പൊ ഹി മോഡിഫൈഡ് ദ സെൽ തിയറി എന്നൊരു പോയിന്റ്. അപ്പൊ ആരാണ് സെൽ തിയറി മോഡിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിച്ചോ ആണ്. ആരാണ് സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഷീൽഡൻ ആൻഡ് ശ്വാൻ ആണ്. ആരാണ് ഇത് ഫൈനലി മോഡിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിച്ചോ ആണ് കേട്ടോ. എന്താ കോൺസെപ്റ്റ്? ഓംനസ് സെല്ല ഈ സെല്ലോ all the new cells are formed from pre-existing cell. ക്ലിയർ ആണ് മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാലോ. സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ, വേഗം ആൻസർ പറഞ്ഞടാ. ഹൂ പ്രപ്പോസ് സെൽ തിയറി? ഹൂ പ്രപ്പോസ് സെൽ തിയറി? വേഗം. ലക്ഷ്മി was the first person to give the answer. ഷീൽഡൻ ആൻഡ് ശ്വാൻ. ഇതേ സാധനം ഫൈനലി ആരാണ് മോഡിഫൈ ചെയ്തത്? ഞാൻ ആൻസർ ഇത് വരുമോ? ഇല്ല. ഫൈനലി മോഡിഫൈ ചെയ്തെന്ന് ചോദിച്ചാൽ ആരാ വരിക? റുഡോൾഫ് വിച്ചോ അല്ല വരിക. ഇവിടെ ആൻസർ ഷീൽഡൻ ആൻഡ് ശ്വാൻ. നെക്സ്റ്റ് വൺ. ദ കോൺസെപ്റ്റ് ഓഫ് ഓംനസ് സെല്ല ഈ സെല്ല റിഗാർഡിംഗ് സെൽ ഡിവിഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആരാ? വേഗം. ഓംനസ് സെല്ല ഈ സെല്ല ദാറ്റ് ഇസ് റുഡോൾഫ് വിച്ചോ. 1855 അല്ലേ? 2019 നോക്കിയിട്ട് എല്ലാം റീസെന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. ചെയ്ത് പഠിച്ചോട്ടാ. ഓക്കെ. So let's go for the next concept. Overview of a cell എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓവർവ്യൂ ഓഫ് ദ സെല്ലില് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ട്. നല്ലോണം ശ്രദ്ധിച്ചോട്ടാ. അതായത് പ്ലാസ്മ മെംബ്രെയിനെ ചുറ്റും സെൽ വാളിലുള്ള രണ്ട് ആൾക്കാരാണ് പ്ലാന്റ്സും ഫംഗസും അല്ലേ? ദാറ്റ് മീൻസ് സെൽ വാൾ ഫോംസ് ദ ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ഇൻ പ്ലാന്റ്സ് ആൻഡ് ഫംഗസ്. ഇത് ക്ലിയർ ആയി മക്കളെ? അപ്പൊ എന്താ പ്രൊട്ടിസ്റ്റ പറയാത്തെന്ന് ചോദിച്ചാൽ പ്രൊട്ടിസ്റ്റയ്ക്ക് എല്ലാവർക്കും സെൽ വാൾ ഇല്ല. ആർക്കാ? ക്രൈസോഫൈറ്റ്സിനുണ്ട്, ഡൈനോഫ്ലെജലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സിന് ഇല്ല, പ്ലാസ്മോഡി സ്ലൈമോൾസ് പ്ലാസ്മോഡിത്തിനില്ല. അപ്പൊ എല്ലാവർക്കും സെൽ വാൾ ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും സെൽ വാളിലെ രണ്ടാൾക്കാരാണ് ഫംഗസും പ്ലാന്റ്സും. അപ്പൊ അവരെ ബൗണ്ടറി സെൽ വാൾ നമ്മൾ പഠിച്ചു. ഇത് ക്ലിയർ ആയോ മക്കളെ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആയില്ലേ? ഇനി ഈ സെല്ലിന്റെ അകത്ത് പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത് സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. The semi fluid matrix that fills inside the cell are called cytoplasm. Cytoplasm is the main arena of cellular activity എന്ന് പറഞ്ഞിട്ടുണ്ട്. Cytoplasm is the main arena of cellular activity in both
പ്രൊകാരിയോട്സ് ആയിക്കോട്ടെ, യൂകാരിയോട്സ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ദ മെയിൻ അറീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നത്, മെയിൻ ആയിട്ട് എല്ലാ ആക്ടിവിറ്റിയും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ദ കണ്ടിന്യൂസ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ സൈറ്റോപ്ലാസം കീപ്സ് ദ സെൽ ഇൻ എ ലിവിങ് സ്റ്റേറ്റിന് ആ പാരഗ്രാഫിന്റെ ഏറ്റവും ലാസ്റ്റ് 2 ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെച്ചോട്ടാ. കണ്ടിന്യൂസ് റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം ദാറ്റ് കീപ്സ് ദ സെൽ ഇൻ ലിവിങ് സ്റ്റേറ്റ്. അതിനർത്ഥം ഒരു സെല്ലിൽ സൈറ്റോപ്ലാസം ഉണ്ട്, ആ സൈറ്റോപ്ലാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ ആ സെൽ ലിവിങ് ആയിരിക്കും. തീരുമാനമായോ? യെസ്. അതേപോലെ സെല്ലിൻ്റെ അകത്ത് പ്രൊകാരിയോട്സ് ആണെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, ഷൈന ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല, വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെ എന്ത് വിളിക്കുക? യൂകാരിയോട്ട് എന്ന് പറയും. എന്താ മക്കളെ വിളിക്കുക? യൂകാരിയോട്ട്. ഇത് ക്ലിയർ ആയോ? ഇനി സൈറ്റോപ്ലാസത്തിൽ എല്ലാ സൈറ്റോപ്ലാസം നമുക്കറിയാം, സൈറ്റോപ്ലാസത്തിൽ എല്ലാ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് സെല്ലിനെ ലിവിങ് സ്റ്റേറ്റിൽ വെച്ചെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ പ്രൊകാരിയോട്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാനുണ്ട്? മെയിനായിട്ട് ഫുഡ് റിസർവ്സ് ഒക്കെ ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിലെ എല്ലാ ഫുഡ് റിസർവ്സും അവർ സൂക്ഷിച്ച് വെക്കും. ബിക്കോസ് അവർക്ക് ഫുഡ് റിസർവ് ചെയ്യാൻ സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും അവർക്കില്ല. കേട്ടോ? ഇത് നോക്കിടാം. A semi-fluid matrix cellular, the semi-fluid matrix where cellular activity and chemical reaction occurs that keeps the cell in a living place, that is called cytoplasm. ഇനി റൈബോസോം പറയുകയാണെങ്കിൽ റൈബോസോം നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ്, ഗ്രാനുലാർ സ്ട്രക്ചർ ആണ്. അപ്പോൾ മെംബ്രെയിനേ ഇല്ലാത്ത ഒരാളാണ് റൈബോസോം. റൈബോസോമിൽ ആകെ 2 ആൾക്കാരേ ഉള്ളൂ, RNA ആൻഡ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? പക്ഷെ റൈബോസോം എവിടെയൊക്കെ കാണും ചോദിച്ചാൽ നമ്മൾ 3 കാര്യങ്ങൾ പറയണം. റൈബോസോം സൈറ്റോപ്ലാസത്തിൽ കാണും, മൈറ്റോകോൺഡ്രിയൻ്റെ അകത്ത് കാണും അല്ലേ. അതേപോലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തും കാണും. അപ്പോൾ എവിടെയൊക്കെ കാണും? സൈറ്റോപ്ലാസ്റ്റിൽ കാണും, മൈറ്റോകോൺഡ്രിയൻ്റെ അകത്ത് കാണും, ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണും. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫേസിലും കാണും. അതിന് ഓൺ എന്നാ പറയാം. ഓൺ എന്ന് പറഞ്ഞാൽ പുറത്താണ് കാണുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പുറത്തും കാണും. അപ്പോൾ ഇത് ചോദിക്കും, ഇതും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ റൈബോസോം എന്താണ്? നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ്. എവിടെയൊക്കെ കാണാം? സൈറ്റോപ്ലാസത്തിൽ കാണും, ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണും, മൈറ്റോകോൺഡ്രിയൻ്റെ അകത്ത് കാണും. ഓൺ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫേസിൽ ആരുണ്ടാവും? റൈബോസോം ഉണ്ടാവും. അപ്പോൾ ഇതും പഠിച്ചില്ലേ മക്കളെ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് സെല്ല് ഡിഫറെൻറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് ഫങ്ഷൻ അല്ലേ. സെൽ ഡിഫറെൻറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് ഫങ്ഷൻ. അത് സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൈക്കോപ്ലാസ്മയുടെ 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് ആണ്, ബാക്ടീരിയ 3 to 5 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് ആണ്. രണ്ടും പഠിച്ചു വെക്കണം. പേജ് നമ്പർ 126 ലെഫ്റ്റ് സൈഡ് പേജ് ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് ലൈൻ ഇൻ ദ ഓൾഡ് ടെക്സ്റ്റ്, ആൻഡ് പേജ് നമ്പർ 88 ലെഫ്റ്റ് സൈഡ് പേജ് ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് ലൈൻ ഇൻ ദ ന്യൂ ടെക്സ്റ്റ്. 0.3 മൈക്രോമീറ്റർ ലെങ്ത് ആണ് മൈക്കോപ്ലാസ്മ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 89, അത് പിക്ചറിന് തൊട്ട് താഴെയുള്ള ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ലൈൻ വായിക്കുക. 3 to 5 മൈക്രോമീറ്റർ ആണ് അത് ബാക്ടീരിയയുടെ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതും പഠിക്കണം കേട്ടാ. ഇനി വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് RBC? 7 മൈക്രോമീറ്റർ ഇൻ ഡയാമീറ്റർ ആണ്. 7 മൈക്രോമീറ്റർ ഇൻ ഡയാമീറ്റർ ആണ് RBC. നോക്കിടാ, 7 മൈക്രോമീറ്റർ ഇൻ ഡയാമീറ്റർ ആണ് ഇത് RBC എന്ന് പറയുന്നത് കേട്ടോ. ഇതും പഠിക്കണം. സോ വൺ ഓഫ് ദ ലോങ്കസ്റ്റ് സെല്ലാണ് നെർവ് സെൽ, ആൻഡ് ഐസൊലേറ്റഡ് ലാർജസ്റ്റ് സിംഗിൾ സെൽ ഏതാ ചോദിച്ചാൽ ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്. ഒന്നും കൂടി പറയാം. The size of Mycoplasma 0.3 micrometer length ആണ്. Bacteria 3 to 5 micrometer in length ആണ്. So single isolated ആയിട്ടുള്ള large cell ആണ് ostrichന്റെ egg. Then what is the diameter of RBC? 7 micrometer ആണ്. അതേപോലെ one of the longest cell ആണ് nerve cell. ഇനി പഠിക്കേണ്ടത് മക്കളെ, the size and shape of the cell depends upon the function അല്ലേ. ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് തീരുമാനിക്കുന്നത് അവരുടെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ്. ആ ഒരു പോയിന്റ് പഠിക്കാതെ പോരുത് കേട്ടോ. ഫംഗ്ഷൻ അനുസരിച്ചിട്ട് സെല്ലിന്റെ സൈസും അതിന്റെ ഷേപ്പ് ഒക്കെ മാറും. ക്ലിയർ? ആ ബാക്ടീരിയ സൈസ് 3 to 5 ആണെങ്കിൽ അതോ 1 to 2 ആണോ? അത് നല്ലൊരു ചോദ്യം കേട്ടാ. കരിഷ്മ ചോദിച്ചത് എന്താണെന്നറിയോ? പേജ് നമ്പർ 128 ലെഫ്റ്റ് സൈഡ് പേജ് ശരിയല്ലടാ. അതായത് പേജ് നമ്പർ 90 ഓഫ് ദ ന്യൂ ടെക്സ്റ്റും പേജ് നമ്പർ 128 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റും ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു യൂകാരിയോട്ടിക് സെല്ല് വരച്ചതിന്റെ തൊട്ടടുത്ത് ടിപ്പിക്കൽ ബാക്ടീരിയ 1 to 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡയമീറ്റർ ആണ്, ലെങ്ത് അല്ല കേട്ടോ. ഇവിടെ ലെങ്ത് ആണ്. ബിക്കോസ് ഇവിടെ പറഞ്ഞത് 0.3 മൈക്രോമീറ്റർ ലെങ്ത് ആണ് മൈക്കോപ്ലാസ്മ എങ്കിൽ, വെറാസ് ബാക്ടീരിയസ് എന്ന് പറയുമ്പോൾ അവിടെയും ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1 to 2 ഇസ് ദ ഡയമീറ്റർ. ടിപ്പിക്കൽ ബാക്ടീരിയയുടെ ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് 1 to 2. അവിടെ എല്ലാം തന്നിട്ടുണ്ടല്ലോ. മൈക്കോപ്ലാസ്മ 0.1 തന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ മൈക്കോപ്ലാസ്മ നമ്മൾ പറഞ്ഞ 0.3 അല്ലേ, അതും ഡയമീറ്റർ ആണ് 0.1. അതേപോലെ വൈറസ് തന്നിട്ടുണ്ടല്ലോ 0.02 to 0.2 തന്നിട്ടുണ്ടല്ലോ വൈറസിന്റെ. അതേപോലെ യൂക്കാരിയോട്ടിക് സെൽ 10 to 20 മൈക്രോമീറ്റർ തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ പഠിക്കണം കേട്ടോ. പഠിച്ചോ കരിഷ്മ? ഗോട്ട് ഇറ്റ്? യെസ് യെസ്, വെരി ഗുഡ്. ദാ ഇവിടെ ഉണ്ട്. ഓ, എന്തിനാണ് എത്ര കഷ്ടപ്പെട്ട് പറഞ്ഞത്? സ്ലൈഡിലുണ്ട്, നോക്കിയടാ. PPLO 0.1, വൈറസ് 0.02 to 0.2, ടിപ്പിക്കൽ ബാക്ടീരിയ 1 to 2 മൈക്രോമീറ്റർ, യൂക്കാരിയോട്ടിക് സെൽ 10 to 20 മൈക്രോമീറ്റർ. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ, പഠിച്ചു വെക്കണടാ. So do the question. Within the cell, ribosomes are found in. സെല്ലിന്റെ അകത്ത് റൈബോസോം എവിടെയാണ് ഉണ്ടാവുക? PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. സ്മോൾ ആണ് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിച്ചോ, അതിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. PPLO 0.1 ഏതാ? ഡയമീറ്റർ ആണ്. മൈക്കോപ്ലാസ്മയുടെ ഡയമീറ്റർ നിങ്ങൾ അടിച്ചു നോക്കി, അതും 0.1 ആണ്. അതും 0.1 ആണ് കേട്ടാ. ലെങ്ത് ആണ് 0.3, ഡയമീറ്റർ മൈക്കോപ്ലാസ്മയുടെ PPLOന്റെ 0.1 തന്നെയാണ്. കിട്ടിയോ? ആരാ ചോദിച്ചേ? ഓക്കെ, ആയില്ലേ? So answer for this, within the cell, ribosomes are found in all of this. Very good. Cytoplasm ഉണ്ടോ, ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺഡ്രിയ അകത്തുണ്ടോ, റഫ് എൻഡോപ്ലാസ്മിക്കിൽ ഉണ്ടോ? Answer is all of this. Next one. So given below are the two statements. ഇത് നമ്മൾ ഓൾറെഡി ചെയ്താന്ന് തോന്നല്ലോ. Mycoplasma can pass through less than 1 micrometer. ശരിയല്ലേ? 0.3 ആണ് അവരുടെ സൈസ്. ഇത് ഓൾറെഡി ചെയ്താണ്, 2022 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. 0.3 ആണ് സൈസ്. അപ്പോൾ 1 മൈക്രോമീറ്ററിന്റെ അകത്ത് കയറും. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻ ആടാ. മൈക്കോപ്ലാസ്മ ആർ ബാക്ടീരിയ വിത്ത് സെൽ വാൾ ആണോ? അല്ല, വിത്തൗട്ട് സെൽ വാൾ ആണ്. ആൻസർ ഷുഡ് ബി സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ദ സൈസ് ഓഫ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, PPLO 2020 കോവിഡ് ക്വസ്റ്റൻ പേപ്പറിൽ വന്ന ക്വസ്റ്റൻ ആണ്. PPLOയുടെ സൈസ് പറഞ്ഞേ, വേഗം പറഞ്ഞോ, വേഗം. ദാറ്റ് ഇസ് 0.1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. 0.1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. യെസ്, ശരിയല്ലേ? ഒരു മിനിറ്റ് മക്കളെ, ഇതിന്റെ ചാർജ് ഒന്ന് കുത്തി നോക്കിട്ടാ. ചാർജ് ഡൗൺ ആയി. യെസ്, അപ്പോൾ ആൻസർ ചെയ്താൽ 0.1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഫോർ prokaryotic cells. When you take about prokaryotic cells, as you know that prokaryotic cells le membrane bond organelles onnu illa, true nucleus illa, genetic material undu, പക്ഷെ ആ genetic material ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ട് അതിനെ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക കേട്ടോ മക്കളെ. സൈറ്റോപ്ലാസത്തിൽ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തതുകൊണ്ട് അതിനെന്താ വിളിക്കുക? ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി ആരൊക്കെയാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിൽ വരുന്നത് ചോദിച്ചാൽ നമുക്കറിയാലോ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയ വരും, ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ഇസ് കോൾഡ് എ സൈനോബാക്ടീരിയ. PPLO stands for പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, മൈക്കോപ്ലാസ്മ. ആരൊക്കെ 4 പേര്? ബാക്ടീരിയ, blue green algae or cyanobacteria, we can call it as PPLO, and Mycoplasma are the members of prokaryotes. In prokaryotes, പ്രത്യേകത എന്താണെന്നറിയോ? They are smaller and they multiply faster than the eukaryotic cell. ശരിയല്ലേ? സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ ഒരു ചാപ്റ്റർ നമ്മൾ ഇനി പഠിക്കുമല്ലോ. അതിൽ എൻ്റെ ഓർമ്മയിൽ പേജ് 163 ആണെന്ന് തോന്നുന്നു. 163യുടെ റൈറ്റ് സൈഡ് പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ 3ാമത്തെ ലൈനിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഏതാ? ടിപ്പിക്കൽ ഹ്യൂമൻ സെല്ല് 24 മണിക്കൂറും കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് യൂക്കാരിയോട്ടിക് സെൽ ഡിവൈഡ് ചെയ്യാൻ 24 മണിക്കൂർ വേണം. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? പ്രൊക്കാരിയോട്ടിക് സെൽ ബാക്ടീരിയ ഡിവൈഡ്സ് എവറി 20 minutes. ശരിയല്ലേടാ? എവറി 20 minutes. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൊക്കാരിയോട്ട് സെൽസ് വിൽ ഡിവൈഡ് ഫാസ്റ്റർ ദാൻ ദ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയാൻ കാരണം. കിട്ടിയോ? ഇനി അടുത്ത പോയിന്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാ. ദേ ആർ ജനറലി സ്മോളർ, മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ദാൻ ദ യൂക്കാരിയോട്ടിക് സെൽസ്. ഇതിൽ സംശയം ഉണ്ടോ? ഇല്ലല്ലോ. യെസ്, ലെറ്റ്സ് ഗോ ഫോർ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് പ്രൊക്കാരിയോട്ടിക് സെൽ? ഏതൊക്കെയാണ് പ്രൊക്കാരിയോട്ടിക് സെൽ വരിക? വേഗം പറഞ്ഞ മക്കളെ. ഇത് കുറച്ച് ക്വസ്റ്റൻ ആണ് ഇങ്ങനെ വരിക കേട്ടോ. ബാക്കി എല്ലാ ക്വസ്റ്റൻ ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്. തേരി വേഗം പറഞ്ഞിട്ട് ക്വസ്റ്റൻ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. നിയർ ബൈ 90 ക്വസ്റ്റൻസോളം ഇന്ന് ചെയ്യുന്നുണ്ട്. ഏതായാലും കുറേ ക്വസ്റ്റൻ നേരത്തെ ചെയ്തില്ല, ഇനിയും ചെയ്യും. മാം 20 മുമ്പ് +1 ബോട്ടണി തീരോ? ഐ ഹാവ് ഇംപ്രൂവ്മെന്റ് എക്സാം. 20ക്ക് മുന്നെയോ? നോക്കാട്ടോ. അരുൺ, വിൽ സി പോസിബിൾ ആണോ? Yes, all of this അല്ലേ വരിക? PPLO, Mycoplasma, bacteria, all of this. Very good. Next one. The 4 basic shape of bacteria നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ
4 ബേസിക് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. അതും ഇതേ ചാപ്റ്ററിൽ വരുന്ന സാധനമാണ്. വേഗം പറഞ്ഞ മക്കളെ ഏതൊക്കെയാ? സ്പെറിക്കൽ ആണെങ്കിൽ കോക്കസ്, റോഡ് ഷേപ്പ് ആണെങ്കിൽ അത് ബാസിലസ്, ദെൻ കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ, സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ സ്പൈറലം. ആൻസർ ബാസിലസ്, കോക്കസ്, വിബ്രിയോ ആൻഡ് സ്പൈറൽ. 3 അല്ലേ വരിക? യെസ്. ആരാ? അനശ്വരാണ് ഫസ്റ്റ് ടൈപ്പ് ചെയ്തത് അല്ലേ? Then let's go for cell envelope. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള സെൽ എൻവലപ്പ് ആണ് കേട്ടോ. സോ ബാക്ടീരിയ കേസിൽ there are chemically complex, നല്ലോണം ടേം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. കെമിക്കലി കോംപ്ലെക്സ് ആയിട്ടുള്ള സെൽ എൻവലപ്പ് ആണ് ഉള്ളത്. കെമിക്കലി കോംപ്ലെക്സ് ആയിട്ടുള്ള സെൽ എൻവലപ്പ്. ഈ സെൽ എൻവലപ്പ് കേട്ടോ, കെമിക്കലി കോംപ്ലെക്സ് ആയിട്ടുള്ള സെൽ എൻവലപ്പ് 3 ലെയർ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ സെൽ എൻവലപ്പ് 1 ലെയർ അല്ല 3 ലെയർ ആണ് ചിന്തിക്കുക. ദ ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് കോൾഡ് ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് ആണ് കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് ലെയർ ഇസ് കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ നമുക്ക് പറയാം. സോറി, ഒരു മിനിറ്റ്. സെൽ വാൾ. ദ സെക്കൻഡ് ലെയർ ഇസ് കോൾഡ് സെൽ വാൾ and the third layer is called plasma membrane or cell membrane. Plasma membrane or cell membrane. പെട്ടെന്ന് എഴുതിയപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ മക്കളെ. സോ there are three tightly bound layer അല്ല 3 tightly bound ആയിട്ടുള്ള കെമിക്കലി ടൈറ്റ്ലി ബോണ്ട് ആണെന്ന് മാത്രമല്ല കെമിക്കലി കോംപ്ലെക്സ് ആയിട്ടുള്ള ലെയർ ആണ്. ഔട്ടർമോസ്റ്റ് ഇസ് കോൾഡ് ഗ്ലൈക്കോകാലിക്സ്. അത് കഴിഞ്ഞാൽ സെൽ വാൾ, ഏറ്റവും അകത്ത് കാണുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ 3 ലെയറിനും ഡിസ്റ്റിങ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഗ്ലൈക്കോകാലിക്സ് സ്റ്റിക്കിനെസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ സെൽ വാള് ബേസ്റ്റിംഗ് കൊളാപ്സിംഗും ബാക്ടീരിയ പ്രൊട്ടക്ട് ആണ് ചെയ്യുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ഔട്ട്സൈഡ് ദ വേൾഡ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ചില ആൾക്കാർ അകത്തേക്ക് കടത്തിവിടും, ചില ആൾക്കാർ പുറത്തേക്ക് കടത്തിവിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ, 3 ലെയറിനും വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ടും ഈ 3 ലെയർ ടുഗദർ ആക്ട് ആസ് എ സിംഗിൾ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. All the 3 layer together, 4ാമത്തെ 5ാമത്തെ ലൈൻ വായിച്ചു നോക്കിയ സെൽ എൻവലപ്പില് all the 3 layer together act as a single പ്രൊട്ടക്റ്റീവ് യൂണിറ്റ്. ഈ 3 ലെയർ ഒരുമിച്ച് എന്ത് ജോലി ചെയ്യുന്നുണ്ട്? സിംഗിൾ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ്. ശരിക്കും ഓരോ ലെയറിനും സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ 3 ലെയർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയില്ല മക്കളെ? ഇനി ലെറ്റ്സ് ഗോ ഫോർ ഗ്ലൈക്കോകാലിക്സ് കേട്ടോ. ഞാൻ ആ പാരഗ്രാഫിന്റെ ഓർഡറിലല്ല പോകുന്നത്. ഈ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഇത് 3 പെട്ടെന്ന് തീരും. സോ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞാൽ ഇത് കോമ്പോസിഷനിലും തിക്നെസ്സിനും ഡിഫറെന്റ് എന്നാ പറയേണ്ടത്. എല്ലാ ബാക്ടീരിയയും ഗ്ലൈക്കോകാലിക്സ് ഒരേ കോമ്പോസിഷൻ ഒരേ തിക്നെസ് അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഓഫ് ബാക്ടീരിയ ഗ്ലൈക്കോകാലിക്സ് ആയിരിക്കും. അതിന്റെ കോമ്പോസിഷനും തിക്നെസ്സും ഡിഫറെന്റ് ആണ്. ഇനി ഗ്ലൈക്കോകാലിക്സിൽ ലൂസ്ലി അറേഞ്ച് ചെയ്യാണ്. ഗ്ലൈക്കോകാലിക്സിൽ കാണുന്ന പോളിസാക്കറൈഡ് ലൂസ്ലി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ലൈം ലെയർ എന്നാണ് വിളിക്കുക. സ്ലൈം, ഒരു മിനിറ്റ് കേട്ടോ. ലൂസ്ലി അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലൈം ലെയർ. ഇനി ടൈറ്റ്ലി അത് പാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. എന്താ വിളിക്കുക? ക്യാപ്സ്യൂൾ. അപ്പൊ ഈ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഗ്ലൈക്കോകാലിക്സ് ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. കോമ്പോസിഷനിലും തിക്നെസ്സിലും വ്യത്യാസം ഉണ്ടാവും ഓരോരോ ബാക്ടീരിയയിലും. ലൂസ്ലി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്ലൈം ലെയർ എന്നാ വിളിക്കുക. ടൈറ്റ്ലി ആൻഡ് ഹാർഡ്ലി പാക്ഡ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ എന്നാ വിളിക്കുക. എന്താ അതിന്റെ ഫംഗ്ഷൻ? സ്റ്റിക്കിനെസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് സ്റ്റിക്കിനെസ് കൊടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഒട്ടിപ്പിടിക്കും കേട്ടോ. ആയില്ലടാ. ഇനി 2ാമത്തെ ലെയർ. സോ 2ാമത്തെ ലെയർ ആണ് സെൽ വാൾ. സെൽ വാൾ ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ബാക്ടീരിയ ഫ്രം ബേസ്റ്റിംഗ് ആൻഡ് കൊലാപ്സിംഗ്. ഒരു ബാക്ടീരിയ ബേസ്റ്റ് ആവാതിരിക്കാനും കൊലാപ്സ് ചെയ്യാതിരിക്കാനും അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? സെൽ വാൾ ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി 3rd ലെയർ ഇസ് കോൾഡ്, ഇന്നർമോസ്റ്റ് ലെയർ ഇസ് കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഔട്ട്സൈഡ് ദ വേൾഡ് ഇന്ററാക്ട് ചെയ്യുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് എന്ത് കണ്ടന്റ് കയറി വന്നാലും അകത്തേക്ക് കടത്തി വിടണോ വേണ്ടെന്ന് തീരുമാനിക്കുക ഇവരാണ്. ബിക്കോസ് പുറമേ നിന്ന് വരുന്ന ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അവരാണ് തീരുമാനിക്കുന്നത് ഇവർ അകത്തേക്ക് വിടണോ പുറത്തേക്ക് വിടണോ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് ദ വേൾഡ്. ഇനി ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ദേ വിൽ സ്പെഷ്യലൈസ്ഡ് അല്ലേ. ഈ പ്ലാസ്മ മെംബ്രെയിനെയും ഒരു ഇൻഫോൾഡിങ് ഉണ്ടാക്കും. അതിനെയാണ് മീസോസോം എന്ന് പറയുന്നത്. അതായത് ദ സ്പെഷ്യൽ ഇൻഫോൾഡിങ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് കോൾഡ് മീസോസോം. മീസോസോം പ്രൊക്കാരിയോട്ടിന്റെ പ്രത്യേകതയാണ്. ബിക്കോസ് പ്രൊക്കാരിയോട്സിൽ മെംബ്രെയിൻ ബോർഡ് ഓർഗനൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏതൊക്കെ ഓർഗനലാണ് ആബ്സെന്റ് ആ മുഴുവൻ ജോലി ഏറ്റെടുക്കുന്ന മീസോസോമാണ്. മൈറ്റോകോൺഡ്രിയ ഇല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ല, ഗോൾജി അപ്പാരറ്റസ് ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്കിയിടാ, മെംബ്രെയിൻ ബോർഡ് ആയിട്ടുള്ള ഒരു ഓർഗനലും പ്രൊക്കാരിയോട്സിന് ഇല്ലല്ലോ. അപ്പൊ മൈറ്റോകോൺഡ്രിയ എന്ത് ചെയ്യും? റെസ്പിറേഷൻ അത് ചെയ്യാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് മൈസോസോം റെസ്പിറേഷൻ ഏറ്റെടുക്കും.
ഗ്ലൈക്കോകാലിക് സെക്രീഷൻ ആണ്, അത് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് അതും എന്ത് ചെയ്യും, ഇവർ ഏറ്റെടുക്കും. അങ്ങനെ ഓരോരോ ഓർഗനൽ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ആ മുഴുവൻ ജോലി ഏറ്റെടുക്കുന്ന ആരാ? മീസോസോം ആണ്. സോ മീസോസോം വെസിക്കൽ ഫോം ആവാം, ട്യൂബ്യൂൾ ഫോമിലാവാം, ലാമെല്ലെ ഫോമിലാവാം, അങ്ങനെ പല ഷേപ്പിലും ഇവർ വരുന്നുണ്ട്. വെസിക്കൽ ഫോം, ട്യൂബ്യൂൾ ഫോം, ലാമെല്ലെ ഫോമിലൊക്കെ മീസോസോം ഇൻഫോൾഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സോ വാട്ട്സ് ദ ഫംഗ്ഷൻ? സെൽ വാൾ ഫോർമേഷൻ ഉണ്ട്, DNA ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡോട്ടർ സെൽ. സെൽ വാൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് 2 ഡോട്ടർ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സെക്രീഷൻ ചെയ്യും, റെസ്പിറേഷൻ ചെയ്യും. അങ്ങനെ എല്ലാ ജോലിയും ചെയ്യുന്ന മീസോസോം ആണ്. അത് മാത്രമല്ല, ഇറ്റ് ഇൻക്രീസസ് ദ സർഫേസ് ഏരിയ ഫോർ എൻസൈം കണ്ടന്റ്. നോക്കിയടാ, ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇൻഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർഫേസ് ഏരിയ കൂടിയില്ലേ, അപ്പോൾ അവിടെ എൻസൈമിൻ്റെ അളവ് കൂടൂലേ. സോ ഇറ്റ് ഇൻക്രീസസ് ദ സർഫേസ് ഏരിയ ഫോർ എൻസൈം കണ്ടന്റ് എന്നാണ്. ഇത് ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടെ വരച്ചുതരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ ഇത്രയല്ലേ സർഫേസ് ഏരിയ ഉള്ളൂ. നേരത്തെ വെച്ച് ഇത് ഇൻഫോൾഡ് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ അവിടെ ഏരിയ കൂടിയില്ലേ. ഓക്കെ, ഇവിടെ ഏരിയ കൂടിയില്ലേ, ഇവിടെയല്ലേ എൻസൈം ഒക്കെ ഉണ്ടാവേണ്ടത്, റെസ്പിറേഷൻ ഒക്കെ ചെയ്യേണ്ടത്. അതാണ് ഇറ്റ് ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഫോർ എൻസൈം കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. സെമി പെർമിയബിൾ എന്നുള്ള വാക്കൊക്കെ വരാറുണ്ട്, പക്ഷേ ഏറ്റവും ആപ്റ്റ് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്ട് ചെയ്ത മോളിക്യൂൾസിന് മാത്രമേ അകത്തേക്കോ പുറത്തേക്കോ കടത്തി വിടുള്ളൂ. സോ പ്ലാസ്മ മെംബ്രെയിൻ is selectively permeable and the structure of plasma membrane is similar to prokaryote and eukaryote. യൂക്കാരിയോട്ട് പ്ലാസ്മ മെംബ്രെയിൻ എടുത്താലും പ്രൊകാരിയോട്ട് പ്ലാസ്മ മെംബ്രെയിൻ എടുത്താലും സ്ട്രക്ചറലി സിമിലർ ആണ്. is functionally similar to mitochondria എന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആണ്. ബിക്കോസ് എന്താ, പ്രൊകാരിയോട്സിലെ മൈറ്റോകോൺഡ്രിയയുടെ ജോലി ആരാ ചെയ്യുന്നത്? മീസോസോമാ ചെയ്യുന്നത്. ശരിയല്ലേ? കരിഷ്മ കറക്റ്റ് ആണ്. കിട്ടിയാ മക്കളെ? അങ്ങനെ മീസോസോമും കഴിഞ്ഞു. ഇനി നോക്കിടാ, മോസ്റ്റ് പ്രൊകാരിയോട്ടിക് സെൽ. അയ്യോ, മീസോസോം കഴിഞ്ഞ് ഒരു സാധനം കൂടി പറയണ്ട കേട്ടോ, ക്രോമറ്റോഫോർ പഠിച്ചിട്ടില്ലല്ലോ. എന്നാ കേട്ടോ, മീസോസോം കഴിഞ്ഞില്ലേ? ഇതേപോലെ മക്കളെ സം സൈനോബാക്ടീരിയ കേട്ടാ. ചില സൈനോബാക്ടീരിയയില് ശ്രദ്ധിക്കുന്നുണ്ടാ, ചില സൈനോബാക്ടീരിയയില് ഇതേ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ, സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്ട്രക്ചർ ഉണ്ടാക്കും കേട്ടോ. ഇതേ പ്ലാസ്മ മെംബ്രെയിൻ സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഇൻഫോൾഡ് ചെയ്ത് സ്ട്രക്ചർ ഉണ്ടാക്കും. ദിസ് ഇസ് കോൾഡ് ക്രോമറ്റോഫോർ. എന്താ വിളിക്കുക? ക്രോമറ്റോഫോർ. ഈ ക്രോമറ്റോഫോറിലാണ് പിഗ്മെന്റ് ഉണ്ടാവുക. ബിക്കോസ് നമ്മൾ എന്താ പറഞ്ഞ, സൈനോബാക്ടീരിയ ഹാസ് ക്ലോറോഫിലെ വിച്ച് ആർ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ബാക്ടീരിയൽ ക്ലോറോഫിൽ ഇല്ലേ, അത് ഇവിടെ ഉണ്ടാവുക. ഞാൻ ഇവിടെ വെക്കാം, ഇവിടെ ഉണ്ടാവുക. സോ ക്രോമറ്റോഫോർ ഹാസ് പിഗ്മെന്റ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. സൈനോബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള പിഗ്മെന്റ് ആണ് ഏതാ? ബാക്ടീരിയൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അത് കാണുന്നത് ക്രോമറ്റോഫോറിന്റെ അകത്താണ്. ക്രോമറ്റോഫോറും പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡിംഗ് ആണ്. എങ്ങോട്ടേക്കാണ് ഇൻഫോൾഡ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസ്മിന്റെ അങ്ങോട്ടേക്കാണ് ഇൻഫോൾഡ് ചെയ്യുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി ചെയ്തു തരാം. മോസ്റ്റ് പ്രൊകാരിയോട്ടിക് സെൽ മെയിൻലി ദ ബാക്ടീരിയ സെൽ ഹാവ്. ആൻസർ പറയാം. ഹെൽത്ത് ഇൻ റെസ്പിറേഷൻ, സെലക്റ്റീവ്ലി പെർമിയബിൾ. വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മക്കളെ. വെരി ഗുഡ്. Fatima Nida was the first person to give the answer. Ari Lakshmi, Niranjana, very good. Most prokaryotic cell, mainly the bacterial cell, have chemically complex cell envelope. Chemically symbol ano alla, chemically complex cell envelope on. Do this. Glycocalyx of bacterial cell may occur in the form of loose sheath called as slime layer, and it may be thick and tough called as capsule. Loose ആണെങ്കിൽ slime layer, thick and tough ആണെങ്കിൽ capsule ആണ്. ആരി ലക്ഷ്മി ആണ് വീണ്ടും ഫസ്റ്റ്. വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ. സോ മീസോസോം പഠിച്ചല്ലോ. മീസോമിന്റെ എല്ലാ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റ്സാണ് പറഞ്ഞത് നോക്കിടാ അല്ലേ? എല്ലാം പറഞ്ഞിട്ടില്ലേ? പ്ലാസ്മ മെംബ്രെയിൻ സ്പെഷ്യൽ ഫോൾഡിംഗ് ആണ്. വെസിക്കൽ ഫോമിലോ ട്യൂബ്യൂൾ ഫോമിലോ ലാമെല്ലെ ഫോമിലാവാം അല്ലെ? വെസിക്കൽ ഫോമിൽ, ട്യൂബ്യൂൾ ഫോം, ലാമെല്ലെ ഫോമിലാവാം എന്ന് പറഞ്ഞിട്ട്. സെൽ വാൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡോട്ടർ സെൽ, റെസ്പിറേഷൻ, സെക്രീഷൻ, increases the surface area for the enzyme content, chromatophore membrane infolding in some prokaryotes like cyanobacteria, contain pigment. ഒറ്റ സ്ട്രെച്ചിൽ എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല മക്കളെ? നിങ്ങൾ വിചാരിക്കും മിസ് ഇങ്ങനെ പറയുമ്പോൾ കുറേ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ട്. മാക്സിമം ഞാൻ കവർ ചെയ്ത് തരുന്നുണ്ട്. ശരിയല്ലേ? ഇല്ലേ? ആണോ ഇല്ലയോ? പറയണം വേഗം. നല്ല തുടക്കത്തിൽ എന്ത് ആക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ സ്ലോ ആയി തുടങ്ങിയല്ലോ. വൈ?
എനിക്ക് നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് എത്ര ലേറ്റായി നമ്മൾ ഇരിക്കും മിസ്സേന്നൊക്കെ. ആ ഇല്ലേ? ആ യെസ്. Let's go for next one. A specialized differentiation form of cell membrane called. Cell membrane special differentiation ആണ്. അത് പ്രൊക്കാരിയോട്ടിന്റെ characteristic feature ആണ്. ഏതാ മക്കളെ അതിന്റെ ആൻസർ? ഏതാ ആൻസർ വരിക? മീസോസോം അല്ലേ? Mesosome is a special differentiation of the cell membrane. Is a characteristic feature of prokaryotes. Next one. Next one നോക്കിടാ. എന്താ ടിക്ക് വന്നിരിക്കണ അവിടെ? So which structure perform the function of mitochondria in bacteria? നേരത്തെ ചോദിച്ചില്ലേ കരിഷ്മ അല്ലേ? നോക്കിയേ ഇപ്പൊ ചെയ്ത് നോക്കിയടാ. എന്താ ചോദിച്ചിരിക്കുന്നത്? Which structure perform the function? 2014 വന്ന ക്വസ്റ്റൻ ആണത്. അതായത് മൈറ്റോകോൺഡ്രിയന് പകരം പ്രൊകാരിയോട്സ് ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്നത് ആരാ? മീസോസോം അല്ലേ? നെക്സ്റ്റ് വൺ. ഓ ഇതിൽ ടിക്ക് വീണുണ്ടല്ലോ. ഇത് അപ്ലോഡ് ചെയ്യപ്പോൾ വന്നതായിരിക്കും. Okay. So in bacteria, mesosome are formed by the extension of plasma membrane. ശരിയല്ലേ? Plasma membrane extension അല്ലേ mesosome? The mesosome in bacteria helps in DNA replication and cell wall formation. Correct അല്ലേ? So answer should be statement 1 and statement 2 are correct. Answer should be C. C അല്ലേ മക്കളെ വരിക? നോക്കിടാ. In bacteria, mesosome are formed by the extension of plasma membrane. Correct ആണ്. C ആണ്. വെരി ഗുഡ്. ആര്യലക്ഷ്മി, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഇത്രയും നേരം കണ്ടില്ലായിരുന്നല്ലോ. ഫാത്തിമ, നിത, നജ, നിരഞ്ജന, ലക്ഷ്മി. (2023) വന്ന ക്വസ്റ്റൻ നേരത്തെ ചെയ്തത്. പിഗ്മെന്റ് കണ്ടെയ്നിങ് മെംബ്രെയിൻ എക്സ്റ്റൻഷൻ ഇൻ സം സൈനോബാക്ടീരിയ കോൾഡ് ആസ്. സൈനോബാക്ടീരിയയിൽ ഇതേപോലെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പിഗ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു മെംബ്രെയിൻ സാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡിംഗ് ആയിട്ട്. അതിനെന്താ വിളിക്കുക? ക്രോമാറ്റോഫോർ. Yes or no? ഏതാ വിളിക്കുക? ക്രോമാറ്റോഫോർ. എന്താ both are correct എന്നൊക്കെ? both are correct. Okay. Chromatophore. Yes. So next one, nucleoid. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയയുടെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല. അത് സൈറ്റോപ്ലാസ്മിൽ തന്നെയാണ് അത് കാണുക. ആൻഡ് സച്ച് എ സ്ട്രക്ചർ ആർ കോൾഡ് ആസ് ന്യൂക്ലിയോയിഡ്. ബാക്ടീരിയക്ക് സ്വന്തം DNA കൂടാതെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഉണ്ട്. ഇത് ബാക്ടീരിയ ആണെങ്കിൽ ഈ ന്യൂക്ലിയോയിഡ് കൂടാതെ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ആണ് ബാക്ടീരിയയുടെ യൂണിക് ഫിനോടൈപ്പ് ലൈക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. സ്വന്തം DNA ഉണ്ട്. അത് സിംഗിൾ കോപ്പിയാണ്, സർക്കുലർ ആണ്. സിംഗിൾ സർക്കുലർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെന്നല്ല എൻ്റെ അർത്ഥം. ഒറ്റ കോപ്പിയേ ഉള്ളൂ എന്നാണ്. സിംഗിൾ സർക്കുലർ ആയിട്ടുള്ള ജീനോമിക് DNA ഉണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഉണ്ട്. അതിനെ പ്ലാസ്മിഡിനെ വിളിക്കുക. അതിലാണ് യൂണിക് ഫീച്ചർ ലൈക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ക്യാരക്ടർ ഒക്കെ ഉണ്ടാവുന്ന പ്ലാസ്മിഡിലേക്കാണ്. ഇത് ക്ലിയർ ആയോ മക്കളെ? കിട്ടിയില്ലേ? അപ്പൊ ഇത് സ്വന്തം DNA, ജീനോമിക് DNA. ദിസ് ഇസ് കോൾഡ് പ്ലാസ്മിഡ് DNA. കേട്ടോ? ആയില്ലേ? ആയോ? Let's go for the next concept. Many bacteria have small circular DNA outside the genomic DNA. എന്ന് പറഞ്ഞാൽ ജീനോമിക് DNA കൂടാതെ ഇവർക്ക് എക്സ്ട്രാ എന്താണ് DNA ഉണ്ട്. അത് സർക്കുലർ ഷേപ്പ് ആണ്. These smaller DNA are called. എന്താ വിളിക്കുക മക്കളെ? എന്തുപറ്റി ശ്രീലക്ഷ്മി? മെസ്സേജ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ. ഏതാ ആൻസർ? പ്ലാസ്മിഡ് അല്ലേ? പ്ലാസ്റ്റിഡ് ആണോ പ്ലാസ്മിഡ് ആണോ? രണ്ട് ഓപ്ഷനും വരും കേട്ടോ. പ്ലാസ്റ്റിഡും പ്ലാസ്മിഡും ഒരുമിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്ലാസ്റ്റിഡിലേക്ക് കൈ വെച്ച് കറക്കരുത് കേട്ടോ. പ്ലാസ്മിഡ്. യെസ്. ആയില്ലേ? സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ. പ്ലാസ്മിഡ് അല്ലേ ടിക്ക് ചെയ്ത്? യെസ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് എന്താ പറഞ്ഞ? എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA. Always the DNA will be double stranded. Always the DNA will be double stranded. അങ്ങനെയാണെങ്കിൽ സർക്കുലർ ആണ്. പ്ലാസ്മിഡ് ഒരു ബാക്ടീരിയ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫറബിൾ ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ല. DNA will be double stranded. ഇൻഡിപെൻഡന്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടല്ല സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് പറയുന്ന മക്കളെ. ആൻസർ സിംഗിൾ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ഫോർ ഫ്ലാജെല്ല. So locomotory structure of bacteria is flagella. If motile they have flagella എന്നാണ് കേട്ടോ. അതായത് എല്ലാ ബാക്ടീരിയയും മൊട്ടൈല നമുക്ക് പറയാൻ പറ്റില്ല. മൊട്ടൈൽ ആണെങ്കിൽ ഫ്ലാജെല്ല ഉണ്ടാവും. ഫ്ലാജെല്ല ഉണ്ടെങ്കിൽ അത് സെൽ സർഫേസിന്റെ എക്സ്റ്റൻഷൻ ആണ്. സീലിയ, ഫ്ലാജെല്ല, അതേപോലെ പൈലി എല്ലാം സെൽ സർഫേസിന്റെ എക്സ്റ്റൻഷൻ ആണ്. സീലിയ, ഫ്ലാജെല്ല എല്ലാം സെൽ സർഫേസിന്റെ എന്താ
എക്സ്റ്റൻഷൻ ആണ് ഇവിടെ നമുക്ക് ഏതാ ഉള്ളത്? ഫ്ലാജലയാണ് പഠിക്കാനുള്ള ബാക്ടീരിയ. ഫ്ലാജലയ്ക്ക് 3 പാർട്ട് ഉണ്ട്. ബേസൽ ബോഡി ഉണ്ട്, ഹൂക്ക് ഉണ്ട്, അതേപോലെ ഫിലമെന്റ് ഉണ്ട്. ദ ലോങ്സ്റ്റ് പാർട്ട് ഏതാ? ഫിലമെന്റ് ആണ്. അതാണ് സെല്ലിന്റെ ഔട്ടർ സർഫേസിലേക്ക് കാണാം. ഓക്കെ, സെല്ലിന്റെ ഔട്ടർ സർഫേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫിലമെന്റ് ആണ്. സോ ബേസൽ ബോഡി, ഹൂക്ക് ആൻഡ് ഫിലമെന്റ്. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഫിലമെന്റ് ആണ്. അതാണ് സെല്ലിന്റെ സർഫേസിന്റെ ഔട്ടർ സൈഡിലേക്ക് കാണാം കേട്ടോ. സെൽ വോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഓറിജിനേറ്റ് ചെയ്യുന്ന സെൽ മെംബ്രെയിൻ ആണ് കേട്ടോ മക്കളെ. അപ്പൊ സെൽ വോളിന്റെ പുറമേ കാണുന്നേ ഉള്ളൂ, ശരിക്കും ഓറിജിനേറ്റ് ചെയ്യുന്ന സെൽ മെംബ്രെയിൻ ആണ്. സെൽ വോൾ ഡെഡ് ആയതുകൊണ്ട് ഒരു സ്ട്രക്ചറും അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓറിജിനേഷൻ സെൽ മെംബ്രെയിൻ ആണ് കേട്ടോ. അതാണ് സർഫേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പൈലി. സോ പൈലി ആൻഡ് ഫിംബ്രിയെ നോക്കിയേ. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താ? ഈ പൈലി എന്ന് പറഞ്ഞ സാധനം, ഫിംബ്രിയ എന്ന് പറഞ്ഞ സാധനം എന്ത് ലോക്കോമോട്ടറി സ്ട്രക്ചർ അല്ല. പൈലി ഇസ് നോട്ട് ദ ലോക്കോമോട്ടറി സ്ട്രക്ചർ. ഫിംബ്രിയ ഇസ് നോട്ട് ദ ലോക്കോമോട്ടറി സ്ട്രക്ചർ. ലോക്കോമോട്ടറി സ്ട്രക്ചർ ആരാ? ഫ്ലാജലയാണ്. അപ്പൊ പൈലി എന്താ? നേരത്തെ ഒരു സാധനം ഞാൻ വരച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ബാക്ടീരിയ അടുത്ത് വരുമ്പോ എന്താ പറഞ്ഞ? ട്യൂബുലാർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്യൂബുലാർ പ്രോട്ടീൻ സ്ട്രക്ചർ രണ്ടാമത്തെ ബാക്ടീരിയ ആയിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഇവർ DNA ഈ ട്യൂബുലാർ സ്ട്രക്ചർ വഴിയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പഠിച്ചിട്ടില്ലേ? കോൺജുഗേഷൻ. അപ്പൊ ഈ പ്രോട്ടീനേഷ്യസ് ട്യൂബുലാർ സ്ട്രക്ചർ ആണ് പൈലി, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് എസ് പൈലൻ കേട്ടോ. സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയ മറ്റൊരു ബാക്ടീരിയനെ കണക്ട് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു ട്യൂബുലാർ പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് പൈലി. ആ ലോക്കോമോട്ടറി സ്ട്രക്ചർ അല്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ, ഫിംബ്രിയ എന്താ? ഒരു ബ്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചർ ആണ്. സെല്ലിന്റെ സർഫേസിന് വരുന്ന ബ്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചർ ആണ് ഏത്? ഫിംബ്രിയെ. ഈ ഫിംബ്രിയ എന്താ ചെയ്യുക? ഇത് ഹോസ്റ്റ് ടിഷ്യൂലേക്ക് അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രീംസിന്റെ അവിടെയുള്ള റോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ബാക്ടീരിയ നമ്മളെ ബോഡിയിലേക്ക് കയറി എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണ്ടേ? അപ്പൊ ഹോസ്റ്റ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഇവർ ഫിംബ്രിയ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അതേപോലെ റോക്സ്, സ്ട്രീം, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ റോക്സിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ? അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഇത് ഫിംബ്രിയെ. അപ്പോൾ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഫ്ലാജലി ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചർ പൈലി ആണ്. അറ്റാച്ച്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഫിംബ്രിയ ആണ്. ബ്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചർ. യെസ്, അങ്ങനെ ഇതും കഴിഞ്ഞു. ശരിയല്ലേ? ദ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്സ് ഇൻ സം ബാക്ടീരിയ ടു അറ്റാച്ച് ടു റോക്സ് ഓർ ഹോസ്റ്റ് ടിഷ്യൂ. 2015 വന്ന ക്വസ്റ്റൻ ആണ്. പറഞ്ഞ മക്കളെ ഏതാ? ഹോസ്റ്റ് ടിഷ്യൂലേക്കോ റോക്കിലേക്കോ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാ? ലോക്കോമോട്ടറി സ്ട്രക്ചർ ഫ്ലാജല മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. മാം ഒരു ഡൗട്ട്. ഒന്നുകൂടെ ഫ്ലാജല സ്ട്രക്ചറലി ഡിഫറെന്റ് ഇൻ ബോത്ത് പ്രൊകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. അപ്പോ അതിന്റെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഡിഫറെന്റ് അല്ലേ? ഉണ്ട്. ഒരാള് 180 ഡിഗ്രി ആണ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക, മറ്റൊരാൾ 360 ഡിഗ്രിയിലാണ് ഇങ്ങനെ കറങ്ങുക കേട്ടോ. മൂവ്മെന്റിൽ വ്യത്യാസമുണ്ട്, സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ബേസൽ ബോഡിയിൽ സെൻട്രിയോൾ കാണുവാണെങ്കിൽ അത് യൂകാരിയോട്ടും സെൻട്രിയോൾ ഇല്ലെങ്കിൽ അത് പ്രൊകാരിയോട്ടും. അങ്ങനെ ഡിഫറൻസും കൂടി ഉണ്ട് കേട്ടോ. മൂവ്മെന്റിലും വ്യത്യാസമുണ്ട്. ഒന്ന് ഫ്ലിപ്പ് മൂവ്മെന്റ് ഇങ്ങനെയാണ്, 180 ആണ്, മറ്റേത് 360 ആണ്. ഓക്കെ. ദ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്സ് ഇൻ സം ബാക്ടീരിയ ടു അറ്റാച്ച്. ഏത് ആൻസർ പറഞ്ഞോ? ശരി, നിങ്ങൾ ആൻസർ പറഞ്ഞു പോയില്ലേ. ദാറ്റ് ഇസ് കോൾഡ് ഫിംബ്രിയ. മൂവിങ് ടു നെക്സ്റ്റ് വൺ. റൈബോസോമിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നോക്കിയടാ. So what do you mean by ribosome? As the case of prokaryotes, ribosomes are associated with the plasma membrane. കേട്ടോ. പ്രൊക്കാരിയോട്സിന്റെ കേസിൽ ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണെങ്കിൽ റൈബോസോം അസോസിയേറ്റ് ചെയ്യുന്ന പ്ലാസ്മ മെംബ്രെയിനിലേക്കാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് പ്രൊക്കാരിയോട്ടിന്റെ റൈബോസോമിൽ മക്കള് 50 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ദാറ്റ് മീൻസ് ലെങ്ത്തും വിഡ്ത്തും ആണിത്. 50 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ എന്നാൽ ലെങ്ത്തും വിഡ്ത്തും ആണ്. വീതി കൂടുതലും ലെങ്ത്ത് കുറവും. 50 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ ആണ് റൈബോസോം. ആൻഡ് ആസ് എ കേസ് ഓഫ് പ്രൊക്കാരിയോട്ട് റൈബോസോം, ഇറ്റ് ഇസ് ഓഫ് 70s ടൈപ്പ് ആണ്. അതിൽ 2 സബ് യൂണിറ്റ് ഉണ്ട്. ദ ലാർജസ്റ്റ് സബ് യൂണിറ്റ് ഇസ് 50s ആൻഡ് ദ സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ഇസ് 30s. അപ്പൊ ചോദിക്കാം, മിസ് 50 30 ആഡ് ചെയ്യുമ്പോൾ 80 അല്ലേ വരുന്നത്, മിസ് എന്താ ഇവിടെ 70 എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്ത യൂണിറ്റ് അല്ല, സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ്. S സ്റ്റാൻഡ്സ് ഫോർ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. അതായത് റൈബോസോമിന്റെ ഈ 2 യൂണിറ്റ് ഇട്ട് നമ്മൾ എന്താണ് ഹൈ സ്പീഡിൽ കറക്കി സെറ്റിൽ ചെയ്യുമ്പോൾ അത് സെറ്റിൽ ചെയ്യുന്ന സ്പീഡാണ് 70s എന്ന് പറയുന്നത്. S സ്റ്റാൻഡ്സ് ഫോർ സ്വെഡ്ബർഗ് യൂണിറ്റ് ഓർ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. ദാറ്റ് ഇസ് ദ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. ഡയറക്റ്റ് മെഷർമെന്റ് അല്ല, ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസിന് റൈബോസോം പഠിക്കുമ്പോൾ പഠിക്കാണ്ട് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. സോ വാട്ട്സ് ദ ടൈപ്പ് ഓഫ് റൈബോസോം ഇൻ പ്രൊക്കാരിയോട്ട് ചോദിച്ചാൽ 70s ടൈപ്പ് ആണ്. 70s ടൈപ്പിന്റെ ലാർജ് യൂണിറ്റ് ഏതാ ചോദിച്ചാൽ 50s ആണ്. സ്മോൾ യൂണിറ്റ് ഏതാ ചോദിച്ചാൽ 30s. ലാർജ് യൂണിറ്റ് 50s ഉം സ്മോൾ യൂണിറ്റ് 30s ആണ്.
S stands for Swedberg unit, ആ sedimentation coefficient ആണ്. ഇത് ഡയറക്റ്റ് മെഷർമെന്റ് അല്ല, ഇത് സെറ്റിൽ ചെയ്യുന്ന സ്പീഡ് വെച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ്. കേട്ടോ മക്കളെ? എന്താ ഫംഗ്ഷൻ ഓഫ് റൈബോസോം? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇത്രയും കിട്ടിയില്ലേ? എന്നാ ബാക്ടീരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സോ എന്താ അതിന്റെ പ്രത്യേകത? ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് എ സിംഗിൾ mRNA, ഇതാണ് സിംഗിൾ മെസഞ്ചർ ആർഎൻഎയിലേക്ക് കുറേ റൈബോസോം വന്ന് ഇങ്ങനെ മാല പോലെ കോർത്ത് നിൽക്കും. ലാർജ് യൂണിറ്റ്, സ്മോൾ യൂണിറ്റ് കാണുന്നുണ്ടോ? ഓക്കെ. സോ വെൻ മെനി ഇത് റൈബോസോം ആണ്. അപ്പൊ നോക്കിടാ, കുറേ റൈബോസോം ഒരു സിംഗിൾ mRNAയിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒരു ചെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിസോം ഓർ പോളിറൈബോസോം. പോളിസോം ഓർ പോളിറൈബോസോം. പറഞ്ഞത് മനസ്സിലായോ? To a single mRNA, many ribosome will attach and form a chain called as polysome or polyribosome. Clear? അല്ലേ? ഇവരാണ് mRNAയുടെ മെസ്സേജ് വായിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുക. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഓഫ് mRNA. mRNAയിൽ കോഡിയിരിക്കുന്ന മെസ്സേജിന് പ്രോട്ടീൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് പ്രൊക്കാരിയോട്സിന്റെ പ്രത്യേകതയാണ്. ഇനി പോളിസോംസ് ആർ അഗ്രിഗേഷൻ ഓഫ്, ആൻസർ പറഞ്ഞ മക്കള്. mRNA to protein, that is called translation. Swedberg unit, Arun? Swedberg unit or sedimentation coefficient. നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റൈബോസോമിന് മെംബ്രെയിൻ ഇല്ല, നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണ് കേട്ടോ. അത് പ്രൊക്കാരിയോട്സിലുണ്ട്, യൂകാരിയോട്സിലുണ്ട്. പക്ഷെ പ്രൊക്കാരിയോട്സിൽ അത് 80s, പ്രൊക്കാരിയോട്സിൽ അത് 70s, യൂകാരിയോട്സിൽ അത് 80s ആണ്. പ്രൊക്കാരിയോട്സിൽ 70s, യൂകാരിയോട്സിൽ 80s ആണ്. പക്ഷെ യൂകാരിയോട്ടിന്റെ 2 ഓർഗനൽ 70s ഉണ്ട്, ഒന്ന് മൈറ്റോകോൺട്രിയ, ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്. ഇത് കിട്ടിയോ മക്കള്? ആൻസർ: പോളിസോംസ് ആർ അഗ്രിഗേഷൻ ഓഫ് സെവറൽ റൈബോസോം ഹെൽപ് ടുഗെദർ ബൈ എ സ്ട്രിങ് ഓഫ് mRNA. അല്ലേ? കുറെ റൈബോസോം ഒരു mRNAയിലേക്ക് കോർത്ത് ഒരു ചെയിൻ പോലെ നിന്ന്, ദാറ്റ് ഇസ് കോൾഡ് പോളിസോം ഓർ പോളിറൈബോസോം. ഇനി വാട്ട് യു മീൻ ബൈ ഇൻക്ലൂഷൻ ബോഡി? എന്താ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്? ബാക്ടീരിയയുടെ കേസിൽ അവരെ സൈറ്റോപ്ലാസ്മില് കുറെ ഫുഡ് റിസർവ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? ആ ഫുഡ് റിസർവിന് ചുറ്റും മെംബ്രെയിൻ ഉണ്ടാവില്ല. ലഡു ആലോചിച്ച് നോക്കാം. ലഡു ഇല്ലേ? ലഡുവിന്റെ ഓരോരോ യൂണിറ്റ് ഉണ്ടല്ലോ മക്കളെ, ഇങ്ങനെ തരി പോലെ, ഇതെല്ലാം കൂടി ചേർന്ന് ലഡു ആയിട്ട് മാറി. അപ്പൊ കാണുമ്പോൾ ഒറ്റ യൂണിറ്റ് ആണ്, പക്ഷെ പ്രസ് ചെയ്താൽ വീണ്ടും അത് പൊട്ടൂലടാ. ഇതേപോലെ ഫുഡ് റിസർവ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് സൈറ്റോപ്ലാസ്മിൽ അവരെങ്ങനെ സ്റ്റോർ ചെയ്യും? അത് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ല, ഒരു അഗ്രിഗേഷൻ ആണ്. അതിനെയാണ് ഗ്രാന്യൂൾസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഗ്രാന്യൂൾ. അങ്ങനെ ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ഫോസ്ഫേറ്റ് ഗ്രാന്യൂളാ. അതേപോലെ എന്താണ് ഗ്ലൈക്കോജൻ ബാക്കി വന്നാൽ ഗ്ലൈക്കോജൻ കൂടി ചേർന്ന് ഗ്ലൈക്കോജൻ ഗ്രാന്യൂളാ. അങ്ങനെ കുറെ ആൾക്കാർ കൂടി ചേർന്ന് ഓരോരോ ഗ്രാന്യൂലായിട്ട് നിൽക്കും. ദാറ്റ് ഇസ് കോൾഡ് ഇൻക്ലൂഷൻ ബോഡി. സൈറ്റോപ്ലാസത്തിൽ ഉള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡി ഇൻ പ്രൊക്കാരിയോട്സ് കേട്ടോ. അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾ ഉണ്ട്, സൈനോഫൈസിൻ ഗ്രാനുവൽസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഗ്രാനുവൽസ് ഒക്കെ എക്സാമ്പിൾ ആണ്. അതേപോലെ ബ്ലൂ ഗ്രീൻ, പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ബ്ലൂ ഗ്രീനും പർപ്പിളും ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ ഗ്യാസ് വാക്യൂൾ ഉണ്ട്. അപ്പോൾ ഗ്യാസ് വാക്യൂൾ നിങ്ങൾക്ക് അറിയാം, അതിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? ഗ്യാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊക്കെ ഇൻക്ലൂഷൻ ബോഡിക്ക് എക്സാമ്പിൾ ആണ്. ആയില്ലേ? ബ്ലൂ ഗ്രീൻ, പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ. ഇത് ക്ലിയർ ആണോടാ? So give me the answer for this. Which of the following statement about inclusion bodies incorrect? 2020 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. 2020 these are involved in ingestion of food particle ആണോ? അല്ല, അതന്നെ തെറ്റില്ലേ? They live freely in the cytoplasm. സൈറ്റോപ്ലാസ്മിൽ ഫ്രീ ആയിട്ട് ഉണ്ടാവുക. Then these represent reserve material in cytoplasm. ശരിയാണ്. They are not bounded by any membrane. കറക്റ്റ് ആണ്. ഏതാ തെറ്റ്? ingestion of food particle അല്ല കേട്ടോ. Inclusion bodies of blue, green, purple and green photosynthetic bacteria are 2020 വന്ന ക്വസ്റ്റൻ ആണ്. ഏതാണ് ആൻസർ? Inclusion body of blue, green, purple and green photosynthetic bacteria are gas vacuoles. ശരിയല്ലേ? ഹരിലക്ഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റീവ്, യെസ്, വെരി ഗുഡ്. യെസ്, ഫാത്തിമ നിദ, ശ്രീലക്ഷ്മി, പോരട്ടെ, ആൻസർ പോരട്ടെ. നന്ദിതയുടെ പേര് വായിച്ചിട്ടില്ലെന്ന് തോന്നലടാ. ബദരിനാഥ് പേര് വായിച്ചിട്ടില്ലല്ലോ. ആഷ്, യെസ്, കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ പുതിയത്. ഗ്യാസ് വാക്യൂൾ. Then which one of the following is not an inclusion body found in prokaryotes?
അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ഫോസ്ഫേറ്റ് ഗ്രാനുവൽസ് ഉണ്ട്, സൈനോഫൈസിൻ ഗ്രാനുവൽസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഗ്രാനുവൽ ഉണ്ട്. പോളിസോം ഇൻക്ലൂഷൻ ബോഡി അല്ല, മെനി റൈബോസോം ഒരു mRNA ത്രെഡിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ they form a structure called polysomes. Yes or no? Yes. Yes. So which of the following statement about the inclusion body is incorrect? These are ഇത് നമ്മൾ ചെയ്തതല്ല മക്കളെ 2020 ക്വസ്റ്റ്യൻ. എനിക്കത് സ്ലൈഡ് റിപ്പീറ്റഡ് ആയി പോയതാണ് കേട്ടോ, നമുക്ക് വേണ്ട, ഓൾറെഡി ചെയ്തല്ലേ. ഇൻക്ലൂഷൻ ബോഡീസ് ഓഫ് ബ്ലൂ ഗ്രീൻ അത് നമ്മൾ ചെയ്താണല്ലോ, അത് റിപ്പീറ്റഡ് ആയത്. ബ്ലൂ ഗ്രീൻ പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് വി ഡിഡ് ദാറ്റ് ഇസ് ഗ്യാസ് വാക്യൂം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൊക്കാരിയോട്ട്? പ്രൊക്കാരിയോട്ട് അല്ലാത്ത ഏതാടാ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചില്ലേ? ഇതിൽ പ്രൊക്കാരിയോട്സ് അല്ലാത്തത് ഏതാ? മൈക്കോബാക്ടീരിയം ഏതാ? പ്രൊക്കാരിയോട്ട് ആണ്. ഓസ്ലറ്റോറിയ സൈനോബാക്ടീരിയ ആണ്, പ്രൊക്കാരിയോട്ട് ആണ്. നോസ്റ്റോക്കും സൈനോബാക്ടീരിയ പ്രൊക്കാരിയോട്ട് ആണ്. ഏതാ? സെക്കാരോമൈസസ്. So Saccharomyces are yeast. Yeast is a eukaryote. Very good, very good. Okay. Many ribosomes may associate with a single mRNA to form multiple copies of polypeptide simultaneously. Such string of ribosome are termed as. എന്താ വിളിക്കുക മക്കളെ? Polysome. That came in 2020 already. നമ്മൾ ഇത് വേറെ പാറ്റേണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 വന്ന ക്വസ്റ്റ്യൻ ആണ് വേറൊരു പാറ്റേണിൽ. ക്ലിയർ? Yes, let's go for eukaryotic cell. So what do you mean by eukaryotic cell? Stands for eukaryotic cells are membrane bound nucleus and membrane bound organelles and ഇതൊക്കെ യൂക്കാരിയോട്ടിന്റെ പ്രത്യേകതയാണ്. പ്രൊക്കാരിയോട്ടിന് ഇല്ലാത്ത പ്രത്യേകതയാണ് ഇവർക്ക്. എന്താണ്? ജെനറ്റിക് മെറ്റീരിയൽ സറൗണ്ടഡ് വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ആർ പ്രസന്റ്. പക്ഷെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്നറിയോ? കമ്പാർട്ട്മെന്റലൈസേഷൻ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. അപ്പൊ എന്താ നോക്കിയടാ? ഗിവ്സ് ക്ലിയർ, ഇത് കണ്ടോ? Presence of membrane bound organelle gives clear compartmentalization in the cytoplasm. ഇത് പഠിക്കാതെ പോകണ്ട കേട്ടോ, എക്സാമിന് വരും. നോക്കിയാ മക്കളെ, ഇതല്ലേ സെല്ല്? സാധാരണ എന്താ? ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. സാധാരണ നമ്മൾ എന്താ പറഞ്ഞ? വേറെ എന്താണ്? പ്രൊക്കാരിയോട്സിന്റെ കേസിൽ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ഒന്നും ഇല്ല. ഇത് കംപ്ലീറ്റ് സൈറ്റോപ്ലാസം അല്ലേ മക്കളെ? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഓർഗനൽ വരുമ്പോൾ ഈ ഓർഗനലിന്റെ അകത്തുള്ള കണ്ടന്റും പുറത്തുള്ള കണ്ടന്റും ഡിഫറെന്റ് ആയിരിക്കില്ലടാ. അപ്പൊ നോക്കിയാൽ കമ്പാർട്ട്മെന്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ? ഈ ഓർഗനൽ ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ട്, അകത്ത് വേറെ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഓർഗനൽ വന്നു വിചാരിക്കാം, മൈറ്റോകോൺട്രിയ. ഇവരും വന്നു, അവിടെയും കമ്പാർട്ട്മെന്റലൈസേഷൻ നടന്നു. അകത്ത് കുറെ കാര്യങ്ങൾ നടത്താനും പുറത്ത് സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസിനെ പല കമ്പാർട്ട്മെന്റ് ആയിട്ട് ആരാ കൺവേർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. അത് യൂകാരിയോട്ടിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോം ആയിട്ട് സെൽ ഡിവിഷന്റെ സമയത്ത് എന്താണ് ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോം ആയിട്ട് മാറുന്നതും യൂകാരിയോട്ടിന്റെ കേസിലാണ്. അതാണ് ജനറ്റിക് മെറ്റീരിയൽ ഓർഗനൈസ്ഡ് ഇൻ ടു ക്രോമസോം കേട്ടോ. അതേപോലെ കോംപ്ലക്സ് സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ലോക്കോമോട്ടറി സ്ട്രക്ചറും സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചറൊക്കെ യൂകാരിയോട്സിന്റെ പ്രത്യേകതയാണ്. ഇത് കോംപ്ലക്സ് ലോക്കോമോട്ടറി സ്ട്രക്ചർ ആൻഡ് സൈറ്റോസ്കെൽറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂകാരിയോട്ടിൽ പഠിക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ മക്കള്? മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിനെ പല കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചതാരാ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ. ബിക്കോസ് എന്തുകൊണ്ടാണ് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്നത്? ഓരോ ഓർഗനലിന്റെ അകത്ത് വേറെ ഫംഗ്ഷൻ നടക്കണം, സൈറ്റോപ്ലാസ്മിൽ വേറെ ഫംഗ്ഷൻ. അപ്പോൾ പല കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്നത്. പ്രൊകാരിയോട്സിന് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ല. അതേപോലെ ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോം ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് ആർക്കാ? യൂകാരിയോട്സിനാണ്, സെൽ ഡിവിഷന്റെ സമയത്തൊക്കെ, ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞ കോംപ്ലക്സ് ആയിട്ടുള്ള ലോക്കോമോട്ടീവ് സ്ട്രക്ചറും സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചറും ഒക്കെ യൂകാരിയോട്സിനുണ്ട്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് പ്രൊകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ല്. യൂകാരിയോട്ടിക് സെല്ലിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതാ? പ്ലാന്റ് സെൽ ഉണ്ട്, ആനിമൽ സെൽ ഉണ്ട്. പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്, ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല. നോക്കിടാ, നോക്കിയേ. ദ പ്ലാന്റ് സെൽ കൺസിസ്റ്റ് ഓഫ് സെൽ വാൾ, ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല. ഒരു മിനിറ്റ് മക്കളെ, അല്ലേ? ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല. പ്ലാന്റ് സെല്ലിന് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, അതൊക്കെ ഉണ്ട് അല്ലേ? അലുറോപ്ലാസ്റ്റ് ഒക്കെ ഇവർക്ക് ഉണ്ട്. പക്ഷെ ഇവർക്ക് പ്ലാസ്റ്റിഡ്സ് ഇല്ല. വാക്യൂൾ ഇവിടെ ലാർജ് സെൻട്രൽ വാക്യൂൾ ആണ്. ഇവിടെ വാക്യൂൾ ഒന്നെങ്കിൽ സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. ആനിമൽ സെല്ലില് വാക്യൂൾ ഒന്നെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ പ്ലാന്റ് സെല്ലിൽ ലാർജ് സെൻട്രൽ വാക്യൂൾ ചോദിച്ചത് പ്ലാന്റ് സെല്ല് മാത്രമാണ്. അതേപോലെ സെൻട്രിയോൾ എന്ന സ്ട്രക്ചർ പ്ലാന്റ് സെല്ലിനില്ല, പക്ഷെ ആനിമൽ സെല്ലിനുണ്ട്. ആ സെൻട്രിയോൾ ആണ് സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡൽ ഫൈബർ ഒക്കെ ഫോം ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എല്ലാ യൂകാരിയോട്ടിക് സെല്ലും ഐഡന്റിക്കൽ ആണെന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ എഴുതണം.
എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലും ഐഡന്റിക്കൽ അല്ല. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും യൂക്കാരിയോട്ട് ആണ്. പക്ഷെ പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ട്, ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല. പ്ലാന്റ് സെല്ലിന് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ആനിമൽ സെല്ലിന് പ്ലാസ്റ്റിഡ്സ് ഇല്ല. പ്ലാന്റ് സെല്ലിന് ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്, ആനിമൽ സെല്ലിന് വാക്യൂൾ ചെറുതോ അല്ലെങ്കിൽ ആബ്സെന്റോ ആയിരിക്കും. എന്നാൽ ലാസ്റ്റ് ആനിമൽ സെല്ലിന് സെൻട്രിയോൾ ഉണ്ട് സെൽ ഡിവിഷന്, അത് പ്ലാന്റ് സെല്ലിന് ഇല്ലതാണ്. അപ്പൊ രണ്ടും വേറെ വേറെ അല്ല മക്കള്. വെരി ഗുഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ സെൽ ഓർഗനൽ, സെൽ മെംബ്രെയിൻ. ഇനി സെൽ മെംബ്രെയിൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി തീരും കേട്ടോ കോൺസെപ്റ്റ്. ഇനി കുറച്ച് കോൺസെപ്റ്റേ ഉള്ളൂ. സോ സെൽ മെംബ്രെയിൻ ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. സെൽ മെംബ്രെയിൻ 1950s ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മോഡിഫൈ നല്ലോണം ഇംപ്രൂവൈസ് ചെയ്തപ്പോഴാണ് സെൽ മെംബ്രെയിൻ പഠിച്ചത്. ആദ്യമായിട്ട് പഠിച്ച സെൽ മെംബ്രെയിൻ ഹ്യൂമൻ RBCന്റെ ആണ്. പഠിച്ചു വെച്ചോട്ടാ, ഹ്യൂമൻ RBCന്റെ സെൽ മെംബ്രെയിൻ ആണ് ആദ്യം പഠിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് 1950s കേട്ടോ. അപ്പൊ ഫസ്റ്റ് പഠിച്ച സെൽ മെംബ്രെയിൻ ഏതാ ചോദിച്ചാൽ ഹ്യൂമൻ RBC. അങ്ങനെ പഠിച്ചപ്പോഴാണ് ഇവർക്ക് കണ്ടത് ദ സെൽ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 2 കണ്ടന്റ് കോൾഡ് ആസ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. അപ്പൊ എന്താ അവര് ഫസ്റ്റ് സ്റ്റഡിയിൽ മനസ്സിലാക്കിയത്? ദ സെൽ മെംബ്രെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. അപ്പൊ RBCയിലാണെങ്കിൽ 52% ഓഫ് പ്രോട്ടീനും 40% ഓഫ് ലിപ്പിഡ് ആണ് കണ്ടത്. ബിക്കോസ് ആദ്യമായിട്ട് അവർ പഠിച്ച RBCന്റെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. അപ്പൊ അവർ പഠിച്ചപ്പോൾ കണ്ടത് എന്താ, മെയിൻ കണ്ടന്റ് ലിപ്പിഡും പ്രോട്ടീനാന്ന് പഠിച്ചു. അല്ല, RBCയിൽ പ്രോട്ടീൻ 52%ഉം ലിപ്പിഡ് 40% ആണ് അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ആ ലിപ്പിഡിൽ തന്നെ മേജർ പാർട്ട് ഓഫ് ലിപ്പിഡ് ഏതാ ചോദിച്ചാ ഫോസ്ഫോ ലിപ്പിഡ് ആണ്. ചില ടെക്സ്റ്റിൽ അത് ഫോസ്ഫോ ഗ്ലിസറൈഡ് എന്നും തന്നിട്ടുണ്ട്. ദ മെയിൻ ഫോം ഓഫ് ലിപ്പിഡ് ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? Miss, please leave a blank slide for every questions so that we can try ourselves before seeing the answer. തീർച്ചയായിട്ടും, why not? കേട്ടാ? Yes. For every question, do you want before or after? Before ആയിരിക്കണം അല്ലേ? Ourselves before seeing the answer. Okay, no problem. Okay. So main for lipid main ഏതാന്ന് ചോദിച്ചാൽ മേജർ പാർട്ട് ഓഫ് ദ ലിപ്പിഡ് ഫോസ്ഫോ ലിപ്പിഡ് ആണ്. ചിലതിൽ ഫോസ്ഫോ ഗ്ലിസറൈഡ് തരുന്നുണ്ട് കേട്ടോ മക്കളെ. ഈ ലിപ്പിഡിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലിപ്പിഡിന്റെ ഇപ്പൊ തലയുണ്ട്, വാലും ഉണ്ട്, ശരിയല്ലേ? ഫോസ്ഫോ ലിപ്പിഡ് എന്നല്ല പറഞ്ഞേ. സോ ഹെഡ് ആണിത്, ഹെഡിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ടെയിലാണിത്, ടെയില് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നൊരു വേർഡ് ഉണ്ട് കേട്ടോ. ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. ക്ലിയർ? നിങ്ങൾ പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ പേജ് നമ്പർ 131 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റും ആൻഡ് പേജ് നമ്പർ 93 ഓഫ് ദ ന്യൂ ടെക്സ്റ്റും ആണ്. എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാം. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ദ ടെയിൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം aqueous environment and tail is made up of saturated hydrocarbon കേട്ടോ. അപ്പൊ തലയേതാ ഫോസ്ഫേറ്റ് ആണ്, വാലേതാ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. വാലകത്തേക്ക് നോക്കിയാൽ നിൽക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് നോൺ പോളാർ റീജൻ. തല പുറത്തേക്കാണ് നോക്കി നിൽക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് പോളാർ റീജൻ. നോക്കിയ മക്കളെ, ബൈലെയർ അല്ലേ ലിപ്പിഡ് ബൈലെയർ. ഇതും ഒരു ലെയർ ആണ്, ഇതും ഒരു ലെയർ ആണ്. നോക്കിയടാ, ഇതും ഒരു ലെയർ ആണ്, ഇതും ഒരു ലെയർ ആണ്. ലിപ്പിഡ് ബൈലെയർ ആണുള്ളത്. അതില് വാലകത്തേക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നോക്കി, tails are facing towards non-polar region because അത് വെള്ളത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം. tails are hydrophobic in nature. ഈ വാല് ഹൈഡ്രോഫോബിക് ആണ്, അവർക്ക് വെള്ളത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അകത്തേക്ക് നോക്കി നിൽക്കുന്നത്. പക്ഷെ heads are facing towards polar region. തല മുഴുവൻ പുറത്തേക്കല്ലേ ഉള്ളത്. heads are facing towards polar region because they are hydrophilic in nature. അപ്പൊ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കണം. tails are made up of saturated hydrocarbon. പിന്നീടാണ് ഇവർ സ്റ്റഡി ചെയ്ത് ലിപ്പിഡും പ്രോട്ടീനും മാത്രമല്ല, പ്രോട്ടീൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫിന്റെ രണ്ടാമത്തെ ലൈനിൽ നോക്കിയിടാ, അവിടെ പറഞ്ഞ സെൽ മെംബ്രെയിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിന്റെ രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ട് ദ ബയോകെമിക്കൽ സ്റ്റഡി ഓൾസോ റിവീൽ ദാറ്റ് ദ പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അലോങ് വിത്ത് കാർബോഹൈഡ്രേറ്റ്. അപ്പം ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഇതാണ് മേജർ പാർട്ട്. അതിൻ്റെ കൂടെ ആരുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളും കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ നോക്കിയാൽ കൊളസ്ട്രോൾ ഉണ്ട്. ശരിയല്ല മക്കളെ? ഇത്രയും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ്. അപ്പൊ ചോദിക്കാം, മിസ് ലിപ്പിഡ് പറഞ്ഞു, ലിപ്പിഡ് ബൈലെയറാന്ന് പറഞ്ഞു, ഫോസ്ഫോ ലിപ്പിഡാന്ന് പറഞ്ഞു, ടെയിൽ അകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, അത് ഹൈഡ്രോഫോബിക്കാന്ന് പറഞ്ഞു, ഹെഡ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, പോളാർ റീജിയനിലേക്കാണ് നോക്കി നിൽക്കുന്നത്, അത് ഹൈഡ്രോഫിലിക്കാന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ പഠിക്കേണ്ടത്? പ്രോട്ടീനെ കുറിച്ചാണ്. സോ ബേസ്ഡ് ഓൺ ദ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ. സോ വാട്ട് യു മീൻ ബൈ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ? ഇപ്പൊ ഇതാണെങ്കിൽ
ഇവിടെയാണ് പ്രോട്ടീൻ കാണുന്നുണ്ടെങ്കിൽ മെംബ്രെയിന്റെ പുറത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി മെംബ്രെയിന്റെ ഇടയ്ക്കാണ് പ്രോട്ടീൻ കയറി നിൽക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എടുക്കാൻ എളുപ്പമുള്ളത് പെരിഫറൽ പ്രോട്ടീനും എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രോട്ടീൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കിയിട്ടാണ് പ്രോട്ടീൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്, പെരിഫറൽ പ്രോട്ടീൻ ആൻഡ് ഇന്റഗ്രൽ പ്രോട്ടീൻ. പെരിഫറൽ പ്രോട്ടീൻ എന്താണ്? ലിപ്പിഡിന്റെ സർഫേസിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ് പെരിഫറൽ പ്രോട്ടീൻ. ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ. ഈ ഇന്റഗ്രൽ പ്രോട്ടീന്റെ പ്രത്യേകത എന്താ? പാർഷ്യലിയോ ഹോളിയോ ഇറങ്ങി നിൽക്കും. നോക്കടാ, ഇവിടെ പകുതിയാണ് ഇറങ്ങി നിൽക്കുന്നത്, ഇവിടെ ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ പാർഷ്യലി ഇറങ്ങി നിൽക്കും അല്ലെങ്കിൽ ഹോളി ഇറങ്ങി നിൽക്കും. എന്തിനാ എത്ര കഷ്ടപ്പെടുന്നതാ? ഓക്കെ അല്ലേ? ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇറങ്ങി നിൽക്കുന്നുണ്ടോ? ചിലത് പകുതിയാണ് ഇറങ്ങി നിൽക്കുക, ചിലത് ഇപ്പൊ ഇങ്ങനെ പകുതിയാണ് ഇറങ്ങി നിൽക്കുക കേട്ടോ. അതാണ് പാർഷ്യലി ഓർ ഹോളി ബറീഡ് ഇൻ ദ ലിപ്പിഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ മക്കളെ? ഇനി ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിന്റെ മോഡൽ ആരാണ് പ്രൊപ്പോസ് ചെയ്തെന്ന് ചോദിച്ചാൽ ദ ഫ്ലൂയിഡ് മോസൈക് മോഡലാണ് ഫെമിലിയർ ആയിട്ടുള്ള മോഡൽ. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കൽസൺ ഇൻ ദ ഇയർ 1972 കേട്ടോ. ആരാ പ്രൊപ്പോസ് ചെയ്ത്? ഫ്ലൂയിഡ് മോസൈക് മോഡലാണ് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ. ആൻഡ് ദിസ് ആക്സെപ്റ്റഡ് മോഡൽ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആരാ പ്രൊപ്പോസ് ചെയ്ത മക്കള്? സിംഗർ ആൻഡ് നിക്കൽസൺ ആണ്. ഇൻ ദ ഇയർ 1972 ആണ് ഈ മോഡൽ പ്രൊപ്പോസ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ് ചോദിക്കും. എന്താ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്? അതായത് ഒരു മെംബ്രെയിനിൽ കുറെ ലിപ്പിഡ് ഉണ്ടെങ്കിൽ ആ ലിപ്പിഡിന്റെ സ്ലിപ്പറി നേച്ചർ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമ്മൾ കാല് വെച്ചാൽ സ്ലിപ്പായി പോകും, കുറെ എണ്ണ ഒഴിച്ചാലോ നല്ലോണം സ്ലിപ്പായി പോകും. ഇതേപോലെ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്, അതിന്റെ അകത്ത് എന്താ? ഫ്ലൂയിഡിറ്റി ഉള്ളത് ലിപ്പിഡ് കാരണമാണ്. അതേപോലെ പ്രോട്ടീൻ അവിടെ ഉണ്ട്. ഈ ഫ്ലൂയിഡിറ്റി കൂടുമ്പോൾ പ്രോട്ടീൻ എന്ത് ചെയ്യും? ലാറ്ററൽ മൂവ്മെന്റ് എന്നാ പറയാം. എന്താ ലാറ്ററൽ മൂവ്മെന്റ്? ഇടയ്ക്ക് സ്ലിപ്പായി കയറി പോകും. അങ്ങനെ ഇടയ്ക്ക് സ്ലിപ്പായി കയറി പോകുന്നതുകൊണ്ടാണ് ലിപ്പിഡിന്റെ ഇടയ്ക്ക് പ്രോട്ടീൻ ഇറങ്ങി നിൽക്കുന്നത് അല്ലെ. ലിപ്പിഡിന്റെ അളവ് കൂടുമ്പോൾ അതിന്റെ എന്താണ് ഫ്ലൂയിഡിറ്റി കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിപ്പിഡിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ത് ചെയ്യും? ലാറ്ററൽ മൂവ്മെന്റ് ആണ്. പ്രോട്ടീൻ ലിപ്പിഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇറങ്ങി പോകും. അതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ ആയിട്ട് മാറുക കേട്ടോ. അതാണ് ക്വാസി ഫ്ലൂയിഡ്. The ability of the movement within the membrane is called fluidity. Quasi fluid nature of lipid enable the lateral movement. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല മക്കളെ ഇറങ്ങുന്നത്, ലാറ്ററലി ആണ് ഇറങ്ങുന്നത് ഉള്ളിലേക്ക് കേട്ടോ. ലാറ്ററൽ മൂവ്മെന്റ് ആണ് ആയില്ലേ. സോ വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ? 4 ഫംഗ്ഷനാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെ 4 ഫംഗ്ഷൻ ഇടാ? യു ക്യാൻ സീ ദ 4 ഫംഗ്ഷനില്ല, കുറെ ഫംഗ്ഷൻ കേട്ടോ. സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അത് എൻഡോസൈറ്റോസിസ്, പുറത്തേയുള്ള സാധനം അകത്തേക്ക് എടുക്കണമെങ്കിൽ. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ് ചിന്തിക്കുക. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണെങ്കിൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻഫോൾഡ് ചെയ്ത് പുറത്തേക്ക് കണ്ടിട്ട് എടുക്കൂലേ, എൻഡോസൈറ്റോസിസ് എന്ന് പറയും. അപ്പൊ സെൽ ഗ്രോത്ത്, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻ. ഇപ്പൊ സെൽ ഡിവിഷന്റെ കേസ് ആണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടല്ലേ സെൽ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കുറെ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ there are 4 functions that occurs through plasma membrane. ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ട് എന്നാ പറയാ. എന്താ പാസീവ് ട്രാൻസ്പോർട്ട്? ദാറ്റ് മീൻസ് ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഒരു മോളിക്യൂളിന് സെല്ലിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ സെലക്ടീവ്ലി പെർമിയബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. When it moves from higher concentration to lower concentration, does not require energy. It is called passive transport. അതായത് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ വഴി ഒരു മോളിക്യൂൾ അകത്തേക്ക് കയറുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണെങ്കിൽ അവർക്ക് എനർജിയുടെ ആവശ്യമില്ല. സോ സച്ച് എ മൂവ്മെന്റ് ഇസ് കോൾഡ് പാസീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ. ഇനി സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന സാധനം ഉണ്ട്. എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ? ന്യൂട്രൽ മോളിക്യൂൾ. എന്താ ന്യൂട്രൽ മോളിക്യൂൾ? ഇപ്പൊ സോഡിയം ക്ലോറൈഡ് വന്നു എന്ന് വിചാരിക്കുക. സോഡിയം ക്ലോറൈഡ് ന്യൂട്രൽ മോളിക്യൂൾ ആണ്. Na+ഉം Cl-ഉം പ്ലസും മൈനസും ന്യൂട്രൽ ആയിലിടാ. ഈ ന്യൂട്രൽ മോളിക്യൂൾ പ്ലാസ്മ മെംബ്രെയിൻ വഴി കടന്നു പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ? മൂവ്മെന്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. പുറത്ത് ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും, അകത്ത് ലോവർ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പൊ ന്യൂട്രൽ മോളിക്യൂൾസ് കടന്നു പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ. ഇനി ഓസ്മോസിസ് പഠിച്ചിട്ടുണ്ടാവും. എന്താ ഓസ്മോസിസ്? ഇതേ പ്ലാസ്മ മെംബ്രെയിൻ വെള്ളത്തിനെ കടത്തി വിടുമ്പോൾ അത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വെള്ളത്തിനെ കടത്തിവിടുന്ന പ്രോസസ് ഞാൻ എന്ത് വിളിക്കുക? ഓസ്മോസിസ്. അപ്പൊ ഓസ്മോസിന്റെ സമയത്ത് പ്ലാസ്മ മെംബ്രെയിൻ എന്തായിട്ട് ആക്ട് ചെയ്യും? സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആയോ? നോ ATP റിക്വയർഡ്. പാസീവിന്. വെരി ഗുഡ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താന്ന് നോക്കിയാൽ മക്കളെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇപ്പൊ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? പാസീവ് ട്രാൻസ്പോർട്ട് ഹയർ ടു ലോവർ ആണ്, ഓസ്മോസിസ് ഹയർ ടു ലോവർ ആണ്, അതേപോലെ തന്നെ സിമ്പിൾ ഡിഫ്യൂഷൻ ഹയർ ടു ലോവർ ആണ്. ഇതൊക്കെ പാസീവ് ടൈപ്പ് ആണ്, എനർജിന്റെ ആവശ്യമില്ല. എന്നാൽ when a molecule moves from lower concentration to higher concentration, ഓക്കെ, ഇപ്പൊ സോഡിയം കേട്ടോ, സോഡിയം, പൊട്ടാഷ്യം, ഓക്കെ, ഇതൊക്കെ പ്ലസ് ചാർജ് ആണല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് പുറത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അകത്ത് കൂടുതലാണ്.
When it moves from lower concentration to higher concentration, അത് പമ്പ് പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടിയാണ് അകത്തേക്ക് കയറുക. ആ പമ്പ് പ്രോട്ടീൻ ആക്റ്റീവ് ആണെങ്കിൽ ATP വേണം. So when a molecule move from lower concentration to higher concentration, it requires the expenditure of energy. അത് പമ്പ് പ്രോട്ടീൻ ആണ് ഇതിൻ്റെ അകത്തേക്ക് കടത്തി വിടുക. So that's why it is called active transport. എന്താ വിളിക്കുക? Active transport. Clear ആയോ? Clear ആണോ? Clear ആയോ? ആ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് നോക്കിയാൽ പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ എക്സാമ്പിൾ സോഡിയം പൊട്ടാഷ്യം പമ്പും പറഞ്ഞിട്ട്. യെസ് ആണോ? അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞു. 2022 വന്ന ക്വസ്റ്റൻ ഒന്ന് ചെയ്ത മക്കളെ. 2022 വിച്ച് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് വുഡ് ഫേസ് ഡിഫിക്കൽട്ടി ടു പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ വഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഏതിനായിരിക്കും? സെൽ മെംബ്രെയിൻ ഞാൻ എന്താ പറഞ്ഞത്? ലിപ്പിഡ് ഹൈഡ്രോഫോബിക് ആണ്. അപ്പം ലിപ്പിഡിന്റെ ടെയിൽ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് വെള്ളത്തിന്റെ അംശമുള്ള ആൾക്കാരെ കടത്തി വിടുവോ? നിങ്ങളൊന്ന് ആലോചിച്ചോടാ. ലിപ്പിഡിന്റെ ടെയിൽ ഹൈഡ്രോഫോബിക് ആണ്. വെള്ളത്തിന് ഇഷ്ടമില്ലാത്ത ഒരാള് വെള്ളത്തിന്റെ അംശമുള്ള മോളിക്യൂളിനെ കടത്തി വിടുവോ? ഇല്ല. അപ്പൊ ഏതാ ബുദ്ധിമുട്ട് വരിക കടന്നു പോവാൻ? സബ്സ്റ്റൻസ് വിച്ച് ആർ ഹൈഡ്രോഫിലിക് മോയിറ്റി. വെള്ളത്തിന്റെ അംശമുള്ള ആൾക്കാരെയാണ് കടത്തി വിടാത്തത്. എന്തേ? പ്രോട്ടീൻ ഇല്ലേ? അല്ല, ലിപ്പിഡ് ഇല്ല മക്കളെ. ലിപ്പിഡിന്റെ തല മാത്രമേ ഹൈഡ്രോഫിലിക് ഉള്ളൂ. വാല് ഹൈഡ്രോഫോബിക് ആണ്. ശരിയല്ലേ? വെള്ളത്തിന്റെ അംശമുള്ള ഒരു സാധനം കടത്തി വിടൂല. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വന്ന, ഇന്റഗ്രൽ പ്രോട്ടീൻ വന്ന വെള്ളത്തിന്റെ അംശമുള്ള മോളിക്യൂൾ ഇതുവഴിയാണ് കടന്നു പോവുക. അതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് വെള്ളത്തിന്റെ അംശം മോളിക്യൂൾ വാലിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു പ്രോട്ടീൻ വഴിയാണ് കടന്നു പോവുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ക്ലിയർ? അപ്പൊ വെള്ളത്തിന്റെ അംശമുള്ള മോളിക്യൂളാണ് കടന്നു പോകുന്നത്. ഫാറ്റ് സോൾബിൾ വന്നാൽ വേഗം കയറിപ്പോവും. എന്തുകൊണ്ട് ഫാറ്റ് സോൾബിൾ വേഗം കയറി പോകുന്നത്? ഫാറ്റിന് അവർക്ക് ഇഷ്ടമാണ്, വെള്ളത്തിന് മാത്രമേ ഇഷ്ടമല്ലാത്തുള്ളൂ. ഇല്ലേ? അങ്ങനെ അതും പഠിച്ചു. ഇനി സെൽ വാൾ പഠിക്കാം. സോ ആസ് ദ കേസ് ഓഫ് സെൽ വാൾ നമുക്ക് ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ഫംഗസ് ആണ് നമുക്കറിയാം. ശരിയല്ലേ? സെൽ വാൾ റിജിഡ് ആണെന്ന് മാത്രമല്ല സെൽ വാൾ ഡെഡ് ആണ് കേട്ടോ. സെൽ വാൾ റിജിഡ് ആണ്, നോൺ ലിവിങ് ആണ്. ഇറ്റ് ഫോംസ് ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ഫംഗസ്. ഇത് ക്ലിയർ ആണോ മക്കള്? ഇനി സെൽ വാളിന്റെ ഫംഗ്ഷൻ എന്താ? സെൽ ടു സെൽ ഇന്ററാക്ഷൻ. ബിക്കോസ് ഒരു സെല്ല് മറ്റൊരു സെൽ, ഇതൊരു സെല്ലാണ് ചിന്തിക്കുക, മറ്റൊരു സെൽ ഇതാണ് ചിന്തിക്കുക. രണ്ടുപേരും ഔട്ടർമോസ്റ്റ് ബൗണ്ടറി സെൽ വാൾ ഇല്ലടാ. അപ്പൊ സെൽ ടു സെൽ ഇന്ററാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യൂലേ? അത് മാത്രമല്ല സെല്ലിനെ മെക്കാനിക്കൽ ഡാമേജിനും ഇഞ്ചുറിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽ വാൾ ഇല്ലേ? സോ സെൽ വാൾ പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ആൻഡ് ഡാമേജ്. ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ അതർ അൺവാണ്ടഡ് മാക്രോ മോളിക്യൂൾ, ആവശ്യമില്ലാത്ത മാക്രോ മോളിക്യൂളിൽ നിന്ന് സെൽ വാൾ അകത്തേക്ക് കടത്തി വിടൂല. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സെൽ ടു സെൽ ഇന്ററാക്ഷൻ ഉണ്ട്. സെൽ വാൾ പ്രൊട്ടക്ട് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ. അൺവാണ്ടഡ്, അൺഡിസൈറബിൾ, ആവശ്യമില്ലാത്ത മാക്രോ മോളിക്യൂളൊന്നും അകത്തേക്ക് കടത്തി വിടൂല. അങ്ങനെ കുറെ ഫംഗ്ഷൻ ആർക്കുണ്ട്? സെൽ വാളിനുണ്ട് അല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ട മെയിൻ പോയിന്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചില്ലെങ്കിൽ മക്കളെ മാർക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയാം കേട്ടോ. പ്ലാന്റ് സെൽ വാൾ അല്ല, പ്ലാന്റ് സെൽ വാൾ നമുക്ക് ആൽഗയിൽ തുടങ്ങാം. ടെക്സ്റ്റിന്റെ അതേ ഓർഡറിൽ. ആൽഗയുടെ സെൽ വാൾ എന്താ ഇത്ര വലുതായിട്ട് എഴുതുന്നത്? ചെറുതാക്കാം. ആൽഗൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് ഏതൊക്കെയാ? സെല്ലുലോസ്, ഗാലക്ടൻസ്, manans, then mineral like calcium carbonate. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഗാലക്ടൻസ് പറഞ്ഞാൽ ഗാലക്ടോസ് ഷുഗർ ആണ്. മാനൻസ് പറഞ്ഞാൽ മാനോസ് ഷുഗർ ആണ്. അപ്പൊ സെല്ലുലോസ്, ഗാലക്ടൻസ്, മാലൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ് ആണ് ആൽഗൽ സെൽ വാൾ. അപ്പൊ ചോദിക്കാം ആൽഗ ഒഴികെ ബാക്കിയുള്ള പ്ലാന്റ്സിലോ? മറ്റുള്ള പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പ്രോട്ടീൻ. ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പ്രോട്ടീൻ. ഇതൊക്കെ ഇതേപോലെ പഠിച്ചു വെക്കണം കേട്ടോ മക്കള്. പെക്റ്റിൻ ആൻഡ് പ്രോട്ടീൻ ആണ് കാണുക. ഓക്കെ. സോ ആൽഗൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്. ആൻഡ് അതർ പ്ലാന്റ്സിന്റെ ബോഡിയിലാണെങ്കിൽ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പ്രോട്ടീൻ ആണ് ഉണ്ടാവുക. ഫംഗസ് സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് ഏതാ? പോളിസാക്കറൈഡ്, അമിനോ ആസിഡ് പറയാം. നോൺ സെല്ലുലോസിക് ആണത്, അല്ലെങ്കിൽ പെപ്റ്റോഗ്ലൈക്കൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ കോൺസെപ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് പ്രൈമറി സെൽ വാള്, ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ നോട്ടെ അല്ലേ? പ്രൈമറി സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ്
കേട്ടോ. പ്രൈമറി സെൽ വാള് തിന്നാണ്, സെല്ലുലോസ് ആണ് ഉണ്ടാവുക, capable of growth ആണ്. എക്സാമിന് ചോദിക്കാനുണ്ട് കേട്ടോ. പ്രൈമറി സെൽ വാൾ ഇസ് capable of growth, വളരും. എന്നാ സെല്ല് മെച്ചുവർ ആകുമ്പോൾ ഇതാണ് പ്രൈമറി സെൽ വാൾ എന്ന് വിചാരിക്കുക, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ വിചാരിക്കട്ടെ മക്കള്. പ്രൈമറി സെൽ വാൾ capable of growth ആണ്. സെൽ മെച്ചുവർ ആവുന്ന സമയത്ത് എന്താവും, സെക്കൻഡറി സെൽ വാൾ ഉണ്ടാവും. അപ്പൊ ചോദിക്കുക സെക്കൻഡറി സെൽ വാൾ എവിടെയാ ഉണ്ടാവുക? സെക്കൻഡറി സെൽ വാൾ ഉണ്ടാവുക പ്രൈമറി സെൽ വാളിന്റെ അകത്തും സെൽ മെംബ്രെയിൻ്റെ അങ്ങോട്ടേക്കാണ് സെക്കൻഡറി സെൽ വാൾ ഉണ്ടാവുക. ഇതാണ് സെക്കൻഡറി സെൽ വാൾ. അപ്പൊ നോക്കിടാ, സെക്കൻഡറി സെൽ വാൾ എവിടെയാ ഉണ്ടായത്? പ്രൈമറി സെൽ വാളിന്റെ ഉള്ളിലേക്കാണ് ഉണ്ടായത് അല്ലെ. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ആരെ നോക്കിയാ വളരുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ നോക്കിയാ വളരുന്നത് അല്ലെ. ഇത് സെക്കൻഡറി സെൽ വാൾ ഉണ്ടാവുമ്പോൾ പ്രൈമറി സെൽ വാൾ ഡിമിനിഷ് ആവും, അതായത് പ്രൈമറി സെൽ വാൾ നശിച്ചു പോകുന്ന. ഇത് ക്ലിയർ ആയോ? ആയല്ലോ. ഇനി മൂവിങ് ടു നെക്സ്റ്റ് കോൺസെപ്റ്റ്, വി സേ ദാറ്റ് ഇപ്പൊ രണ്ട് സെൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. ഓക്കെ, ദ നെയ്ബറിംഗ് സെൽസ് ആർ ഗ്ലൂഡ് ബൈ. രണ്ട് സെല്ലിനെ ഒട്ടിക്കുന്ന ഒരാൾ വേണ്ടേ? നിങ്ങൾ വീടൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, ഹോളോ ബ്രിക്ക് വെക്കും, സിമെന്റ് വെക്കും, ഹോളോ ബ്രിക്ക് വെക്കും, സിമെന്റ് വെക്കും. ഇങ്ങനെ വെച്ച് പോകുന്നില്ല, അത് ഒട്ടിപ്പിടിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. സോ എവറി സെൽ വിൽ ബി കണക്റ്റഡ് ബൈ എ മിഡിൽ lamella which is made up of calcium pectate. Every cell is connected by middle lamella which is made up of calcium pectate. Calcium pectate. Clear? ഇനി ഇപ്പൊ സെൽ വാൾ ഉണ്ട്, മിഡിൽ ലാമല ഉണ്ട്. ഈ സെൽ വാളിനെയും മിഡിൽ ലാമലിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് നോക്കി, സെൽ വാളിനെയും മിഡിൽ ലാമലിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് അവിടെ ഒരു വഴി ഉണ്ടായല്ലോ. സെൽ വാളിനെയും മിഡിൽ ലാമലിനെയും നേരെ ക്രോസ് ചെയ്തിട്ട് ട്രാവേഴ്സ് ചെയ്ത് ഒരു വഴി ഉണ്ടായല്ലോ. This is called plasmodesmata. This is called plasmodesmata. ഈ പ്ലാസ്മോഡെസ്മറ്റ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിണ്ടോ? എന്ത് കാര്യം മനസ്സിലായേ? ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസം ഈ പ്ലാസ്മോഡെസ്മറ്റ വഴിയാണ് അടുത്ത സൈറ്റോപ്ലാസമായിട്ട് കണക്ട് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് അല്ലെ. ഒരു സെല്ലും മറ്റൊരു സെല്ലിന്റെ സൈറ്റോപ്ലാസമായിട്ട് കണക്ട് ചെയ്യുന്ന വഴിയാണ് പ്ലാസ്മോഡെസ്മറ്റ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് എ സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ്. സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് കിട്ടിയോ? അപ്പൊ രണ്ട് സെല്ലിനെ ഗ്ലൂ ചെയ്യുന്നത്, രണ്ട് സെല്ലിനെ ഒട്ടിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മിഡിൽ ലാമല മേഡ് അപ്പ് ഓഫ് കാൽഷ്യം പെക്ടേറ്റ്. രണ്ട് സെല്ലിന്റെ സൈറ്റോപ്ലാസം കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ചെയ്താന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡെസ്മറ്റ. അല്ലെങ്കിൽ ചോദിക്കാം എന്താണ് പ്രൈമറി സെൽ വാൾ ആൻഡ് മിഡിൽ ലാമല ട്രാവേഴ്സ്ഡ് ബൈ. പ്രൈമറി സെൽ വാളും മിഡിൽ ലാമലയും ക്രോസ് ചെയ്ത് പോകുന്ന ആളുണ്ടല്ലോ, അതാരാ? പ്ലാസ്മോഡെസ്മറ്റയാണ്. കിട്ടിയോ മക്കള്? ഇനി എൻഡോമെംബ്രെയിൻ സിസ്റ്റം. സോ വാട്ട് യു മീൻ ബൈ എൻഡോമെംബ്രെയിൻ സിസ്റ്റം? നല്ലോണം കേട്ടോട്ടാ, ഇത് പെട്ടെന്ന് തീരുപ്പോ കഴിഞ്ഞു. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എൻഡോമെംബ്രെയിൻ സിസ്റ്റം? ഇതിൽ വരുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോം, വാക്യൂൾ. നല്ലോണം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തീരും കേട്ടോ മക്കള്. സോ വാട്ട് യു മീൻ ബൈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ ഓറിജിനേറ്റ് ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ശരിയല്ലടാ? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം RER ഉണ്ട്, SER ഉണ്ട്. നമുക്ക് പഠിക്കാം ഇപ്പോൾ RER ആൻഡ് SER. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഇല്ലാത്തതുകൊണ്ട് ലിപ്പിഡ് ഉണ്ടാക്കും. എന്തായാലും എൻഡോപ്ലാസ്മിക് എന്താ ഉണ്ടാക്കുന്നത്? പ്രോട്ടീനും ലിപ്പിഡാണ്. ഈ പ്രോട്ടീനും ലിപ്പിഡും ഇവർ പ്രൊഡ്യൂസ് ചെയ്ത അതിനെ റിസീവ് ചെയ്യുന്നത് ഗോൾജി ബോഡീസ് ആണ്. അപ്പൊ ഗോൾജി ബോഡീസ് അതിനെ റിസീവ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനാണ് ലൈസോസോം വെയിറ്റ് ചെയ്യുന്നത്. ആ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റിനെ കളക്ട് ചെയ്യുന്ന ജോലിയാണ് വാക്യൂൾ ചെയ്യുന്നത്. അപ്പൊ നോക്കിടാ, വാക്യൂളിന്റെ സ്ട്രക്ചർ പോലെയല്ല ലൈസോസോമിന്റെ, ലൈസോസോമിന്റെ സ്ട്രക്ചർ പോലെയല്ല ഗോൾജി ബോഡീസിന്റെ, ഗോൾജി ബോഡീസിന്റെ സ്ട്രക്ചർ പോലെയല്ല എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിന്റെ അർത്ഥം 4 പേരും സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്. സ്ട്രക്ചറലിയും ഡിഫറെന്റ് ആണ്, ഫങ്ഷണലിയും ഡിഫറെന്റ് ആണ്. ബിക്കോസ് ഒരാൾ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഉണ്ടാക്കുന്നു, മറ്റൊരാൾ അതിനെ മോഡിഫൈ ചെയ്ത് പാക്ക് ചെയ്യുന്നു, മറ്റൊരാൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് കളക്ട് ചെയ്യുന്നു. അപ്പൊ 4 പേരുടെ സ്ട്രക്ചറും വരെയാണ്, ഫംഗ്ഷനും വരെയാണ്. ബട്ട് ഓൾ ദ ഫംഗ്ഷൻസ് ആർ കോർഡിനേറ്റഡ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതാണ് പഠിക്കേണ്ടത്. പേജ് നമ്പർ 133 ഓഫ് ദ ഓൾഡ് ടെക്സ്റ്റിലും പേജ് നമ്പർ 95 ഐ ഹോപ്പ് സോ 95 ഓഫ് ദ ന്യൂ ടെക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വായിച്ചു നോക്കിയ മക്കളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാ? അതായത് പ്രീവിയസിന്റെ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് പേജും വായിക്കണം, 94ന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 2 ലൈനും, 95ന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ലൈനും പുതിയ ടെക്സ്റ്റിൽ വായിക്കുക. പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ പേജ് നമ്പർ 132ന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് ലൈനും, 133ന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് 2 ലൈനും വായിക്കുക. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
സ്ട്രക്ചറലിയും ഫങ്ഷണലിയും ഡിസ്റ്റിങ് ആണ്, ബട്ട് ദർ ഫങ്ഷൻസ് ആർ കോർഡിനേറ്റഡ്. ജോലികൾ കോർഡിനേറ്റ് ചെയ്താൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജോലികൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്ന് പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ ലിപ്പിഡ് ഉണ്ടാക്കിയാലേ ഗോൾജിക്ക് ജോലിയുള്ളൂ. ബിക്കോസ് അതിനെ വാങ്ങിച്ച് അതിനെ മോഡിഫൈ ചെയ്യണം. ഇനി അവർ മോഡിഫൈ ചെയ്തതിനെ പാക്ക് ചെയ്ത് കൊടുത്താലേ ലൈസോസോമിന് ജോലിയുള്ളൂ. അപ്പോഴാണ് ഇത് ഡൈജസ്റ്റ് ചെയ്യുക. ഇനി അവർ ഡൈജസ്റ്റ് ചെയ്ത് വേസ്റ്റ് ഉണ്ടായാലേ വാക്യൂളിന് ജോലിയുള്ളൂ. ദാറ്റ് മീൻസ് ഓൾ ദർ ഫങ്ഷൻസ് ആർ coordinated. That's why it is called endomembrane system. അപ്പോൾ endomembrane system ആരൊക്കെയാ വരിക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയാം, ഗോൾജി ബോഡീസ് എന്ന് പറയാം, ലൈസോസോം ആൻഡ് വാക്യൂൾ. യെസ് ഓർ നോ? ഇത് 4 സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ആണ്. 4 സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ആണ്. ഇത് കിട്ടിയോ മക്കളെ? റെഡി അല്ലേ? യെസ്. ഇനി അപ്പോൾ ഇതിൽ വരാത്തതായിരിക്കുക മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ഒന്നും ഇതിൽ വരൂല. എന്തുകൊണ്ടാ? മൈറ്റോകോൺഡ്രിയ ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അവരുടെ ജോലി വേറെ ആയിട്ടാണ് ചെയ്യുന്നത്. പെറോക്സിസം വേറെ ചെയ്യുന്നത്. ഇതൊന്നും എൻഡോമെംബ്രെയിൻ സിസ്റ്റമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. അപ്പോൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ആരെയും വരുള്ളൂ? 4 ആൾക്കാർ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോം, വാക്യൂം. അല്ലാത്ത ഒരു ആൾക്കാരും മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ഒന്നും എൻഡോമെംബ്രെയിൻ്റെ സിസ്റ്റം ഭാഗമേ അല്ല കേട്ടോ. ടോണോപ്ലാസ്റ്റ് ഇസ് നത്തിങ് ബട്ട് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. വിഘ്നേഷ്, ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ആണ്. ഇറ്റ്സ് എ കവറിംഗ് ഓഫ് വാക്യൂൾ. പറഞ്ഞു തരാട്ടോ വിഘ്നേഷ്, പറയാട്ടോ. വരുന്നേ ഉള്ളൂ, വേഗം പറഞ്ഞുതരാം. ഓക്കെ. സ്ട്രക്ചേഴ്സ് ആർ ഡിഫറെന്റ് ബട്ട് ഫങ്ഷൻസ് ആർ കോർഡിനേറ്റഡ്. ആക്ച്വലി ഓരോരാളുടെ ഫംഗ്ഷനും വേറെയാണ്. പക്ഷെ ആ ജോലികൾ മുഴുവൻ കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. യെസ്. The organelles that are included in the endomembrane system. 2021 വന്ന ക്വസ്റ്റൻ ആണ്. ചെയ്ത മക്കളെ? 2021 വന്ന ക്വസ്റ്റൻ. The organelles that are included in the endomembrane system are ഏതൊക്കെയാ? വേഗം പറ. ആൻസർ പറ. Endoplasmic reticulum, Golgi apparatus or Golgi complex, lysosome and vacuole. Answer should be D. ആണോ? D ആണ്. Ashwati was the first person to give the answer. Very good. Arya Lakshmi, Fatima Nida, Vignesh, very good. Moving next one. Vignesh ആണോ ഇന്നലേക്ക് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഐക്കൺ വെച്ചിരുന്നേ? ഇന്ന നെയിം മാറ്റിയിട്ടതാ? Nasrin, Ash, yes. Meetu Maria, Nandita, yes. ആൻസർ പറഞ്ഞ മക്കൾ. 2022 വന്ന ക്വസ്റ്റൻ. വേഗം ആൻസർ പറയടാ. മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം കോർഡിനേറ്റ് സെല്ലുലാർ ഫംഗ്ഷൻ. യെസ് ഓർ നോ? യെസ് അല്ലേ? മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ നോട്ട് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ശരിയല്ലേ? മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഇവരെ പാർട്ടേ അല്ല. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ആൻസർ ഷുഡ് ബി സി. ചാർജ് പോയടാ. ഒരു മിനിറ്റ് മക്കളെ. ആൻസർ ഏതാ? സി ആണ്. കിട്ടിയോ? ചാർജ് പോയിന്നോ? ഒരു മിനിറ്റ്. യെസ്. So move to next one. 2022 ക്വസ്റ്റൻ ആണ്. Which of the following statement is with respect to endoplasmic reticulum is incorrect? അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്ന് പഠിക്കണ്ടേ? എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ ഫോർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ് ഒക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം വരാം കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഞാൻ ആദ്യം പറയാം കേട്ടോ മക്കളെ. സോ വെൻ കംസ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിന്റെ ഫിഗർ പോയടാ മുന്നിൽ. ഇവിടെ ഉണ്ട്. അതന്നെ ഞാൻ വിചാരിച്ചത്. എന്താണ് തിയറിക്ക് മുന്നേ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എൻഡോപ്ലാസ്മിക് ഹിയർ. സോ വെൻ കംസ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, നമ്മൾ എന്താ പറഞ്ഞാൽ? ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ ഓറിജിനേറ്റ് ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓർ ട്യൂബുലാർ സ്ട്രക്ചർ ദാറ്റ് ആർ സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസം. അല്ലേ? ഇത് നെറ്റ്വർക്ക് ആണ്, ട്യൂബുലാർ സ്ട്രക്ചർ സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണുണ്ടോ മക്കള്? ഇതല്ലേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ത് കാര്യം? When this is forming a network of tubular structure, it divides the cytoplasm into 2 compartments. ഇവിടെയൊക്കെ സൈറ്റോപ്ലാസ്മിന് കയറാൻ പറ്റും, ഇവിടെയൊക്കെ സൈറ്റോപ്ലാസ്മിന് കയറാൻ പറ്റും. പക്ഷെ അകത്തേക്ക് ഇവിടെ കയറാൻ പറ്റൂല. അപ്പോൾ ഇത് ലൂമിനൽ കമ്പാർട്ട്മെന്റ് ആണ്. ഇത് എക്സ്ട്രാ ലൂമിനൽ കമ്പാർട്ട്മെന്റ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് സൈറ്റോപ്ലാസം കയറാൻ പറ്റാത്ത ഇന്നർ കമ്പാർട്ട്മെന്റിനെ വിളിക്കുന്ന പേരാണ് ലൂമിനൽ കമ്പാർട്ട്മെന്റ്. പുറത്തേത്തെ കമ്പാർട്ട്മെന്റ് വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ലൂമിനൽ കമ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു സൈറ്റോപ്ലാസ്മിനെ എത്ര കമ്പാർട്ട്മെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? 2 കമ്പാർട്ട്മെന്റ് ആണ്, ലൂമിനൽ ആൻഡ് എക്സ്ട്രാ ലൂമിനൽ.
ലൂമിനൽ അവിടെ സൈറ്റോപ്ലാസം ഇല്ല, എക്സ്ട്രാ ലൂമിനൽ കമ്പാർട്ട്മെന്റ് അവിടെയാണ് സൈറ്റോപ്ലാസം ഉള്ളത്. ക്ലിയർ ആയോ? ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് ഡിവൈഡഡ് ഇൻടു 2 types, RER and SER. Rough endoplasmic reticulum and smooth endoplasmic reticulum. So what do you mean by rough and smooth endoplasmic reticulum ചോദിച്ചാ ഇതിന്റെ സർഫേസിൽ ആരുടെ സർഫേസിൽ ഒരു മിനിറ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ഒക്കെ എടുക്കട്ടെ. യെസ്, ഇതിന്റെ സർഫേസിൽ റൈബോസോം അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ആൻഡ് ഇഫ് ദ റൈബോസോം ഇസ് ആബ്സെന്റ് then it is called smooth endoplasmic reticulum. കേട്ടോ, റൈബോസോം പ്രസന്റ് ആണെങ്കിൽ അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്, റൈബോസോം ഇല്ലെങ്കിൽ അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. റൈബോസോം ഉള്ളതുകൊണ്ട് ദ ഫംഗ്ഷൻ ഓഫ് RER is protein synthesis, റൈബോസോം ആബ്സെന്റ് ആയതുകൊണ്ട് ദ ഫംഗ്ഷൻ ഓഫ് SER is lipid synthesis. അപ്പോൾ ലിപ്പിഡ് സിന്തസിസ് മാത്രമല്ല, ഏത് സെല്ലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുന്നത് അവിടെ RER ആയിരിക്കും കൂടുതൽ, SER കുറവായിരിക്കും. എവിടെയാണ് ലിപ്പിഡ് കൂടുതൽ ഉണ്ടാവുന്നത് അവിടെ SER കൂടുതലായിരിക്കും, RER കുറവായിരിക്കും. ഇനി ആനിമൽ സെൽസിൽ സ്റ്റീറോയിഡ് ലൈക്ക് ഹോർമോൺസ് ഉണ്ടാക്കുന്നതും SER ആണ്, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അങ്ങനെ എൻഡോപ്ലാസ്മിക് കഴിഞ്ഞില്ലടാ, കഴിഞ്ഞോ? യെസ്. ഇനി ഇതിന്റെ ആൻസർ പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് ഇൻകറക്റ്റ്? 2022 വന്ന ക്വസ്റ്റൻ ആണ്. SER ആർ ദ സൈറ്റ് ഫോർ ലിപ്പിഡ് സിന്തസിസ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? RER has ribosome attached to endoplasmic reticulum. SER is devoid of ribosome. In prokaryotes only RER is present. Prokaryotes RER ഇല്ല, SER ഇല്ല, ഒന്നുമില്ല. മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ഒന്നും പ്രൊക്കാരിയോട്സിന് ഇല്ല. ശരിയല്ലേ? മെംബ്രെയിൻ ബോണ്ട് ഓർഗനലേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരിക? ഇല്ല. യെസ്, ലെറ്റ്സ് ഗോ ഫോർ ഗോൾജി അപ്പാറ്റസ്. സോ വാട്ട് യു മീൻ ബൈ ഗോൾജി അപ്പാറ്റസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇവര് ഫംഗ്ഷൻ എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കിൽ നിന്ന് വരുന്ന പ്രോട്ടീനും ലിപ്പിഡിലും വാങ്ങി മോഡിഫൈ ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ശരിയല്ലേ? കെമൈലോ ഗോൾജി ഇൻ 1898. ഇത് കണ്ടോ മക്കളെ? ഇയർ കാണുന്നുണ്ടോ? കെമൈലോ ഗോൾജി ഇൻ 1898 ആണ് എന്ത് ഡിസ്കവർ ചെയ്തത്? ഗോൾജി അപ്പാറ്റസ് ഡിസ്കവർ ചെയ്തത്. ഡെൻസ്ലി സ്റ്റെയിൻഡ് റെറ്റിക്കുലർ സ്ട്രക്ചർ എന്ന് പറയാ. ന്യൂക്ലിയസിന്റെ അടുത്ത് നല്ല ഡാർക്ക് ആയിട്ട് സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടു. അതാണ് ഡെൻസ്ലി സ്റ്റെയിൻഡ് റെറ്റിക്കുലർ സ്ട്രക്ചർ നിയർ ദ ന്യൂക്ലിയസ്. അതാണ് ഗോൾജി അപ്പാറ്റസ് എന്ന് പറയുന്നത്. ഗോൾജി അപ്പാറ്റസ് വിളിക്കാൻ കാരണം കെമൈലോ ഗോൾജിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഗോൾജി അപ്പാറ്റസ്. ഇത് ക്ലിയർ ആയോ? ഇനി ഇതിന് ഫ്ലാറ്റ് ആൻഡ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഞാൻ വരച്ച് പോട്ടോ, ശ്രദ്ധിക്കണേ മക്കളെ. ചാർജ് പോയടാ, ഒരു മിനിറ്റ് കേട്ടോ. അതിപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് ചാർജ് ആവും. ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സിസ്റ്റേണേ. സിസ്റ്റേണയുടെ സൈസ് പറയുകയാണെങ്കിൽ 0.5 to 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൈസ് ഇവിടെ ഉണ്ടോ നോക്കിയിട്ട്, അത് ഇവിടെ ഉണ്ടല്ലോ, 0.5 to 1 മൈക്രോമീറ്റർ. യെസ് ഓർ നോ? ഡൗൺ ആവരുത് കേട്ടാ. വേഗം. ഇനി കുറച്ചല്ലേ ഉള്ളൂ, ഇനി ഏതേ ഉള്ളൂ. ഇനി 2 ഓർഗനലുണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ആൻഡ് വിൽ ഗോ ഫോർ സെൻട്രോസോം, ദെൻ ന്യൂക്ലിയസ്. ഫിനിഷ്ഡ്. പെട്ടെന്ന് തീരും. ഓരോ ഓർഗനൽ 5-5 മിനിറ്റ് വെച്ച് പറഞ്ഞു പോകാം. കേട്ടാ? റെഡിയല്ലേ? നിങ്ങളൊന്ന് ഉഷാറായേ. അപ്പോഴത്തേക്ക് എന്താണ് പെണ്ണ് ചാർജ് ആവുമല്ലോ. ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. വേഗം ഒന്ന് ഉഷാറായടാ. ലക്ഷ്മി, ആര്യലക്ഷ്മി, ഫാത്തിമ, നിത, അതിഥി, സിനു ഇപ്പോഴാണല്ലോ വന്നേ. സിനു നേരത്തെ കണ്ടായിരുന്നോ? നേരത്തെ 4 ഒക്കെ ആൻസർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആഷ് പോരട്ടെ. സ്റ്റീവ് പോരട്ടെ. വേഗം. റെഡി. യെസ്, ഡെഡിക്കേഷൻ. വെരി ഗുഡ്. യെസ്, നന്ദിത. മീറ്റു ഉണ്ട്. ആരും പോരുതേട്ടാ. കംപ്ലീറ്റ് പഠിക്കണം. നമുക്ക് 360 വേണോ? നിർബന്ധമായിട്ട് പഠിക്കണം. ക്ലിയർ? ലെറ്റ്സ് ഗോ ഫോർ. ഇനി നമുക്ക് ചാർജ് ആയല്ലോ, നോക്കിടാ. ദാറ്റ് മീൻസ് വി സേ ദാറ്റ് യെസ്, ലക്ഷ്മി പവർഫുൾ ആയി. തീയൊക്കെ ഇടുന്നുണ്ട്. ആര്യലക്ഷ്മി ഹാർട്ടൊക്കെ ഇടുന്നുണ്ട്. പോരട്ടെ. തീയും ഹാർട്ടൊക്കെ വരിവരായി പോരട്ടെ. ഉഷാറാവട്ടെ ഒന്നും കൂടി കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇത്ര ഉഷാറായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് നല്ല എനർജിയിൽ എടുക്കാൻ പറ്റുന്നത്. ഇപ്പം നോക്കിയാൽ ശ്വാസം മുട്ട് പോയ വഴി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് അത് മാറി. AC ഓഫാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് എടുത്തു പോകണ്ടേ? വേഗം. പോവരുത് കേട്ടോ. ഇതാ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ആ പേരൊക്കെ ഇത്ര ഓർമ്മ കേട്ടോ. വെരി ഗുഡ്. സോ നോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്ലാറ്റ്. നമുക്ക് എഴുതാത്തെ പിന്നെ എന്താ എഴുതട്ടെ? ഒരു മിനിറ്റ്.
എഴുതത്തില്ല. നമുക്കിത് പേര് എഴുതിട്ട് ഇതിൽ എഴുതാം. ഒരു മിനിറ്റ് മക്കളെ. ഞാൻ പറയട്ടെ, അത് 0% കാണിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ചാർജ് ആയിക്കോട്ടെ മക്കളെ. യെസ്, ചാർജിങ്. ഞാൻ വേഗം പറയാം കേട്ടോ. ഇതില് ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കാണുന്നില്ലടാ, ഓരോ ഡിസ്ക് ആയിട്ട് ഷേപ്പ്. ഇതാണ് സിസ്റ്റേണേ എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റേണേ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കറിയാം 0.5 to 1 മൈക്രോമീറ്റർ ആണ് സൈസ് എന്ന് പറഞ്ഞത്. 2 ഫേസ് ഉണ്ട്, സിസ് ഫേസും ട്രാൻസ് ഫേസും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സാക്ക് പോലെ സ്ട്രക്ചർ കാണുന്നില്ല, അതാണ് സിസ്റ്റേണേ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളതെന്ന് നോക്കുക. ഇവരിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കും. സിസ് ഫേസ് ആണ് മുകളിലേക്ക് നോക്കി നിൽക്കുക. ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഫേസ് ചെയ്യുന്ന ആരായിരിക്കും? സിസ് ഫേസ് ആണ്. സിസ് ഫേസ് എന്താ ചെയ്യുക? എൻഡോപ്ലാസ്മിക് തരുന്ന പ്രോട്ടീനും ലിപ്പിഡും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. കിട്ടിക്കഴിഞ്ഞാൽ വേഗത റിസീവ് ചെയ്യും. സോ സിസ് ഫേസ് ഇസ് കോൾഡ് ഇമ്മച്ചുവർ ഫേസ് ഓർ കോൺവെക്സ് ഫേസ്. നല്ലോണം ശ്രദ്ധിക്കുക. സിസ് ഫേസിനെ ഫോമിംഗ് ഫേസ് എന്ന് പറയാം, ഇമ്മച്ചുവർ ഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, കോൺവെക്സ് ഫേസ് എന്ന് പറയാം. ഇവരാണ് എന്ത് ചെയ്യുക? എൻഡോപ്ലാസ്മിക് വരുന്ന ലിപ്പിഡും പ്രോട്ടീനും റിസീവ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ട്രാൻസ് ഫേസിലേക്ക് കൊടുക്കൂലേ, ആ സമയത്ത് ഇതിനെ മോഡിഫൈ ചെയ്യും. എന്താ മോഡിഫൈ ചെയ്യുക? വന്നത് വെറും പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ആണ്. RER കൊടുത്തത് എന്താ? RER കൊടുത്ത വെറും പ്രോട്ടീൻ ആണ്. അതേപോലെ SCR കൊടുത്തത് എന്താ? ലിപ്പിഡ് ആണ്. ശരിയല്ലേ? RER പ്രോട്ടീനും കൊടുത്തു, SCR ലിപ്പിഡും കൊടുത്തു. അപ്പൊ ഇവര് പ്രോട്ടീനും വാങ്ങി, ലിപ്പിഡിനും വാങ്ങി. അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ആഡ് ചെയ്ത് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡായിട്ട് മോഡിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ മെച്ചോർ ഫേസ് ആയിട്ടുള്ള ട്രാൻസ് ഫേസ് വഴി പാക്ക് ചെയ്യും. ആ ട്രാൻസ് ഫേസ് വഴി പാക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ കാണുന്നുണ്ട് റൗണ്ട് ആയിട്ട്. ചാർജായി റൗണ്ട് ആയിട്ട്. ഇതാണ് ട്രാൻസ് ഫേസിൽ ഈ വന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ലിപ്പിഡിനെ പാക്ക് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് റിലീസ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായോ? എത്ര ഫേസ് ഉണ്ട് മക്കളെ? സിസ് ഫേസ് ഉണ്ട്, ട്രാൻസ് ഫേസ് ഉണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ബട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നോക്കി, ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് സിസ് ഫേസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ട്രാൻസ് ഫേസ് ആണ് വിചാരിക്കുക. പക്ഷെ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ബട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. സിസ് ഫേസ് ഇതിനെ വാങ്ങിക്കും. ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന കണ്ടന്റിനെ വാങ്ങിച്ച്, എന്താണ്, പ്രോട്ടീനും ലിപ്പിഡിനും വാങ്ങിച്ച് ട്രാൻസ് ഫേസിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ അതിനെ മോഡിഫൈ ചെയ്ത് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡായിട്ട് കൺവേർട്ട് ചെയ്ത് ട്രാൻസ് ഫേസ് എന്ത് ചെയ്യും? ആ വരുന്ന കണ്ടന്റിനെ വാങ്ങി റിസീവ് ചെയ്ത് വെസിക്കിളായിട്ട് പാക്ക് ചെയ്ത് റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ പ്രൈമറി ഫംഗ്ഷൻ എന്താ? പാക്കിംഗ് ആണ്. ആരെയാ പാക്ക് ചെയ്യുക? ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും. ദാറ്റ്സ് വൈ വി സേ ദാറ്റ് എന്താ, ഇറ്റ്സ് ദ മെയിൻ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്. മെയിൻ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ് ആണ്. അതിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ ആവശ്യത്തിനും പുറത്തും സെക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിന് മാത്രമല്ല ഈ വെസിക്കലിനെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ അകത്തുള്ള ഗ്ലൈക്കോപ്രോട്ടീനെ സ്വന്തം സെല്ലിന്റെ ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ സെക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അബൌട്ട് ദ ഗോൾഗി അപ്പാരറ്റസ്? കഴിഞ്ഞല്ലോ. ഇനി ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ. ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ഗ്ലൈക്കോലിപ്പിഡ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയട്ടാ. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നോക്കിടാ. ഇതേ ഗോൾജി അപ്പാരറ്റസ് നമ്മൾ NCERT പറയാത്ത ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു കേട്ടോ മക്കളെ. അപ്പൊ ഈ ഗോൾജി അപ്പാരറ്റസ് ഇപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്തുള്ളടാ. പാക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ ലിപ്പിഡും പ്രോട്ടീനും ഒക്കെ പാക്ക് ചെയ്യും. ഇതേ ഗോൾജി അപ്പാരറ്റസ് ഹൈഡ്രോലൈറ്റിക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹൈഡ്രോലൈറ്റിക് എൻസൈമിനെയും പാക്ക് ചെയ്ത് വിടും. അതാണ് ലൈസോസോമായിട്ട് മാറുക. അതിന്റെ അർത്ഥം എന്താ? ഗോൾജി അപ്പാരറ്റസ് ഗ്ലൈക്കോപ്രോട്ടീൻ ഗ്ലൈക്കോലിപ്പിഡിനെ പാക്ക് ചെയ്യുന്നത് പോരാതെ അവര് ഹൈഡ്രോലൈറ്റിക് എൻസൈമും പ്രൊഡ്യൂസ് ചെയ്ത് അതിനെയും ട്രാൻസ്ഫേസ് വഴി പാക്ക് ചെയ്ത് വിടും. ദ ട്രാൻസ്ഫേസ് ഇസ് കോൾഡ് ആസ് മെച്ചോർ ഫേസ് ഓർ കോൺകേവ് ഫേസ്. ട്രാൻസ്ഫേസിനെ എന്താ വിളിക്കുക? മെച്ചോർ ഫേസ് ഓർ കോൺകേവ് ഫേസ്. അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ വരുന്ന ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡിനും വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെസിക്കൽ ഫോമിൽ സെല്ലിന്റെ ആവശ്യത്തിന്റെ അകത്തോ പുറത്തോ റിലീസ് ചെയ്യും. ഇതേപോലെ തന്നെ അവർ ഹൈഡ്രോലൈറ്റിക് എൻസൈമും പാക്ക് ചെയ്ത് റിലീസ് ചെയ്യുമല്ലോ. അതാണ് ലൈസോസോമായിട്ട് മാറുക. അതിന്റെ അർത്ഥം ലൈസോസോം എവിടുന്നാ ഫോം ചെയ്യുന്നത്? ഗോൾജി അപ്പാരറ്റസിന്റെ പാക്കിംഗ് ആണ് ഫോം ചെയ്തത്. ക്ലിയർ? യെസ്, ഡു ദിസ് ക്വസ്റ്റ്യൻ. Which is the important site of formation of glycoprotein and glycolipid? ചോദിച്ച ആൻസർ എന്താ മക്കളെ? പറഞ്ഞോ? ഗോൾജി ബോഡീസ് ഓർ ഗോൾജി അപ്പാരറ്റസ് എന്നൊക്കെ പറയാം അല്ലേ? So what do you mean by lysosome? As we say that lysosome എവിടുന്നാ ഫോം ചെയ്തത്? ഗോൾജി അപ്പാരറ്റസിനാണ് ഫോം ചെയ്തത്. ഈ ലൈസോസോമിന്റെ അകത്ത് ഹൈഡ്രോലൈറ്റിക് എൻസൈം ഉണ്ട്. ഏതൊക്കെ ഹൈഡ്രോലൈറ്റിക് എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കാർബോഹൈഡ്രേസസ്, ലിപ്പേസസ്, പ്രോട്ടിയേസസ്, അതേപോലെ ന്യൂക്ലിയസസ്.
അങ്ങനെ പല എൻസൈമും ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതും പ്രോട്ടീസസ്, ലിപ്പേസസ്, ന്യൂക്ലിയസസ് എല്ലതും ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ലിപ്പേസസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യും, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും, ന്യൂക്ലിയസസ് ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈം ആക്റ്റീവ് ആവണമെങ്കിൽ അസിഡിക് pH വേണം. എന്ത് വേണം? അസിഡിക് pH. അപ്പോൾ ഇത് ലൈസോസോം ആണെങ്കിൽ ഇതിൽ എൻസൈം ഉണ്ടല്ലോ, ഇത് ആക്റ്റീവ് ആവണ്ടേ? അപ്പോൾ സൈറ്റോപ്ലാസ്മിലെ H+ അയോൺ ഇതിലേക്ക് കയറും. അപ്പോൾ H+ ഇൻക്രീസ് ചെയ്യുമ്പോൾ, H+ കൂടുമ്പോൾ pH കുറയൂലേ? pH കുറയുമ്പോൾ അസിഡിക് ആവൂലേ? അപ്പോഴാണ് ഈ എൻസൈം ആക്റ്റീവ് ആവാന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അസിഡിക് pHൽ മാത്രമേ എൻസൈം ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അസിഡിക് pH ഇല്ലെങ്കിൽ ഈ എൻസൈം ഇനാക്റ്റീവ് ആയിട്ട് കിടക്കും. അപ്പോൾ എന്താ ഫംഗ്ഷൻ? ഡൈജഷൻ ആണ്. It is also called a suicidal bag. Very good, Fatima Nida. It is also called a suicidal bag because ഇപ്പോൾ അത് അത് ഡെഡ് ആയിട്ടുള്ള ഫോറിൻ സെൽസിനെയോ മറ്റുള്ള ആൾക്കാർ ഡൈജസ്റ്റ് ചെയ്യുന്ന പോരായിട്ട് ഇവരെ സെല്ലുകളും ഇവർ ഡൈജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഇവരെ സെല്ലുകൾ നശിക്കുമ്പോൾ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ ആൾ വേണ്ടേ? ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എ സൂയിസൈഡൽ ബാഗ്. ക്ലിയർ ആയോ? യെസ്. So which of the following statement is not correct? 2019 വന്ന ക്വസ്റ്റൻ ആണ്. വേഗം ചെയ്ത മക്കള്. Lysosomes are formed by the process of packing in the endoplasmic reticulum ആണ്. തെറ്റിയില്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലൈസോം എവിടുന്നാ ഫോം ചെയ്ത്? ഗോൾജി അപ്പാറ്റസിനാ ഫോം ചെയ്ത്. Yes or no? It is formed from Golgi apparatus. Yes. Move to next one. If the pH in lysosome is increased to alkaline, കേട്ടോ, ലൈസോസോമിന്റെ pH ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ എൻസൈം എന്താവും? മോർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യോ, മോർ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യോ, ഇനാക്റ്റീവ് ആവോ? ആൽക്കലൈൻ ആണ്. അസിഡിക് pHലാണ് വർക്ക് ചെയ്യാന്നാ ഞാൻ പറഞ്ഞത്. ആഹാ, പോരട്ടെ, ഒന്ന് ആൻസർ. നേരത്തെ ആൻസർ ആണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ? ഓക്കെ. സോ ഹൈഡ്രോലൈറ്റിക് എൻസൈം ബിക്കം ഇനാക്റ്റീവ്. എന്തുകൊണ്ടാ ഇനാക്റ്റീവ് ആവാ? ആൽക്കലൈൻ pHലല്ല എൻസൈം വർക്ക് ചെയ്യുക, അസിഡിക് pHലാണ്. ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ ഇത് ഇനാക്റ്റീവ് ആവും. ലക്ഷ്മി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗിവ് ദ ആൻസർ. Ashwati was the second person to give the answer. Very good. Sinu, yes. Fatima Nida, Ari Lakshmi, porate. Okay. So vacuoles. What in vacuole? ഇപ്പോൾ ലൈസോം ഡൈജസ്റ്റ് ചെയ്തല്ലോ, ഇനി സെല്ലിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ഉണ്ടാവല്ലോ മക്കള്. അപ്പോൾ ഇതാണ് വാക്യൂൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വാക്യൂളിൽ ഓൾറെഡി കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സെല്ലിൽ ഇന്നത്തെ ദിവസം ഇത്ര വേസ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ വേസ്റ്റ് ഇവിടെ കുറവാണ്, വാക്യൂളിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഓരോ ദിവസം വരുന്ന വേസ്റ്റും ഇതിൽ അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ വാക്യൂളിന്റെ അകത്താണ് വേസ്റ്റ് കൂടുതൽ, സെല്ലിന്റെ അകത്ത് സൈറ്റോപ്ലാസ്മിക് വേസ്റ്റ് കുറവായിരിക്കും. സോ മൂവ്മെന്റ് ടേക്സ് പ്ലേസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അതായത് വേസ്റ്റ് പുറത്ത് കുറവാണ്, വാക്യൂളിന്റെ അകത്താണ് കൂടുതൽ. ലോവർ ടു ഹയറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ നമ്മൾ പറയാ ഈ പറഞ്ഞ വാക്യൂളിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്താ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ? ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ് വർക്ക് ചെയ്യുക. ഇത് ക്ലിയർ ആയോ മക്കളെ? തെറ്റിയോ? കുഴപ്പമില്ല, തെറ്റിയത് മുഴുവൻ നമ്മൾ കറക്റ്റ് ചെയ്യും, അത്ര തന്നെ കേട്ടാ. അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ആണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അത് എല്ലാ ദിവസവും വാക്യൂളിൽ ഇപ്പോൾ ഒരു 5 ഗ്രാം വേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഗ്രാം വേസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്ത് എല്ലാ ദിവസവും വാക്യൂളിൽ അളവ് കൂടൂലേ? അവസാനം നോക്കുമ്പോൾ വാക്യൂളിൽ കൂടുതലും ഓരോ ദിവസം ഉണ്ടാകുന്ന സൈറ്റോപ്ലാസ്റ്റിന്റെ വേസ്റ്റ് അളവ് കുറവായിരിക്കും. അപ്പോൾ ലോവർ ടു ഹയർ ആണ് കടത്തിവിടേണ്ടത്. അപ്പോൾ എപ്പോഴും ടോണോപ്ലാസ്റ്റ് അകത്തേക്ക് കടത്തിവിടുള്ളൂ, അകത്തുനിന്ന് പുറത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ലോവർ ടു ഹയർ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ. ആൻഡ് അമീബയിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട്. കോൺട്രാക്റ്റൈൽ വാക്യൂളിന്റെ ഫംഗ്ഷൻ എന്താ? എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷൻ ആണ്. വേസ്റ്റിനെ പുറത്തേക്ക് തള്ളുക, അതേപോലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്ക്രീഷനോ ഓസ്മോ റെഗുലേഷൻ. പ്രൊട്ടിസ്റ്റയിൽ ഈവൻ അമീബിയും പ്രൊട്ടിസ്റ്റ ആണല്ലോ. ഫുഡ് വാക്യൂൾ ഉണ്ട്. ഫുഡിനെ അകത്തേക്ക് എടുക്കുന്നതാണ് ഇത് ഫുഡ് വാക്യൂൾ, വേസ്റ്റിനെ പുറത്തേക്ക് തള്ളുന്നതാണ് ഇത് കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയുന്നത് കേട്ടാ. ഇനി മൈറ്റോകോൺഡ്രിയ. സോ ടെൽ മീ അബൌട്ട് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ഡബിൾ മെംബ്രെയിൻ ആണ്. 2 മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ എന്താണ്? അകത്തേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് മാട്രിക്സ് നമ്മൾ വിളിക്കുക, ശരിയല്ലേ? സോ ദർ ആർ 2 മെംബ്രെയിൻ കോൾഡ് ആസ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ. ആൻഡ് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞു പോകട്ടെ മക്കളെ. സോ ഇമാജിൻ ദിസ് ഇസ് ഔട്ടർ മെംബ്രെയിൻ and this is inner membrane. The inner membrane they infold to form a structure called cristae. The inner membrane they infold to form a structure called cristae. Cristae increases the surface area na paraya. Ab nokki ivide surface area kootile, increases the surface area. Clear? Ee cristae lana makkale
F0 F1 പാർട്ടിക്കിൾ ഉള്ളത് അത് നിങ്ങൾ റെസ്പിറേഷൻ ചാപ്റ്ററിലാണ് പഠിക്കാൻ പേജ് നമ്പർ 234 ലെഫ്റ്റ് സൈഡ് പേജിൽ ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ട്. ഏതാ? ഈ ഒരു ഭാഗം മാത്രം കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. സോ ഇറ്റ് ഇസ് കോൾഡ് F0 F1 പാർട്ടിക്കിൾ എന്നാ പറയാം. F0 F1 പാർട്ടിക്കിൾ എന്നാ പറയാം കേട്ടോ. ദിസ് ഇസ് കോൾഡ് ഓക്സിസോം ഓർ ഫെർണാണ്ടസ് പാർട്ടിക്കിൾ എന്ന് പറയും. ATP സിന്തേസ് എന്നും പറയും കേട്ടോ. ഈ F1 പാർട്ടിക്കിളുടെ അവിടെയാണ് ATP ഉണ്ടാവുക. അതായത് F0 H+നെ പുറത്തേക്ക് തള്ളുമ്പോൾ F1 ATP ഉണ്ടാക്കും. അപ്പൊ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. മൈറ്റോകോൺഡ്രിയക്ക് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഇൻഫോൾഡ് ചെയ്തുണ്ടാവുന്ന സ്ട്രക്ചറാണ് ക്രിസ്റ്റേ. ക്രിസ്റ്റയിൽ കാണുകയാണ് F0 F1 പാർട്ടിക്കൽ. F0 F1 ഒരുമിച്ച് ATP സിന്തേസ് എന്ന് പറയും. F1 ATP ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ATP അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സൈറ്റ് ആണ് മൈറ്റോകോൺഡ്രിയ. So that's why we say that it is a site of aerobic respiration. അപ്പോൾ സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ചോദിച്ചാൽ എവിടെയാ? മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ചിട്ടാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ക്ലിയർ ആയോ? ഇനി ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കണ്ടോ? ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ ആണ് സൈറ്റോപ്ലാസം നിന്നും ഈ ഓർഗനൽ തിരിച്ചെടുക്കുന്നത്. ആലോചിക്കട്ടാ, എനിക്കൊരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഈ പുറമേത്തെ സ്ട്രക്ചർ എൻ്റെ ബോഡിയുടെ അകത്തേക്ക് സ്ട്രക്ചർ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ മെംബ്രെയിൻ അല്ലേ? അതേപോലെ സൈറ്റോപ്ലാസ്മിനെ ഓർഗനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ടർ മെംബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഔട്ടർ മെംബ്രെയിൻ ഫോംസ് ദ ബൗണ്ടറി ഓഫ് ദ ഓർഗനൽ. യെസ് ഓർ നോ? ഇനി ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും അവരുടേതായ എൻസൈംസ് ഉണ്ട്. ഔട്ടർ മെംബ്രെയിനിലും എൻസൈം ഉണ്ട്, ഇന്നർ മെംബ്രെയിനിലും എൻസൈം ഉണ്ട്, അവരുടേതായ ജോലി ചെയ്യാൻ. അതേപോലെ the inner compartment is filled with, idella inner compartment is filled with the homogeneous substance called matrix കേട്ടോ. മൈറ്റോകോൺഡ്രിയ ഇന്നർ കമ്പാർട്ട്മെന്റിൽ ഹോമോജീനസ് സബ്സ്റ്റൻസ് ആണ്, ഒരേപോലെ സബ്സ്റ്റൻസ് ആണ് ഫില്ല് ചെയ്യുന്നത്. അതിന്റെ മാട്രിക്സ് എന്നാ പറയാ. ആ മാട്രിക്സിൽ എൻസൈം ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ ലൈക്ക് ക്രെബ് സൈക്കിൾ ഒക്കെ നടത്താനും ഉള്ള എൻസൈംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഔട്ടർ മെംബ്രെയിനിൽ എൻസൈം ഉണ്ട്, ഇന്നർ മെംബ്രെയിനിൽ എൻസൈം ഉണ്ട്, മൈറ്റോകോൺഡ്രിയ മാട്രിക്സിൽ എന്താണ് എൻസൈം ഉണ്ട്. ഇത് കൂടാതെ ഇറ്റ് ഹാസ് 70s ടൈപ്പ് ഓഫ് റൈബോസോം. സാധാരണ യൂക്കാരിയോട്ടിൽ 80s അല്ലേ വരിക, ബട്ട് ഹിയർ ദേ ഹാവ് 70s ടൈപ്പ് ഓഫ് റൈബോസോം. 70s ആണെങ്കിൽ ലാർജ് യൂണിറ്റ് 50s ആയിരിക്കും, സ്മോൾ യൂണിറ്റ് 30s ആയിരിക്കും. ടുഗദർ ഇറ്റ് ഫോംസ് 70s റൈബോസോം. S സ്റ്റാൻഡ്സ് ഫോർ സ്വെഡ്ബർഗ് യൂണിറ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ല മക്കളെ? ഇനി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സർക്കുലർ DNA എന്ന് പറഞ്ഞാൽ മക്കളെ, സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡാന്ന് വിചാരിക്കില്ല കേട്ടോ, ഒരു കോപ്പി എന്നാണ് എൻ്റെ അർത്ഥം. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി, സിംഗിൾ സർക്കുലർ DNA ഉണ്ട് കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് DNA-യും റൈബോസോം ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് പ്രോട്ടീനും സിന്തസൈസ് ചെയ്യും. സ്വന്തമായിട്ട് DNA ഉള്ളതുകൊണ്ട് ഇവരെ സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാ പറയാ. ഇത് ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്ത് 2 ഓർഗനലാവും. ദേ വിൽ റെപ്ലിക്കേറ്റ്, ദേ വിൽ ഡബിൾ ബൈ മീൻസ് ഓഫ് ഫിഷൻ കേട്ടോ. ബൈനറി ഫിഷൻ അറിയില്ലേ? ഇത് ബ്രേക്ക് ചെയ്ത് 2 ഓർഗനലായിട്ട് മാറും. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? സ്വന്തമായിട്ട് DNA ഉണ്ട്, അതുകൊണ്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സെമി ഓട്ടോണോമസ് ഓർഗനൽ. കിട്ടിയോ? ഇത്രയും പഠിക്കാം മൈറ്റോകോൺഡ്രിയ. ഇതേപോലെ പ്ലാസ്റ്റിഡ്സും പഠിക്കാം. ഓക്കെ, സോ പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിലും യൂഗ്ലിനോയിഡ്സിലും മാത്രമേ പ്ലാസ്റ്റിഡ്സ് ഉള്ളൂ. പ്ലാസ്റ്റിഡ്സ് ആർ പ്രസന്റ് ഓൺലി ഇൻ പ്ലാന്റ്സ് ആൻഡ് യൂഗ്ലിനോയിഡ്സ് കേട്ടോ. ഈ പ്ലാസ്റ്റിഡ്സിന്റെ പ്രത്യേകത പിഗ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ കളർ പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തും. രണ്ടാമത്തത് ക്രോമോപ്ലാസ്റ്റ്. ഫാറ്റ് സോളബിൾ പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട്, ഫാറ്റ് സോളബിൾ കറോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട് ഇത് പ്ലാന്റ്സിന് കളർ കൊടുക്കും. മൂന്നാമത്തത് പിഗ്മെന്റേ ഇല്ലാത്തതുകൊണ്ട് ല്യൂക്കോപ്ലാസ്റ്റിനെ വിളിക്കുക. അത് ഫുഡ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഏതാ 3 So based on the pigments, the plastids are classified into 3 types. So what are the 3 types? ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാ പറയാ? Number 1, we say that chloroplast green color pigment ഉള്ളതുകൊണ്ട് photosynthesis. Chromoplast fat soluble carotenoids ഉള്ളതുകൊണ്ട് പ്ലാന്റ്സിന് കളർ കൊടുക്കും. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസ് ഒക്കെ കളർ കൊടുക്കുന്നില്ലേ? ഇനി മൂന്നാമത്തെ ലൂക്കോപ്ലാസ്റ്റിൽ പിഗ്മെന്റ്സ് ഇല്ല, അതുകൊണ്ട് ഫുഡാണ് അവർ സ്റ്റോർ ചെയ്യുക. സ്റ്റോറേജ് ആണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ഇനി പ്ലാസ്റ്റിഡ്സ് ഈസിലി വിസിബിൾ ആണ് ബിക്കോസ് ദേ ആർ ലാർജർ ഇൻ സൈസ്. പ്ലാസ്റ്റിഡ് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഈസിലി വിസിബിൾ ആണ്. പക്ഷെ മൈറ്റോകോൺഡ്രിയ നേരത്തെ പറഞ്ഞില്ലേ, മൈറ്റോകോൺഡ്രിയ ഈസിലി വിസിബിൾ അല്ല കേട്ടോ. എന്തുകൊണ്ടാ? അൺലെസ് ഇറ്റ് സ്പെസിഫിക്കലി സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ട്. മൈറ്റോകോൺഡ്രിയ സ്പെഷ്യൽ ആയിട്ട് സ്റ്റെയിൻ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ സ്റ്റെയിൻ നമ്മൾ ജാനസ് ഗ്രീൻ എന്നാ പറയാ. എന്താ വിളിക്കുക? ജാനസ് ഗ്രീൻ. പക്ഷെ ക്ലോറോപ്ലാസ്റ്റ് അങ്ങനെയല്ല, ലാർജർ സൈസ് ആയതുകൊണ്ട് മൈക്രോസ്കോപ്പിൽ പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും. ക്ലിയർ? അതേപോലെ മൈറ്റോകോൺഡ്രിയയിൽ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി മക്കളെ, അതായത് ബേസ്ഡ് ഓൺ ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. അതായത് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ അനുസരിച്ചാണ് ഒരു സെൽ എത്രമാത്രം ആക്റ്റീവ് ആണോ അത്രയും മൈറ്റോകോൺഡ്രിയ ഉണ്ടാവും.
ഒരു സെൽ ലെസ് ആക്റ്റീവ് ആണെങ്കിൽ കുറച്ച് മൈറ്റോകോൺഡ്രിയ ഉണ്ടാവുള്ളൂ. സോ നമ്പർ ഓഫ് മൈറ്റോകോൺഡ്രിയ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. അത് മറന്നു പോയത് കേട്ടോ, പറയാൻ വിട്ടുപോയോണ്ട് ഇപ്പൊ പറഞ്ഞാണ്. ഇനി ലെറ്റ്സ് ഗോ ഫോർ പ്ലാസ്റ്റേഴ്സ്. ഇനി പ്ലാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രോമോപ്ലാസ്റ്റ് കളർ കൊടുക്കും, ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. സോ ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യല്ലോ. ഇഫ് ദേ ആർ സ്റ്റോറിംഗ് സ്റ്റാർച്ച് ഓർ കാർബോഹൈഡ്രേറ്റ്, ദേ ആർ കോൾഡ് ആസ് അമൈലോപ്ലാസ്റ്റ്. സ്റ്റാർച്ചോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ അമൈലോപ്ലാസ്റ്റ് എന്നാ പറയാം. പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന് അലുറോപ്ലാസ്റ്റ് എന്നാ പറയുന്നത്. ഫാറ്റും ഓയിലും സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന് ഈലിയോപ്ലാസ്റ്റ് എന്നാ പറയാ. ഇതാണ് ല്യൂക്കോപ്ലാസ്റ്റ് 3 ടൈപ്പ്. ഏതാ? സ്റ്റാർച്ച് ഓർ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന് അമൈലോപ്ലാസ്റ്റ് എന്ന് പറയും. പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അലുറോപ്ലാസ്റ്റ് എന്നും പറയാം, പ്രോട്ടീനോപ്ലാസ്റ്റ് എന്നും പറയാം. ഫാറ്റ് ഓർ ഓയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ഈലിയോപ്ലാസ്റ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ്. ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ആണ് കേട്ടോ, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇത് വെച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതിയോ മക്കളെ? ഇത് കാണാമോ പിക്ചർ? യെസ്, നല്ല വിസിബിൾ ആണല്ലോ. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ ആണ്. യു ഹാവ് ദ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ, ശരിയല്ലേ? ഇതില് ദിസ് കമ്പാർട്ട്മെന്റ് ഇസ് കോൾഡ് ദ ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ വേണ്ട, ഞാൻ വരച്ചെന്നെ പറയും. ഈ വരച്ച് പരക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ പഠിക്കുന്നൊരു ധൈര്യം കേട്ടോ. ദിസ് ഇസ് കോൾഡ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇന്നർ മെംബ്രെയിൻ അല്ലേ? ഈ ഇന്നർ മെംബ്രെയിൻ ബൗണ്ട് ചെയ്യുന്ന ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. എന്താ വിളിക്കുക മക്കളെ? സ്ട്രോമ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിൻ ബൗണ്ട് ചെയ്യുന്ന സ്പേസിനെ എന്താ വിളിക്കുക? സ്ട്രോമ എന്നാ വിളിക്കുക. ഇത് ക്ലിയർ ആണോ? മെംബ്രെയിൻ എന്താ എങ്ങനെയായ? ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, സോ ബൗണ്ട് ചെയ്യുന്ന ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. അപ്പൊ സ്ട്രോമിനെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഇന്നർ മെംബ്രെയിൻ ആണ്. ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ആർ ലെസ് പെർമിയബിൾ. ഇൻട്രസ്റ്റ് മിക്കപ്പോഴും വരുന്ന ഒരു ലൈനാണ്. അതായത് ഔട്ടർ മെംബ്രെയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നർ മെംബ്രെയിൻ ലെസ് പെർമിയബിൾ ആണ്, എല്ലാ ആൾക്കാരെയും കടത്തി വിടൂല. ഇത് ക്ലിയർ ആയോ? യെസ്. നൗ വി സേ ദാറ്റ് ഇൻ ദ സ്ട്രോമ there present a flattened sac-like structure. ഒരു ഫ്ലാറ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്. എന്താ വിളിക്കുക? തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ കവർ ചെയ്യുന്ന ഈ സ്പേസിലെ തൈലക്കോയിഡ് മെംബ്രെയിൻ കവർ ചെയ്യുന്ന ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലൂമൻ. അപ്പൊ നോക്കിയേ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിൻ ബൗണ്ട് ചെയ്യുന്ന സ്പേസ് സ്ട്രോമയാണ്. തൈലക്കോയിഡിന്റെ മെംബ്രെയിൻ ചുറ്റും വരുന്ന അകത്തേത് സ്പേസിന് എന്താ വിളിക്കുക? ലൂമൻ എന്നാ വിളിക്കുക. അപ്പൊ രണ്ടായല്ലോ മക്കള്? യെസ്. ഇതേപോലെ കുറെ തൈലക്കോയിഡ്സ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത ഇറ്റ് ഫോംസ് എ പൈൽസ് ഓഫ് കോൺലൈറ്റ് സ്ട്രക്ചർ. പ്ലേറ്റ് ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച പോലെ കോയിൻസ് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്ത ദാറ്റ് ഇസ് കോൾഡ് ഗ്രാന. ഇറ്റ് ഇസ് കോൾഡ് ഗ്രാന. മനസ്സിലായോ? ഓരോരു തൈലക്കോയിഡ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ഗ്രാന. ആൻഡ് ദ ഗ്രാനാസ് ആർ കണക്റ്റഡ് ബൈ സ്ട്രോമ ലാമെല്ല. ഇപ്പൊ കുറെ ഗ്രാനകൾ ഇതേപോലെ ഉണ്ടോ? അപ്പൊ ഗ്രാനകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാ? സ്ട്രോമ ലാമെല്ല. ഗ്രാനാസ് ദ സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷൻ ഗ്രാനലിൽ നടക്കുക. എന്തുകൊണ്ടാണ് ഗ്രാനൽ നടക്കുന്നത്? തൈലക്കോയിഡിന്റെ മെംബ്രെയിൻസിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് കേട്ടോ. തൈലക്കോയിഡിന്റെ മെംബ്രെയിൻസിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക. കുറെ തൈലക്കോയിഡിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രാന. ഗ്രാന തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോമ ലാമെല്ല. സ്ട്രോമ ലാമെല്ല പറയുന്ന വേറൊരു പേരാണ് ഏതാ? ഫ്ലാറ്റ് മെംബ്രെയിൻ ട്യൂബ്യൂൾ. ഫ്ലാറ്റ് മെംബ്രെയിൻ ട്യൂബ്യൂൾ. തൈലക്കോയിഡ് ഏതാ? ഫ്ലാറ്റ് മെംബ്രെയിൻ സാക്ക് ആണ്. ഫ്ലാറ്റ് മെംബ്രെയിൻ സാക്ക് എന്ന് ചോദിച്ചാൽ തൈലക്കോയിഡ് ആണ്. ഫ്ലാറ്റ് മെംബ്രെയിൻ ട്യൂബ്യൂൾ ചോദിച്ചാൽ സ്ട്രോമ ലാമെല്ലയാണ്. ഫ്രെഡ് ചാനൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്ലിയർ ആയോ? ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയ രണ്ടും സെമി ഓട്ടോണോമസ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതേപോലെ തന്നെ സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കും, ഗ്രാനൽ ലൈറ്റ് റിയാക്ഷൻ നടക്കും. ഈ സ്ട്രോമയിൽ മക്കള് 70s ടൈപ്പ് ഓഫ് റൈബോസോം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇവർക്കുണ്ട്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി, സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. DNA എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പൊ അവിടെയും സിംഗിൾ സർക്കുലർ DNA ഉണ്ട്, ഇവിടെയും സിംഗിൾ സർക്കുലർ DNA ഉണ്ട്. സ്വന്തമായിട്ട് DNA ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദിസ് ഇസ് ഓൾസോ കോൾഡ് സെമി ഓട്ടോണോമസ് ഓർഗനൽ. അപ്പൊ ഏതൊക്കെ ഓർഗനൽ സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ യൂകാരിയോട്ടിനും 80s ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. പക്ഷെ ഇവർ രണ്ടുപേർക്ക് മാത്രം 70s ആണ്. ബിക്കോസ് ഇത് യൂകാരിയോട്ടിൽ കാണുന്ന സെൽ ഓർഗനൽ ആണ്, എന്നിട്ട് പോലും ഇവർക്ക് 70s ആണ്. ഇത് ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, ക്ലോറോപ്ലാസ്റ്റ് മിസ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക? ലീഫിന്റെ മീസോഫിൽ സെല്ലിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണുക. ശ്രദ്ധിക്കണം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാ? ലീഫിന്റെ മീസോഫിലാണ്. മീസോഫിൽ സെല്ലിൽ 20 to 40 ക്ലോറോപ്ലാസ്റ്റ് വരെ ഉണ്ടാവും ഒരു സെല്ലിൽ.
മീസോഫിലിന്റെ ഒരു സെൽ എടുത്താൽ 20 മുതൽ 40 ക്ലോറോപ്ലാസ്റ്റ് വരെ ഉണ്ടാവും. എന്നാ ക്ലാമിഡോമോണാസ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ക്ലാമിഡോമോണാസ് എടുത്താൽ ഒരു ക്ലോറോപ്ലാസ്റ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന സെല്ലാണ് ക്ലാമിഡോമോണാസ്. 20 മുതൽ 40 ക്ലോറോപ്ലാസ്റ്റ് കാണുന്നതാണ് മീസോഫിൽ സെൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ മീസോഫിൽ സെല്ലാണ്. ക്ലിയർ? ഔട്ടർ മെംബ്രെയിൻ ആണോ ഇന്നർ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് ലെസ് പെർമിയബിൾ ചോദിച്ചാൽ ഇന്നർ മെംബ്രെയിൻ ആണ്. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? യെസ്. ഇനി റൈബോസോം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താ റൈബോസോം? ജോർജ് പാലേഡ് ആണ് റൈബോസോം കണ്ടുപിടിച്ചത് അല്ലേ? ആദ്യമായിട്ട് റൈബോസോം ഒബ്സർവ് ചെയ്തത് ആരാ? ജോർജ് പാലേഡ് ആണ്. ഗ്രാനുലാർ സ്ട്രക്ചർ, ഞാൻ തരിതരി പോലെ മെംബ്രെയിൻ ഒന്നും ഇല്ലാതെ ഒരു ഗ്രാനുലാർ സ്ട്രക്ചർ പോലെയാണ് ഇതിനെ കണ്ടത്. ഈ ഗ്രാനുലാർ സ്ട്രക്ചറിൽ റൈബോസോമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാ? RNA യും പ്രോട്ടീനും. റൈബോസോം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. പഠിച്ചു വെക്കണം കേട്ടോ. ദ റൈബോസോം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ റൈബോസോം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ 2 ടൈപ്പ്? 70S ഉം 80S ഉം. 70S ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാർജ് 50S ആണ്, സ്മോൾ യൂണിറ്റ് 30S ആണ്. 80S ആണെങ്കിൽ ലാർജ് യൂണിറ്റ് 60S ഉം സ്മോൾ യൂണിറ്റ് 40S ഉം ആണ്. ഇവിടെ കണ്ടോ? 60S ഉം 40S ഉം. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? 70S ആണെങ്കിൽ ഏതൊക്കെയാ 2 യൂണിറ്റ്? ലാർജ് 50S ഉം സ്മോൾ 30S ഉം ആണ്. 80S ആണെങ്കിൽ ഏതൊക്കെയാ 2 യൂണിറ്റ്? ലാർജ് 60S ഉം സ്മോൾ 40S ഉം ആണ്. അതിന്റെ അർത്ഥം ഏതൊരു റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ടാവും. ഒന്ന് ലാർജ് യൂണിറ്റും ഒന്ന് സ്മോൾ സബ് യൂണിറ്റും. ഓൾവേസ് റൈബോസോം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. സോ എസ് എന്താ? സ്വെഡ്ബർഗ് യൂണിറ്റ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ മെഷർമെന്റ്. ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണോ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണോ? സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ്. ഇറ്റ് ഇസ് ദ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ് കേട്ടോ. ഡയറക്റ്റ് മെഷർമെന്റ് അല്ല, ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണ്. അപ്പൊ ഏത് വർഷമാണ് കണ്ടുപിടിച്ചത് ചോദിച്ചാൽ 1953 അതൊരാൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. കരിഷ്മ. ഇറ്റ് ഇസ് ഇൻ 1953 ആണ് ജോർജ് പാലഡ് എന്ന് ഒബ്സർവ് ചെയ്തത്. ക്ലിയർ ആയി മക്കളെ? ഇനി ലാസ്റ്റ് വൺ, സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ. A proteinaceous filamentous structure in the cytoplasm. സൈറ്റോപ്ലാസ്മിൽ കുറെ പ്രൊട്ടീനേഷ്യസ് ഫിലമെന്റസ് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സൈറ്റോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ. മൈക്രോ ട്യൂബ്യൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ട്യൂബ്ലിൻ പ്രോട്ടീൻ അല്ലേ? അങ്ങനെ കുറേ സൈറ്റോസ്കെൽട്ടൽ സ്ട്രക്ചർ ഉണ്ട്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ, ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യാൻ, അതേപോലെ എന്താണ് മൂവ്മെന്റ്, ഇതൊക്കെ ചെയ്യാം. മൂവ്മെന്റ് ആണ് മൊട്ടിലിറ്റി എന്ന് പറയുന്നത്. നോക്കിയേ. സോ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ സെൽ, സപ്പോർട്ട് ആൻഡ് മൊട്ടിലിറ്റി. സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ലോക്കോമോഷനും മൊട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും അതേപോലെ സ്ട്രക്ചറും മെക്കാനിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വരുന്നതാണ് പ്രോട്ടീനേഷ്യസ് ഫിലമെന്റസ് സ്ട്രക്ചർ കോൾഡ് സൈറ്റോസ്കെലിറ്റൻ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പാർട്ട് Cilia and Flagella, then centriole, centrosome and nucleus കഴിഞ്ഞാൽ ചാപ്റ്ററും കഴിയും കേട്ടോ. So listen to me. So what do you mean by Cilia and Flagella? Cilia minute hair like structure ആണ്, Flagella നീളമുള്ള hair like structure ആണ്. രണ്ടും സെക്ഷൻ എടുത്താൽ നമ്മൾ കാണാൻ പോകുന്ന സെയിം സാധനമാണ് അല്ലേ? So when you take about Cilia, oar like structure എന്നാണ് നമ്മൾ പറയാം. It works like a oar. അതായത് നമ്മൾ തോണിയൊക്കെ തുഴയാൻ ഉപയോഗിക്കുന്ന ഓറില്ലേ, ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് സീലിയ എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യില്ലേ? മൂവ് ചെയ്യുമ്പോൾ സറൗണ്ടിങ് ഫ്ലൂയിഡിനും മൂവ് ചെയ്യാം, സെല്ലിനും മൂവ് ചെയ്യിപ്പിക്കാം. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സീലിയ? ഐദർ സറൗണ്ടിങ് ഫ്ലൂയിഡിനെ മൂവ് ചെയ്യും അല്ലെങ്കിൽ സെല്ലിനെ മൂവ് ചെയ്യും. ശരിയല്ലേ? എന്നാൽ ഫ്ലാജല്ല സെൽ മൂവ്മെന്റിന് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇത് ചെറിയ ഹെയർ ആണെങ്കിൽ സീലിയ, വലിയ ഹെയർ ആണെങ്കിൽ ഫ്ലാജല്ല എന്ന് പറഞ്ഞില്ലേ? രണ്ടിനെ സെക്ഷൻ എടുത്താൽ കാണാൻ പോകുന്ന സ്ട്രക്ചർ സെയിം ആണ്. ആ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കിടാ അല്ലേ? The cilia and flagella, it is made up of the outermost covering plasma membrane. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ തന്നെ വരയ്ക്കട്ടെ. എന്തായാലും പഠിച്ച് ഇനി ബാക്കിയും പഠിച്ചിട്ട് പോവാട്ടോ. നോക്കിയേ. Cilia and flagellയുടെ outermost covering ഏതാ? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ദാറ്റ് മീൻസ് അതും മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ആണെന്ന് മനസ്സിലായില്ല മക്കളെ? മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ആണ്. ക്ലിയർ? ആൻഡ് ഈ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന ഈ മുഴുവൻ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോണീമ. അതാണ് കോർ എന്ന് പറയുന്നത്. ചില ആൾക്കാർ കോർ വേറെ രീതിയിലാണ് ചിന്തിച്ച് വെച്ചേക്കണം. അങ്ങനെയൊന്നും അല്ല കേട്ടോ മക്കളെ. ദാറ്റ് ഈസ് ഈ മുഴുവൻ റീജിയൻ അല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന ഈ മുഴുവൻ റീജിയൻ എന്താ വിളിക്കുക? ആക്സോണീമ എന്നാ പറയാ. വാട്ട് വാസ് ഇറ്റ് കോൾഡ് ആസ്? ആക്സോണീമ. കംപ്ലീറ്റ് റീജിയൻ ആക്സോണീമയാണ്. ഈ ആക്സോണീമയില് ഇപ്പൊ എൻ്റെ കയ്യിൽ 2 പെന്നുണ്ട്. ഇതേപോലെ നടുക്ക് 2 പെന്നും അത് ചുറ്റും 9 പെന്നും ഇമാജിൻ ചെയ്യാം. നല്ലോണം ഇമാജിൻ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. ഐ ഹാവ് 9 പെൻസ് ഓൺ ദ പെരിഫറി ആൻഡ് 2 അറ്റ് ദ സെന്റർ. ഇത് മൊത്തം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട ഒരു ബണ്ടിൽ പോലെ നിൽക്കില്ലടാ. അപ്പൊ ഓരോന്നും പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആക്സോണീമയിൽ കാണുന്ന എല്ലാ മൈക്രോ ട്യൂബിലും പാരലൽ ആയിരിക്കും. എല്ലാ മൈക്രോ ട്യൂബിലും എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. ഇങ്ങനെ 9 എണ്ണം നടുക്ക് 2 വെച്ചിട്ട് ഞാൻ ഒരു ബണ്ടിൽ ഉണ്ടാക്കി. ഞാൻ ഇവിടെ സെക്ഷൻ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാ കാണാ? റേഡിയലിയാ കാണാ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ലോങ് ആക്സിസിന് പാരലൽ ആണ്. പക്ഷെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വട്ടത്തിലല്ലേ കാണാ?
9 പെണ്ണ് പുറത്തും നടുക്ക് 2 കാണൂലേ, അതാണ് റേഡിയൽ എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? റേഡിയൽ. പറഞ്ഞത് മനസ്സിലായോ? പഠിച്ചിട്ടേ പോവാവുള്ളൂ കേട്ടാ. നിങ്ങൾ നോക്കി എത്രയോ രാത്രിയായി നിങ്ങൾ ഇരിക്കുന്നില്ലേ. ഐ നോ ദാറ്റ് യു ആർ വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി കേട്ടോ. പഠിക്കണം കേട്ടോ മക്കളെ. ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഞാൻ ഒരു പോയിന്റ് പോലും മാക്സിമം വേണമെങ്കിൽ പെട്ടെന്ന് തീർക്കായിരുന്നു, പക്ഷെ എന്നിട്ട് പോലും പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. യെസ്, ഇത് മനസ്സിലായോ? ഇങ്ങനെ 9 ആൾക്കാർ പുറത്തും നടുക്ക് 2 ആൾക്കാരുണ്ട്. റേഡിയലി അലോങ് ദ ലോങ് ആക്സിസ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? റൗണ്ട് ആയിട്ടില്ലടാ കാണാം. ഒരു പെൻസിലിന്റെ ബണ്ടിൽ ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ റൗണ്ട് ആയിട്ട് കാണാം. അതാണ് റേഡിയൽ. അങ്ങനെ പെരിഫറൽ റീജിയനിൽ 9 മൈക്രോ ട്യൂബ്യൂൾ റേഡിയലി അറേഞ്ച് ചെയ്തത്. 4, 5, 6, 7, 8, 9 റേഡിയലി ആണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ റേഡിയലി അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഡബ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. So peripheral microtubule consists of the peripheral region of the axonema consists of 9 microtubule in the form of doublets. ഈ doublets തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർ ഡബ്ലെറ്റ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. എല്ലാ ഡബ്ലെറ്റ്സിനും കണക്ട് ചെയ്യുന്ന ഇന്റർ ഡബ്ലെറ്റ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഇന്റർ ഡബ്ലെറ്റ് ബ്രിഡ്ജ് കൂടാതെ ലിങ്കേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്ട്രാ സപ്പോർട്ടുള്ള ഇങ്ങനെ ലിങ്കേഴ്സും കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന ഇന്റർ ഡബ്ലെറ്റ് ബ്രിഡ്ജ് ആണ്. പിന്നെ ലിങ്കേഴ്സും ഉണ്ട്. ശരിയല്ലേ? ഇതേപോലെ നടുക്കത്തെ റീജിയനിൽ 2 മൈക്രോ ട്യൂബ്യൂൾ ഉണ്ട്. അത് എന്താ ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും സെൻട്രൽ ഷീറ്റും ഉണ്ട്. അപ്പൊ നോക്കിയിടാ, പുറമേ 9 ഉണ്ട്, അത് ഡബ്ലെറ്റ് ആണ്. പക്ഷെ നടുക്ക് ഓരോന്ന് സിംഗിൾ ആണ്, അതും കണക്റ്റഡ് ആണ്. സോ ടോട്ടൽ വാട്ട് ഇസ് അറേഞ്ച്മെന്റ്? 9+2 ആണ് അറേഞ്ച്മെന്റ്. പെരിഫറിയിൽ 9, നടുക്ക് 2. ക്ലിയർ? സിലിയ ആൻഡ് ഫ്ലാജല്ലയുടെ അറേഞ്ച്മെന്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ ഇങ്ങനെയാണ്. ഇനി ഈ ഔട്ട് ഓഫ് 2 പുറത്ത് 2 ആൾക്കാരുണ്ടല്ലോ. ഈ 2-ൽ ഒരാൾ മാത്രമേ നടുക്ക് കണക്ട് ചെയ്യുള്ളൂ. 2-ൽ ഒരാൾ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാകുമ്പോൾ 2-ൽ ഒരാൾ മാത്രം കണക്ട് ചെയ്യുമ്പോൾ എത്ര കണക്ഷൻ ഉണ്ടാവുക? 9 കണക്ഷനല്ലേ ഉണ്ടാവുക. ദാറ്റ് ഈസ് എ ഫൈൻ ത്രെഡ്. That we say that a fine thread will be connecting the peripheral microtubule with the central microtubule, and that is called radial spoke. അതിനെന്താ വിളിക്കുക? റേഡിയൽ സ്പോക്ക് എന്നാ വിളിക്കുക. അപ്പൊ എത്ര റേഡിയൽ സ്പോക്ക് ഉണ്ടാവും? 9 റേഡിയൽ സ്പോക്ക് ഉണ്ടാവും. സോ ദിസ് ഇസ് അബൌട്ട് Cilia and Flagella. ക്ലിയർ ആയോ മക്കളെ? കിട്ടിയില്ലടാ? കിട്ടിയാ? ഗുഡ് മോർണിംഗ് ആയോ? 12:01 വെറുതെ അല്ല ഗുഡ് മോർണിംഗ് വന്നേ. ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ ദിവസം നല്ല ദിവസമാവട്ടെ കേട്ടോ. ഐശ്വര്യമായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് പഠിക്കുന്ന ദിവസമാവട്ടെ കേട്ടോ. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ലെറ്റ്സ് ഗോ ഫോർ സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ. സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ എന്താന്ന് കേട്ടോ മക്കളെ. ഒരെണ്ണാണ് സെൻട്രിയോൾ. ഒരു സെറ്റ് ഓഫ് സെൻട്രിയോൾ എന്ന് വിളിക്കുന്ന പേരാണ് സെൻട്രോസോം. ഇമാജിൻ ദാറ്റ് ഇതാണ് ഒരാള്. ഇത് ഒരു സെൻട്രിയോൾ ആണ്. ഇത് രണ്ടാമത്തെ സെൻട്രിയോൾ ആണ്. A set of centriole together form centrosome. കേട്ടാ, 2 സെൻട്രിയോൾ ഒരുമിച്ച് വരുമ്പോൾ സെൻട്രോസോം എന്ന് വിളിക്കും. അപ്പൊ സെൻട്രോസോമിൽ കാണുന്ന സെൻട്രിയോൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. പെർപെൻഡിക്കുലർ. എങ്ങനെ അറേഞ്ച് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ഇത് ക്ലിയർ ആയോ? കരിഷ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫോർ ഓൾ കേട്ടോ. തെറ്റ്ലി വെറൈറ്റി നെയിം ആണല്ലോ. ഗുഡ് മോർണിംഗ് ക്വീൻ. താങ്ക് യു. എന്താ ക്ഷീണം എല്ലാം മാറി കണ്ടപ്പോ കേട്ടാ. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അല്ലേ, ഈവനിങ് തുടങ്ങി മോർണിംഗിലേക്ക് എത്തി നമ്മളല്ലേ. പക്ഷെ എന്തായാലും രസമല്ലേടാ ഇങ്ങനെ പഠിക്കാൻ അല്ലേ. നോ പ്രോബ്ലം ഇഫ് ഐ റീച്ച് ലേറ്റ് ഓൾസോ, നോ ഇഷ്യൂസ്. നിങ്ങൾ പഠിച്ചാൽ മതി. ആകെയുള്ള 50 days ആണ്. നമ്മൾ കറക്റ്റ് പഠിച്ച സ്കോറിങ് വരുന്നതിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഡോണ്ട് വറി കേട്ടോ. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. എന്നാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കോൺസെപ്റ്റ്. അതിഥി, ഗുഡ് മോർണിംഗ് അല്ലേ. യെസ്, ഫാത്തിമ നിത. അതെ നമുക്ക് ഫുൾ വാങ്ങിക്കണ്ടേ. ഫുൾ വാങ്ങിച്ച് നമുക്ക് ആഘോഷിക്കാം കേട്ടോ. സോ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ഇനി ഇതിനെ ചുറ്റും ഒരു പെരി സെൻട്രിയോളാർ മെറ്റീരിയൽ വന്ന് കവർ ചെയ്യും കേട്ടോ മക്കളെ. സോ 2 സെൻട്രിയോൾ ഒരുമിച്ച് വരുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനെ സെൻട്രോസോം എന്ന് വിളിക്കുക. അതിനെ ചുറ്റും പെരി സെൻട്രിയോളാർ മെറ്റീരിയൽ വന്ന് കവർ ചെയ്തു. ക്ലിയർ ആണോ? ഇനി പറയുന്നത് കേട്ടോ. ഇനി ഇത് സെക്ഷൻ എടുത്താലും നമ്മൾ കാണാൻ പോകുന്ന സ്ട്രക്ചർ സെയിം അല്ലടാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? 2 സെൻട്രിയോൾ അല്ലേ. 2 സെൻട്രിയോൾ ഒരുമിച്ചല്ലേ സെൻട്രോസോം എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് സെക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാധനം സെയിം ആണ്. ക്ലാസ്സിലുണ്ടോ? ചാറ്റിൽ വരാത്തതല്ല, എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ആ പേര് വായിക്കാൻ കുറച്ച് നേരം സമയം പിടിച്ചത് എനിക്ക് കേട്ടോ. എന്തായാലും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്.
വാങ്ങിച്ചിരിക്കണം ഇതാ, എന്നിട്ട് വേണം നമുക്കൊന്ന് ആകർഷിക്കണം അല്ലേ. നമ്മൾ ബയോളജി ഫുൾ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങി എന്നൊക്കെ പറയണ്ടേ. യെസ് ഓർ നോ? യെസ്. അപ്പം നമുക്ക് സെക്ഷൻ എടുക്കാം കേട്ടോ മക്കളെ. നമ്മൾ സെക്ഷൻ എടുക്കുന്ന കാര്യം നോക്കിയിടാ, ഇതെടുത്താൽ സെയിം ആയിരിക്കില്ലേ. സോ വെൻ ഐ ടേക്ക് എ സെക്ഷൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മെംബ്രെയിൻ. പക്ഷെ ഞാൻ ഇപ്പം മെംബ്രെയിൻ വരയ്ക്കാൻ കാരണം എനിക്ക് ആ വട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ദേ ഡോണ്ട് ഹാവ് എനി മെംബ്രെയിൻ. ഇനി സെൻട്രിയോളോ സെൻട്രോസോം നമ്മൾ സെക്ഷൻ എടുത്താൽ ഒരു മെംബ്രെയിനും കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇറ്റ് നോൺ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ. റൈബോസോമിന് മെംബ്രെയിൻ ഇല്ല, സെൻട്രിയോളിനും സെൻട്രോസോമിനും മെംബ്രെയിൻ ഇല്ല. ഇറ്റ് ഇസ് എ മെംബ്രെയിൻ ലെസ് ഓർഗനൽ. ഓക്കെ, ബട്ട് മെംബ്രെയിൻ ഇല്ലാത്ത ഒരു റീജൻ ഇമാജിൻ ചെയ്യാം. മെംബ്രെയിൻ ഇല്ലാത്ത ഒരു റീജൻ, ഈ മുഴുവൻ റീജൻ നമ്മൾ ആക്സോണിമ എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ദ കോർ റീജൻ ഇസ് കോൾഡ് ആക്സോണിമ. യെസ് ഓർ നോ? ഇപ്പം ആക്സോണിമയിൽ നേരത്തെ പറഞ്ഞ 9 മൈക്രോട്യൂബിൾ ഉണ്ട്. 3, 4, 5, 6, 7, 8, 9 മൈക്രോട്യൂബിൾ ഉണ്ട്. ഈ 9 മൈക്രോട്യൂബിളും ട്രിപ്ലറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? ട്രിപ്ലറ്റ് ആയിട്ട് 1 2 3 2 3 ഇങ്ങനെ ട്രിപ്ലറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. കണ്ടോ? ട്രിപ്ലറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അപ്പം നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ഡബ്ലറ്റ് എന്നാ പറഞ്ഞത്. ഇവിടെ എന്താ? ദറ്റ് ഇസ് മൈക്രോട്യൂബ്യൂൾ ഫൈബ്രിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മൈക്രോട്യൂബ്യൂൾ ഫൈബ്രിൽസ് എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഞാനൊരു പേര് കൊടുക്കട്ടെ. ഇതിന് ABC എന്ന് കൊടുക്കട്ടെ. ABC. അപ്പോൾ പെരിഫറിയിൽ 9 ഉണ്ടെന്ന് മനസ്സിലായോ? കംപ്ലീറ്റ് റീജിയൻ ആക്സോണിമ എന്നാ പറയാ. പക്ഷെ അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഇല്ല. പക്ഷെ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലെങ്കിൽ നമ്മൾ ആ റീജിയൻ ആക്സോണിമ എന്നാ പറയുന്നത്. കംപ്ലീറ്റ് കോ റീജിയൻ ട്രിപ്ലെറ്റ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഒരാളെ A അടുത്താളെ Cയിലേക്കാണ് കണക്ട് ചെയ്യുക. ഇന്റർ ട്രിപ്ലെറ്റ് ബ്രിഡ്ജ്. ഒരാളെ A അടുത്താളെ C. സോ A to C ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കാളവണ്ടിയുടെ ചക്രം കറങ്ങുന്ന പോലെ ഒരു ഷേപ്പ് കിട്ടാം. ദാറ്റ് ഇസ് കോൾഡ് കാർട്ട് വീൽ ഷേപ്പ്. വാട്ട് വാസ് ഇറ്റ് കോൾഡ് ആസ്? കാർട്ട് വീൽ ഷേപ്പ് അല്ലേ. ഇനി നടുക്കത്തെ റീജിയനിൽ പ്രൊട്ടീനേഷ്യസ് ആണ്. അതാണ് പ്രോക്സിമൽ, ഏറ്റവും നടുക്കുള്ളത് അതാണ്. അവിടെ ട്യൂബുലിൻ ഫൈബ്രസ് ഒന്നുമില്ല, ട്യൂബുലിൻ പ്രോട്ടീൻസ് ഒന്നുമില്ല. ആ റീജിയനെ നമ്മൾ ഹബ് എന്നാ പറയാ. പക്ഷെ അത് പ്രൊട്ടീനേഷ്യസ് ആണ്. എന്താണ്? ഫൈബ്രിൽസ് ഇല്ലാന്നേ ഉള്ളൂ. പ്രൊട്ടീനേഷ്യസ് ആണ്. ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് ഹബ്. എന്താ വിളിക്കുക? ഹബ്. അപ്പൊ നോക്കിട്ടാ, പെരിഫറിയിൽ 9 ഉണ്ട്, നടുക്കൊന്നുമില്ല. സോ വാട്ട് ഇസ് അറേഞ്ച്മെന്റ്? 9 + 0 എന്നാ പറയാ. നേരത്തെ എന്താ? 9 ഡബ്ലറ്റും നടുക്ക് 2 ആയിരുന്നു. ഇപ്പൊ എന്താ? 9 ട്രിപ്ലറ്റും നടുക്കൊന്നുമില്ല. സോ 9 + 0 ഇസ് ദ അറേഞ്ച്മെന്റ്. യെസ് ഓർ നോ? ഇനി കാർട്ട് വീൽ ഷേപ്പ്, കാളവണ്ടിയുടെ ചക്രം പോലെ ഉള്ളതാണ് കാർട്ട് വീൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഓഫ് ദ 3 ഒരാൾ മാത്രമേ സെന്ററിലേക്ക് അറ്റാച്ച് ചെയ്യുള്ളൂ. ആ സെന്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഫൈൻ ത്രെഡ് ഏതാ? റേഡിയൽ സ്പോക്ക് ആണ്. അതും പ്രോട്ടീൻ ത്രെഡ് ആണ്. സോ ഹൗ മെനി റേഡിയൽ സ്പോക്ക് വിൽ ബി ദർ? 9 radial spoke will be there. Clear? This is about centriole and centrosome. What is the function of centriole and centrosome? It forms the basal body of Cilia and Flagella. Cilia and Flagella basal body നമ്മൾ വരച്ചിട്ടില്ലേ? ഇത് basal body വരച്ചിട്ടില്ലേ? basal bodyയിൽ ആരുണ്ടാവും? സെൻട്രിയോൾ ആൻഡ് സെൻട്രിയോൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെൽ ഡിവിഷന്റെ സമയത്ത് ഓപ്പോസിറ്റ് പോളിന് സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യില്ലേ? സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററില്ലേ മക്കളെ? നിങ്ങൾക്ക് 165 പേജ് എടുക്കാം, 169 എടുക്കാം, 170 എടുക്കാം, എവിടെ വേണമെങ്കിലും എടുത്തോ. ഇനി 165 എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ 4 പേജ് കാണാം, അല്ല 4 ഫിഗർ കാണാം. അതിൽ 3ാമത്തെ 4ാമത്തെ ഫിഗറിന് ഏതാ? സെൻട്രിയോളിന് ഇങ്ങനെ സ്പിൻഡിൽ ഫൈബർ ഓറിജിനേറ്റ് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദാറ്റ്. And last part with this will wind up. അല്ല, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. So what about nucleus? You know that Robert Brown early 1831 ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. റോബർട്ട് ബ്രൗൺ early 1831 ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. ശരിയല്ലേ? യെസ്. ഇനി ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണെങ്കിലും ന്യൂക്ലിയസിന്റെ അകത്തുള്ള ക്രൊമാറ്റിൻ ഡിസ്കവർ ചെയ്തത് ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിംഗ് എന്താ ചെയ്തത്? ബേസിക് ഡൈ ന്യൂക്ലിയസിന്റെ അകത്ത് ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഒരു നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ കണ്ടത്. അതിന് ക്രൊമാറ്റിൻ എന്ന് പേര് കൊടുത്തതും ബേസിക് ഡൈ ഒഴിച്ച് ക്രൊമാറ്റിൻ കണ്ടുപിടിച്ചത് ആരാ? ഫ്ലെമിംഗ് തന്നെയാണ്. ഇത് ക്ലിയർ ആയോ മക്കളെ? സോ ദിസ് ഇസ് അബൌട്ട് ദ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയസ് കേട്ടോ. early 1831, ലേറ്റ് അല്ല കേട്ടോ. ഇനി ന്യൂക്ലിയസിന് 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. യു നോ ദാറ്റ്. ഞാൻ ഏതാ പെണ്ണെടുക്കണേ? ഇതാ. The nucleus consists of 2 membrane. Nucleus consists of 2 membrane called as outer membrane and inner membrane. Outer membrane, inner membrane separate in the space ഞാണ്. ഇവിടെ നോക്കിയാൽ മക്കളെ 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഇന്നർ മെംബ്രെയിനും സെപ്പറേറ്റ് ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. 10 to 15 നാനോമീറ്റർ ആണ്. ഇത്രയും നേരം നമ്മൾ സൈസ് എന്താ പഠിച്ചത്? സൈസ് പഠിച്ചത് എന്താ? മൈക്രോമീറ്റർ എന്ന് അല്ലേ? എടാ മൈറ്റോകോൺട്രിയ അല്ലേ? മൈറ്റോകോൺട്രിയയുടെ സൈസ് പഠിക്കാൻ വിട്ടുപോയില്ലേ?
മൈറ്റോകോൺഡ്രിയയുടെ സൈസ് എന്താ പറഞ്ഞേ? ദാറ്റ്സ് അബൌട്ട് 0.2 to 1 മൈക്രോമീറ്റർ ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. അതേപോലെ മൈറ്റോകോൺഡ്രിയയുടെ ലെങ്ത് വരുന്നത് എത്രയാ? 1 to 4.1 ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. വിഡ്ത്ത് വരുന്നതാണ് 0.2 to 1 മൈക്രോമീറ്റർ, ആവറേജ് 0.5 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റും പഠിക്കണം കേട്ടോ മക്കളെ. ക്ലോറോപ്ലാസ്റ്റിന്റെ ലെങ്ത് വരുന്ന 5 to 10 വിഡ്ത്ത് വരുന്ന 2 to 4 മൈക്രോമീറ്റർ ആണ് പഠിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മൈക്രോമീറ്ററാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ നോക്കിയിടാ, ഇവിടെ പഠിക്കുന്നത് നാനോമീറ്റർ ആണ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും സെപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് പെരിന്യൂക്ലിയർ സ്പേസ്. ആ സ്പേസ് 10 to 15 നാനോമീറ്റർ എന്നാണ് പഠിക്കുന്നത് കേട്ടോ. റൈബോസോം നാനോമീറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, 15/20 നാനോമീറ്റർ അല്ലേ? യെസ്, ഇത് ക്ലിയർ ആയോ? ഇനി ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കള് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ചാർജ് ആവാത്ത? ഇന്റർഫേസ് ന്യൂക്ലിയസ്. ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്താ? ഡിവൈഡ് ചെയ്യാൻ റെഡി അല്ലാതെ എന്താണ് പ്രിപ്പയറിംഗ് ഫേസിലുള്ള ന്യൂക്ലിയസ് ഞാൻ നമ്മൾ ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറയാം. ഡിവൈഡ് ചെയ്യൂല കേട്ടോ. അപ്പൊ ഇന്റർഫേസ് ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡ്രോയിങ്. ഒരു മിനിറ്റ് മക്കളെ. ഇന്റർഫേസ് ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്ത് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഉണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഉണ്ടാവുക. അതിന് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഇലോബറേറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ പോലെ ഉണ്ടാവുക ക്രൊമാറ്റിൻ. ദാറ്റ് ഇസ് കോൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് ആണ്. either DNA or RNA എന്നൊക്കെ നമ്മൾ പറയില്ലേ, ന്യൂക്ലിയോ പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതാ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ടാവും. അപ്പൊ എന്താ ന്യൂക്ലിയോ പ്രോട്ടീന്റെ അർത്ഥം? ന്യൂക്ലിയോ പ്രോട്ടീന്റെ അർത്ഥം ഇതാണ്. അതിൽ ആരുണ്ട്? ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ന്യൂക്ലിക് ആസിഡ് ഏതാ? DNA ആണ്. പ്രോട്ടീൻ ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. ഈ മുഴുവൻ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ. എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ. അപ്പൊ ക്രൊമാറ്റിനിൽ ആരൊക്കെ ഉണ്ടാവും? DNA ഉണ്ടാവും, RNA ഉണ്ടാവും, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ടാവും. ഇതാണ് ബിക്കോസ്. അപ്പൊ ചോദിക്കാം മിസ് അതുകൊണ്ട് RNA പറയണേ? DNA ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ RNA ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് പറയുന്നത് ക്രൊമാറ്റിനിൽ ആരൊക്കെ ഉണ്ടാവും? DNA, RNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ക്ലിയർ? ഇത് മനസ്സിലായില്ല? ഇനി എല്ലാ സെല്ലിലും ന്യൂക്ലിയസില് എല്ലാ സെല്ലും ന്യൂക്ലിയസ് ഒന്നാണോ എന്ന് പറഞ്ഞാൽ ചില സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരുണ്ട്, ചില സെല്ലിൽ ഒത്തിരി ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരുണ്ട്. സിൻസീഷ്യം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ അല്ലേ? നോർമലി ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുക, പക്ഷെ ചില സ്ഥലത്ത് കുറേ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരുണ്ട്. ഈവൻ നമ്മൾ കോക്കനട്ടില് എൻഡോസ്പേം കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചിട്ടില്ലടാ? അങ്ങനെയും ഉണ്ട്. എന്നാൽ ചില സെല്ലിൽ മെച്യൂർ ആകുമ്പോൾ ന്യൂക്ലിയസേ ഉണ്ടാവില്ല. ദ മെച്യൂർ മെമേലിയൻ RBC ഡസ് നോട്ട് ഹാവ് ന്യൂക്ലിയസ്. സീവ് ട്യൂബ് മെച്യൂർ ആകുമ്പോൾ അതിലും എന്താ? ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളും ഉണ്ട്. ഇത് ക്ലിയർ ആയോ? ഇനി പറയാൻ പോകുന്ന കേട്ടോ, വരച്ചാലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ആ തിയറി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ, ഇത് ന്യൂക്ലിയസിന്റെ ഇന്നർ മെംബ്രെയിൻ. വി സേ ദാറ്റ് ഇതാണ് പെരിന്യൂക്ലിയർ സ്പേസ്. 10 to 15 നാനോമീറ്റർ ആണ് സൈസ് എന്ന് പറഞ്ഞു അല്ലേടാ? ഇനി നോക്കിയേ, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ചില സ്ഥലത്ത് ഫ്യൂസ് ചെയ്യും. നോക്കിയടാ, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും എവിടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്? അവിടെ ഒരു ഹോൾ ഫോം ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ന്യൂക്ലിയർ പോർ. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും എവിടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഫോംസ് എ ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ ഫോം ചെയ്യും. ഈ ന്യൂക്ലിയർ പോർ വഴിയാണ് സൈറ്റോപ്ലാസ്റ്റിലുള്ള കണ്ടന്റ് ന്യൂക്ലിയസിലേക്കും ന്യൂക്ലിയസിലുള്ള കണ്ടന്റ് സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് RNA ആൻഡ് പ്രോട്ടീൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ബോത്ത് ദ ഡയറക്ഷൻ ആണ്. ന്യൂക്ലിയസ് ഉള്ളത് സൈറ്റോപ്ലാസ്റ്റിലേക്കും സൈറ്റോപ്ലാസ്റ്റിലുള്ള ന്യൂക്ലിയസിലേക്കും ആര് വഴിയാ പോവാ? ന്യൂക്ലിയർ പോർ വഴിയാണ് RNA പ്രോട്ടീൻ എക്സ്ചേഞ്ച് ചെയ്യുക. ഇത് ക്ലിയർ ആയോ മക്കളെ? യെസ്. ഇനി പറയുന്നത് ന്യൂക്ലിയസിന്റെ അകത്ത് there is a liquid compartment that is called nucleoplasm. ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയാം. ഇതിൽ 1 or more spherical body ഉണ്ടാവും. that is called nucleoli or nucleolus. 1 or more spherical body ഉണ്ടാവും. that is called nucleoli or nucleolus. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ DNA നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ ഉണ്ടാവും, എലോബറേറ്റ് ആയിട്ട് നെറ്റ്വർക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ. that is called chromatin. ഇത്രയും കിട്ടിയോ? So what is the function of nucleolus എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് rRNA. എക്സാമിന് പഠിച്ചു വെക്കണം കേട്ടോ. ന്യൂക്ലിയസിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ സ്പെറിക്കൽ ബോഡി ഉണ്ട്, അതിന് ന്യൂക്ലിയോളസ് എന്നാ പറയാ. ഇറ്റ് ഇസ് സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് rRNA. ഏത് സെല്ലാണോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയോളസ് ഉണ്ടാവും, ലാർജ് സൈസ് ന്യൂക്ലിയോളസ് ഉണ്ടാവും. ബിക്കോസ് ഏറ്റവും കൂടുതൽ rRNA ഉണ്ടായാലേ rRNA ആണ് റൈബോസോമായിട്ട് മാറേണ്ടത്. rRNA എന്തായിട്ട് മാറും? റൈബോസോമായിട്ട് മാറും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സിന്തസൈസ് ആവുന്ന സെല്ലിൽ ന്യൂക്ലിയോളസിന്റെ എണ്ണം കൂടുതലായിരിക്കും, ലാർജും ആയിരിക്കും. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് ദ ന്യൂക്ലിയസ്. ഇനി ഡിവൈഡ് ചെയ്യുന്ന ന്യൂക്ലിയസിൽ
ഈ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവണ്ടേ? ഇത് ഇന്റർഫേസ് ന്യൂക്ലിയസിലാണ് ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ക്രൊമാറ്റിനിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? DNA ഉണ്ടാവും, RNA ഉണ്ടാവും, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ നമ്മൾ ഡിവൈഡിങ് ഫേസിലാകുമ്പോൾ ഈ ക്രൊമാറ്റിൻ ചുരുങ്ങി എന്തായിട്ട് മാറണം? കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആയിട്ട് മാറണം. അങ്ങനെ ക്രോമസോം ആകുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിടാ, ക്രോമസോം ആവുന്ന സ്ട്രക്ചറാണ്. ദ സെന്റർ കൺസിസ്റ്റ് ഓഫ് സെൻട്രോമിയർ. ഇതാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഈ സെൻട്രോമിയറിന്റെ സൈഡിൽ മക്കളെ ഇതായി പോകുന്നുണ്ടാ സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിന്റെ സൈഡിൽ ഡിസ്ക് ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാവും. അതിനെയാണ് കൈനറ്റോകോർ എന്ന് പറയാം. കൈനറ്റോകോർ എന്ന് പറയാം. ഇത് മനസ്സിലായോ? നടുക്ക് സെൻട്രോമിയർ ഉണ്ട്, രണ്ട് സൈഡിലും ആരുണ്ട്? കൈനറ്റോകോർ ഉണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ കോപ്പി ഓഫ് ക്രൊമാറ്റിഡ് ആണ്. ഇത് എസ്പേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കോപ്പിയാണ്. രണ്ട് കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഒറിജിനൽ കോപ്പിയാണ്, ഒന്ന് എസ്പേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കോപ്പിയാണ്. രണ്ടും ഒരേ സെൻട്രോമിയറിലാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. നോക്കി, ശരിയല്ലേ? ഇതാണ് സെൻട്രോമിയർ. ഇത് ഒറിജിനൽ കോപ്പിയാണ്, ഇത് എസ്പേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കോപ്പിയാണ്. രണ്ടുപേരും ഒരേ സെൻട്രോമിയറിലേക്കാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. ദേ ആർ കോൾഡ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇനി സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്. സെൻട്രോമിയറിന്റെ രണ്ട് സൈഡായിട്ട് ഡിസ്ക് ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഏത്? കൈനറ്റോകോർ. ആൻഡ് ദീസ് ആർ കോൾഡ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇത് ക്ലിയർ ആയോ മക്കള്? ഇനി ഈ കൈനറ്റോകോറിലേക്കാണ് സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്യുക സെൽ ഡിവിഷന്റെ സമയത്ത്. ശരിയല്ലേ? സ്പിൻഡിൽ ഫൈബർ എവിടെ അറ്റാച്ച് ചെയ്യുക? കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇത് കിട്ടിയോ? ഇനി എനിക്ക് ചോദിക്കാനുള്ളത് സെൻട്രോമിയർ കറക്റ്റ് നടുക്കേത്ത പൊസിഷനിലാണ്. നോക്കിടാ, സെൻട്രോമിയർ കറക്റ്റും രണ്ട് ആംസിന്റെ ലെങ്ത് ഒരേപോലെയാണെങ്കിൽ മെറ്റാസെൻട്രിക് ക്രോമസോം എന്നാ പറയാ. When the centromere occupies the center region and both the chromatids, both the arms എന്നാ പറയാ. ഏത് ആംസ്? P arm and Q arm എന്നൊരു പേരുണ്ട് ഇതിന് കേട്ടോ. P armഉം Q armഉം സെയിം ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മെറ്റാസെൻട്രിക് എന്നാ പറയാ. എന്താ വിളിക്കുക? മെറ്റാസെൻട്രിക് എന്ന് പറയും കേട്ടോ. ഇനി സെൻട്രോമിയർ നടുക്കുന്ന കുറച്ചങ്ങ് മാറി നിന്നപ്പോ ഒരു സൈഡ് കുറച്ച് ലെങ്ത് കുറഞ്ഞു, ഒരു സൈഡ് കുറച്ച് ലെങ്ത് കൂടി. ഷോർട്ട് ആമോ ലോങ് ആം എന്ന് പറയും. ദിസ് ഇസ് ഷോർട്ട് ആം ആൻഡ് ദിസ് ഇസ് ലോങ് ആം. ഷോർട്ട് ആമിനെ വിളിക്കുന്ന പേരാണ് പി ആം, പെറ്റിറ്റ് ആം എന്ന് പറയും. ലോങ് ആമിനെ വിളിക്കുന്ന പേരാണ് ക്യൂ ആം. അപ്പൊ ചോദിക്കാം, മിസ് NCERT ഇതില്ലല്ലോ, ഇത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഷോർട്ടും ലോങ്ങും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഷോർട്ട് ആമിന്റെ പേരാണ് പി ആം, എൻട്രൻസിന് വന്നിട്ടുണ്ട്. ലോങ് ആമിന്റെ പേരാണ് ക്യൂ ആം. നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയുന്നത് എന്താ? അപ്പൊ ഒരു സൈഡ് ഷോർട്ടും ഒരു സൈഡ് ലോങ് ആണെങ്കിൽ സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്നാ പറയാ. എന്താ വിളിക്കുക? സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. ഇനി സെന്ററിന് കുറച്ചുകൂടി അങ്ങ് മാറി നിന്നപ്പോ അറ്റത്തിന്റെ അങ്ങോട്ടാണ് നിൽക്കുന്നത്. ടുവേർഡ്സ് ദ ടെർമിനൽ എന്നാ പറയാ. അറ്റ് ദ ടെർമിനൽ അല്ല കേട്ടോ, ടുവേർഡ്സ് ദ ടെർമിനൽ എന്ന് പറയുമ്പോൾ അറ്റത്തിന്റെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഒന്ന് എക്സ്ട്രീംലി ഷോർട്ട് ആമും എക്സ്ട്രീംലി ഷോർട്ട് ആമും എക്സ്ട്രീംലി ലോങ് ആമും ആയിരിക്കും. ഒരു സൈഡ് തീരെ ചെറുതാവും, ഒരു സൈഡ് നല്ലോണം വലുതാവും. അതാണ് ആക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. വാട്ട് വാസ് ഇറ്റ് കോൾഡ് ആസ്? ആക്രോസെൻട്രിക്. ഇനി സെൻട്രോമിയർ ടെർമിനൽ പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ ആംസ് ഒരു സൈഡേ കാണുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ടീലോസെൻട്രിക്. സെൻട്രോമിയർ അറ്റ് ദ ടെർമിനൽ എൻഡ് എന്നാ പറയാ. നേരത്തെ എന്താ പറഞ്ഞേ? നിയർ ടു ദ ടെർമിനൽ എൻഡ്. ടെർമിനൽ എൻഡ് അടുത്തേക്ക് വരുമ്പോൾ അത് ആക്രോസെൻട്രിക് ആയി. അറ്റ് ദ ടെർമിനൽ എൻഡ് എന്ന് പറയുമ്പോൾ അറ്റത്ത് കാണുമ്പോൾ ആംസ് ഒരു സൈഡേ കാണുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ടീലോസെൻട്രിക്. So this is about based on position of chromosome. ക്രോമസോമിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റാസെൻട്രിക് ആണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇത് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കുറയും, ഈ സൈഡ് ലെങ്ത് കൂടും. സബ് മെറ്റാസെൻട്രിക് ആണ്. കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ഷോർട്ട് ആമോ എക്സ്ട്രീം ലോങ് ആമോ അത് ആക്രോസെൻട്രിക് ആണ്. അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടീലോസെൻട്രിക് ആണ്. ക്ലിയർ? ആൻഡ് വാട്ട് യു മീൻ ബൈ സാറ്റലൈറ്റ്? നോൺ സ്റ്റെയിനിങ് റീജിയൻ ആണ്. ഡാർക്ക് ആയിട്ടുള്ള ഒരു നോൺ സ്റ്റെയിനിങ് റീജിയൻ ചില ക്രോമസോമിന്റെ അറ്റത്ത് ഉണ്ടാവും, എല്ലാ ക്രോമസോമിലും ഉണ്ടാവില്ല. ചില ക്രോമസോമിന്റെ അറ്റത്ത് നോക്കിടാ നോൺ സ്റ്റെയിനിങ് ആയിട്ടുള്ള സെക്കൻഡറി കൺസ്ട്രക്ഷൻ റീജിയനിൽ കാണുന്നതാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഏത് ക്രോമസോമിലാണ് സാറ്റലൈറ്റ് ഉള്ളത്? അതിനെ വിളിക്കുന്ന പേരാണ് സാറ്റ് ക്രോമസോം എന്ന് പറയാം. ഇത് സാറ്റലൈറ്റ് ആണ്, സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ചോദിക്കാം, മിസ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ റീജിയനിൽ സാറ്റലൈറ്റ് കാണുകയാണെങ്കിൽ സെൻട്രോമിയർ എന്ത് വിളിക്കും? പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കും. സെൻട്രോമിയർ പ്രൈമറി കൺസ്ട്രക്ഷൻ ആണ്. സെക്കൻഡറി കൺസ്ട്രക്ഷനിലാണ് സാറ്റലൈറ്റ് ഉള്ളത്. സാറ്റലൈറ്റ് കാണുന്ന ക്രോമസോമിനെ സാറ്റ് ക്രോമസോം എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് ലൊക്കേഷനിലാണ് ഉണ്ടാവുക കേട്ടോ. കണ്ടോ, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ, കോൺസ്റ്റന്റ് ലൊക്കേഷനിലാണ് ഇത് ഉണ്ടാവുക. അതില്ലേ? ഇനി മൈക്രോബോഡീസ് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞില്ല മക്കളെ. വാട്ട് യു മീൻ ബൈ മൈക്രോബോഡീസ്? മെംബ്രെയിൻ ബൗണ്ട് സ്മോൾ വെസിക്കിൾസ്. ദ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള കുഞ്ഞു വെസിക്കൽ. മെംബ്രെയിൻ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ മെംബ്രെയിൻ ആണ്. മെനി മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ മെനി എന്നല്ല കേട്ടോ NCERT ഉദ്ദേശിക്കുന്നത്. മെനി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. മെനി മെംബ്രെയിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ കുറേ മെംബ്രെയിൻ ഉണ്ടെന്നല്ല,
കുറേ ആൾക്കാരുണ്ട്, ഓരോരോ ആൾക്കാർക്കും ഒരു കവറിങ്ങേ ഉള്ളൂ. സോ സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ചെറിയ എന്താണ് ചെറിയ 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 ബോഡീസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ബോഡീസ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ ഈ പറഞ്ഞാൽ കുറേ സാധനം സ്റ്റോർ ചെയ്യും. ചില ആൾക്കാർ പെറോക്സിസോം സ്റ്റോർ ചെയ്യും, ചില ആൾക്കാർ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ചില കണ്ടന്റ് സ്റ്റോർ ചെയ്യും അല്ലേ. ഗ്ലയോക്സിസോം, പെറോക്സിസോം, ഇതൊക്കെ മൈക്രോ ബോഡീസ് ആണ്. ഗ്ലയോക്സിസോം ഫാറ്റ് ഓക്സിഡേഷൻ ഒക്കെ നടക്കുന്നല്ലേ, ഏതാ പെറോക്സിസോമിൽ നടക്കുന്നില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് മൈക്രോ ബോഡീസ് ഉണ്ട്. പ്ലാന്റ്സിന്റെ ബോഡിയിലുണ്ട്, ആനിമൽസിന്റെ ബോഡിയിലുണ്ട്. അങ്ങനെ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ബോഡി ആൻഡ് ആനിമൽ ബോഡി. ചാപ്റ്റർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നേരത്തെ പകുതി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാക്കി പകുതി കൂടി ചെയ്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വേഗം ചെയ്ത മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാക്ടിങ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് ടു ഫോം ATP? ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൽ ഏതാ? നമുക്കറിയാലോ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് അത് മൈറ്റോകോൺഡ്രിയന്റെ അകത്ത് എയറോബിക് നടന്ന് ATP ഉണ്ടാവണമെങ്കിൽ ഏത് ഓർഗനൽ ആയിരിക്കും? ദ ആൻസർ ഷുഡ് ബി mitochondria. Yes or no? Yes or no? അല്ലേ? Moving to next one. Which of the following component provides sticky character to the bacteria? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്ടീരിയയിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് കവറിംഗ് സ്റ്റിക്കി നേച്ചർ കൊടുക്കുന്നത് ആരാത്? ഗ്ലൈക്കോ കാലിക്സ് ആണ്. So which provides sticky nature ചോദിച്ചാൽ ഗ്ലൈക്കോ കാലിക്സ്. Yes or no? Yes. So which of the following are not considered as a part of endomembrane system? Endomembrane system part അല്ല തരാ. മൈറ്റോകോൺഡ്രിയ വരൂല, ക്ലോറോപ്ലാസ്റ്റ് വരൂല, പെറോക്സിസോമും വരൂല. മൈറ്റോകോൺഡ്രിയയുടെ ഭാഗമേ ഇല്ല അവര്. എയും സിയും ഇയും, AC and E. Yes or no? Okay, done. So moving to next one. Which of the following statement are correct with respect to Golgi apparatus? 2023 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. It is important site of formation of glycoprotein and glycolipid ശരിയല്ലേ? It produces cellular energy in the form of ATP. അതല്ല, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? മൈറ്റോകോൺഡ്രിയ ആണ്. It modifies the protein synthesized by ribosome on endoplasmic reticulum. അല്ലേ? റൈബോസോം വഴി ഉണ്ടാവുന്ന പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുന്ന ജോലി ചെയ്യുന്നില്ലേ? ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ആണോ? ഇല്ല. ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ആണോ? അല്ല. അപ്പൊ ആൻസർ ഏതാ വരിക? എയും സിയും മാത്രം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ? വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ദ ഓർഗനൽസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു മക്കളേത്. എൻഡോപ്ലാസ്മിക്, ഗോൾജി, ലൈസോസോം ആൻഡ് വാക്യൂൾ 2021 വന്ന ക്വസ്റ്റൻ ആണ് അല്ലേ. Which is important site of formation of glycoprotein and glycolipid? That is Golgi bodies. ഇത് നമ്മൾ ചെയ്താണല്ലോ ഓൾറെഡി, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അല്ലേ. So which of the following statement is not correct? Lysosome have numerous hydrolytic enzyme. Correct അല്ലേ? Hydrolytic enzymes of lysosome are active under acidic pH. അതും ശരിയല്ലേ? Lysosomes are membrane bound structure. ശരിയാണ്. Lysosome is formed by the packing of endoplasmic ആണോ? അല്ല. ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേടാ, ഓർക്കുന്നുണ്ടോ? ഗോൾജി വഴിയാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്ത്. The Golgi complex participate in either formation of secretory vesicles. ശരിയല്ലേ? ലിപ്പിഡും പ്രോട്ടീനൊക്കെ പാക്ക് ചെയ്ത് വെസിക്കിൾസ് അല്ലേ ഇവരുണ്ടാക്കുന്നത്. 2018 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. Which of the following event does not occur in rough endoplasmic reticulum? Rough endoplasmic reticulum നടക്കാത്ത ഈവന്റ് ഏതാ? പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവൂലേ അല്ലേ? പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത് ഗോൾജി ബോഡീസിൽ വെച്ചിട്ടാണ് കേട്ടോ മക്കളെ. നടക്കാത്തതല്ലടാ ചോദിച്ചേ അല്ലേ. ഫോസ്ഫോലിപ്പിഡ് സിന്തസിസ്, SCR ലിപ്പിഡ് ഉണ്ടാക്കൂലേ, പ്രോട്ടീൻ ഉണ്ടാക്കൂലേ, പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യൂലേ. ഏതാ? പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ ഏതാ നടക്കുക? ഇറ്റ് വിൽ ഒക്കർ ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. യെസ് ഓർ നോ? A cell organelle containing hydrolytic enzyme is lysosome അല്ലേ? ലൈസോസോമിലല്ലേ ഇത് വരുന്നത്? യെസ്, ഹൈഡ്രോലൈറ്റിക് എൻസൈം വരുന്നത്. Moving to next one. Which of the following pair of organelle does not contain DNA? DNA ഇല്ലാത്ത ഓർഗനൽ ലൈസോസോം ആൻഡ് വാക്യൂൾ അല്ലേ. മൈറ്റോകോൺഡ്രിയയിൽ DNA ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിൽ DNA ഉണ്ട്. അപ്പൊ രണ്ടും ഇല്ലാത്തത് ഏതാ? പെയറാ ചോദിച്ചിരിക്കുന്നത്. രണ്ടിലും ഇല്ലാത്തത് ലൈസോസോം ആൻഡ് വാക്യൂൾ ആണ്. 19 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. Which of the following statement regarding mitochondria is incorrect? Outer membrane is permeable to monomer of carbohydrate, fat and protein. Enzymes of electron transport system are embedded in outer membrane. Ano? Inner membrane is convoluted with infolding. Mitochondrial matrix contains single circular DNA. Eda vera enzymes of electron transport system are outer membrane lalla, inner membrane lana kannu. Sheriyallada?
So which of the following cell organ is responsible for extracting energy from carbohydrate? ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് മൈറ്റോകോൺഡ്രിയ. നേരത്തെ ചെയ്ത ക്വസ്റ്റൻ ആണ് സെയിം. Mitochondria and chloroplast are semi-autonomous organelle അല്ലേ, formed by division of pre-existing organelles and they contain DNA but lack protein synthesis machinery. തെറ്റില്ല മക്കളെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ അവർക്ക് എന്തുണ്ട്? 70s ടൈപ്പ് ഓഫ് റൈബോസോം ഇല്ലടാ, ഇല്ലേ? അപ്പൊ ഇവര് പറഞ്ഞ സെമി ഓട്ടോണോമസ് ആണ്, ഇവർ സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷെ പ്രോട്ടീൻ ഫാക്ടറി ഇല്ലാന്ന് തെറ്റല്ലേ? 70s റൈബോസോം അവിടെയുണ്ട്, റൈബോസോം ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ ഉണ്ടാവൂലേ? അപ്പൊ അത് തെറ്റി. അപ്പൊ ആൻസർ എ is correct, B is incorrect. A is correct and B is incorrect. കിട്ടിയോ? Next one. Which of the following function is carried out by cytoskeleton? ഏതാ cytoskeleton? മോട്ടിലി തരും, അതേപോലെ ഷേപ്പ് കൊടുക്കും, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. സോ മെക്കാനിക്കൽ സപ്പോർട്ടും ഷേപ്പ് കൊടുക്കലും മോട്ടിലിറ്റി ആണ് സൈറ്റോസ്കെൽട്ടന്റെ ഫംഗ്ഷൻ അല്ലേ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ് സിന്തസിസ്. എ മാച്ചസ് വിത്ത് 2, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ്. ഗോൾജി കോംപ്ലെക്സ് that is involved in glycosylation and centriole that is spindle formation. ആൻസർ കിട്ടിയോ മക്കളെ? പ്ലാസ്മിക് റെറ്റിക്കുലം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ഏതാടാ, ഏത് ക്വസ്റ്റ്യനാ? ഇതായിരിക്കും അല്ലേ, ഇതല്ലേ? ഡസ് നോട്ട് ഒക്കർ ഇൻ എൻഡോപ്ലാസ്മിക് ബിക്കോസ് പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കൂടെ ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്നതാണ്, അതല്ലേ ഗ്ലൈക്കോ പ്രോട്ടീൻ. അത് ഗോൾജി ബോഡീസിൽ വെച്ചിട്ടല്ലേ നടക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അൺഫെമിലിയർ എക്സാമ്പിൾ ആണ്, പക്ഷെ ഇത് വന്നുകൊണ്ടാണ് പറയുന്നത് പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ, പ്രോട്ടീൻ്റെ കൂടെ ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്നത് ഗോൾജിയിലാണ് നടക്കുക. അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ അല്ല, കേട്ടാ? എവിടെ എത്തി? ഇത് ചെയ്തില്ലേ? ഇനി മൈക്രോട്യൂബ്യൂൾസ് ആർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ്. മൈക്രോട്യൂബ്യൂൾ ഏതിലൊക്കെ ഉണ്ടാവും? സീലയിലുണ്ട്, സെൻട്രിയോൾസിലുണ്ട്, സ്പിൻഡിൽ ഫൈബറിലുണ്ട്. അപ്പൊ ആൻസർ ഷുഡ് ബി മൈക്രോട്യൂബ്യൂൾ. നമ്മൾ നേരത്തെ പറ്റില്ലേ, microtubules are present in cilia 9+2 arrangement, centriole 9+0 arrangement, spindle fiber is also made up of tubulin protein. അപ്പൊ ആൻസർ ഏതാ മക്കളെ വരിക? ബി അല്ലേ വരിക? ഇത് മെറ്റാസെൻട്രിക് ക്രോമസോം. ഏതാണ് മെറ്റാസെൻട്രിക് ക്രോമസോം? മിഡിൽ ഫോമിംഗ് 2 equal arm. എ മാച്ചസ് വിത്ത് 3 ഉള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, ഒറ്റൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ രക്ഷപ്പെട്ടില്ലേ, വേഗം ചെയ്തില്ലേ? ആക്രോസെൻട്രിക്. Centrome is situated close to the end of one extremely short arm and one. Submetacentric ഏതാ? Centrome is slightly away from the middle ആണ്. Telocentric centromere at the terminal end. So option should be second option. Yes. Clear right മക്കളെ? ഇനി 5 slide വേഗട്ടാ. Which of the following is an incorrect statement? Microbodies are present both in plants and animals. And last പഠിച്ചാണ്. Perinuclear space forms the barrier between present material present inside the nucleus and the cytoplasm. ശരിയല്ലേ? പെരിന്യൂക്ലിയർ സ്പേസിന് പുറത്ത് സൈറ്റോപ്ലാസം ഉള്ളത്, അകത്ത് ന്യൂക്ലിയർ പ്ലാസം ഉള്ളത്, രണ്ടിനും ബാരിയർ ആണ്. ന്യൂക്ലിയർ പോർ ആക്ട് ആസ് എ പാസേജ് ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA മോളിക്യൂൾ ബോത്ത് ദ ഡയറക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയർ പോർ വഴി RNA ആൻഡ് പ്രോട്ടീൻ പുറത്തേക്ക് വരും, അതേപോലെ സൈറ്റോപ്ലാസിന് അകത്തേക്ക് വരും. മെറ്റോസീവ് ട്യൂബ് പൊസസ് കോൺസ്പിക്വസ് ന്യൂക്ലിയസ്. അത് തെറ്റാണ്. മെറ്റോസീവ് ട്യൂബിൽ ന്യൂക്ലിയസ് ഇല്ല. മെറ്റോർ മാമേലിയൻ ആർബീസിലും ന്യൂക്ലിയസ് ഇല്ല. യെസ് ഓർ നോ? യെസ്. ഇനി ക്രിസ്റ്റേ എന്താ മക്കളെ? ക്രിസ്റ്റേ ദ ഇൻഫോൾഡിംഗ് ഓഫ് മൈറ്റോകോൺഡ്രിയ ഇസ് കോൾഡ് ക്രിസ്റ്റേ. സോ എ മാച്ചസ് വിത്ത് 3, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ കിട്ടിയില്ലേ? തൈലക്കോയിഡ് ഏതാ? ഫ്ലാറ്റൻ മെംബ്രെയിൻ സാക്ക് ആണ്. ദെൻ സെൻട്രോമിയർ ദാറ്റ് ഇസ് പ്രൈമറി കൺസ്ട്രിക്ഷൻ ആൻഡ് സിസ്റ്റൻ ഈസ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഓഫ് ഗോൾജി അപ്പാറ്റസ്. ഓപ്ഷൻ ഷുഡ് ബി ദ സെക്കൻഡ് ഓപ്ഷൻ. വേഗം പോരട്ടെ. നെക്സ്റ്റ് വൺ. When the centromere is situated in the middle of 2 equal arms, then it is called metacentric. അല്ലേ? 2 equal arm ഫോം ചെയ്യുകയാണെങ്കിൽ എന്താ വിളിക്കുക? മെറ്റാസെൻട്രിക് എന്നാ വിളിക്കുക. 2021 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി 2020 വന്ന ക്വസ്റ്റൻ. ദ ബയോസിന്തസിസ് ഓഫ് റൈബോസോമൽ RNA occurs in. RNA എവിടെ നടക്കുക? ന്യൂക്ലിയോളസിന്റെ അകത്താണ്. നമ്മൾ പറഞ്ഞില്ലേ, ന്യൂക്ലിയോളസ് വൺ ഓർ മോർ സ്പെരിക്കൽ ബോഡി ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. അവർ എന്ത് ചെയ്യും? RNA സിന്തസൈസ് ചെയ്യും. അതാണ് റൈബോസോം ആയിട്ട് മാറുക. ദാറ്റ് ഇസ് നോൺ ആസ് പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയുന്നത്. യെസ് ഓർ നോ? യെസ്. So moving to next one. The shorter and longer arm. നോക്കിയേ, 2019 വന്ന ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞത്. ഷോർട്ടർ ആം ഏതാ? P arm ആണ്. ലോങ്ങർ ആം ഏതാ? Q arm ആണ്. So answer should be B option. The shorter is P and the longer is Q. Okay. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ് സിന്തസിസ് ആണ്. എ മാച്ചസ് വിത്ത് 2, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ് ആണ്. ദെൻ ഗോൾജി അപ്പാറ്റസ് ഇറ്റ് ഈസ് ഗ്ലൈക്കോസിലേഷൻ. സെൻട്രിയോൾ
spindle fiber. This already cheyida question aanalla makkale 1 2020 il vanna question aanu. And this is about the last question. Which of the following is true for nucleolus? Large nucleolus are present in dividing cell. It's a membrane bound structure aano? Alla. Idu membrane bound structure alla. It is a part of spindle formation aano? Alla. rRNA formation aanu. It is a site for active ribosomal synthesis aanu. Ille dividing cell illa kaana interface nucleus laanadu kaana. It is a site of active synthesis of RNA. Nucleolus illa avudnaanu rRNA undava. 2018 il vanna question aanu. Slide kayinju. And this is about the chapter and this is about the question. I hope so we did everything. കിട്ടിയാ മക്കളെ? കഴിഞ്ഞല്ലേ? 2 ചാപ്റ്റർ, വലിയ 2 ചാപ്റ്ററാണ് പഠിച്ചത്. സെല്ലിൽ കുറേ പോയിന്റ്സ് ഉണ്ട് അല്ലേ? എന്നാലും നിങ്ങളെല്ലാവരും പഠിച്ചു. എനിക്കും സമാധാനം നിങ്ങൾ പഠിച്ചല്ലോ. Yes or no? Yes. So this is about finished. അല്ലേ? ഈവനിങ് തുടങ്ങി we are wind up in the morning session. Yes or no? Yes. Thank you. D. Luffy. Monkey D. Luffy. Thank you all. Oh, the thing is that നിങ്ങൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് അല്ലേ പഠിച്ച് you also provided me energy to continue the class and thank you so much for that. കേട്ടോ? Thank you and have a great day. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യണം. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ 50 days ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക, ഫുൾ സ്കോർ ചെയ്യുക. ഓക്കെ? വീട്ടിൽ പോവും. ഇവിടെ താഴെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, എടുത്ത് പോവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. കേട്ടാ? തിത്ലി കേട്ടോ? സേഫ് ആയിട്ട് പോവും. ഡോണ്ട് വറി. കരിഷ്മ, യെസ്. ഹാപ്പി അല്ലേ എല്ലാവരും? Got the point everything? Yes. So we'll see you in the next class. നന്നായിട്ട് ഉറങ്ങുക, ഫുഡൊക്കെ കഴിക്കുക. ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ കഴിക്കണമെങ്കിൽ നല്ലോണം കിടന്നുറങ്ങിയിട്ട് എന്താ ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഡേയിലെ കോൺസെപ്റ്റ് പഠിക്കുക കേട്ടോ. ഓക്കെ? So we'll wind up. Yeah. Fatima. Very happy. Yes. Next photosynthesis respiration ഒക്കെ എല്ലാം എടുത്തു തരാം കേട്ടോ. ഒരു ചാപ്റ്റർ കുറച്ച് ടഫ് ഉള്ളതും ഒന്ന് ഈസിയുള്ള അങ്ങനെ കോംബോ പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ടഫ് ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഫോട്ടോസിൻസ് ഒരു ദിവസം എടുക്കാം, റെസ്പിറേഷൻ വേറൊരു ദിവസം എടുക്കാം കേട്ടോ. യെസ്.